നമസ്തേ. പാലാ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ശിവൻ. JEE Main സെഷൻ 2-ൻ്റെ 8 എക്സാമുകൾ 8ാമത്തെ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇന്നത്തെ 2ാമത്തെ ഷിഫ്റ്റ് എക്സാമും കംപ്ലീറ്റ് ആവും. നമുക്കറിയാം, ഈ 2024-25 അധ്യയന വർഷത്തിൽ ഒരു NIT അല്ലെങ്കിൽ ഒരു IIIT അല്ലെങ്കിൽ ഒരു IIT അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏതാണ്ട് 13 ലക്ഷത്തോളം കുട്ടികളാണ് 2 സെഷൻ എക്സാമുകളുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 11,40,000 കുട്ടികളാണ് 2023-ൽ JEE Main റാങ്ക് ലിസ്റ്റിൽ വന്നതെങ്കിൽ ഏപ്രിൽ 25 പ്രസിദ്ധീകരിക്കുന്ന JEE Main ഓൾ ഇന്ത്യ റാങ്കിൽ ഏതാണ്ട് 13 ലക്ഷം കുട്ടികളായിരിക്കും പങ്കെടുക്കാനുള്ള സാധ്യത, അതിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യത. മുൻ വർഷങ്ങളിലെ ഒരു 95% സ്കോർ, 50,000 ഓൾ ഇന്ത്യ റാങ്ക് എങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു IIIT അഡ്മിഷനെങ്കിലും നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് 13 ലക്ഷമാണെങ്കിൽ ഒരു 97% ആകുമ്പോഴേക്കും തന്നെ നമ്മളെ റാങ്ക് 40,000-അടുത്തെത്തുന്നു. അപ്പോൾ അത് നമ്മളുടെ ശ്രമം എത്രത്തോളം കൂട്ടണമെന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ JEE Main ആദ്യത്തെ സെഷനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി വേണമെങ്കിൽ എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ എക്സാം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം സെഷൻ 1-ൽ ജനുവരി 27 ഫസ്റ്റ് ഷിഫ്റ്റാണ് നമുക്ക്. കാരണം മാർക്കിനനുസരിച്ച് പേഴ്സൻറ്റേജ് സ്കോർ നോക്കിയാൽ ഏതാണ്ട് 250-അപ്പുറത്ത് സ്കോർ കിട്ടിയ കുട്ടിക്കാണ് 99.9% കിട്ടിയിരിക്കുന്നത്. 278ഓളം മാർക്ക് കിട്ടിയ കുട്ടിക്കാണ്. എന്നാൽ 30-ാം തീയതി നടന്ന ലാസ്റ്റ് ഒരു ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമിൽ 157 എത്തിയ കുട്ടിക്കും ഏതാണ്ട് 99% സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സെഷൻ 2-ൽ ഈ ഒരു മാർജിൻ പക്ഷേ അത്രത്തോളം ഒന്നും വേരിയേഷൻ കാണിക്കുന്നില്ല. ഇത് വേണ്ട 7 എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഫാക്കൽറ്റീസ് വളരെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ ക്വസ്റ്റ്യനെയും അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയിൽ നിന്ന് കുട്ടികൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസിനെയും ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സെഷൻ 1-ൽ വന്നിരുന്ന ഈ വലിയൊരു ഗ്രാഫിക്കലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ വേവ്സ് ഒരിക്കലും സെഷൻ 2-ൽ നമുക്കത് അത്രത്തോളം തോന്നുന്നില്ല. സെഷൻ 2-ൻ്റെ ആദ്യത്തെ ഏപ്രിൽ 1-ാം തീയതിയിലത്തെ ആദ്യത്തെ എക്സാം കമ്പാരിറ്റീവ്ലി അല്പം ടഫാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ ബാക്കിയുള്ള 7 സെറ്റ് എക്സാമുകളിലും ഏതാണ്ട് ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ സെഷൻ 1-നേക്കാളും ഒരു അല്പം ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ മാത്തമാറ്റിക്സ് സെഷൻ 1-ൻ്റെ 10 സെറ്റും ഇപ്പോൾ നടക്കുന്ന ഈ 8 സെറ്റിലെ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഒരുപോലെ തന്നെ, അതായത് മാത്തമാറ്റിക്സ് ആണ് ഏപ്രിൽ 25 JEE Main ഓൾ ഇന്ത്യ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. നാളത്തെ ഒരു ദിവസമാണ് ഇനി 9ാമത്തെ ഷിഫ്റ്റും 10ാമത്തെ ഷിഫ്റ്റും എക്സാം എഴുതാനായിട്ട് കുട്ടികൾ JEE Main സെൻറ്ററിൽ ചെല്ലുന്നത്. അവർക്ക് വേണ്ട ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ന് പരീക്ഷ എഴുതിയ രാവിലത്തെ ഷിഫ്റ്റ് എക്സാം എഴുതിയ കൂട്ടുകാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫാക്കൽറ്റീസ് ഈ ക്വസ്റ്റ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡീറ്റെയിൽഡായിട്ട് മെമ്മറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്നും നമ്മളുടെ JEE Mainൻ്റെ 4ാമത്തെ ദിവസമാണ് ഈ JEE Main ലൈവ് സെഷനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ് എഴുതിയ കേരളത്തിൻ്റെ മറ്റൊരു അഭിമാന താരം, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഡീറ്റെയിൽസ്. പ്ലീസ് കം. JEE Main സെഷൻ 2 എഴുതിയ കുട്ടി, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആദ്യം പരിചയപ്പെടാം അല്ലേ? പേര് അച്യുതിൻ്റെ പേര് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേരള ടോപ്പറാണ് അല്ലേ? ആയിരുന്നു. അപ്പോൾ 2023-ൽ JEE Main കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്രില്യൻറ്റിൽ വന്ന ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനെടുത്തൊരു തീരുമാനം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ശരിയായിരുന്നു? 100%. ഓക്കെ. അപ്പോൾ അവനവൻ്റെ ലക്ഷ്യത്തിലോട്ടുള്ള ആ യാത്രയിൽ ഏറ്റവും നല്ലൊരു സമയത്തിലൂടെ തന്നെയാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്നത്. മെയ് 26 നമ്മളുടെ ആത്യന്തികമായ നമ്മളുടെ ഫൈറ്റ്, നമ്മളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നടക്കുന്നു. ഓക്കെ. JEE Main ആദ്യത്തെ സെഷൻ്റെ സ്കോറും കൂടെ നമുക്ക് പറയാം. 99.89. അതായത് ഏത് ദിവസത്തെ പരീക്ഷയാണ് അന്ന് എഴുതിയത്? 29. അതായത് 3ാമത്തെ ദിവസത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള എക്സാം. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അന്ന് എത്രയായിരുന്നു സ്കോർ കിട്ടിയെന്ന്? 266 കിട്ടിയ കുട്ടിക്കാണ് 99.89% കിട്ടിയത്. സെഷൻ 2 ആ പരീക്ഷയെ അപേക്ഷിച്ച് 29S2 അപേക്ഷിച്ച് എങ്ങനെയിരുന്നു? ഇന്ന് ഞാൻ എഴുതിയ പരീക്ഷ മോർണിംഗ് ഷിഫ്റ്റ്. അതെ ഇന്ന് കുറച്ചുകൂടെ പാടായിരുന്നു. അതിനേക്കാളും എല്ലാ പരീക്ഷ ഒരല്പം ലെവൽ കൂടിയതായിരുന്നു. മാത്സ് കുറച്ചുകൂടെ ട്രിക്കിയും ലെങ്തിയും ആയിരുന്നു. മാത്സ് വീണ്ടും ഡിഫിക്കൽട്ടിയിലോട്ട് പോകുന്നുണ്ട്.
അത് മാത്രമല്ല കെമിസ്ട്രിയിലും കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്തവണത്തെ അത് പ്രത്യേകതയാണ്. അച്ഛൻ ശ്രദ്ധിച്ച് കാണും, ഈ 8 സെറ്റ് അല്ലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 സെറ്റുകളിലും കെമിസ്ട്രിയിലൊക്കെ ഒരു ട്രിക്കി ലെവൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രിക്കി, ബാക്കിയെല്ലാം എളുപ്പം തന്നെയാണ്. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന് ട്രിക്കി ആയിട്ടുണ്ടായിരുന്നു. ശരി. ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചും കൂടി ഒരു കംഫർട്ട്, അതായത് ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്തോ? കാരണം എക്സാം ടഫ് ആകുന്നാണല്ലോ നിങ്ങൾക്ക് താല്പര്യം, അപ്പൊ അത് ഫീൽ ചെയ്തു. പക്ഷേ മാത്സ് ലെങ്തി ആയതുകൊണ്ട് ഫുൾ എല്ലാ ക്വസ്റ്റ്യനും സാറ്റിസ്ഫാക്ടറിലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇതാണ് അല്ലേ മാത്തമാറ്റിക്സിന്റെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുട്ടികൾക്കും ഈ സെഷൻ 2 എഴുതിയവർക്ക് മാത്തമാറ്റിക്സിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമാധാനത്തോടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. 100 മിനിറ്റ് കൊടുത്തിട്ടും പറ്റിയില്ല. ശരി. ഓക്കെ, ആദ്യം അറ്റൻഡ് ചെയ്തത് ഫിസിക്സോ കെമിസ്ട്രിയോ? കെമിസ്ട്രിയുടെ 30 ചോദ്യങ്ങളിലൂടെയും പോവുകയായിരുന്നു അതോ എല്ലാത്തിന്റെയും ഒരു സിമ്പിൾ എടുക്കുകയായിരുന്നു? അല്ലല്ല, മൊത്തം കെമിസ്ട്രിയുടെ തന്നെ ചെയ്തു. അതെല്ലാം തന്നെ നമുക്ക് 30 ക്വസ്റ്റനിൽ നമുക്ക് ന്യൂമറിക് ഉൾപ്പെടെയുള്ള നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെ ചെയ്തു. ഏതെങ്കിലും മാർക്ക് ഫോർ റിവ്യൂവിൽ വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ഒരു കൂടിയ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടാവുമോ? ഓർമ്മയില്ല, പക്ഷെ ഉണ്ടായിരുന്നു. മാർക്ക് ഫോർ റിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ആൻസർ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ വെച്ചു. ന്യൂമറിക്കലിൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഉത്തരം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ബെറ്റർ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ മാർക്ക് ഫോർ റിവ്യൂ അടിച്ചു. ഓക്കെ. അപ്പൊ അത് നമുക്ക് തിരിച്ചു വരാൻ സമയം കിട്ടിയില്ല, കാരണം മാത്തമാറ്റിക്സ്. പക്ഷെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഫിസിക്സിനെ എടുത്തു. ഫിസിക്സിന്റെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് മാറിയത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് 1:30 അല്ലെ 1.5 മണിക്കൂർ ഫിസിക്സ് കെമിസ്ട്രി. 1.5 മണിക്കൂർ എടുത്തില്ല, 80 മിനിറ്റ് കൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കംഫർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സിലോട്ട് കടന്നത്. മാത്തമാറ്റിക്സിനകത്ത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി എത്രയെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ, അതോ എല്ലാം തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കണമായിരുന്നോ? പിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. ഒരു 10-13 ഇന്റഗ്രൽസും ഡിഫറൻസിയേഷനും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. ശരി. എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കി ഒന്ന് ആലോചിച്ച് 2 സ്റ്റെപ്പ് എഴുതി കാൽക്കുലേഷൻ ചെയ്ത് സമയം എടുക്കുക. അങ്ങനെ നമുക്ക് 1-2 സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത 3ാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാതെ നിർത്തി വെക്കേണ്ടത് വന്നുകൊണ്ടോ, അത് ഓൾമോസ്റ്റ് നമുക്ക് ചെയ്താൽ ആൻസർ കിട്ടുമായിരുന്നോ? അല്ല, അത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 2-3 സ്റ്റെപ്പ് ചെയ്ത് പിന്നെ അവസാനം ഉത്തരത്തെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമുക്കത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ന്യൂമറിക്കലാണ്, അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ടോ. അപ്പൊ ന്യൂമറിക്കലിലെ 10 ക്വസ്റ്റ്യനെ കൂടെ നോക്കി പോയി എന്നിട്ട് ഞാൻ 4 എഴുതാൻ പറ്റുള്ളൂ, 5 എഴുതാൻ പറ്റില്ല. ഉണ്ടായിരുന്നോ ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു? തീർച്ചയായും പറ്റുമായിരുന്നു. വിട്ട ഒരു കുറച്ച് ക്വസ്റ്റ്യനോട് ചെയ്യാമായിരുന്നു. നോക്കിയപ്പോഴാണ് മനസ്സിലായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അത് നമുക്ക് ആ സമയത്ത് നമ്മുടെ സ്റ്റെപ്പുകൾ ചെയ്തതിലുള്ള ഒരു പോരായ്മയാണോ അതോ ടൈമിന്റെ ഒരു ഇതാണോ? ടൈമിന്റെ കൺസ്ട്രെയിൻ കാരണം നമ്മൾ കുറച്ചൊന്ന് പെട്ടെന്ന് ധൃതി ചെയ്യുമ്പോൾ ഈ മാട്രിക്സിന്റെ വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കാൽക്കുലേഷൻ എറർ വന്നു. തിരിച്ചു പോകാനായിട്ട് സമയമില്ല. അത് പിന്നെ അവസാനത്തെ 2 മിനിറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് മാത്സ് ചെയ്യാൻ തോന്നില്ല. നമ്മൾ പിന്നെ കെമിസ്ട്രിയിൽ വിട്ട ക്വസ്റ്റ്യൻസ് പോയി നോക്കാനേ തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം അത് തന്നെയാണ് മെത്തേഡ്. കാരണം റിമൈനിങ് ടൈമിൽ നമ്മൾ ഒരിക്കലും ഇതിലോട്ട് നമുക്ക് കയറേണ്ടതായിട്ടില്ല. അത് ഏറ്റവും നല്ല രീതി തന്നെയാണ്. നമുക്കിപ്പോൾ ലാൽകൃഷ്ണ സാറിനോടും കൂടെ ഒന്ന് ജോയിൻ ചെയ്താലോ, കാരണം സാറിന് കുറച്ച് സബ്ജക്റ്റീവ് വെച്ച് കയറാനായിട്ട് സാധിക്കും. സബ്ജക്റ്റ് സാറിന് ചോദിക്കാം. അച്യുതമായിട്ട് നമുക്ക് ഇന്നത്തെ രാവിലത്തെ സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിക്കാം. കെമിസ്ട്രിയുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ മാത്രം മതിയാകും. അച്യുതാണ് കഴിഞ്ഞ തവണ 99.87% സ്കോർ നേടിയ നമ്മുടെ അഭിമാന താരമാണ്. ഇന്നത്തെ രാവിലത്തെ ഷിഫ്റ്റിനെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം കെമിസ്ട്രിയെ? സാർ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് സാറിനോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ തിരിച്ച് അച്യുതനോട് ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ? ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് അതിൻ്റെ ഒരേ പാറ്റേൺ തന്നെയാണോ? എല്ലാം ഒരുമിച്ച് തന്നെ ഒരേ ഇതുണ്ടായിരുന്നോ? അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് പലപ്പോഴും ക്ലിക്ക് ആവില്ല ആ സമയത്തൊരു. സാറിന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഏതാണ്ട് ഒരുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും വരുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ചിലപ്പോൾ ഫിസിക്കൽ ആകുമ്പോൾ ന്യൂമറിക്കൽ ആയിട്ടോ തിയോറിറ്റിക്കൽ ആയിട്ടോ വരും എന്നുള്ളതല്ല, ഐഡിയസ് എല്ലാം വരുന്നുണ്ട്. എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ സെഷൻ 2 ആ കെമിസ്ട്രിയുടെ പാറ്റേണുകളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണോ? ഇന്ന് രാവിലത്തെ സിമിലർ ആണ്, ചെറിയ വേരിയേഷൻ അതിൽ ഡെപ്തിൽ വേരിയേഷൻ വരുന്നുള്ളതല്ലാതെ. അച്യുതം പറഞ്ഞത് ഒരു ട്രിക്കി ലെവൽ കെമിസ്ട്രിക്ക് അത് സെഷൻ 1 അപേക്ഷിച്ച് നമുക്കൊരു ട്രിക്കി ലെവലുണ്ട്. ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ആൻസറിലോട്ട് എത്താനായിട്ടാവില്ല. അതിനകത്തൊരു ലോജിക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം 2 സ്റ്റെപ്പ് തിങ്കിങ് അതിലുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഒളിപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എഴുതാവുന്ന വളരെ റെയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അച്യുത ആദ്യം കെമിസ്ട്രിയാണ് എടുത്തത്. ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യനിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടാണ് ഫിസിക്സിലോട്ട്
ഫിസിക്സിലോട്ട് മാറിയത്. അത് ഏറ്റവും കംഫർട്ടായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്സിലോട്ട് പോയത്, പിന്നെ മാത്തമാറ്റിക്സിലോട്ടാണ് പോയത്. സണ്ണി സാർ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. സണ്ണി സാർ ഡീറ്റെയിൽ ആയിട്ട് ആ സെഷനിലെ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് അച്യുതന് അതായത് അതിൻ്റെ ന്യൂമറിക്കൽ ഒരു 4 ക്വസ്റ്റ്യൻസ് കിട്ടി, 10 ക്വസ്റ്റ്യൻസും പോയിട്ടാണ് അതിൽ നിന്ന് 4 പിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇന്നലത്തെ ജസ്റ്റ് വേണമെങ്കിൽ കിട്ടാമായിരുന്നു, ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. എന്തായിരുന്നാലും ഏപ്രിൽ 25 JEE Main ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ സെഷൻ 1-ന്റെ പെർസെൻറ്റേജ് ആയിരിക്കുമോ സെഷൻ 2-ന്റെ പെർസെൻറ്റേജ് ആയിരിക്കുമോ NDA കൺസിഡർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നു സെഷൻ 2 തന്നെ ആയിരിക്കും. 99.9 അപ്പുറത്തേക്ക് ഒരു സ്കോർ ആയിരിക്കും തീർച്ചയായിട്ടും കാണുമ്പം. തീർച്ചയായിട്ടും കാരണം 3 സബ്ജക്റ്റിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ഈ 7ാമത്തെ ഷിഫ്റ്റ് നടന്നപ്പോൾ കമ്പാരിറ്റീവ്ലി ലെവൽ കൂടിയതാണ്. അപ്പം മാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ 267 അല്ലേ ഫസ്റ്റ് സെഷൻ കിട്ടി. അത്രത്തിലോട്ട് വന്നില്ലെങ്കിൽ പോലും 250 വന്നാൽ പോലെ 260 വന്നാൽ പോലും 99.9 അപ്പുറത്തേക്കൊരു പെർസെൻറ്റേജ് ഉറപ്പായിട്ടുണ്ടാകും. അപ്പം അച്യുത് വീണ്ടും നമുക്ക് ഏപ്രിൽ 25 JEE Main ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ വളരെ ഒരു നല്ല വിജയവും ഒപ്പം മെയ് 26 അതിനും നമുക്ക് ഏറ്റവും ഒരു എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഒറ്റ ചോദ്യം കൂടെ, ഇന്നലെ നമ്മൾ നോക്കിയൊരു ലെവലുള്ള ക്വസ്റ്റ്യൻ ഒരു പ്രാക്ടിക്കലിൽ നിന്നോ അതെന്തെങ്കിലും ഏറ്റവും അവസാനത്തെ നിമിഷം ഒരു തയ്യാറെടുപ്പ് എന്താണ് വേണ്ടത്? നാളെ ഒരു ദിവസത്തെ എക്സാമും കൂടെ കുട്ടികൾക്ക് മുമ്പിലുണ്ട്. പറയുകയാണെങ്കിൽ അവസാന ദിവസം റിവൈസ് ചെയ്യേണ്ട കെമിസ്ട്രി തന്നെയാണ്. സാർ അടുത്ത് നിൽക്കുന്നതുകൊണ്ടല്ല, കെമിസ്ട്രി തന്നെയാണ് തിരിച്ചെടുത്തത്. അല്ലല്ല, അത് കെമിസ്ട്രിയാണ് റിവൈസ് ചെയ്യേണ്ട അവസാന ദിവസം. എന്താ വെച്ചാൽ നമുക്ക് മാത്സ് കുറെ അറിയാം, നമുക്ക് എല്ലാം ഓർമ്മയാണ്. കെമിസ്ട്രി ആണ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറി കൂടെ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ്. അല്ലാതെ മാത്സും ഫിസിക്സും ഒക്കെ നമുക്ക് ലോങ് ടേം മെമ്മറി കൂടെ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ കെമിസ്ട്രി ആണെങ്കിൽ ഒന്ന് വായിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് പെർസെന്റേജ് ചാൻസ്. മാത്സ് നമ്മുടെ നോർമൽ ലോജിക്കിലുള്ള കുറെ കാര്യങ്ങളാണ്, പക്ഷേ ഇത് നമ്മുടെ കോമ്പൗണ്ടുകളുടെ ലോജിക്കാണ്. അത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഒരു മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ അതും അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ നാളെ 2 ഷിഫ്റ്റ് എഴുതുന്ന കുട്ടികൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ മെമ്മറൈസ് ചെയ്യേണ്ടതായ കണ്ടന്റുകൾ അത്തരം ക്വസ്റ്റ്യൻസും അവർ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. 5-6 ക്വസ്റ്റ്യൻസ് എങ്കിലും ആ രീതിയിലുള്ളതാണ്. അത് പ്യൂർലി മെമ്മറി ബേസ്ഡ് മാത്രമല്ല, അത് വെച്ച് അനലൈസ് ചെയ്ത് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്. അതുകൊണ്ടൊരു ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിൽ വേണ്ടതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിവൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യാം. മെറ്റീരിയലിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കെമിസ്ട്രിയിൽ സാറും ഒക്കെ നമുക്ക് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോ? പല ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ? ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് വരുന്നുണ്ട്. NCERTയുടെ പുതിയ സിലബസ് അനുസരിച്ച് തന്നെ അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത്. തീർച്ചയായിട്ടും അപ്പം അതിനു വേണ്ടി വേറെ കൂടുതലായിട്ടൊന്നും നോക്കേണ്ടതായിട്ടൊരു സാഹചര്യമില്ല. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ എത്രത്തോളം ഈ സെഷൻ 1-ൽ നിന്ന് സെഷൻ 2-ലോട്ടുള്ള ഈ ഒരു 2 മാസക്കാലം എത്രത്തോളം നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ മെറ്റീരിയലുകൾ ഉപകരിച്ചു ഈ ഒരു ലെവലിലോട്ട് എക്സാമുകൾ മാറ്റാനായിട്ട്? ഒരു എക്സാം ലെവൽ കൂടി വന്നപ്പോഴും ആ മെറ്റീരിയലിൽ നിന്നും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നൊക്കെ നമുക്ക് ആ പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യനുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ഫെമിലിയറായിട്ടാണ്. ടഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ആ ഉത്തരം വരാൻ പോകുന്ന ഒരു ഇത് കിട്ടും. അതുപോലെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒക്കെ ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യനുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? ഓൾമോസ്റ്റ് എനിക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് ശരി. അപ്പം എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യേണ്ട ഫാക്കൽറ്റികൾക്ക് മുമ്പിൽ ഒരു ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്, ഇന്നതായിരിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവാം. ഒരേ ഒരു ഫ്ലേവറിലാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. അതുപോലെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് സെയിം റിപ്പീറ്റർ ആവാതെ ശ്രദ്ധിക്കണം. അതും തീർച്ചയായിട്ടും ഒരാൾക്ക് ബെനിഫിറ്റും ഉണ്ടാവരുത്, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അത് തന്നെയാണ് വരുന്നത്. അപ്പം ഒത്തിരി നന്ദി. മെയ് 26 നമ്മളുടെ ദിവസം. ജൂൺ 9 JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക്. എല്ലാത്തിലും ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഉണ്ടാവും സാർ. ഓക്കെ, താങ്ക് യു. JEE Main സെക്കൻഡ് സെഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ അച്യുതാണ് നമ്മളോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചും സെഷൻ 1-ൽ എത്രത്തോളം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിനെയും ഒക്കെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ടൈം മാനേജ്മെൻറ്റ്, അപ്പം ഈവൻ നമുക്ക് ടോട്ടൽ ഒരു 80 മിനിറ്റോളം ഫിസിക്സും കെമിസ്ട്രിയും എടുത്തിട്ടാണ് ബാക്കി മാത്തമാറ്റിക്സിലോട്ട് പോകാനായിട്ട് സാധിച്ചത്. എന്തെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനുകളും കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു. ഓൾറെഡി ന്യൂമറിക്കൽ 10 ക്വസ്റ്റ്യനുകളും നോക്കിയിട്ടാണ് 4 എണ്ണത്തിനോട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റിയത്. അപ്പം കഴിഞ്ഞ തവണ 267 സ്കോർ ചെയ്തിട്ടാണ് 99.87 സ്കോറിലോട്ട് അച്യുത് എത്തിയത്, അതായത് കേരള ടോപ്പറായത്. അപ്പം ഇനിയും
അതിനേക്കാളും അല്ലെങ്കിൽ അതിനോട് അടുത്ത് തന്നെ ഒരു സ്കോർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പെർസെൻറ്റേജ് സ്കോർ അതിനേക്കാളും വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്കോർ ആയിരിക്കും വരാനുമുള്ള സാധ്യത. ഏറ്റവും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നാളെ 2 ഷിഫ്റ്റുകൾ എഴുതുന്ന കുട്ടികൾ എനിക്ക് മുമ്പിലുണ്ട്. അവരോടും അച്യുത് പറഞ്ഞത് കെമിസ്ട്രി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ വരേണ്ട കാര്യങ്ങൾ സിലബസിനകത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന 2 ഷിഫ്റ്റുകളിൽ ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു വേരിയേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കണം എന്നുള്ള ഒരു കാര്യവും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഏപ്രിൽ 25 JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ ഏതാണ്ട് 31 NITകളിലായിട്ട് 23,000-ഓളം ബിടെക് സീറ്റുകളാണ് നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. നമുക്കറിയാം ജോസ അലോക്കേഷനും ദാസ സ്കീം വഴിയുള്ള അലോക്കേഷൻ, 2 അലോക്കേഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് NITകളിലെ സീറ്റുകൾ കിട്ടുന്നത്. ദാസ സ്കീം കിട്ടുന്നത് വിദേശത്ത് +1 +2 പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. അച്ഛനും അമ്മയും വിദേശത്തല്ല, കുട്ടി തന്നെ +1 +2 വിദേശത്ത് പഠിച്ചതാണെങ്കിലാണ് നമുക്ക് ദാസ സ്കീമിലും കൂടെ നമുക്ക് ജൂൺ അവസാനത്തോടു കൂടി നമുക്ക് ദാസ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. NIT നമ്മുടെ കേരളത്തിലൊക്കെ NIT കാലിക്കറ്റിലൊക്കെ സെയിം ഫീസ് തന്നെയാണ്. കേരളൈറ്റ്സിൻ്റെ ഈ ജോസ വഴി കിട്ടുന്ന സെയിം ഫീസിൽ തന്നെ നമുക്ക് ദാസ സ്കീം വഴി തന്നെ വിദേശത്ത് +1 +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ CWAG കോട്ട വഴി നമുക്ക് പ്രവേശനം കിട്ടും. അതോടൊപ്പം തന്നെ ജൂലൈയിൽ നമ്മുടെ JEE മെയിൻ്റെയും ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NITകളുടെയും IIITകളുടെയും ജൂൺ 9 വരുന്ന JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് IITകളിലോട്ടുമൊക്കെയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനുകൾ ആരംഭിക്കും. അപ്പോൾ ഇതിലൊക്കെയുള്ള നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, NITകളുടെ പ്രിഫറൻസ് ഓർഡർ, NITകളുടെ കോഴ്സുകളുടെ പ്രിഫറൻസ് ഓർഡർ, IIITകളെ കോഴ്സുകൾ, IITകളെ കോഴ്സുകൾ, IITകളിൽ 21 IITകളിലായിട്ട് 15,000-ഓളം സീറ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വരുന്നത് ഈവൻ 10,000 അപ്പുറത്താണെങ്കിലും IIT അനുസരിച്ചൊരു സീറ്റാണോ നമുക്ക് എടുക്കേണ്ടത്, അതോ NITയിൽ നമുക്ക് സുഹൃത്തുക്കലോ വാറങ്കിലോ ട്രിച്ചിയോ കിട്ടുമെങ്കിൽ അതാണോ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോർമലായിട്ട് തോന്നും. അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിഖിൽ സാറിൻ്റെയും ജോബി സാറിൻ്റെയും അനാലിസിസ് ഇനി നമ്മുടെ ബെർലിൻ്റെ JEE ചാനലിൽ വരാനായിട്ടുണ്ട്. കാരണം IITകളിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുക്കേണ്ട ഒരു സമയമുണ്ട്, NITകളിലെ പ്രവേശനം കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പോൾ NITകളിലെ BTech ആണോ നമുക്ക് എടുക്കേണ്ടി വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ഏപ്രിൽ 25 റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോ കോഴ്സുകളെക്കുറിച്ചും NITകളെക്കുറിച്ചും IIITകളെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ JEE മെയിൻ സെഷൻ 2, അതായത് 2024-25 അധ്യയന വർഷത്തിലേക്ക് വേണ്ട NIT IIIT പ്രവേശനം തീരുമാനിക്കുന്ന JEE മെയിൻ സെഷൻ 2 ഈ വർഷത്തെ അവസാനത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 കൂടി ഏതാണ്ട് JEE മെയിൻ ഓൾമോസ്റ്റ് എക്സാമുകളും തീരും. വെനസ്ഡേ അടുത്ത ദിവസങ്ങളിൽ വെനസ്ഡേയിൽ നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് ആർക്കിടെക്ചറിൻ്റെ പരീക്ഷ മാത്രമേ ഉള്ളൂ നമുക്കറിയാം. അപ്പം അതിൽ ഈ കഴിഞ്ഞ ഒരു 7 ഷിഫ്റ്റുകളിലൂടെ ഇപ്പോൾ അച്യുതനെ പോലെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ല ഉയർന്ന സ്കോർ ഉണ്ടായിരുന്നു, കേരള ടോപ്പറായിരുന്നു. അപ്പോൾ മെയ് 26 വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ജനറൽ സെക്ഷൻ ആണെങ്കിൽ ഒരു 90.5% കിട്ടിയവർ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തു. EWS റിസർവേഷൻ കിട്ടിയവരാണെങ്കിൽ 75.5 ഒക്കെ ഉള്ളവർ JEE അഡ്വാൻസ്ഡിനായിട്ട് ക്വാളിഫൈ ചെയ്തു. OBC റിസർവേഷൻ ഒരു 73% ഉള്ളവർ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്തു. SC ST വിഭാഗവും ഏതാണ്ട് അതിനനുസരിച്ച് തന്നെ ക്വാളിഫൈ ചെയ്തു. ഈ വർഷം നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞതും ജോബി സാർ പറഞ്ഞതും ഒക്കെ എക്സാമുകളുടെ എണ്ണം, ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ടും ആദ്യത്തെ സെഷൻ്റെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അല്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയതുകൊണ്ട്, ഈസി ലെവൽ ആയിരുന്നതുകൊണ്ട് ചിലപ്പോൾ പേഴ്സൻറ്റേജ് സ്കോർ ഉയരാൻ സാധ്യതയുണ്ട്. അതായത് ഈ 90.5 എന്ന് പറയുന്ന ഒരുപക്ഷെ 91 അല്ലെങ്കിൽ 91.5 ഈവൻ 92 വരെയൊക്കെ വേണമെങ്കിൽ എത്താം പേഴ്സൻറ്റേജ് സ്കോർ എന്നാണ് നമുക്ക് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് ബെർലിൻ്റെ റിസൾട്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിസൾട്ടിലൂടെയാണ് ഇപ്പോൾ ബെർലിൻ്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. കാരണം 99% മുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി കുട്ടികൾ 282 കുട്ടികളാണ് 99% മുകളിൽ നമുക്ക് കിട്ടിയത്. 99.9% മുകളിൽ തന്നെ നമ്മുടെ 9 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ റിസൾട്ടിനെ കുറിച്ച് അനലൈസ് ചെയ്തതല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ പേഴ്സൻറ്റേജ് സ്കോർ ഒരു പക്ഷേ അല്പം കൂടി ഉയർന്നേക്കാം കഴിഞ്ഞ വർഷത്തേക്കായാലും. ഈ ഒരു 92 പോലും എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. എപ്പോൾ നമുക്കത് അറിയാൻ പറ്റും? ഏപ്രിൽ 25 JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. അതിനുശേഷമാണ് ആ കട്ട് ഓഫ് അപ്പോഴാണ് വരുന്നത്. ആർക്കൊക്കെ JEE അഡ്വാൻസിന് അപേക്ഷിക്കാൻ പറ്റും? ഒന്നും കൂടെ നമ്മൾ അങ്ങനെ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. JEE അഡ്വാൻസിൻ്റെ വെബ്സൈറ്റിൽ മെയ് 26 നടക്കുന്ന IIT എക്സാമിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ അപേക്ഷിക്കണം. അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ അതിനകത്ത് അപേക്ഷിക്കാനായിട്ട് ആവുകയുള്ളൂ. ആർക്കൊക്കെ
അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഏപ്രിൽ 25 അറിയാം. ഇപ്പം നമുക്ക് മറ്റൊരു കാര്യം ചോദിച്ചറിയാം. ഇനി മെയ് 26 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏപ്രിൽ 8 ഏതാണ്ട് 18 ഒരു 44 ദിവസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അച്യുതനെ പോലുള്ള കുട്ടികൾ ഒരു അവരുടെ ജൂൺ മുതൽ അവർ IIT തന്നെ ഫോക്കസ് ചെയ്ത് വരുന്നതാണ്. ഈവൻ ജനുവരി സെഷൻ കഴിഞ്ഞിട്ട് അവർ JEE അഡ്വാൻസ്ഡ് തന്നെയാണ് റെഗുലറായിട്ട് ഫോക്കസ് ചെയ്തത്. എന്നാലും ഇനിയുള്ള ഈ ലാസ്റ്റ് 1.5 മാസത്തോളം കാലം JEE അഡ്വാൻസ്ഡിനായിട്ടുള്ള ഈ ഒരു തയ്യാറെടുപ്പ്, അതുപോലെ JEE മെയിൻ്റെ സെഷൻ 2ൻ്റെ മാത്തമാറ്റിക്സിനെയൊക്കെ നമുക്ക് സണ്ണി സാറുമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എത്രയും സ്നേഹത്തോടെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും പ്രിയങ്കര ഫാക്കൽറ്റീസ് സണ്ണി സാറിനെ വെൽക്കം ചെയ്യുകയാണ്. സാർ നമസ്തേ. സാർ, ബ്രില്യൻറ്റിൻ്റെ എവർഗ്രീൻ ഫാക്കൽറ്റി സണ്ണി സാറാണ് നമുക്ക് മുമ്പിലുള്ളത്. സാർ, മെയ് 26 JEE അഡ്വാൻസ്ഡ്. അച്യുതനെ പോലെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ നമുക്കറിയാം 99% മുകളിൽ ഏതാണ്ട് 252 കുട്ടികളുണ്ട്. 95 മുകളിൽ, എനിക്ക് മൈക്കുണ്ട് സാറിന്, മൈക്ക് സെറ്റ്, 95 മുകളിൽ 1200 കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റായിട്ട് അവർ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുന്നവരാണ്. അവർക്കൊക്കെയുള്ള ഈ ഒരു 1.5 മാസത്തെ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്. അപ്പം IIT അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചാണ് കറക്റ്റ് കൺഫൈൻ ടു ദ സിലബസ്. കൃത്യമായിട്ട് ഫുൾ സിലബസിൽ മാത്രമായിരിക്കും അത് ചോദിക്കുന്നത്. തന്നെയല്ല, എല്ലാ ക്വസ്റ്റ്യനുകളും 3-4 ചാപ്റ്ററുകൾ കണക്ട് ചെയ്തേ ചോദിക്കുകയുള്ളൂ. ശരി. അപ്പം ഒന്ന് സിലബസിന് ഫുൾ സിലബസ് ആണ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തത് കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത സിലബസ് ആണെങ്കിൽ ഇനി അങ്ങനെ ഒരു സിലബസ് എന്നൊരു സബ്ജക്റ്റ് ഇല്ല. നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളിലൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ JEE ഇന്നത്തേത് അല്പം കൂടെ ഒരു ഹാർഡർ ആയിരുന്നു. രാവിലത്തെ സെഷൻ വരികയാണെങ്കിൽ കാരണം അച്യുത് പോലും 10 ന്യൂമറിക്കിലൂടെയും കടന്നു പോയിട്ടാണ് ബെറ്റർ ആയിട്ടുള്ള 4 ന്യൂമറിക്ക് കറക്റ്റ് ആയത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഒരല്പം ഉയർത്തി പഠിച്ചാൽ മാത്രം മതി അഡ്വാൻസ്. അത് സിലബസിൽ തന്നെ ആയിരിക്കണം. സിലബസ് മാത്രമല്ല, ഈ ചാപ്റ്ററുകളെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് അത് ഈവൻ ഡിസിപ്ലിൻ തന്നെ, അതായത് ജോമെട്രിയും കാൽക്കുലസും ആയിട്ട് തന്നെ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ വേണം എല്ലാ നമ്മുടെ മോഡൽ എക്സാമിനേഷനുകളും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം മെയ് 26 ജൂൺ 9 JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഒരു IIT അഡ്മിഷൻ സെക്യൂർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. JEE മെയിൻ സെഷൻ 1 ഫിസിക്സ് കെമിസ്ട്രി ഫാക്കൽറ്റി എനിക്ക് മുമ്പിലുണ്ട്. എങ്കിൽ പോലും JEE മെയിൻ്റെ സെഷൻ 1ഉം സെഷൻ 2ഉം നോക്കിക്കഴിഞ്ഞാലും മാത്തമാറ്റിക്സിൻ്റെ ഏതാണ്ട് 17ഓളം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഒരേ ഒരു ഗ്രാഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായിരിക്കാം? അവർ ആ ഫാക്കൽറ്റീസ് NDA കൊടുത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം എന്തായിരിക്കാം? അതിൻ്റെ അർത്ഥം വെച്ചാൽ ആ ലെവല് തന്നെ ഈ പെർസെൻറ്റേജിൽ വലിയ വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. NITകളിലും IIITകളിലും IITകളിലും എത്തേണ്ടത് മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കണം. മാത്തമാറ്റിക്സിൽ സ്കില്ല് അപ്പർ എഡ്ജ് എപ്പോഴായാലും മാത്സിനുള്ളവരായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതാണ് പേപ്പറിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി ഉയരാനുള്ള കാരണം. എനിക്ക് ഇനി തൊട്ടടുത്ത് ചർച്ച ചെയ്യാനുള്ളത് ജോബിൻ സാനണി സാറും ജയിച്ചും ഒക്കെയാണ്. എങ്കിൽ പോലും മാത്തമാറ്റിക്സിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവല് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് ആ ഡിഫിക്കൽട്ടി ലെവലെ കുറിച്ച് നമുക്ക് പറയാനും സാധിച്ചിട്ടുണ്ട്. കാരണം അതാണ് നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ചെയ്തത് അതുപോലെയാണ്. ആയതുകൊണ്ട് അവർക്ക് വലിയ സെറ്റ് ബാക്ക് ആയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ജൂൺ മുതൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ പരീക്ഷകളും എല്ലാം തന്നെ അതിനെ സാധൂകരിക്കുന്നത് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും അതാണ് നല്ലൊരു റിസൾട്ടിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇന്നത്തെ രാവിലത്തെ ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ദിവസം കൂടി ഇവർക്ക് എക്സാം ഉണ്ട്. ഒരു ഇതേ ലെവൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. ഇതിൽ ഉയരത്തില്ല. ഓക്കെ. ആ സമയത്ത് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് അവരുടെ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കണം. സിമിലർ ടൈം. അപ്പോൾ എനിക്കൊന്ന് ടൈം മാനേജ്മെന്റ് അവർ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് കരുതേണ്ടതായിട്ടുണ്ട്. 4 ഡിവൈഡ് ചെയ്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് കൊടുക്കുക. അവസാനത്തെ 45 മിനിറ്റ്സ് റിമൈനിങ് എല്ലാത്തിനും ചെയ്യുക. എനിക്ക് തോന്നുന്നു നമുക്ക് സെഷൻ 1 പറഞ്ഞപ്പോഴാണ്, അല്ലാതെ മുമ്പ് ഏതോ ഒരു ചർച്ചയിലാണ് സാറ് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്തിരുന്നു. ഈ 4 ഡിവൈഡ് ചെയ്തിട്ട് 45 മിനിറ്റ്സ് ഈക്വലായിട്ട് കൊടുത്ത് അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായും കുട്ടികൾക്ക് പാലിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി നന്ദി. വീണ്ടും ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഇന്ന് രാവിലെ നടന്ന ഷിഫ്റ്റ് 1 എക്സാമുമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അജീഷ് സാറാണ് അടുത്തത് കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യനുമായിട്ട് മെയ് 26 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെ. സർ നമസ്തേ.
AJH ഒരുപക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായ സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ മറ്റൊരു മുഖമാണ് AJH. നമുക്ക് JEE Mainന്റെ സെഷനുകളെ, അതായത് ഈ രണ്ടാമത്തെ സെഷനിലോട്ട് വന്നപ്പോൾ കെമിസ്ട്രി ഒരു ട്രിക്കി ലെവൽ ഇപ്പോൾ അച്യുതം പറയുകയുണ്ടായി. ഈ 7 ക്വസ്റ്റ്യനുകൾ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അതിനകത്ത് കെമിസ്ട്രി സിമ്പിൾ ആയിട്ട് വന്നിട്ടേ ഇല്ല അല്ലേ? ഓൾമോസ്റ്റ് സിമ്പിൾ എന്ന് പറയാനുള്ള ഒരു ഓൾമോസ്റ്റ് സിമ്പിൾ ആണ് കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് മാത്സ് നോക്കുമ്പോൾ കെമിസ്ട്രി ഭയങ്കര സിമ്പിൾ ആണ്. ശരി സ്കോറിംഗ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെ സാറ് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ഡിവൈഡ് കൊടുത്താലും ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തീർന്നു പോകും. ബാക്കിയുള്ള സമയം വേണമെങ്കിൽ നമുക്ക് മറ്റേലേക്ക് കൊടുക്കാം. പിന്നെ അഡ്വാൻസ്ഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിനും മേലെ ഒന്നും പഠിക്കാനില്ല. പിന്നെ കെമിസ്ട്രി വേറൊരു വലിയ പ്രശ്നമുള്ളത് JEE Mainsന് ഇല്ലാതിരുന്ന സിലബസ് മുഴുവൻ വരികയാണ്, 13 ചാപ്റ്ററുകളും എക്സ്ട്രാ ചാപ്റ്ററുകൾ വേണം. അപ്പൊ അവര് അത് ഒഴിവാക്കി എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുമ്പോൾ അഡ്വാൻസ് വരുമ്പോൾ ശരി ഇൻഓർഗാനിക്കിൻ്റെ ഒക്കെ ബാക്കിയുള്ള മുഴുവൻ ചാപ്റ്ററുകളെയും സിലബസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെയ് 26 വരാനുള്ളത്. പക്ഷേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അല്പം കൂടി ലെവൽ കൂടി പ്രതീക്ഷിച്ചാൽ മതിയാകും. ലെവല് കുറച്ച് നമ്മുടെ ഓർഗാനിക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ ബേസിക് കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ ഒഴിവാക്കി ബാക്കി പഠിക്കുന്ന നടക്കില്ല. ഓർഗാനിക്കിലാണെങ്കിൽ അവർ മാത്തമാറ്റിക്സ് കയറ്റിട്ട് സാറ് പറഞ്ഞ പോലെ മാത്സ് ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ ഓർഗാനിക്കിൽ സാധാരണ പൊതുവെ നമ്മൾ മാത്സ് കയറ്റാറില്ല. പക്ഷെ എല്ലാ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനിലും ഓർഗാനിക്കിലും മാത്സ് കയറ്റിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്യുകയും ആ ലെവലിലോട്ട് നമ്മളുടെ പഠനങ്ങൾ മാറ്റുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ എനിക്കൊന്ന് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. ഇനി എക്സ്ട്രാ നമ്മുടെ കെമിസ്ട്രിക്ക് മാത്രമുള്ള ഒരു ഡ്രോബാക്ക് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഡിലേറ്റഡ് ചാപ്റ്ററും കൂടെ ഇതിനകത്തുണ്ടെന്നുള്ളൊരു ശരി കാരണം അത് കെമിസ്ട്രിക്കാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളൊക്കെ പോർഷനല്ലേ കേട്ടോ. ഇൻഓർഗാനിക്കിന് വളരെ ബാധിച്ചൊരിതാണ്. ഈ ഇന്നത്തെ രാവിലത്തെ ഷിഫ്റ്റ് നടന്നപ്പോൾ ആ റെഡ്യൂസ് ചെയ്ത സിലബസിനകത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സിലബസിനെ കുറിച്ച് ആ ജനുവരി ഉൾപ്പെടെ എല്ലാ ഷിഫ്റ്റുകളും ആ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന ക്വസ്റ്റ്യനുകളെ ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ ട്രിക്കി ആയിട്ട് തോന്നി. കണക്ഷൻ ക്വസ്റ്റ്യൻ, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ വൺ വേർഡിൽ ഒരു നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു കോച്ചിങ് ഒന്നും ഇല്ലാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു 95-96% +2 കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഇത് ഈസിയാന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ കോച്ചിങ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ട്രീറ്റ് ചെയ്യുന്ന രീതി മനസ്സിലായില്ല. അതാണ് ഈ നമുക്ക് എത്രത്തോളം ഈസിയാന്ന് പറയുമ്പോഴും ഇവർ ഈ ലെവൽ ഈ ജൂൺ തൊട്ട് തന്നെ എൻട്രൻസിനുള്ള കോച്ചിങ് ഉള്ള കുട്ടികളെ വെച്ചിട്ടാണ്. എൻട്രൻസ് കോച്ചിങ് ഇല്ലാത്തവർക്ക് അത്രത്തോളം നമുക്ക് അതായത് സബ്ജക്ട് മാത്രം നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് അത്രയും നമുക്ക് ഈ ഒരു ട്രിക്കി മെത്തേഡിലൂടെ നമുക്ക് ഈ സമയം ചെയ്യാൻ പറ്റില്ല. അത് ഒരു പ്രത്യേകം പരിശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കോച്ചിങ് ഇല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈസി അങ്ങനെ പറയാൻ പറ്റില്ല. എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിച്ച് മാത്രം അവരിപ്പം പ്രത്യേകിച്ച് IIT ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജൂൺ മാസത്തിൽ കൃത്യമായ ഒരു ഷെഡ്യൂളിലൂടെ ഇത്രയധികം ചാപ്റ്ററുകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് അവർക്കത് ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം ഇതിൽ നിന്ന് വെളിയിൽ നിന്ന് ഇപ്പം നമുക്ക് JEE Mainന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 99 മുകളിൽ 252 ഈ 252 അല്ലാതെ വെളിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന കുട്ടികളെ വന്നത് ബ്രില്യൻറ്റിൻ്റെ ഒരു മിടുക്കാന്നല്ല, നല്ല കുട്ടികൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ്. പക്ഷേ ഇതല്ലാതെ ഓരോ സ്കൂൾ ടോപ്പേഴ്സിനും നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ്. ഓക്കെ, അപ്പോൾ മെയ് 26 വേണ്ടിയിട്ടുള്ള ഒരു കെമിസ്ട്രിയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചാണെങ്കിൽ സാറേ നമ്മൾ ഒഴിവാക്കിയ ചാപ്റ്ററുകൾ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് കണക്ഷൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് കെമിസ്ട്രിക്കും ഇതുപോലെ തന്നെ പല ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് തന്നെയാണ് JEE അഡ്വാൻസിനും വരുന്നത്. നമുക്ക് അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. 3-4 ചാപ്റ്ററുകൾ ഇന്റർ കണക്ട് ക്ലബ് ചെയ്ത് തന്നെയാണ്. എല്ലാം NCERT വെളിയിൽ നിന്ന് ഒരു സാധനം പോലും ഇല്ല. പക്ഷേ NCERT ഉള്ളത് തന്നെ അവർ ട്രിക്കി ആയിട്ട് ചോദിക്കുള്ളൂ. പേപ്പർ 1 പേപ്പർ 2 ഏതാണ്ട് അത് ഒരേ ലെവൽ തന്നെ ആയിരിക്കും. ഒരേ ലെവൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം അഡ്വാൻസ്ഡ് കെമിസ്ട്രി വളരെ സിമ്പിൾ ആയിരുന്നു. JEE Main ആ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എന്ന് വിചാരിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാതെ ഈ ഒരു ലെവൽ ഇപ്പം പ്രത്യേകിച്ചും ഷിഫ്റ്റ് 2-ൻ്റെ ഒക്കെ ഒരു ലെവലുള്ള സെഷൻ 2-ൻ്റെ ഒക്കെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തും പിന്നെ പുതിയ സിലബസ് അനുസരിച്ച് മൊത്തം സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളതാണ് അജീഷ് സാർ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പം ഒത്തിരി നന്ദി. നമുക്ക് ഈ ഏപ്രിൽ 25 JEE Main റാങ്ക് വരുമ്പോഴും പെർസെൻറ്റേജ് സ്കോർ വളരെ നല്ലൊരു സ്കോറിനനുസരിച്ച് റിസൾട്ട് കൂടുതൽ ബെറ്റർ ആകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 252 എന്നുള്ളത് നമുക്ക് 300 അപ്പുറത്തോട്ടും പോയി കഴിഞ്ഞാലും നമുക്ക് അതിശയപ്പെടേണ്ടതായിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, JEE Main സെഷൻ 2-ൻ്റെ ഈ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു നൽകിയത്. അതുപോലെ ഏപ്രിൽ 25 റിസൾട്ട് വന്നിട്ട് മെയ് 26 എത്തുമ്പോഴും കൃത്യമായൊരു പാറ്റേണിലൂടെ പുതിയ സിലബസ് അനുസരിച്ച് പോകണം. ഇനി നമുക്കുള്ള തയ്യാറെടുപ്പ് JEE Main ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു സെഷൻ കൊണ്ട് എക്സാം തീരുകയാണ്. നമുക്ക് മെയ് 26 JEE അഡ്വാൻസ്ഡ് തന്നെ ഫോക്കസ് ചെയ്താണ് ബ്രില്യൻ ഫാക്കൽറ്റീസ് മുമ്പോട്ട് പോകുന്നത്. എന്താണ് ഫിസിക്സിൽ ജോബിൻ സാറിൻ്റെയും ടീമും ഫിസിക്സിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാർ പ്ലീസ്. നമസ്തേ സാർ. താങ്ക് യു സാർ. മെയ് 26 JEE അഡ്വാൻസ്ഡ്
നമുക്ക് കൃത്യമായിട്ട് കുട്ടികളുമായിട്ട് ചെയ്യാനായിട്ട്, കാരണം ആ ലെവലുള്ള ക്വസ്റ്റ്യനിലോട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ കടന്ന് എത്തിയിട്ടുണ്ട്. എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ JEE അഡ്വാൻസ്ഡ് ഫോക്കസ് ചെയ്യുമ്പം ഇപ്പം സിലബസിൽ എനിക്ക് തോന്നുന്നു സിലബസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല, പക്ഷേ 1-2 ചെറിയ സബ് ടോപ്പിക്കുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബറിൽ. അതെല്ലാം തിരിച്ചു വരും. കാരണം അഡ്വാൻസിന്റെ സിലബസ് നമ്മൾ ഇതുവരെ മാറ്റില്ല. മുഴുവൻ സിലബസ് പണ്ടത്തെ സിലബസ് തന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളില്ല. 2023 JEE അഡ്വാൻസിനെ സാറിന് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ JEE മെയിൻ ക്വസ്റ്റിന്റെ നിലവാരത്തിൽ നിന്ന് എത്രത്തോളം ഡിഫിക്കൽട്ടി ലെവലിലോട്ട് മാറിയിരുന്നു? അല്ല, നമ്മൾ ഡിഫിക്കൽട്ടി ലെവലിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ഫിസിക്സിന്റെ എക്സാം ആണെങ്കിൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 2-3 വർഷങ്ങളായിട്ട് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അതിന് മുൻപുള്ള വർഷങ്ങളിൽ കോവിഡിനൊക്കെ മുമ്പ് നമുക്കറിയാം ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരുന്നു. ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തിട്ടൊക്കെ നമ്മൾ JEE മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു. അല്പം തിങ്കിങ് പവർ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് JEE മെയിനിലെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം തിങ്കിങ് ലെവൽ ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിൽ അങ്ങനെ ഇല്ല. ഇന്നത്തെ എക്സാം ആണെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നോർമൽ ക്വസ്റ്റ്യനാണ്. കാരണം എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് അറിയാം, കാര്യങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരിക്കലും ടൈമും പ്രശ്നം വരില്ല, ആൻസറിലോട്ട് പെട്ടെന്ന് എത്താനായിട്ടും വരും. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു കേട്ട അനുസരിച്ച് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് അല്പം ലെങ്തി ആണ്. പക്ഷെ അപ്പം കെമിസ്ട്രിയും ഫിസിക്സും വളരെ ഈസി ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫിസിക്സ് ആദ്യം എടുത്ത കുട്ടികൾക്കൊക്കെ ആ മാത്തമാറ്റിക്സിന്റെ ആ മിച്ചമുള്ള സമയത്തിനെ മാത്തമാറ്റിക്സിന് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സാറേ, കോവിഡിന് ശേഷം നമ്മളെ സ്റ്റുഡൻസിന്റെ ഒരു പഠന രീതിയൊക്കെ മാറിയതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്റ്റുഡൻസിനെ ഒരു ഇവാലുവേറ്റ് ചെയ്യാറായിട്ടില്ല. കാരണം അവരെ ഹാപ്പി ആയിട്ട് നിർത്താൻ തന്നെയാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് സിമ്പിൾ ആക്കി കൊടുക്കുക എന്നുള്ള രീതിയുണ്ട്. എന്നാൽ ഈസി ആയിട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിനെ ടഫ് ആക്കുന്നത് അതായിരിക്കാം മിക്കവാറും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. കാരണം +1 +2 ഓൾമോസ്റ്റ് ഓൺലൈൻ പഠിച്ച കുട്ടികളാണ്. നമുക്കിപ്പോൾ ഈ ബഹുഭൂരിഭാഗവും +1 എങ്കിലും മുഴുവൻ ഓൺലൈൻ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു പരിധിക്ക് അപ്പുറം ഡിഫിക്കൽട്ടി ലെവൽ പഴയ രീതിയിൽ 80 നമുക്ക് 2009 അല്ലെങ്കിൽ 18 19 ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനാവാതെ പോകും. എക്സാം സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും ഈ കുറെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോലും എത്താനുള്ള പണ്ടത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്താൻ പറ്റിയെന്ന് വരത്തില്ല, തൊടുക പോലും ഇല്ലായിരുന്നു. ഇപ്പം അത് ശരിയാണ് കേട്ടോ. 2019 വരെയുള്ള IIT ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈവൻ JEE മെയിൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും കുട്ടികൾ സ്റ്റെപ്പിലോട്ട് പോലും എത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഓൾമോസ്റ്റ് അവർക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന, ഈവൻ ഈ കോച്ചിങ് ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ആൻസറിലോട്ടൊന്ന് സമയമെടുത്തൊക്കെ വീട്ടിലിരുന്നാണെങ്കിൽ പോലും ചെയ്താൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. പക്ഷേ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പം ടൈമിന് വളരെ വാല്യൂ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കോച്ചിങ്ങിന് അത്രത്തോളം സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. 26-ാം തീയതി ചെയ്യുമ്പോഴും വലിയൊരു ആ ഒരു ലെവലിലോട്ടൊന്നും പോകേണ്ടതായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ്ഡിന്റെ എക്സാം എടുക്കുവാണെങ്കിൽ അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ പോലും അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് അതൊന്നും പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡേർഡ് കാണും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ഒരിക്കലും ചോദിക്കാറില്ല, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാം ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം വരുന്ന അവർ ചാപ്റ്ററുകൾ കണക്ട് ചെയ്ത് ചോദിക്കും, ചിലപ്പോൾ ഒരു പുതിയ സിറ്റുവേഷൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലിക്ക് ആയാൽ തീർച്ചയായിട്ടും ആൻസറിലോട്ട് പറ്റും. നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ എവിടെയാണ് ഇത്, എന്താണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതുപോലെ മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ +2 പഠിച്ച മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ വരാം. പക്ഷെ ഇപ്പം ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. മറ്റേതാണെങ്കിൽ ഈവൻ സെന്റൻസ് വായിക്കണം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു സെന്റൻസ് നോക്കിയാൽ തന്നെ വലിയ ഒത്തിരി സെന്റൻസ് വായിച്ച് തീർന്നാലേ ഒരു ക്വസ്റ്റ്യനിലോട്ട് എത്തുള്ളൂ. പിന്നെ സാർ പറഞ്ഞാൽ ഇപ്പോൾ ഓർത്ത് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കുറെ ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വളച്ചു തിരിച്ചൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ വായിച്ചു വരുമ്പം സംഭവം ഒന്നും കാണുമല്ലോ. അപ്പൊ നമുക്കറിയാലോ അഡ്വാൻസ്ഡ് എന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോഴേ എന്തോ ഒരു വലിയ ടഫായിട്ടുള്ള എക്സാം ആണെന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ആ ക്വസ്റ്റ്യൻ്റെ ലെങ്തിയും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തോ ടഫായിട്ട് വിചാരിക്കും. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു, പ്രത്യേകിച്ചും. സാറ് ശ്രദ്ധിച്ചാണ്. പക്ഷെ നമ്മൾ ഈ മാർക്ക് ലെവൽ നോക്കുമ്പോൾ അതിന് തൊട്ട് മുൻപത്തെ വർഷമായിട്ട് വലിയ ഡിഫറൻസ് കാണുന്നില്ല. അപ്പൊ എല്ലാവരും അനാലിസിസ് നടത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ JEE അഡ്വാൻസർ എന്ന് പറയുന്നത് നല്ലൊരു എക്സാം ആണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു 100%. കാരണം ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചത് അവരുടെ ഉപബോധം മനസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അങ്ങനെ ഒരു ഒന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അഡ്വാൻസ്ഡിൽ ഫിസിക്സ് ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും അതിൽ JEE മെയിൻ പോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റിയ ധാരാളം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, അപ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നി, അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നമ്മൾ അഡ്വാൻസർ എഴുതുമ്പം ചില കുട്ടികൾക്ക് സംഭവിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കുറേ സമയം നിൽക്കും. അപ്പോൾ അത് നമ്മൾ JEE മെയിനിൽ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ അവിടെ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ആവറേജ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കാണും. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. പിന്നെ ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത വർഷങ്ങളിൽ അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനിലൊന്നും പോകാറില്ല. ഇനി അഥവാ പുതിയൊരു സിറ്റുവേഷൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ്റെ ലെങ്ത് നോക്കിയിട്ട് നിങ്ങൾ അത് ഡിഫിക്കൽട്ടാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അവിടെ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലിൽ ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പോൾ 44 ദിവസങ്ങളുള്ളപ്പം ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ പുറകെ പോകുന്നതിനേക്കാളും ഈ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ നമുക്കതിൽ നിന്ന് കിട്ടാവുന്ന ചോദ്യങ്ങളെ പിക്ക് എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സാർ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഭൂരിഭാഗം പേരും വിചാരിച്ച് വെക്കുന്നത് ഈ 2018-ലും 2019-ലും ഒക്കെ നടന്ന പോലെ വളരെ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു തത്രപ്പാടിലായിരിക്കും. അതിന് പുറകെ പോകരുതെന്നുള്ളതാണ്. അഥവാ എക്സാം ഡിഫിക്കൽട്ട് എക്സാം ആണെങ്കിലും അതിൽ ആവറേജ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട്. എത്രയും പെട്ടെന്ന് എടുക്കുക. കാരണം എനിക്കൊന്ന് ഈ അഡ്വാൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നോർമലി വളരെ കുറവാണ്. അതെ 110 അല്ല, ഈ സബ്ജക്ട് വൈസ് വരുമ്പോൾ വളരെ കുറവായിട്ട് വരുന്നത്. അതുകൊണ്ട് അതും വളരെ പ്രധാനപ്പെട്ട, കാരണം സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ട് അവിടെ. അത് വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എല്ലാ പ്രാവശ്യവും നമുക്ക് കണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കണം. കാരണം മിനിമം കട്ട് ഓഫ് ഉണ്ട് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 2-3 ക്വസ്റ്റ്യനുകൾ കറക്റ്റായിട്ട് ചെയ്താൽ പോലും മിനിമം കട്ട് ഓഫിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒത്തിരി നന്ദി. നമുക്കിനി JEE Main ഇന്ന് രാവിലെ നടന്ന സെഷൻസിനെ ഫിസിക്സിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്. ഇന്നത്തെ രാവിലത്തെ ക്വസ്റ്റ്യന് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. നമുക്ക് കിട്ടിയതിൽ 3-4 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അടുത്ത എക്സാം JEE അഡ്വാൻസ് എഴുതുന്ന എല്ലാവർക്കും ബ്രില്യൻ ഫിസിക്സ് ഫാമിലിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും. കോൺഫിഡൻസോടെ നന്നായിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. JEE Main 2024 ഇനി ഒരു ദിവസം കൂടിയാണ് നമുക്ക് ഷിഫ്റ്റ് 1-ഉം ഷിഫ്റ്റ് 2-ഉം ആവർത്തിക്കുന്നത് നാളെ. അതിനുശേഷം ആർക്കിടെക്ചറിൻ്റെ എക്സാമാണ് മറ്റന്നാൾ. ഇതിനുശേഷം ഏപ്രിൽ 25-ാം തീയതി നിങ്ങളുടെ 2 ഷിഫ്റ്റിൻ്റെയും കൂടെ നോക്കിയിട്ട് സെഷൻ 1-ഉം സെഷൻ 2-ഉം നോക്കിയിട്ട് ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോറിനനുസരിച്ച് JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് JEE അഡ്വാൻസ്ഡ് രജിസ്റ്റർ ചെയ്യാം. മെയ് 26-ാം തീയതി JEE അഡ്വാൻസ്ഡ്, ജൂൺ 9-ാം തീയതി JEE അഡ്വാൻസ്ഡ് റിസൾട്ട്, ജൂലൈയിൽ ജോസ അലോക്കേഷൻ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ജൂൺ അവസാനത്തോടുകൂടി ദാസ സ്കീം വഴിയുള്ള സീറ്റ് അലോക്കേഷൻ ആരംഭിക്കുകയും ചെയ്യും. ഇതിലെല്ലാം കൃത്യമായ പ്ലാനുമായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസും ബ്രില്യൻറ്റിൻ്റെ ജോബി സാറിനെ പോലെയുള്ള നിഖിൽ സാറിനെ പോലെയുള്ള ഫാക്കൽറ്റീസ് എല്ലാം നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസുമായിട്ട്, അതായത് എക്സാം കഴിഞ്ഞാലും എവിടെയാണ് നമുക്ക് സീറ്റുകൾ കൊടുക്കേണ്ടത്, എന്തായിരിക്കണം നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ, ട്രിച്ചിയാണോ വാറങ്കലാണോ ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ആണോ അതോ ഏതെങ്കിലും ഒരു IIT-യിലെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണോ കിട്ടുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ബ്രില്യൻ JEEയുടെ യൂട്യൂബ് ചാനലിൽ ഓരോ കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചുമുള്ള ഇവാലുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. നാളെ JEE Main സെഷൻ 1-ഉം 2-ഉം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്ന് രാവിലെ നടന്ന ഷിഫ്റ്റ് 1 ഫിസിക്സിൻ്റെ ക്വസ്റ്റിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഫിസിക്സ് ഫാക്കൽറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിൽ ഫിസിക്സ് ഫാക്കൽറ്റീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. JEE Main സെഷൻ 2 ഇന്ന് ഏപ്രിൽ 8-ാം തീയതി രാവിലെ നടന്ന ഷിഫ്റ്റ് 1-ൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഫിസിക്സ് ഫാക്കൽറ്റിയിലോട്ട് പോവുകയാണ്. സാറ് റെഡിയാണ്. വീണ്ടും കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നടന്ന ഷിഫ്റ്റ് 2-വിനെ നമ്മുടെ കുട്ടികൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റീസ് വീണ്ടും രാത്രിയിൽ ആ ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ആദ്യം ഷിഫ്റ്റ് 1 ഫിസിക്സിലോട്ട് പോവുകയാണ്. ഫിസിക്സ് ഫാക്കൽറ്റീസ് റെഡിയാണ്. സാർ പ്ലീസ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഒരു വെക്ടേഴ്സുള്ള ക്വസ്റ്റൻ ആണ്. ദ റിസൾട്ടന്റ് ഓഫ് ദി വെക്ടർ ഷോൺ ഇസ് a into root x find x. അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് ആണ്. 3 പേരുടെ മാഗ്നിറ്റ്യൂഡ് a തന്നെയാണെന്ന് പറയുന്നുണ്ട്.
രണ്ടെണ്ണം ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഒരെണ്ണം 45 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ട് തന്നെ കണ്ടുപിടിക്കാൻ റിസോൾവ് ചെയ്ത് എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ എഴുതാം. ഫസ്റ്റ് ഈ വെക്ടർ വൈ ഡയറക്ഷനിലാണ്, റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇയാളും വൈ ഡയറക്ഷനിലാണ്, റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ എ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ്. അപ്പോൾ ഇതിന് രണ്ട് കമ്പോണന്റ് ആയിട്ട് ഞാൻ റിസോൾവ് ചെയ്യാണ്. ഈ കമ്പോണന്റ് എ ബൈ എ കോസ് 45 എ ബൈ റൂട്ട് 2 വരും. ഈ കമ്പോണന്റും എ ബൈ എ സൈൻ 45 ദാറ്റ് ഈസ് ഓൾസോ എ ബൈ റൂട്ട് 2. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് അലോങ് നെറ്റ് വെക്ടർ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ എ മൈനസ് എ ബൈ റൂട്ട് 2, അതുപോലെ നെറ്റ് വെക്ടർ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എ പ്ലസ് എ ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വി ക്യാൻ സേ വെക്ടർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ല റിസൾട്ടന്റ് എ ആർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ പ്ലസ് എ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് എ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ, എ സ്ക്വയർ ബൈ 2 എന്ന് വരും. 2 2 ക്യാൻസൽ ആയി. നമുക്ക് റൂട്ട് ഓഫ് 3 എ സ്ക്വയർ ദാറ്റ് ഇസ് എ റൂട്ട് 3 അല്ലെങ്കിൽ റൂട്ട് 3. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ അവിടെ നിന്ന് റൂട്ട് 3 എന്നാണ് കിട്ടുക. കുറച്ച് വെക്ടേഴ്സിന്റെ ബേസിക് റെസൊല്യൂഷൻ പ്രോപ്പർ ആയിട്ട് അറിയാന്നുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനേ ഉള്ളൂ. വലിയ ഡിഫിക്കൽട്ട് ഉള്ളതോ അല്ല സ്ട്രേറ്റ് ഫോർവേഡും അല്ലെന്ന് പറയാം. അതെ അതെ. അല്ലെങ്കിൽ സാർ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എ എടുക്കുവാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എടുത്തിട്ടും ചെയ്യാം. ഇതിന്റെ റിസൾട്ടന്റ് റൂട്ട് 2 എ വരും. ആ റൂട്ട് 2 എയും പെർപെൻഡിക്കുലർ ആണ്. അപ്പം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് റൂട്ട് 2 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതേ റിസൾട്ട് തന്നെ കിട്ടും. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അടുത്ത തന്നെ ക്ലോക്ക് സെക്കൻഡ് ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ആർ ഓഫ് 75 സെൻറ്റിമീറ്റർ ആൻഡ് 60 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. After 30 minutes, ratio of distance travelled by tip of the second hand to that of minute hand is x. Find ratio x. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ക്ലോക്കിൽ സെക്കൻഡ് ഹാൻഡ് മിനിറ്റ് ഹാൻഡിൻ്റെ ടൈം പീരീഡൊക്കെ നമുക്കറിയാം. ഇവിടെ നമുക്ക് 75 സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് ഹാൻഡിൻ്റെ ലെങ്ത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡിൻ്റെ ലെങ്ത് 75 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കത് 30 മിനിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ ടൈം. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നമുക്കറിയാം ഒരു റവല്യൂഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് അത് 30 റൊട്ടേഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ ഇത് നമുക്കൊരു R1 എന്നങ്ങ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒരു R1 എന്നങ്ങ് എടുക്കാം. അപ്പോൾ ഒരു റൊട്ടേഷൻ കഴിയുമ്പം ടിപ്പിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, അത് 2π ഇൻറ്റു R1 വരും. അതുപോലെ 30 മിനിറ്റ്സിൽ 30 റൊട്ടേഷൻസ് നടക്കും. അപ്പോൾ 30 ഇൻറ്റു 2π R1 ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു S1 എന്ന് എടുക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പം അത് 2π R1 75 ആണ് R1 ഇൻറ്റു 30 വരും അല്ലേ സാറേ. പിന്നെ അവിടെ നമ്മൾ മിനിറ്റ് ഹാൻഡ് എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 1 hour. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് പകുതി റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നേരെ താഴെ വരും. അപ്പോൾ അത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് R2 ആണെങ്കിൽ π ഇൻറ്റു R2 വരും. അപ്പോൾ നമുക്ക് S1/S2 ആണ് ചോദ്യം. S1/S2 ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 2π R1. പൈ റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. 30 ഇൻറ്റു 2 60 R1. R1 75 സെൻറ്റിമീറ്റർ ആണ് ഡിവൈഡഡ് ബൈ R2. R2 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 60 ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് ആൻസർ 75 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 75 ആണ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, കാരണം ബേസിക് ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. ഒരുപാട് ചെയ്ത് നോക്കാനോ. അതെ അതെ ഒത്തിരി സിമ്പിൾ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ആർക്കും വേണം ചെയ്യാൻ പറ്റുന്നതാണ്. Player caught a ball of mass 150 gram traveling at 20 meter per second. The catching process was completed in 0.1 second. The force exerted by the ball on the player's hand. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ മൊമെന്റം 0 ആണ് പിടിച്ചു കഴിയുമ്പോൾ. പിടിക്കുന്നതിന് മുമ്പ് മൊമെന്റം മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി. മാസ് 150 gram ആണ്, 0.150 into velocity 20 meter per second divided by time taken
0.1 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഫൈനൽ മൊമെന്റം 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ ഇതായതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 0.15 ബൈ 0.1 എന്ന് പറയുമ്പോൾ 1.5 ആണ്. 1.5 into 20 എന്ന് പറയുമ്പോൾ 15 into 2 or 30 ന്യൂട്ടൺ. വളരെ സിമ്പിൾ, സ്ട്രേറ്റ് ഫോർവേഡ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത നോക്കാം. Where the two planets are revolving around the sun of mass ma and mv. ഗ്രാവിറ്റേഷനും വരുന്നുണ്ട്, റൊട്ടേഷണൽ ആംഗുലർ മൊമെന്റത്തിന്റെ റേഷ്യോ 1:3 ആണ്. അപ്പോൾ ടൈം പീരീഡ് ഇൻ ടേംസ് ഓഫ് മാസസ്. അപ്പോൾ നമുക്കറിയാവുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അത് കുറച്ച് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഡയറക്റ്റ് സാധാരണ കാണുന്നതിൽ ഡിഫറെന്റ് ആണ്. സമയമൊന്നും എടുക്കില്ല, പക്ഷെ ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അതെ. അപ്പൊ നമുക്ക് ഇത്ര ഉള്ളൊരു പ്ലാനറ്റ് അതോ ഒരു സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നതായിട്ട് അങ്ങ് വിചാരിക്കാം. അപ്പോൾ അതിന്റെ റേഡിയസ് 6. അപ്പം നമ്മൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാം. ടൈം പീരീഡ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂ. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂ. അപ്പോൾ നമുക്ക് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 2/3 എന്ന് വരും. അപ്പോൾ നമുക്ക് റേഡിയസിന്റെ റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 2/3 എന്ന് എഴുതാം. പിന്നെ നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ മാസ് എം, സ്പീഡ് നമുക്ക് വി എന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗുലർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു mv/r. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ റേഷ്യോ എടുക്കുമ്പോൾ m1 v1 r1 ഡിവൈഡഡ് ബൈ m2 v2 r2 വരും. അപ്പോൾ അത് നമുക്ക് 3 എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 1/3 ഓർ ma ആൻഡ് mb ആണ് മാസസ്. അപ്പോൾ അത് 1/3. ഓക്കെ. അപ്പോൾ നമുക്ക് m1 പകരം അവിടെ ma mb m3 ആണ് mb ആണ് ശ്രദ്ധിച്ചോണം. ഇവിടെ നമുക്ക് മാസിൻ്റെ റേഷ്യോ ക്വസ്റ്റിനകത്തുണ്ട്, അത് അതേപോലെ എഴുതാം. അപ്പോൾ m1/m2 പകരം ma/mb വരും. വെലോസിറ്റിക്ക് വരെ നമുക്കറിയാം ആ റേഡിയസിൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി v റൂട്ട് ഓഫ് gm/r ആണ്. ഇവിടെ m മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ v പ്രൊപ്പോർഷണൽ ടു 1/√r. അപ്പോൾ വിക്ക് വേറെ നമുക്ക് 1/√r വരും. അവിടെ 1/√r ഇൻറ്റു r വരുമ്പോൾ √r വരും. അപ്പോൾ v1 ഇൻറ്റു r1 എന്ന് പറയുന്നത് √r ആയിരിക്കും. അപ്പോൾ √r1 ഡിവൈഡഡ് ബൈ √r2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ ഇനി നമുക്ക് എത്ര ഉള്ളൂ? നമുക്ക് ടൈം പീരീഡിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ r1 r2ൻ്റെ റേഷ്യോയിലേക്ക് ഇത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് r1/r2 നമ്മളിവിടെ എടുക്കുമ്പോൾ t1/t2 ഹോൾ റേസ് ടു 2/3 വരും. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഇവിടെ ഒരു ടി സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ ma ഡിവൈഡഡ് ബൈ mb ഇൻറ്റു ടി എ ഡിവൈഡഡ് ബൈ ടി ബി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പോൾ ഹോൾ റേസ് ടു 1/3 ഈസ് ഈക്വൽ ടു 1/3 വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റേസ് ടു 1/3 കളയാൻ ഒരു ക്യൂബ് എടുക്കുക. അപ്പോൾ ടി എ ഡിവൈഡഡ് ബൈ ടി ബി ഈസ് ഈക്വൽ ടു 1/27 ഇൻറ്റു mb/mb അല്ലേ? mb/ma ഹോൾ ക്യൂബ്. 1/27 ഓപ്ഷൻ 1. ഈ രീതിയിൽ നമ്മളെടുത്ത് ഫോം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഓപ്ഷൻ 1 വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കണക്ട് ചെയ്ത് ചെയ്യണം. നല്ല ക്വസ്റ്റ്യൻ. അതൊരുവിധം പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് പറ്റുള്ളൂ. ഇത് വീണ്ടും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഒന്നുമില്ല, എല്ലാവർക്കും എഴുതാതെ തന്നെ പറയാൻ പറ്റും. റേഷ്യോ സ്പെസിഫിക് കോൺസ്റ്റന്റ് വോളിയം ഫോർ മോണോ അറ്റോമിക് ടു ഡയറ്റോമിക് ഗ്യാസ്. ആക്ച്വൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ലെങ്തി ആണെന്ന് തോന്നുന്നു, പക്ഷേ ബേസിക് കോൺസെപ്റ്റ് ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ CV-യുടെ എക്സ്പ്രഷൻ, CV ഫോർ മോണോ അറ്റോമിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3/2r ഉം, അതുപോലെ CV ഫോർ ഡൈ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5/2r ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് CV ഫോർ മോണോ അറ്റോമിക് ഗ്യാസ് ടു CV ഫോർ ഡയറ്റോമിക് ഗ്യാസ് ഇറ്റ് ഇസ് സിംപ്ലി 3/5. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് a/b എന്ന് തന്നിട്ട് a+b കണ്ടുപിടിക്കാനോ മറ്റോ ആയിരുന്നു. അതെ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പം ഞാൻ പ്രിൻസിപ്പൽ ബേസിക് ഐഡിയ അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫിഫ്ത്ത് വൺ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതെ. For the PV curve shown in the diagram consists of two isothermal and adiabatic curves then. അപ്പോൾ നമുക്കറിയാം ഇതിനെക്കുറിച്ച് നമ്മളത് ഈ കർവ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വളരെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിവിടെ ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് കർവ്സ്. ഐസോതെർമൽ എന്ന് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അഡയാബാറ്റിക് എന്ന കർവിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ്. അതെ ഗ്രാഫാ. കാർനോട്ട് സൈക്കിള് ഇല്ലല്ലോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയാവുന്ന ഒരു കാര്യം, കാർനോട്ട് സൈക്കിൾ എന്നുള്ള പേര് ചോദിക്കണം എന്നില്ല,
പക്ഷെ കാർനോട്ട് സൈക്കിളിലുള്ള 2 പ്രോസസ്സ് അല്ലെങ്കിൽ 4 പ്രോസസ്സും അഡിയബാറ്റിക്കും ഐസോതെർമലാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് അതേപോലെ സാറേ എനിക്ക് തോന്നുന്നു NCERT ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയഗ്രാം, PV ഡയഗ്രാം, അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ VA എയിലെ വോളിയം, VB ഇവിടുത്തെ വോളിയം, ഇത് VC, ഇത് VD. അപ്പോൾ അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഇത് ആദ്യത്തെ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ A തൊട്ട് B വരെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അപ്പോൾ B തൊട്ട് C വരെ വരുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സാണ്. പിന്നെ C to D വീണ്ടും അത് ഐസോതെർമൽ പ്രോസസ്സാണ്. വീണ്ടും D to A ഐസോതെർമൽ അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് A to B, B to C എടുക്കുമ്പം ഇത് ഐസോതെർമലും ഇത് അഡിയബാറ്റിക്കും. അപ്പോൾ നമ്മൾ B to C എടുക്കുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നത് കൊണ്ട് നമ്മളതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഇവിടെ VD ഇസ് ഈക്വൽ ടു VB ബൈ VC എന്നാണ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. അതായത് നമുക്ക് ഇവിടെ T ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ഇത് T2 ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എടുക്കാന്നുള്ളൂ. അതായത് T1 VB raised to gamma minus 1 is equal to T2 VC raised to gamma minus 1. ഇക്വേഷൻ എത്രയുള്ളൂ? T1 B raised to gamma minus 1 is equal to T2 VC raised to gamma minus 1. അപ്പോൾ അതാണ് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ അവിടെ നേരെ തിരിച്ച് T2 into VD raised to gamma minus 1 is equal to T1 into VA raised to gamma minus 1. ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം B to C, D to A അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തികച്ചും ഐസോതെർമൽ അഡിയബാറ്റിക്കും മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കാർനോട്ട് സൈക്കിളിൽ ഈ ഒരു ഡെറിവേഷൻ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു റിലേഷൻ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്, ചെയ്ത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. അതെ. അപ്പോൾ ഇത് സ്ലോപ്പ് നോക്കിയിട്ട് ഏത് അഡിയബാറ്റിക് ഐസോതെർമലിന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ A to B T1 കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാം. C to D ടെമ്പറേച്ചർ T2 എന്ന് എഴുതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്ത് കാണും അല്ലേ, കുട്ടികൾ ചെയ്തിട്ട് കാണും. ഓക്കെ, ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് വീണ്ടും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. Find the potential difference between the terminals of the cell. ഒരു സെല്ല് കാണുന്നുണ്ട്, 3 വോൾട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ohm. ഇവിടെ 4 ohm 4 ohm പാരലൽ ഇഫക്റ്റീവ് ഇറ്റ് ഇസ് 2 ohm. ഇതാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് എടുക്കാം. ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r. ഇത് 3 വോൾട്ട്. ഒരു സെല്ലേ ഉള്ളൂ. ഇപ്പൊ കറണ്ട് നമുക്ക് എന്ത് പറയാം? കറണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ EMF ഓഫ് ദി സെൽ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 1 3. സോ കറണ്ട് ഇസ് 1 ആംപിയർ. ഇനി ഒരു ഡയറക്റ്റ് ഡിസ്ചാർജിങ് സെല്ലാണ്. ഡിസ്ചാർജിങ് സെല്ലിന്റെ കേസിലെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ഇസ് E minus IR, that is 3 volt minus 1 into 1, that is 2 volt. Terminal voltage 2 volt ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം റെസിസ്റ്റൻസ് ആണെങ്കിലും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് പാരലൽ കോമ്പിനേഷൻ നമുക്കറിയാം. പറഞ്ഞ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് they have small but positive susceptibility. നമുക്കറിയാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ they will magnetize in the direction of external field, but magnetization is very small. അപ്പോൾ നമുക്കറിയാം അപ്ലൈഡ് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും സെയിം ഡയറക്ഷനിലാകുമ്പോൾ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് വരണം. അപ്പോൾ അവിടെ മാഗ്നറ്റൈസേഷൻ കുറവായതുകൊണ്ട് അത് സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ ആൻസർ അല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. They are slightly attracted എന്നായിരിക്കണം കേട്ടോ. ഇത് അറ്റാച്ച്ഡ് എന്നല്ല, അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ അതും ശരിയാണ് അല്ലേ. They are slightly attracted by magnetic field. അത് ശരിയാണ്. അതായത് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം സസെപ്റ്റിബിലിറ്റിയുടെ പ്രശ്നമുള്ള ക്യൂരിയസ് ലോ അനുസരിച്ച് സസെപ്റ്റിബിലിറ്റി ഫോർ പാരാമാഗ്നറ്റിക് പ്രൊപ്പോർഷണൽ ടു 1/T ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റിബിലിറ്റി ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. പിന്നെ ഇത് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് അറിയത്തില്ല, കാരണം രണ്ട് പല ഭാഗത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്, പല കുട്ടികളുടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതിനകത്ത് ചില ആൾക്കാർ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞില്ല. they are strongly attracted by magnetic field എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്.
എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു സീരീസ് LCR സർക്യൂട്ട് AC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് റെസിസ്റ്റൻസസ് ആസ് വെൽ ആസ് റിയാക്ടൻസ് XL മൈനസ് XC is halved, പകുതിയായി. then the new current amplitude will satisfy. അപ്പോൾ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ Z എന്നാണ്. Z is equal to root of R square plus X square, that is XL minus XC the whole square. പുതിയ റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ പുതിയ ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് R പകുതിയായി. സോ R സ്ക്വയർ ബൈ 4 പ്ലസ് XL-ഉം XC-യും പകുതിയായി. അപ്പോൾ 2 കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിലുണ്ട്. സോ 1/4 ഇൻറ്റു XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. അതായത് എല്ലാ ടേംസും പകുതിയായി കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തെടുത്താൽ 1/2 Z എന്ന് തന്നെ എഴുതാം. അപ്പോൾ R-ഉം XL മൈനസ് XC-യും പകുതിയായാൽ അവിടെ ഇംപെഡൻസ് കറണ്ട് പകുതിയായാൽ കറണ്ട് നേരെ ഡബിൾ ആവും എന്ന് പറയാം അല്ലെ. I dash is equal to 2 times the initial കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് I2 is equal to 2I1 ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം. ചെയ്യാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഹാഫ് ആയതുകൊണ്ട് ഇംപെഡൻസും ഹാഫ് ആവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ കുട്ടികൾ പറയുന്നത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് റെസണൻസ് കണ്ടീഷനിലാണെന്ന് പറയുന്നുണ്ട്. ഇനി റെസണൻസ് കണ്ടീഷനിലാണെങ്കിലും ഇത് തന്നെയാണ്. റെസണൻസ് കണ്ടീഷനിലാണെങ്കിൽ ഇവിടെ XL മൈനസ് XC, പക്ഷേ റെസണൻസിലാണെങ്കിൽ എല്ലാം ഹാഫ് ആയ കുഴപ്പമില്ല സാറേ, വീണ്ടും റെസണൻസ് തന്നെ. വീണ്ടും റെസണൻസിൽ XL-ഉം XC-യും ഹാഫ് ആയി, അപ്പൊ തീർച്ചയായും വീണ്ടും റെസണൻസിൽ തന്നെയാണ്. അപ്പം ഇംപെഡൻസ് 6 വരില്ല. വ്യത്യാസമൊന്നും വരില്ല. ഇംപെഡൻസ് 6-നെ മാത്രം ഡിപെൻഡ് ചെയ്യും. ഓക്കെ, അടുത്ത് ഡിഫ്രാക്ഷൻ സെറ്റപ്പ്. ഇൻ ദി സ്ലിറ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ആംഗുലർ പൊസിഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ മിനിമം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ സൈൻ തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് സിൻസ് തീറ്റ ഇസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഒക്കെ സെയിം ആയിരിക്കണം. എനിവേ, സെക്കൻഡ് ഓർഡർ മിനിമം ഡിഫ്രാക്ഷൻ പാറ്റേണിലെ സെക്കൻഡ് ഓർഡർ മിനിമത്തിന്റെ ആംഗുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2 λ/a. ഓക്കെ, 2 λ/a ആണ് അതിന്റെ ആംഗുലർ സെക്കൻഡ് ഓർഡർ മിനിമത്തിന്റെ ആംഗുലർ പൊസിഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. സോ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ, ഫോർമുല ബേസ്ഡ് ആണ്. ലാംഡ എന്ന് പറയുന്നത് 600 നാനോമീറ്റർ 6 into 10 raised to minus 7 divided by slit width it is 3 into 10 raised to minus 5 minus 4. So അപ്പോൾ നമുക്ക് theta is equal to 4 into 10 raised to minus 3, that is 0.004 എന്ന് കിട്ടും. തീറ്റ വളരെ ചെറുതായതുകൊണ്ട് സൈൻ തീറ്റയും തീറ്റയൊക്കെ ഈക്വൽ ആണ്. 0.004 എന്ന് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് 12ാമത്തെ ചോദ്യം. പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഹാവ് സെയിം കൈനറ്റിക് എനർജി, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് given that mass of proton is 183 times mass of electron. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എടുക്കുമ്പം ദേ ഹാവ് സെയിം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h/p, p is the momentum. നമ്മൾ ആ മൊമെൻറ്റത്തിനെ കൈനറ്റിക് എനർജിയിലോട്ട് മാറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജി E എന്നെടുക്കാം. അപ്പോൾ സെയിം കൈനറ്റിക് എനർജി ആണെങ്കിൽ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m ആണ്. നമുക്ക് റേഷ്യോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, നമുക്ക് ആദ്യം പ്രോട്ടോൺ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ലാംഡ പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ലാംഡ ഇലക്ട്രോൺ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ √m ആണ്. സോ ലാംഡ p ബൈ ലാംഡ ഈസ് ഈക്വൽ ടു √me ബൈ mb. അവിടെ ഡയറക്റ്റ് റിലേഷൻ തന്നിട്ടുണ്ട്. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് 1836 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. 1/1836 ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 1/√1836 ഓപ്ഷൻ 1 വരും. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡി ബ്രോഗ്ലി വേവ്സിന്റെ ചെയ്ത് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല ചിന്തിക്കാൻ. ഇന്നലത്തെ 2 എക്സാമിലും നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും. ഈ എക്സാമിൽ അവർ മാറ്റി പിടിച്ചു, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആക്കിയതേ ഉള്ളൂ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെർനിയർ കാലിപ്പർ എക്സ്പെരിമെന്റൽ സ്കിൽസിലെ ക്വസ്റ്റ്യൻ ആണ്. ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ ഹാവിംഗ് മാസ് തന്നിട്ടുണ്ട്. മാസ് ഈസ് ഈക്വൽ ടു 8.635 is measured by a vernier scale
10 divisions of vernier scale coincides with 9 divisions of main scale. So 10 VSD coincides with 9 MSD. 9 MSD, ഒരു MSD എന്ന് പറഞ്ഞാൽ 1 millimeter ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 vernier scale division എത്രയാണെന്ന് ചോദിച്ചാൽ 0.9 millimeter. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമുക്ക് 1 MSD minus 1 VSD എന്ന് പറയാം, which is 1 minus 0.1 millimeter അല്ലെങ്കിൽ 0.01 centimeter. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് റീഡിംഗ് മെയിൻ സ്കെയിൽ റീഡിംഗ് 2 സെന്റിമീറ്ററും സെക്കൻഡ് ഡിവിഷൻ ഓഫ് വെർണിയർ സ്കെയിൽ കോയിൻസൈഡ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ റീഡിംഗ് എത്രയാണെന്ന് വെച്ചാൽ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് 2 മെയിൻ സ്കെയിൽ റീഡിംഗ് 2 സെന്റിമീറ്റർ പ്ലസ് കോയിൻസൈഡിങ് ഡിവിഷൻ ഇൻറ്റു വെർണിയർ സ്കെയിൽ റീഡിംഗ് ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു 2 പ്ലസ് 0.02 ദാറ്റ് ഇസ് 2.02 സെന്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അത് കുറച്ച് കാൽക്കുലേഷൻ ഉള്ള സ്റ്റെപ്സ് തന്നെയാണ്, പക്ഷേ ഏകദേശം 2.02 ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ എനിവേ വോളിയം ഇറ്റ് ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ആർ ക്യൂബിനെ നമുക്ക് ഡി ക്യൂബ് ബൈ 8 എന്ന് എടുക്കാം, ബിക്കോസ് ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു പൈ ഡി ക്യൂബ് ബൈ 6 എന്ന് കിട്ടും. പൈ ഡി ക്യൂബ് ബൈ 6 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എനിവേ എന്നിട്ട് അവിടെ നിന്ന് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് മാസ് ബൈ വോളിയം. അത് കാൽക്കുലേഷൻ, അതായത് എക്സ്പെരിമെന്റൽ സ്കിൽസിന്റെ ഒരു ടെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാതെ. സോ മാസ് ബൈ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 2.00 സംതിങ് എന്നാണ് കിട്ടുക, ഏകദേശം 2 gram per centimeter cube. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് 2 gram per centimeter cube. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നതെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് 2 gram എന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ 2ഉം 2.00 തന്നിരുന്നാൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഈ കോണ്ടെക്സ്റ്റിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒറിജിനൽ ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഐഡിയ കൂടെ യൂസ് ചെയ്യണം. അടുത്തടുത്ത് 2ഉം 2.01 ഒക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആസ് വെൽ. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെ ഇതിനു മുമ്പുള്ള ഷിഫ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ബോൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ബ്രേക്സ് ഇൻടു 2 masses m1 and m2 that moves with the speed v1 and v2 respectively as shown. The ratio of kinetic energy of the right mass to the left mass is. സിമ്പിൾ ആണ്. ഇവിടെ ഒരു മാസ് ഉണ്ട്, ഈ മാസ് ഇനിഷ്യലി റെസ്റ്റിലാണ്, അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 0. അപ്പോൾ അത് റെസ്റ്റിലിരുന്നിട്ട് 2 മാസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം സാറ് പറഞ്ഞ പോലെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം യൂസ് ചെയ്യാം. ഇനിഷ്യലി മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഓൾസോ റിസൾട്ടൻ്റ് മൊമെൻറ്റം ഷുഡ് ബി 0. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ 2 മാസുകളുടെയും മൊമെൻറ്റങ്ങൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദർഫോർ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം P2, ഇതിൻ്റെ മൊമെൻറ്റം P1 ആണെങ്കിൽ P1 ഷുഡ് ബി ഈക്വൽ ടു P2 ഇൻ മാഗ്നിറ്റ്യൂഡ്. കാരണം ഇനിഷ്യൽ മൊമെൻറ്റം 0. ദർഫോർ ഹിയർ ഓൾസോ വെക്ടർ P1 പ്ലസ് വെക്ടർ P2 ഈസ് ഈക്വൽ ടു 0. സോ P1 ഈസ് ഈക്വൽ ടു P2. നമുക്ക് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടി രണ്ടുപേരുടെയും മൊമെൻറ്റം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് P²/2m എടുക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2m. അപ്പോൾ രണ്ടുപേരുടെ മൊമെൻറ്റം സെയിം ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ദി റൈറ്റ് മാസ് ടു ദി ലെഫ്റ്റ് മാസ് എന്നാണ്. നമുക്ക് റൈറ്റ് മാസിൻ്റെ കൈനറ്റിക് എനർജി m1ൻ്റെ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ m2ൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ m1ൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് K1 എന്ന് എടുക്കാം, m2ൻ്റെ കൈനറ്റിക് എനർജി K2 എന്ന് എടുക്കാം. സോ K1/K2 ഈസ് ഈക്വൽ ടു 1/m പ്രൊപ്പോർഷണൽ ആണ്. സോ m2/m1 എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കാണാറുള്ളത് തന്നെയാണ്. അതെ അതെ. പിന്നെ ആകെ അവിടെ ഒരു ചിലപ്പോ V1 ഇതിപ്പോ V1 ഉം V2 കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ V1 ഉം V2 കണ്ടുപിടിച്ചിട്ട് half m v1² half m v2² ആൻസർ കിട്ടും. പക്ഷെ സ്റ്റെപ്സ് കുറച്ചുകൂടെ കൂടും, സമയം കണ്ടു. അതെ അതെ. ഇപ്പൊ ഇവിടെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ P²/2m ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇത് റെക്ടാങ്കുലർ ഷീറ്റ്. ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം ഞാൻ വരയ്ക്കാം. റെക്ടാങ്കുലർ ഷീറ്റ്, സം പോർഷൻ ഇസ് റിമൂവ്ഡ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ് ആഫ്റ്റർ ദ പോർഷൻ ഹാസ് ബീൻ റിമൂവ്ഡ്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ പോർഷൻ ആണ്, അതിന്റെ കോർഡിനേറ്റ്സ് പല പല കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ ആ കോർഡിനേറ്റ്സ് ഇവിടെ വരയ്ക്കാം. ഓർമ്മയെന്ന് വരയ്ക്കുകയാണ്. ഇവിടെ 0,0, ഇവിടെ 0,3, ദിസ് ഈസ് 2 ആണ്. അതെ അതെ, 3 അല്ല 2 ആണ്. ഇവിടെ ദിസ് ഈസ് 3,2, ഇത് 3,0, 4 ഇഞ്ചസ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനൊരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്.
കട്ട് ചെയ്ത് കളയുന്ന ഭാഗത്തിന്റെ കോർഡിനേറ്റ്സ് ഇത് 1,1, ഇത് 1,2, ഇത് 2,2, ഇത് 2,1 ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്ത് കളയുന്നതെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിക്കാം M1R1 - M2R2 M1 - M2. അതിൽ ലാമിനയാണെങ്കിൽ അതിന് പകരം M1 നും M2 നും വരെ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫുൾ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ലെങ്ത് ഇത് 3ഉം ഇത് 2 ആണ്. 3 × 2 6 m² ആണ് A1. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തിന്റെ ഏരിയ ഇറ്റ് ഇസ് 1 × 1, ദാറ്റ് ഇസ് 1 m². ഇനി ഒറിജിനൽ റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ എക്സ് കോർഡിനേറ്റ് ഇതിന്റെ പകുതിയായിരിക്കും, 0,3യുടെ പകുതി, ദാറ്റ് ഇസ് 1.5. വൈ കോർഡിനേറ്റ് 1നും 2നും മിഡ് പോയിന്റ് ആയിരിക്കും, ദാറ്റ് ഇസ് 1. ഇനി കട്ട് ചെയ്ത ഭാഗത്തിന്റെ സെന്റർ ഓഫ് മാസ് നോക്കിയാൽ ജസ്റ്റ് അവരുടെ മിഡ് പോയിന്റ് നോക്കിയാൽ മതി. എക്സ് കോർഡിനേറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1.5 ഇറ്റ് സെൽഫ്, 1ന്റെയും 2ന്റെയും മിഡ് പോയിന്റ്. ഓക്കെ, വൈ കോർഡിനേറ്റ് 1ന്റെയും വൈ കോർഡിനേറ്റിന്റെ മിഡ് പോയിന്റ് 1ന്റെയും 2ന്റെയും മിഡ് പോയിന്റ് എത്രയാണ്? ഇറ്റ് ഈസ് 1.5. കണ്ടോ? അതായത് ഒറിജിനൽ റെക്ടാംഗിളിന്റെയും കട്ട് ചെയ്ത ഭാഗത്തിന്റെയും സെന്റർ ഓഫ് മാസ് 1.5 തന്നെയാണ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് മാറ്റമൊന്നുമില്ല. ഓക്കെ, വൈ കോർഡിനേറ്റ് സെന്റർ ഓഫ് മാസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. YCOM ഓഫ് ദി റിമൈനിങ് പോർഷൻ ഇറ്റ് ഈസ് A1 Y1 minus A2 Y2 divided by A1 minus A2. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ we can say A1 Y1 minus A2 Y2 minus divided by A1 minus A2, that is 6 into Y1 1 ആണ് minus 1 into 1.5 divided by 6 minus 1, that is 5. That is 4.5 divided by 5, 0.9. The x coordinate XCOM 1.5 തന്നെയാണ്, അതിന് മാറ്റമുള്ളത്, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി if you are not convinced, we can just check it out. Okay, A1 x1 minus A2 x2 by A1 minus A2 ചെയ്താൽ 1.5 കിട്ടുമെന്ന് നോക്കാം. 1.5 0.9 ആണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഇതിപ്പോ നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സാധാരണ ചോദിക്കാറ് ഒരു സർക്കുലർ ഡിസ്ക് ഒക്കെയാണ്. അതിനകത്തുനിന്ന് വ്യത്യാസമുണ്ട്. കോർഡിനേറ്റ്സ് നന്നായിട്ട് അറിയാം, കോർഡിനേറ്റ് അതായത് മാത്തമാറ്റിക്കൽ സ്കിൽസ് നന്നായിട്ട് വേണം. എപ്പോഴും അതങ്ങനെയാണ്, നമുക്ക് മാത്സ് ഇല്ലാതെ ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ A1 R1 minus A2 R2 എന്നൊക്കെ പഠിക്കുമ്പോൾ ചില റേഡിയസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഠിക്കുന്ന സമയത്ത്. ഫണ്ടമെന്റൽ ആണ് അപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്തത് സിമ്പിൾ ആണ് അല്ലേ. 3 particles have different masses have same momentum. Find the ratio of their kinetic energy. അപ്പോൾ സിമ്പിൾ ആണ്. നമുക്ക് ഡിഫറെന്റ് മാസസ് ആണ്, ബട്ട് ഹാവ് സെയിം മൊമെന്റം. You have to find the ratio of their kinetic energy. മൊമെന്റം സെയിം ആയതുകൊണ്ട് kinetic energy is equal to. അതുപോലെ തിരിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് വേറെ ഒരാൾ പറഞ്ഞാല് തിരിച്ചും പറഞ്ഞായിരുന്നു. അതായത് മൊമെന്റം സെയിം അല്ല, കൈനറ്റിക് എനർജി സെയിം ആണെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞായിരുന്നു. ഏതാണ് നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ kinetic energy നമുക്ക് p²/2m എന്ന് എടുക്കാം. അപ്പോൾ സെയിം മൊമെന്റം ആയതുകൊണ്ട് kinetic energy is proportional to 1/m ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ K1 is to നമുക്ക് എത്ര മാസം? 3 മാസം. അപ്പോൾ K1 is to K2 is to K3 is equal to മാസുകൾ എത്രയൊക്കെയായിരുന്നു നമുക്ക്? 1/0.4 is to 1/1.2 1.2 is to 1/1.6. 0.4 എല്ലാത്തിലും ക്യാൻസൽ ചെയ്ത് കളയാം. 0.4 എല്ലാത്തിലും ക്യാൻസൽ ചെയ്താൽ 1 is to 1/3 1/3 is to 1/4. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 is to 4 is to 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി അല്ലേ. ഇപ്പം നമുക്ക് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണെന്ന് തോന്നുന്നു. എക്സാക്ട് വാല്യൂ ഇല്ല, എനിക്ക് 2.5 ന് 2.4 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി കിട്ടും. അപ്പോൾ അതിന് സിമ്പിൾ ഐഡിയ ആണ്. മൊമെന്റം സെയിം ആണെങ്കിൽ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു 1/m അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞതുപോലെ പല സ്റ്റുഡൻസും പലതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസം വരും. എന്താണെങ്കിലും നമ്മൾ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഈ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. അതെ, റെഗുലർ ആയിട്ട് മൊമെന്റം കൺസർവേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാറുള്ള പലപ്പോഴും റേഡിയസ്
പകുതി ആയാലുള്ള കാര്യമാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഇവിടെ റേഡിയസ് ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റേഡിയസ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 1/4 ഓഫ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. അതായത് പുതിയ റേഡിയസ് എന്ന് പറയുന്നത് പഴയ റേഡിയസിന്റെ ഡിക്രീസ് ആണ് 1/4 r/4. അല്ലാതെ r/4 ആയിട്ട് മാറുകയല്ല. അപ്പൊ കാൽഭാഗം കുറഞ്ഞു. ഇപ്പൊ 3r/4 മുക്കാൽ ഭാഗമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ r/4 ഇട്ടിട്ട് ചെയ്യരുത്. പുതിയ റേഡിയസ് r/4 എന്നിടത്ത് ചെയ്യരുത്, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ I dash is equal to നേരത്തെ 2/5 mr² ആയത് ഇപ്പൊ 2/5 m into 3r/4 the whole square 9r²/4 വരും. സോ I dash is equal 16 sir, 960. I dash is equal to 9/16 into I എന്ന് വരും. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ നമുക്കറിയാം I dash omega dash is equal to I omega എന്ന് കിട്ടും. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം യൂസ് ചെയ്താൽ മതി. ഒമേഗ ബൈ ഒമേഗ ഡാഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് I dash by I 9/16. അപ്പൊ നമുക്ക് വേണ്ടത് ടൈം പീരിയഡിന്റെ റേഷ്യോ ആണ്. നമുക്കറിയാം ടൈം പീരിയഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. അപ്പൊ T dash by T എന്താണ്? ദാറ്റ് ഇസ് ഒമേഗ ബൈ ഒമേഗ ഡാഷ്. ഒമേഗ ബൈ ഒമേഗ ഡാഷ് 9/16 ആണെന്ന് കിട്ടി. അപ്പോൾ T dash is equal to 9/16 into T. T എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം പീരിയഡ് ആണ്. ഇപ്പോഴത്തെ ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ 24 hours എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സിംപ്ലിഫൈ ചെയ്താൽ 2 എന്നും ഇവിടെ 3 എന്നും എഴുതാം. 27/2 13.5 hours എന്ന് പറഞ്ഞാൽ 13.5 മണിക്കൂർ. 13.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 13 hours-ഉം അതിന്റെ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 minutes. 13 hours and 30 minutes. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷൻ 1 ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന പോലെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് വലിയ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ അറിയായിരിക്കും. റേഡിയസ് എത്രയാണ് ആൾക്കാർക്ക് അറിയേണ്ടതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ മെറ്റീരിയലൊക്കെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, ഇത് വെയർസിലെ ക്വസ്റ്റ്യൻ ആണ്. ദി ഓർഗൻ പൈപ്പ് ഹാവിംഗ് സെയിം ലെങ്ത്. അപ്പോൾ നമുക്ക് രണ്ട് ഓർഗൻ പൈപ്പിന്റെ ലെങ്ത് സെയിം ആണ്. One is open while other is closed. Find the ratio of 7th overtone of this organ pipe. അപ്പോൾ നമുക്ക് ഓവർടോൺ ഹാർമോണിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഐഡിയ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7th ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ നമുക്ക് 8th മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് എടുക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിൾ ഹയർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കുന്നത്. അപ്പം തേർഡ് മോഡാകുമ്പോൾ സെക്കൻഡ് ഓവർടോൺ വരും. അപ്പോൾ 7th ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് 8ാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പോൾ ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ന്യൂ ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. 8th മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ അത് 8th ഹാർമോണിക്ക അല്ലേ? അപ്പോൾ 8 into ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4L വരും. V/12 ഓപ്പൺ പൈപ്പ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/12 ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസം വരാം. ക്വസ്റ്റ്യൻസ് ആണ്, 12 പേര് പറയുന്ന ക്വസ്റ്റ്യൻസ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾ പറയുക എന്താണ് വ്യത്യാസം എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 8th മോഡിൻ്റെ ഫ്രീക്വൻസി എടുക്കുമ്പം അപ്പോൾ അത് 2n-1 ടൈംസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4 അല്ല, ഓപ്പൺ പൈപ്പിൽ വരുന്നത്. അപ്പോൾ n ഇവിടെ 8 കൊടുത്താൽ 16-1 നമുക്ക് 15 വരും. അപ്പോൾ 15 into V/4L ആണ് വരുന്നത്. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. 7th ഓവർടോൺ 8th മോഡാണെന്ന് മനസ്സിലാക്കുക. അത് ഓഡ് മൾട്ടിപ്പിൾസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് സിമ്പിളി റേഷ്യോ എടുത്താൽ മതി. പ്രോപ്പർ ആയിട്ട്, അതായത് ബേസിക് കാര്യങ്ങൾ, ഫണ്ടമെന്റൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക്, അതായത് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഫണ്ടമെന്റൽ ഏറ്റവും ബേസിക് കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ അതെ. അപ്പോൾ ന്യൂ ഓപ്പൺ ബൈ ന്യൂ ക്ലോസ്ഡ് എടുക്കുമ്പോൾ നമുക്ക് 4/15/4. അപ്പോൾ ദാറ്റ് ഈസ് 4 into 4 16 divided by 15 വരും. അടുത്തത് സോളനോയിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോളനോയിഡ് ഓഫ് 10 turns, ക്രോസ് സെക്ഷൻ ഏരിയ 36, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് വേരിയിങ്, ഫൈൻഡ് ദ പവർ ഓഫ് ഹീറ്റ് ഡിസിപ്പേഷൻ. ഇപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എനിക്ക് തോന്നുന്നില്ല കറക്റ്റ് ആൻസർ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിവേ നമുക്ക് പറയാം, അവിടെ ഇൻഡക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻഡ്യൂസ് DMF എത്രയാന്ന് ചോദിച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് പറയാം d∅dt ആണെന്ന് പറയാം. ഓക്കെ, d∅dt എന്ന് പറയുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഏരിയ ഇൻറ്റു dB/dt. സോ
സോ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ് ഞാൻ. So 10 into area 36 centimeter square, 36 into 10 raised to minus 4 dV by dt 5 into 10 raised to minus 1.5. Okay, fine. So that is equal to E is equal to 36 into 5 180 180 into 10 raised to minus 3 alle minus 4 minus yes 10 raised to minus 4, that is 0.0 alla onnoda noikkotte. 180 into 10 raised to minus 4 ശരിയല്ലേ? 4 ശരിയാ. അതെ, 1.8 into 10 raised to minus 2. അപ്പോൾ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ കറണ്ട് is induced EMF by resistance. റെസിസ്റ്റൻസ് 10 raised to minus 2 ആണ് വരുന്നത്. അപ്പോൾ ആ 10 raised to minus 2 അങ്ങ് പോവും. 1.8 ആംപിയർ. അപ്പോൾ പവർ എടുക്കുമ്പോൾ V into I എടുക്കാം, അല്ലെങ്കിൽ I square R എടുക്കാം, ഏത് വേണം എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്താൽ 1.8 ന് 1.8 3.24 into 10 raised to minus 2 വാട്ട്സ് എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനകത്ത് ഇല്ല. എനിവേ കറക്റ്റ് വരുന്നത് അങ്ങനെ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷനിൽ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു 2.34 ആയിരിക്കില്ല, പകരം 3.24 ആയിരിക്കും. അടുത്തത് electromagnetic radiation of intensity 360 watt per centimeter square is incident normally on a non-reflecting surface having area A. Average force on the surface is found to be 2.4 into 10 raised to minus 4 Newton. Find the value of A. Radiation pressure, radiation അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവറേജ് ഫോഴ്സ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് അബ്സോർഷൻ ആണ്, അപ്പോൾ നോൺ റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് അബ്സോർഷൻ ആണെങ്കിൽ ആവറേജ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാം, ഇന്റൻസിറ്റി I ആണെങ്കിൽ IA by RC ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് 360 into 10 raised to 360 divided by 10 raised to 360 into 10 raised to 4 വരും. ഏരിയ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, സിയുടെ വാല്യൂ 3 into 10 raised to 8 ആണ്. ഫോഴ്സ് 2.4 into 10 raised to minus 4. അപ്പോൾ നമുക്ക് ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. 10 raised to 4 10 raised to 8 പോയിട്ട് 10 raised to 4 വരും. 10 raised to 4 ഇങ്ങോട്ട് വരുമ്പോൾ 10 raised to minus 4 10 raised to 4 ക്യാൻസൽ ആയിപ്പോയി, ശരിയല്ലേ സാറേ? ഇവിടെ 120 വരും. 2.4 by 120. അപ്പം ഏരിയ ഇസ് 2.4 ഡിവൈഡഡ് ബൈ 120 or 24 by 0.02 വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 വരും, 0.02 മീറ്റർ സ്ക്വയർ. ഇത് അടുത്ത റേവറ്റിക്സിന്റെ ക്വസ്റ്റൻ, എല്ലാവരും ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എ പെയർ ഓഫ് മീഡിയം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ ടു ഡെൻസർ മീഡിയം. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കാറുണ്ട്. രണ്ട് മീഡിയം വരുന്ന സമയത്ത് ക്രിട്ടിക്കൽ ആംഗിൾ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം, അല്ലെങ്കിൽ 1 by റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയർ എന്ന് പഠിച്ചു വെക്കാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൈൻ തീറ്റ സി 1/√2 ആണ്, അതായത് സൈൻ 45 ഡിഗ്രി 1/√2. ദാറ്റ് ഈസ് n റെയറർ ബൈ n ഡെൻസർ. ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 1/√2. ഒരുപാട് അങ്ങനെ ട്വിസ്റ്റഡ് ആവാനൊന്നും സാധ്യതയില്ല. റേവറ്റിക്സ് പിന്നെ വീണ്ടും ഇലക്ട്രോൺ ആണ് സെയിം കൈനറ്റിക് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് देयर ലീനിയർ മൊമെന്റ്. എനിക്ക് തോന്നുന്നു സാറേ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ സിമിലർ ആണ്, മറ്റേ റേഷ്യോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, പക്ഷേ ഈ ഓപ്ഷനിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റിന് രണ്ട് ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല, മിക്കവാറും ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഞങ്ങളോട് രണ്ട് കുട്ടികൾ പറഞ്ഞാവാനാണ് സാധ്യത. പിന്നെ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഹാവിങ് സെയിം കൈനറ്റിക് എനർജി, നമുക്ക് റേഷ്യോ ഓഫ് ലീനിയർ മൊമെന്റം കാണണം. നമ്മൾ P = √2m into കൈനറ്റിക് എനർജി E എന്നെടുക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് തന്നെ അപ്പോൾ കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് നമുക്ക് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √m ആണ്. അപ്പോൾ നമുക്ക് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു √ മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ വരും. പിന്നെ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാൻ തന്നിട്ടുണ്ട്, അപ്പോൾ റേഷ്യോ എടുത്താൽ മതി അല്ലേ? ചെയ്യണോ സാറേ? വേണ്ടല്ലോ. അപ്പം നമ്മൾ 1.6 വരും, അതിന്റെ റൂട്ട് എടുക്കാം. 2.33 into 10 raised to minus 2 എന്ന് കിട്ടും. അതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം 10-19 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ചെയ്തു. എല്ലാം മിക്കവാറും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻസേ
പിന്നെയും കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നിപ്പോൾ JEE എഴുതി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് എന്ന് നോക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ച ആണോന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അല്ല. കാരണം അതിന് നമുക്കിപ്പോൾ 2 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകത്ത് നമുക്ക് ഒഫീഷ്യൽ കീയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് ശേഷം ഇനി എക്സാം എഴുതാനിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ആ ഒരു ഐഡിയ കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മാത്സിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചേഴ്സ് ഇപ്പോൾ റെഡിയാണ്. നമുക്കിനി അടുത്ത സെക്കൻഡ് സെഷൻ്റെ ഡിസ്കഷന് കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Hello, good evening everyone. Namaskaram. We will start discussing the questions. Okay, mathematics like kadakkaana. Mathematics like first question we have given imaginary part of z plus 1 by z plus 2 is equal to 1 by 5 and modulus of z plus 2 is equal to 1. Then the value of modulus of real part of z plus 2. ഞാൻ കുഞ്ഞുങ്ങളോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ you have to observe the question clearly. നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യാൻ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറയാമോ? ഒന്ന്, യു സീ ദിസ് ആൻ ഇസഡ് പ്ലസ് 2, യു സീ ദിസ് ആൻ ഇസഡ് പ്ലസ് 2, യു സീ ദിസ് ആൻ ഇസഡ് പ്ലസ് 2. സോ യു ക്യാൻ ക്വിക്ക്ലി സോൾവ് ദ ക്വസ്റ്റ്യൻ. വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് സീക്രട്ട് പറയാം. Imaginary part means imaginary part of z means x plus iota y plus 1 divided by x plus iota y plus 2 is equal to 1 by 5. Yes. And this is given as x plus 2 the whole square plus y square equal to 1 because under root ആണ്, അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു, മോഡുലസ് ആണ്, x plus 2 the whole square plus y square is equal to 1. That you need here. ഞാൻ n സർക്കിൾ ചെയ്തേ കണ്ടോ കുഞ്ഞുങ്ങൾ? മോഡുലസ് ഓഫ് z പ്ലസ് 2 n സർക്കിൾ ചെയ്തതാണ്. ഇതിന് ദിസ് ഈസ് ഇമാജിനറി പാർട്ട് മീൻസ് എന്താ നമ്മൾ ചെയ്യുന്നത്? വി വിൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ദ കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. സോ ദിസ് ഈസ് എക്സ് പ്ലസ് 1 പ്ലസ് അയോട്ട വൈ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് വിൽ ബി എക്സ് പ്ലസ് 2 മൈനസ് അയോട്ട വൈ divided by you have this. It will be what there then? X plus 2 the whole square plus y square. Look at this what I wrote here. Yes. കണ്ടോ? അതാണ് ഞാൻ n സർക്കിൾ ചെയ്ത് കാണിച്ചത്. X plus 2 the whole square. What is its value? 1. So this is equal to 1 by 5. Imaginary പാർട്ടോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, real into imaginary plus imaginary into real. So quickly we write x plus 1 into minus y plus y into x plus 2 is equal to 1 by 5. Open the bracket now. Minus xy minus y plus xy plus 2y equal to 1 by 5. കിട്ടിയോ? ഒറ്റ സെക്കൻഡ് കൊണ്ട് y. These two cancel. You got y is equal to 1 by 5. Yeah. Put in here. ഇനി എന്ത് ചെയ്യണം? We substitute over here. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ മൂന്നാമത് n സർക്കിൾ ചെയ്തു സീക്രട്ട്. സോ ദിസ് ഈസ് എക്സ്. നിങ്ങൾ എന്ത് ചെയ്യും എക്സാമിന്? നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യും. നോ, നെവർ. യുവർ ക്വസ്റ്റ്യൻ റിയൽ പാർട്ട് ഓഫ് ഒരു പോയിന്റ് കൂടെ ഞാൻ എഴുതിക്കോട്ടെ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ റിയൽ പാർട്ട് ഓഫ് z plus 2 whole conjugate. That is equal to real part of z plus 2 also. Yes. One and the same. എന്താ കിട്ടുന്നത്? That's nothing but what there? X plus 2. And you have here x plus 2 the whole square plus what's your y square? 1 by 25 equal to 1. What is x plus 2 the whole square? 1 minus 1 by 25. എത്രയായത്? 24 by 25. What will be x plus 2? So that is equal to plus equal to this is equal to
this is equal to plus or minus 2 root 6 by 5. You want what there? Modulus of x plus 2. Your answer is 2 root 6 by 5. Yes. Yeah. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ എൻസർക്കിൾ ചെയ്തത് വെച്ചുകൊണ്ട് നോക്കി നിങ്ങൾക്ക് വീണ്ടും അത് ഏറ്റവും എളുപ്പത്തിൽ ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ സ്റ്റെപ്പും എഴുതി കാണിച്ചു. ബട്ട് യു ക്യാൻ ഡു വിത്തിൻ നോ ടൈം. ഓക്കെ, നൗ No. അടുത്ത ക്വസ്റ്റനിലേക്ക് ഞങ്ങൾ കടക്കുക. No, before. ദിസ് ഇസ് ബിഫോർ ദാറ്റ്. ഓക്കെ, പ്ലീസ്. ഓൾറൈറ്റ്. Yes. Range of this expression is range. ഈ എക്സ്പ്രഷന്റെ റേഞ്ച് അത് ഫസ്റ്റ് ടേം ജി പി ഉള്ളത് 64 ആണ്. ഓക്കെ, റേഞ്ച് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ആൽഫ ബൈ ബീറ്റ കോമൺ റേഷ്യോ. അപ്പോൾ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പോവാം. റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഒബ്സർവ് ചെയ്തോ നിങ്ങൾ? ന്യൂമറേറ്റർ സൈൻ റേസ്ഡ് 4 തീറ്റ, ഡിനോമിനേറ്റർ സൈൻ റേസ്ഡ് 4 തീറ്റ, 3 cos square theta. അത്രയും വേണ്ട, ഒരു cos square theta മതി. So this expression will be, this expression, let me write, sorry. This expression I say E. It will become sin raised to 4 theta plus cos square theta plus 2 cos square theta whole divided by sin raised to 4 theta plus cos square theta. Split it. Yes. So this is going to be 1 plus 2 cos square theta divided by sin raised to 4 theta plus cos square theta. മനസ്സിലായ കുട്ടികൾക്ക്? ഇനി അടുത്ത സ്റ്റെപ്പ്. So this is equal to 1 plus cos square theta വേണ്ട നമുക്ക് അവിടെ. 2 divided by, this will become sin raised to 4 theta by cos square theta plus what there then? 1. 1. ഇനി നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ മിനിമം മാക്സിമം കണ്ടുപിടിക്കുക. ഇനി അതല്ല, ഇപ്പുറത്തേക്ക് സൈൻ റേസ് ടു 4 തീറ്റ ബൈ, കാൽക്കുലസ് അന്നേരം ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഓൾ റൈറ്റ്, അപ്പോൾ സൈൻ റേസ് ടു 4 തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇത് നിങ്ങൾക്കറിയാം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആരാ? കോസ് സ്ക്വയർ തീറ്റ. സോ ദിസ് വിൽ ബിക്കം 1 പ്ലസ് cos raised to 4 theta minus 2 cos square theta divided by cos square theta. Oh, this is 1 by cos square theta. Okay. Yeah. Pinne Plus cos square theta minus 2. ഇത് ഞാൻ 1 by cos theta minus cos theta the whole square എന്ന് എഴുതുക. Yes. കാൽക്കുലസ് വേണ്ട. So this is equal to 1 plus 2 divided by 1 plus 1 by cos theta minus cos theta the whole square. You know a perfect square, it will move from 0 to what there then? Infinity. This one. Right. This one. ഈ ബ്രാക്കറ്റ് മാത്രം like ഓർത്ത് x വെച്ചോളാം. minus 1 by x. അതെ, x minus 1 by x. അപ്പൊ ഇത് എപ്പോഴും 0 to infinity ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 0 വരുമ്പോൾ ഇതിന് മാക്സിമം വാല്യൂ, ഇൻഫിനിറ്റി വരുമ്പോൾ അതിന് മിനിമം വാല്യൂ. സിമ്പിൾ ടെക്നിക്. സോ ദിസ് ഇസ് ഇക്വൽ ടു 1 plus 2 divided by 1 plus 0, that is maximum value. 3. That's equal to 3. And minimum value, that is 1 plus 2 divided by infinity. So that 1 becomes what there then? Minimum value 1. ഇനി കുഞ്ഞുങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചേ. ഈ പറഞ്ഞ മാക്സിമം that is ഈ ആൽഫ ബീറ്റ വായിച്ചോണം. ആൽഫ ബീറ്റ. അപ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ച് വിൽ ബി ഈക്വൽ ടു 1,3 അല്ലേ? അപ്പോൾ അവിടെ ആൽഫ എത്രയാ? ആൽഫ ഇസ് ഈക്വൽ ടു 1, ബീറ്റ എത്രയാ? 3. ഇനി നോക്കിക്കേ, if the first term of an infinite GP, that is AR square up to infinity equal to the S infinity what? A by 1 minus R. S infinity പറഞ്ഞാൽ A divided by A ആരാന്ന് പറഞ്ഞ first term of the GP is 64. അപ്പോൾ this will be equal to 64. Okay. ഇനി കോമൺ റേഷ്യോ പറഞ്ഞേ ആൽഫ ബൈ ബീറ്റ. ആരാ ആൽഫ ബൈ ബീറ്റ? 1/3. 1 minus 1/3. That is equal to 64 divided by 2/3. That is 32 into 3. 96. You got your answer. Clear ആയോ? ഇതുപോലെ നോക്കുക. വേറൊരു മെത്തേഡും പറഞ്ഞു, അപ്ലൈ കാൽക്കുലസ്, അപ്ലൈ ഡിഫറൻഷിയേഷൻ. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോഴും ഈ പെർഫെക്റ്റ് സ്ക്വയർ ടെക്നിക് ആലോചിച്ച് വെക്കുക. Okay. We will move on to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കുക.
Yes. സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഞാൻ അല്പം കഴിയുമ്പം മലയാളത്തിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. Yes. Okay. Yeah. See, this is the actual question. Here, number of ordered pairs here. That is, number of ordered pairs which satisfying this AB natural numbers. This is M. Then 1 plus I power n factorial is equal to x plus iy. Then value of x plus y plus m. That is the question. എക്സ് കാണണം, വൈ കാണണം, എം കാണണം, അയോട്ട ആണ്, എൻ ഫാക്ടോറിയൽ ആണ്, ഇത് ഓർഡേർഡ് പെയർ ആണ്, റിലേഷൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സ് ആർ വൈ അല്ലെ എ ആർ ബി സച്ച് ദാറ്റ് എ പ്ലസ് 5b ഈക്വൽ ടു 42. അങ്ങനെയും ഈ ക്വസ്റ്റ്യനെ ഇന്റർപ്രിറ്റ് ചെയ്യണം. Yes. So a plus 5b is 42. Correct. From this b value 42 minus a by 5. B value 42 minus b by 5. Now here we have to find out AB natural numbers, right? Okay, here 5 is there. So therefore I will take first 2, right? എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാ സാർ പറഞ്ഞ 2 എടുത്തതിന്റെ കാരണം എന്തുകൊണ്ടാ? ഈ 5 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോൾ അത് നാച്ചുറൽ നമ്പർ ആവണം. ഇപ്പോൾ 42 മൈനസ് എ എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. That's the point. So therefore this R contains, now I will take A2, then this is 8. So now 5 difference. So 2 plus 5, 7 you take. Yeah. So 7, right? This is 35 by 5. ആ 5 ഡിഫറൻസ് പറഞ്ഞ മനസ്സിലായല്ലോ. ആ 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാണ് സാർ 5 ഡിഫറൻസ് പറഞ്ഞ ഓരോ 5 ഡിഫറൻസിനകത്ത് കൂട്ടി. So 2 plus 5, 7. So next number 7. And this is 7. So like this, 12. you will take 12. Understand? So right, 12 6. and okay, I'll write in 17. I'm not writing that. Oh, right. So then 22. Right. Then next 27. Then next 32 and 37. That's it. That's 7. So I am not writing the value of അത് this. ആവശ്യമില്ല. Yeah. അതിന്റെ ആവശ്യമില്ല, സമയം കളയരുത്, ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ആ പെയർ നമ്പർ ഓഫ് ആ പെയർ അത് മതി. That's enough. So 8. These are 8. So therefore m is equal to 8. Now here we want this value. M you got. Now we want xy. So for that condition here sigma that is n is equal to 1 to m. Yeah. n is equal to 1 to 8. 1 plus plus, iota. plus I power n n factorial factorial is x plus iy. Okay. So we want xy, m known, sir. So now summation to this, n is equal 1 to 8, 1 plus n is equal 1 to 8 Iota. I power n N factorial is equal to x plus iy. Correct. So this is 8. Correct. ഇത് ശ്രദ്ധിച്ചോ, n ഫാക്ടോറിയൽ. നിങ്ങളിൽ പലരും ഈ 1 പ്ലസ് അയോട്ട ഇവിടെ കേട്ടി 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇടും. വെരി ലെങ്തി. ഉടനെ എന്ത് ചെയ്തു, ഇത് സിഗ്മ ഓഫ് എ പ്ലസ് ബി ആ. അപ്പൊ സിഗ്മ എ പ്ലസ് സിഗ്മ ബി രണ്ടായിട്ട് സാർ സ്പ്ലിറ്റ് ചെയ്തു. സിഗ്മ ഓഫ് കോൺസ്റ്റന്റ് അറിയാലോ, എൻ എ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഈസ് ആഡഡ് 8 ടൈംസ്, 1 ഈസ് ആഡഡ് 8 ടൈംസ്, അപ്പോൾ അത് 8 ആയി. അപ്പോൾ അടുത്ത പോയിന്റ്. Yes. Now n is 1, so I power 1 factorial 1, I power 2 factorial 2, I cube 3 factorial, I power 4 factorial, plus I power 5 factorial, I power 6 factorial, I power 7 factorial, I power 8 factorial. Equal to x plus I. X plus I is equal to x plus I. I. So I square minus 1, I power 4 is 1. So based on that, we will get here 3 plus I will get, sir. Yeah. On simplification. Yeah. So x plus iy. So 11 plus I is equal to x plus iy. Therefore x is the real part, Yeah. 11, and imaginary part 1. So x plus y plus z, x Yes, plus plus y m, plus m. Yes, m. So you will get. So 11 plus 1 plus
8. So whatever it may be, that is 20. 20. Right. ഇനി ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്, കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചോളണം. 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളാണ് ആണേ. പയോട്ട റൈസ് 4 ഫാക്ടോറിയൽ ആരാ? 4. 5 ഫാക്ടോറിയലോ അതും 4ന്റെ മൾട്ടിപ്പിളാണ്. 6 ഫാക്ടോറിയലോ 4ന്റെ മൾട്ടിപ്പിളാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ എത്രയായി? 1 ആയി. ഇത് രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്തു. അതാ സാർ എഴുതിയേക്കുന്നത് 3+8. ഓക്കെ, വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വി മൂവ് ഓൺ ടു 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ലിറ്റിൽ ബിറ്റ് ലെവൽ ഓൾസോ ദിസ്. ഓക്കെ, there are 2 circles, 2 circles, R1, R2 radii, center ഉണ്ട്. Both of them touch each other at what they are 6,6 internally എന്നാ പറഞ്ഞേക്കുന്നത്. And the common point to divide the distance between the centers in the ratio 2:1. In the ratio 2:1. ഇത് external കൂടി ഉണ്ട് അതിനകത്ത്. They touch internally എന്ന് കൂടി ഉണ്ട് അതിനകത്ത്. They touch internally. And in the ratio, this is what they then I think it is external ratio, externally. ആ 2 പോയിന്റ് ഉണ്ട് അതിനകത്ത്, ഓർക്കണം. These two touch internal എന്ന് പറയുമ്പോൾ ഇത് ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഇത് ബിഗ് ആണ്. റേഡിയസ് ഇതിന്റെ റേഡിയസ് ബിഗ്, ഇതിന്റെ റേഡിയസ് ആണ് സ്മോൾ. ഓക്കെ, ലെറ്റ് മീ ഡ്രോ. ഇതൊരു സർക്കിള്. അടുത്ത സർക്കിൾ നമ്മൾ ഇന്റേണൽ ആയി ടച്ച് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാതെ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം. ഇതിന്റെ ആദ്യത്തെ സെന്റർ ഐ സേ എ, സെന്റർ ആൽഫ ബീറ്റ. ബി അടുത്ത സെന്റർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 8,15/2. ഇതാണ് റേഡിയസ് R1, ഇതാണ് റേഡിയസ് R2. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒരു സെഗ്മെന്റ് വരയ്ക്കും ഇങ്ങനെ. ഇവിടെ എ ഈസ് ആൽഫ ബീറ്റ, ഇവിടെയാണ് നമ്മുടെ ബി 8,15/2. ആൽഫ ബീറ്റ ഈസ് ഹിയർ. പക്ഷേ 6,6. ദിസ് പോയിന്റ് ഇസ് ദേ ടച്ച് അറ്റ് 6,6. ഇവിടെയാണ്. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോൾ എക്സ്റ്റേണൽ ആയതാലും ഞാൻ ഇങ്ങനെ വരയ്ക്കുള്ളൂ. അപ്പൊ 2:1. എക്സ്റ്റേണൽ ആകുമ്പോൾ പ്ലസിന് പകരം മൈനസ് ഇടുക. അപ്പോൾ therefore this will become what there 2 into 8 minus 1 into alpha divided by 2 minus 1 is equal to 6. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 ആണ്. അപ്പോൾ that will become 2 into 8. I have got 8. Okay. Okay, that is 2 into 8. 2 into 8 by 2 minus 1. അപ്പോൾ this is 16 അല്ലേ സർ? That is 16 minus alpha equal to 6. 6. Alpha is 10. Alpha is equal to 10. Alpha കിട്ടി കഴിഞ്ഞ കുട്ടികളുടെ alpha is equal to 10. Good way. Yes. ഇതുപോലെ അടുത്തത് 2 into ആരാ? 50. That will become 15. Okay. These two cancel. Minus beta divided by 1 equal to 6. അപ്പോൾ 15 minus beta. അപ്പോൾ beta is equal to 9. Beta is equal to 9. Alpha കിട്ടി, beta കിട്ടി, കേട്ടോ. Alpha കിട്ടി, beta കിട്ടി. ഇനി ഓർക്കുന്നുണ്ടല്ലോ, ടച്ച് സെന്റേഴ്സ് ഓഫ് സിമിലിറ്റ്യൂഡ്. അതായത് ഇത് ടച്ച് ചെയ്താൽ ഈ 6, ഇതിന്റെ R1:R2 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവിഷനിലാണ് ഈ 6,6. ഇനി നിങ്ങൾക്ക് ഈ റേഡിയസ് ഒന്ന് കണ്ടുപിടിച്ച് തന്നെ. വാട്ട് ഇസ് ദ റേഡിയസ്? ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 10,9. What's your R1? Your R1 is this AP. Yes, distance between. So R1 is equal to AP. Distance between these two. 10 minus 6, that is 4 square. 9 minus 6, that is 3 square. Pythagorean triplet, you know, under root, 5. that's equal to 5. Yes. And your R2 is equal to BP. Distance, about root over 2 square plus 15/2 minus 1 the whole square. Ratio, I think it is 5/2. Sir, 15/2 minus 6. Minus 6. Okay. So this will become what? 12, 3/2, 9/4, that is 5/2. Right. Alpha gitti, beta gitti, you can find it. Alpha square plus beta square plus 4 times what there then? R1 square plus R2 square. Okay. Yes. Alpha square means that is 10 square, 100 plus 81 plus
4 times 25 plus 25 by 4, 125 divided by 4. This 4 and 4 cancel, and you got the answer. Yes. Clear ayo? Yes. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Yes. Yeah. So this is the question, maximum minimum question in the given interval, right? So f of x equal to 4 cos cube x plus 3 root 3 Cos square. cos square x Minus 1. So in this interval, we have to find out maximum minimum. 0 to 2 pi. Yes. Yeah, 0 to 2 pi. So I will write f dash x, that is differentiation. So this is 12 cos square x, again cos derivative minus sin x. Yeah. Derivative of cos cube x. Differentiate here. Differentiate. Again derivative of this, that is plus 6 root 3 cos x Into minus sin x. Minus sin x. So now f dash x equal to 0. here 0. Before that, Alright. I will simplify, sir. Yeah. Yeah. Sin We are x, simplifying. 6 sin x cos x common. 6 sin x cos Okay, okay. 6 sin x cos x. Even minus also we can. minus also, correct, sir. So this is equal to here 2 cos x plus Root 3. root 3 is equal to 0. Yeah. So therefore f dash x is equal to minus, this is 3 sin 2x. 3 sin 2x and 2 cos x plus root 3 Equal to 0. Yeah. Now the roots. So no roots. This is 0, this is 0. Correct. So sin 2x 0 and cos x minus root 3 by 2. Okay. Yes. But we want ശ്രദ്ധിച്ചോളണം, എപ്പോഴും തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. 0 to 2 pi അതിനനുസരിച്ച് എടുക്കാൻ പാടുള്ളൂ. ക്വിക്ക് ആയിട്ട്. So 2x n pi. n pi. So x is equal to 0 n pi by 2. Okay. Okay. And then x n is equal n is equal to 0, 1 and minus 1. Yes. So n is 0, x is equal to 0, but it is not there, sir. Correct. Open interval. Open interval. Yes. N is equal to 1. Pi by x is equal to pi by 2. Yes, it is there. Yeah. And n is equal to 1. N is equal to 2. Minus. Negative no. Right. N is 2. Yeah. That is equal to pi. Pi. That is pi. This is also there. N is equal to 3. 3. Yes. That is 3 pi So by x 2. is equal to 3 3 pi by 2. And 4 For no. open interval. No. Open. Right. Get good. Right. Now the next case is Cos x is equal to cos x minus root 3 by 2. അപ്പോൾ രണ്ട് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ട് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്ത് കാണിച്ചു തന്നു. ഒരു ട്രിഗണോമെട്രി കഴിഞ്ഞു, അടുത്ത ട്രിഗണോമെട്രിയിലേക്ക് കിടക്കുന്നു. So cos x minus root 3 by 2. Yeah. So this is equal to x is equal to 2m pi plus minus, that is 30 degrees. That is pi minus pi by root 3 3. by 2. Pi minus Okay. pi by That is 6. pi by 6. So 5 pi by 6. Yeah. 5 pi by 6. So now here Putting 0. m is z. Yes. So Yeah. m0 you will take x is 5 pi by 6. Yes, it is there. Yeah. M is 1. M is 1. 2 pi minus. 2 pi minus. We don't take 2 pi plus. അതൊക്കെ നോക്കിക്കൊള്ളണം അത്. Yes. 11 pi by Yeah. 12. And That is 7 pi by 6. 7 pi by 6. Yes. So now we'll find out second derivative because we want a maximum minimum. Yeah, sure. So therefore f double dash x. F double dash of these points we have not calculate. ഞങ്ങൾ F double dash x കാൽക്കുലേറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് സാറ് ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു. F dash x ഈക്വൽ ടു 0 ഇട്ടു, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇനിയാണ് F double dash x കണ്ടുപിടിച്ചിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സിമം ആൻഡ് മിനിമം. Yes. So f dash x minus 3 out, sin 2x derivative 2 cos 2x and 2 cos x 2 cos x plus root 3. Okay. And plus and this is sin 2x into minus 2 cos sin x. Minus 2 sin x. 2 sin x. Correct. Yes. Now in this substitute these values, f double dash less than 0 maximum,
f double dash greater than 0 Minimum. minimum. That you can check. Right. Okay, sir? Number of points then we see. Yes. Okay. അപ്പോൾ അതിനകത്ത് ചെയ്യാം. പിന്നെ increasing decreasing concept ഉപയോഗിച്ചിട്ട് you can. So you will get, I think that the graph will be first decreasing, then increasing, then decreasing, then increasing. Therefore you have got two local maxima. But രണ്ട് local maxima ആയിരിക്കും അവിടെ. Maxima അല്ല sir. That is local maximas. Yes. There are 2 points. 2 points. രണ്ട് പോയിന്റുകളാണ് അവിടെ local maxima ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് next question we will move on to next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക കേട്ടോ. Right. That is നമ്മുടെ ഈ സെഷനിലേക്ക് അടുത്ത്. Okay, I think that it's yours. Yes. Coordinate geometry. Coordinate geometry question. Two sides given, and the third side there is a point which divides in some ratio. Asking third side. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നു, മൂന്നാമത്തെ സൈഡിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന ഒരു റേഷ്യോ തന്നു. AB. So AB is given 4x plus 3y is equal to 14. AC also. AC given 3x minus 2y is equal equal to 5. to 5. Okay. Now there is a point BC P like this, sir. So P 2 comma minus 4 by 3. minus 4 by 3. Yes. This is a 2:1 ratio. Internally. Yes. We want side BC. Correct. So we can find either point B or C. Then 2 points form. Right. So for this, I will take, suppose x is alpha. X is alpha. Y will be 14 minus 4 alpha by 3. അതാണ് നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നാൽ അത് ദറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് എക്സിന് ഒരു കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ അടുത്ത കോർഡിനേറ്റും ഇപ്പം രണ്ട് വേരിയബിളിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ പോയിന്റ് മനസ്സിൽ വെച്ചോളണം. Similarly, C point, here I will take y is x is beta. Y will be 3 beta minus 5 by 2. Yes. Now P internal point ratio. So that is 2 times beta plus alpha 1 time alpha that is 3. alpha by 3 equal to 2. is equal to 2. For equation alpha beta. Yes. So therefore alpha plus 2 beta equals 6 equation 1. Good. Right. Now next 2 into this 2 into 3 beta yes. Minus 5 you can write 3 beta minus 1. Yes. 3 beta minus 5 and plus 1 14 minus 4 alpha minus 4 alpha by 3 equal to 3 by 3 equal to minus 4 by 3. 3 cancel. Good. So we'll get another equation alpha beta. Solve alpha beta. Either this point or that point. Distance. 2 points from a straight line. I think you will do that. Y minus y1 is equal to right. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ബി കാണുക അല്ലെങ്കിൽ സി കാണുക, രണ്ടും കൂടെ കണ്ട് സമയം കളയരുത്. എന്നിട്ട് 2 പോയിന്റ് ഫോം y minus y1 is equal to m into x minus x1, m ആണെങ്കിൽ m-ലേക്ക് കടക്കാം. Yes. Okay. We will move on to the next last question of this session. Okay. This is also a little bit difficult question. ഇത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യണം. ഇത് പല ആവർത്തി ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്. ഈ 1 കണ്ടിട്ട് ഓടരുതെന്ന്. ഇറ്റ് ഷുഡ് ബി +1. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുന്നത്? അത് നമ്മുടെ സാധാരണ ഹൈപ്പർബോളയുടെ കോൺജുഗേറ്റ് ആവുന്നേക്കുന്നത്. ഇറ്റ് ഈസ് y² by b² minus x² by a² equal to 1. This is a vertical hyperbola. Yes. വെർട്ടിക്കൽ ഹൈപ്പർബോളയാണ് അത് തന്നിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി E is equal to √3. Length of the latus rectum. Latus rectum length പറഞ്ഞേ 2a² by b is equal to 4√3. Yes. Okay. ഇനി നമ്മുടെ E എന്ന് പറഞ്ഞാൽ എന്താ? a² is equal to ഇവിടെ b² into e² minus 1. So your a² is equal to b² into 3 minus 1 or a² is equal to 2b². ഇതൊന്ന് എലിമിനേറ്റ് ചെയ്തേ. ഇക്വേഷൻ നമ്പർ 1. 2a². ദാറ്റ് ഈസ് നമുക്ക് 2ന്റെ ആവശ്യമില്ല. ഈ 2 ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ 2 ആയി.
A square is equal to 2 root 3 into B. So this is 2B square is equal to 2 root 3 into B. ഒരു 2 കട്ടായി ഒരു B ഇതായി. So you got B is equal to എത്ര കിട്ടി? root 3. B is equal to root 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A square. So that is A square is equal to 6. അപ്പോൾ A is equal to root 3. Okay? root 6. That is root 6. A is equal to root 6. Fine. ഇനി എന്തൊക്കെയാ നമുക്ക് വേണ്ടത്? Well, ready. ഇനി നമ്മൾ വായിക്കുക പോയിന്റ്. And a point P alpha comma 6 lies on the hyperbola. Alpha കിട്ടിയേ? കാരണം your hyperbola is y square by 3 minus x square by 6 equal to 1. ഈ പോയിന്റ് alpha comma 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So your alpha will 36 by 3 12 minus alpha square by 6 is equal to 1. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. That is alpha square by 6 is equal to 11. So alpha square is equal to 66. Alpha square plus beta. ഇനി എന്താ നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്? Where the product of the, ഇത് എപ്പോഴും ഒരു സീക്രട്ടാ, മനസ്സിൽ വെച്ചോളണം. That is product of the focal distances. അതായത് SP and S dash P. ഇതെല്ലാം ഇപ്പോഴും ഇവിടെ നോക്കിക്കൊള്ളാം. വെർട്ടിക്കൽ ഹൈപ്പർബോള ആണെങ്കിൽ ഈ എസ് പി എന്ന് പറഞ്ഞാൽ EY1 മൈനസ് ബി ആയിരിക്കും. അടുത്തത് EY1 പ്ലസ് ബി ആയിരിക്കും. ഇത് വെർട്ടിക്കൽ ഹൈപ്പർബോളയിൽ ഓർത്തോണം. നാളെ എക്സാം എഴുതാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. എന്നാൽ ഇത് ഹൊറിസോണ്ടൽ ഹൈപ്പർബോള ആണെങ്കിലോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൽ എസ് പി ആൻഡ് എസ് ഡാഷ് പി എന്ന് പറയുന്ന ഫോക്കൽ ഡിസ്റ്റൻസസ് EX1 മൈനസ് എ ആൻഡ് EX1 പ്ലസ് എ. മറക്കരുത് കുട്ടികൾ, മോഡൽസ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. വെൽ യു ഹാവ് ദിസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇ സ്ക്വയർ y1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഗിവൺ ആസ് ബീറ്റ. ഇ സ്ക്വയർ എന്ന് പറയുന്നത് 3, y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി 6 36 മൈനസ് ബി സ്ക്വയർ ഈസ് 3 108 മൈനസ് 3 that will become 105. So beta is equal to 105. കുഞ്ഞുങ്ങളുടെ ആൻസർ കഴിഞ്ഞു. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ. ആൽഫ സ്ക്വയർ ഈസ് 66 and your this is 105. That is equal to 171. Isn't it? I'm right? Yes. So that is 171. Yes. Okay. Right. Yeah, you can. Thank you. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലേ, നിങ്ങൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കണ്ടു, മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. നമ്മൾ കെമിസ്ട്രിയിലെ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഫൈൻഡ് എമംഗ് ദി സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെൻറ്റ്. ക്വസ്റ്റ്യൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റാണോ നമുക്കറിയില്ല, അത് മെമ്മറി ബേസ്ഡ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഓഫ് M in MO4 2 minus
എം ബീങ് ദി ആറ്റം ഹാവിങ് ലീസ്റ്റ് അറ്റോമിക് റേഡിയൈ. ഇത് ആക്ച്വലി നമ്മളുടെ ഈ തവണത്തെ ക്വസ്റ്റ്യനിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമ്മൾ നേരെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, ഇതിൽ തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ആൾ ആ അയോൺ ഫോം ചെയ്താൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സൈസ് പറയണം. അല്ലേ? സൈസ് പറയുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഇത് ടൈറ്റാനിയം ആണ് കേട്ടോ, TI. ഇത് സ്കാൻഡിയം, ഇത് ടൈറ്റാനിയം, TI, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, then zinc. പിന്നെ ഒരു കണക്ഷൻ ഇല്ലാണ്ട് ലെറ്റർ ലാസ്റ്റത്തെ ആളെ സിങ്കാ തന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും പേരിൽ കൺഫ്യൂഷൻ ഇല്ല വേണ്ടെന്ന് ഓർത്തായിരിക്കും ആയിരിക്കും ലാസ്റ്റ് ചൂസ് ചെയ്തത്. വേറെ കുറേ പേര് ഒരേ സൈസ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറുത് പിക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെ തൊട്ട് ക്രോമിയം വരെ സൈസ് അത്യാവശ്യം കണ്ടിന്യൂസ്ലി ഡിക്രീസസ് ആണ്. മാംഗനീസിലോട്ട് വരുമ്പോൾ കുറച്ച് കൂടും. അതേ വാല്യൂ ന്യൂമറിക്കലി എൻസിആർടിയിൽ കൊടുത്തിരിക്കുന്ന സിങ്കിനും 137, മാംഗനീസിനും 137 ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഈ ക്രോമിയം വരുമ്പോൾ ക്രോമിയം ആയിരിക്കും. അപ്പോൾ ക്രോമിയം ഈ ഒരു അയോൺ ഫോം ചെയ്താൽ CrO4 2 മൈൻസ് വരും അല്ലേ? പിന്നെ ഇതിന് കുറേ പ്രത്യേകത ഉണ്ടല്ലോ സാറേ. അതെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഒക്കെ കാണുന്നതാണ്. ഇപ്പോൾ ക്രോമേറ്റിൽ ഇത് ഡയമാഗ്നറ്റിക് ആണ്, നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എഴുതിയേക്കാം, +6 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. യെസ്. അപ്പോൾ ഇതിൻ്റെ ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിയാൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 4s2 3d4 ആയിരുന്നു പണ്ട് അല്ലേ? നമ്മളത് ഷിഫ്റ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കി ഇവിടെ കോൺഫിഗറേഷൻ മാറ്റി 4s1 3d5 ആക്കി. ഇനി ക്രോമിയം 6+ ആക്കുമ്പം 4sൽ നിന്ന് ഒരെണ്ണവും 3dയിൽ നിന്ന് ഉള്ളത് മുഴുവനും പോയി. അപ്പോൾ ഇതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് കോഴ്സ് കാണിക്കില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡയമാഗ്നറ്റിക്. അപ്പോൾ ഫൈൻഡ് ദ സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് ആട്ടോ, നമ്മൾ മ്യൂ സ്പിന്ന് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. അവർ ചോദിച്ചേക്കുന്നത് നമുക്ക് സിലബസിൽ അതേ ഉള്ളൂ, √n നമുക്ക് n+2 ബോർ മാഗ്നട്രോൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം n എന്ന് പറയുന്ന നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിന്റെ കൗണ്ട് മാത്രം നോക്കിയുള്ള മൊമെന്റ് നമുക്ക് ആവശ്യമുള്ളൂ. ഓർബിറ്റൽ ക്രഞ്ചിങ് അതൊന്നുമില്ല, സ്പിന്നൊള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായാലും 0 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0. പിന്നെ ഇതിൽ ഇയാളുടെ കാര്യം ഉണ്ടല്ലോ, നമുക്ക് മറ്റേ എന്താ പറയുക, അസലി ഇത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. CrO4 2 മൈൻസും ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് ക്രോമൈറ്റ് ഓർ ഒട്ടങ്ങ് ഓർക്കാവുന്നതാണ്. ക്രോമൈറ്റ് പോലെ ശരിക്കും ആ 2 കോമ്പൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് DNF-ൽ. ആ 2 കോമ്പൗണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എല്ലാ വർഷവും അല്ല, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അയൺ ക്രോമൈറ്റ് എടുത്ത് പ്രിപ്പറേഷൻ്റെ രീതിയിൽ വരുമ്പോൾ നമ്മൾ pH അല്ലേ, നമ്മൾ CrO4 2 മൈൻസിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലേ, യെല്ലോ ആണ്. പിന്നെ നമ്മൾ അതിനെ ഒരു ഓറഞ്ച് ക്രിസ്റ്റൽസിലേക്ക് മാറ്റും ഡൈക്രോമേറ്റ്. അത് pH നമ്മൾ താഴ്ത്തണം എന്ന് വെച്ചാൽ കുറച്ച് ആസിഡ് ആഡ് ചെയ്യണം. അപ്പോൾ തിരിച്ചാണെങ്കിൽ അത് ഓറഞ്ചിൽ നിന്ന് യെല്ലോയിലേക്ക് വരും. ഇത് മോണോ ആണ്, മറ്റേത് ഡൈ ആണ്, മറ്റേ ഡൈസെൻട്രിക് ആണ്. 2 ക്രോമിയം ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഇല്ല അല്ല. പക്ഷേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാംഗനേറ്റിൽ നിന്ന് പെർമാംഗനേറ്റിലേക്ക് മാറുന്നുണ്ട്. +7ലേക്കും പോവും, ഒരെണ്ണം +4ലേക്കും പോവും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഈ രീതിയിലും അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇന്റർ കൺവേർഷൻ വെച്ചിട്ട് നല്ല നമുക്കൊരു ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇന്റർ കൺവേർഷൻ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നമുക്ക് ഈ റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഗ്രാഫും ടേബിൾ ഡേറ്റയും കൊടുത്തിട്ടുണ്ട്, ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. രണ്ടും മിസ്ലീഡിംഗ് ആയിട്ടല്ലേ? അത് ഗ്രാഫിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മാംഗനീസിന്റെ സൈസ് ആണെങ്കിൽ ഗ്രാഫ് അനുസരിച്ചാണെങ്കിൽ പ്രശ്നം വരും. കാരണം മാംഗനീസിന്റെ അവർ ഗ്രാഫ് കൊടുത്തിരിക്കുന്ന സൈസ് ഇവിടുന്ന് ഇങ്ങനെ ആദ്യം റെഡ്യൂസ് ചെയ്ത് പിന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം റെഡ്യൂസ് ചെയ്ത് പിന്നെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെയാ പോകേണ്ടത് ശരിക്കും ആസ് പെർ ദി ഡേറ്റ. പക്ഷേ ഗ്രാഫ് കൊടുത്തേക്കുന്നതിൽ ഈ ഒരു പീക്ക് ഇല്ല, ശരിക്കും സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ. പിന്നെ അവസാനം ചെന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സ്കാൻഡിയം, ഏറ്റവും ലാസ്റ്റ് ഉള്ളത് നമ്മുടെ സിങ്കു ആണ്. പിന്നെ ഇവിടെ കാണിച്ച അതേ സൈസ് 137 മാംഗനീസിന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ടേബിളിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ NCERT-ക്കകത്തുണ്ട്. ഫസ്റ്റ് ഇയറിൽ പറയുന്ന കാര്യങ്ങൾ നേരെ തലയും കുത്തി സെക്കൻഡ് ഇയറിൽ പറയുന്നുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാറ്റമുണ്ട്. അത് മൊത്തം ഒന്നില്ലേ അവർ നേരെയാക്കണം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ തന്നെ ചോദിക്കും +1 ഇങ്ങനെ സാർ എഴുതിക്കുന്നത്, +2 ഇങ്ങനെ എഴുതിക്കുന്നത്. നമുക്ക് അതിനകത്തൊരു പറയാൻ ബുദ്ധിമുട്ടാണ് ഏതാണ്. പിന്നെ NCERT നോക്കിയാൽ പറയാൻ പറഞ്ഞാലും 2 സ്ഥലത്ത് വെച്ച് ചലഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഗ്രാഫ് റിലയബിൾ, ഇപ്പൊ നമുക്ക് ഡേറ്റ തന്നിട്ടുള്ളത് കാരണം ഡേറ്റ മോർ റിലയബിൾ ആയിട്ട് അല്ലേ സാർ അതിനെ ചെയ്യാവുന്നത്. പിന്നെ ഒന്ന് ആലോചിക്കുക സാറേ, ഇപ്പൊ സാറ് പറഞ്ഞാൽ ഗ്രാഫ് അനുസരിച്ചാണ് ചോദിച്ചേക്കുന്നെങ്കിൽ ക്രോമിയം മാറും, മാംഗനീസ് വരും. അതാണ് അങ്ങനെ വരുമ്പോ എന്നാ പ്രശ്നം അറിയാം. അപ്പം മാംഗനീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ MnO4
2- വരും. അതെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകും. ഇവിടെ +6 വരും. അതെ, +6 വരും. +6 വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോൺഫിഗറേഷൻ 4:2 3D 5 ആയിരിക്കും, എല്ലാം മറിയും. അപ്പോൾ ഇത് 4:2 3D 5 എന്നുള്ളത് 4:0 3D 1 ആവും. അപ്പോൾ 3D 1 വരുമ്പോൾ മ്യൂസ്പിൻ എന്ന് പറയുന്ന √3 ദാറ്റ് ഈസ് 1.732 ബോർ മാഗ്നറ്റോൺ എന്ന് വരും. അപ്പോൾ അപ്പോൾ ആൻസർ എല്ലാം മാറും. അപ്പോൾ ഇവർ ഡേറ്റ ടേബിളിലെ ഡേറ്റ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ ഓഫ് കോഴ്സ് 0 ആണ്. പക്ഷെ ഗ്രാഫ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ 1.732 വരും. അപ്പോൾ അതിൽ ഏതാന്ന് ചോദിച്ചാൽ നമുക്കും മറുപടി ഇല്ല. കാരണം ടേബിൾ ഗ്രാഫ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയല്ല, ഗ്രാഫ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രാഫിൽ നേരെ ഡിക്രീസ് ചെയ്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ രീതിയില്ല. ഇവിടെ ഒരു ഇൻക്രീസ് ഇല്ല. പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്രോമിയം ആയിരിക്കും. അതെ അതെ, ക്രോമിയം ആവാനാണ് യൂറോപ്യത്തിനെ കുറിച്ച് യൂറോപ്പിൽ കൃത്യം പറയുന്നു 199 പൈക്കോമീറ്റർ എക്സ്ട്രാ. അതിങ്ങനെ കുറഞ്ഞ് ലാന്തനോട് കോൺട്രാക്ഷൻ വഴി കുറഞ്ഞു വന്നിട്ട് പെട്ടെന്നൊരു കൂടുതലാണ്. അതെനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും വലിയ സൈസാണ്. 199 പൈക്കോമീറ്റർ ആണ് യൂറോപ്യം. അതുകൊണ്ട് യൂറോപ്യത്തിന്റെ സൈസും ഇങ്ങനെ കുറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒറ്റയടിക്ക് കൂടി പോകും. ആറ്റോമിക് റേഡിയസിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അയോണിക് റേഡിയസ് ആണ് പ്രശ്നമില്ല. യൂറോപ്യത്തിന് എനിക്ക് തോന്നുന്നു എൻസിആർടിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ ഇത് അതെ, ഇപ്പൊ നമുക്ക് 0 എന്നുള്ള ഇത് ട്രിക്കി എന്ന് പറഞ്ഞാൽ ഇത് ട്രിക്കി എന്നല്ല കേട്ടോ പറഞ്ഞ സൈസ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ മാഗ്നറ്റിക് മൊമെന്റിലേക്ക് മാറണമല്ലോ. നേരത്തെ കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല JEE Main ലെവലിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അല്ലാത്ത നീറ്റിനൊക്കെ അങ്ങനെയല്ല ചോദിക്കുക. ചുമ്മാ ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിലുള്ള സെൻട്രൽ മെറ്റലാകത്തിന് മാഗ്നറ്റിക് മൊമെന്റ് ചോദിക്കുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു തന്നു. അതും D ബ്ലോക്ക് തന്നെ തന്നു സെലക്ട് ചെയ്യാൻ. അതെ, 3D സീരീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 0 സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സാറേ, ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് അടുത്തത്. നമുക്ക് 3 ഇക്വിലിബ്രിയം ആണ് ഇവിടെ കാണിച്ചിരിക്കുക. എക്സ് ഇക്വിലിബ്രിയം വിത്ത് വൈ, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ XY YZ ZW K1 K2 K3 1 2 4 എന്നാണ് കാണിച്ചിരിക്കുക. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ XW ഇക്വിലിബ്രിയം. അപ്പോൾ ഇത് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് എന്നൊരു ടോപ്പിക്ക് വെച്ച് ചെയ്യാവുന്നതാണല്ലേ സാർ? അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസ് ആഡ് ചെയ്താൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിന് എന്താ സംഭവിക്കുക? കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ആവുകയാണ് ചെയ്യുക. അതെ, അപ്പം ജസ്റ്റ് ഒരു സമ്മാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ 1 × 2 × 4 ആയിരിക്കും ഈ പറയുന്ന നെറ്റ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് വരിക. അപ്പോൾ 8 നമുക്ക് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം തിരിച്ചൊക്കെ ലെവലാക്കിയിട്ട് ചെയ്യണം. ഇത് പക്ഷെ അവർ നേരെ വന്നിട്ട് ചുമ്മാ നോക്കി വെറുതെ ആഡ് ചെയ്യാൻ മൾട്ടിപ്ലൈ അവർ തന്നെയാണ് നമുക്ക് അറിയാം. അവരെങ്ങനെയാണ് അതൊരു വേറൊരു കാര്യം കേട്ടോ. നമ്മൾ മെമ്മറി ബേസ്ഡ് ആയതുകൊണ്ട് അവർ ഇങ്ങനെ തന്നെയാണോ തന്നെ നമുക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് എങ്കിൽ ആൻസർ 8 ആണ് അല്ലേ? നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതും അല്ല ഇതെല്ലാം കട്ടായി പോകും. വൈ സെഡ് കട്ടായി പോകും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ K1 K2 K3 വരും. അപ്പോൾ 8 അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് ഇതാ സെറ്റ് ചെയ്യാൻ തൽക്കാലം. അപ്പോൾ ഇത് പറയുമ്പോൾ തെർമോഡൈനാമിക്സ് അല്ലേ സാർ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി പറയുന്ന പോലെ തന്നെ തെർമോഡൈനാമിക്സ് വരും. എൻതാൽപ്പീസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് അത് ആഡഡ് ആവുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മറ്റേ തെർമോഡൈനാമിക് ഡേറ്റ മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്ന, ആഡ് ചെയ്യുക അല്ല. ഇപ്പം നമ്മളിവിടെ ΔH1 ΔH2 ΔH3 ആണ് തരുന്നതെങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങളത് 3 കൂടെ കൂട്ടിയെടുക്കാവുള്ളൂ. എമൗണ്ടിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ പേര് എക്സ്റ്റെൻസീവ് എന്നുമാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തെടുക്കാവുള്ളൂ. ഇവിടെ കുഴപ്പമില്ലല്ലോ ഇക്വിലിബ്രിയം. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലേ? ഇക്വിലിബ്രിയം ഇല്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്നുകൂടെ റീകോൾ ചെയ്യുക. ഇക്വേഷൻ തിരിച്ചിടേണ്ടി വന്നിരുന്നെങ്കിൽ ഇത് റെസിപ്രോക്കൽ ആണ് എടുക്കേണ്ടിയിരുന്നത്. 1/, ഇതെങ്ങനെ തിരിഞ്ഞാൽ കിടന്നിരുന്നെങ്കിൽ നമ്മൾ K1 × 1/K2 × K3 ചെയ്യേണ്ടി വരും. അത്രയുള്ളൂ. അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ അത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളൂ. തേർഡ് ക്വസ്റ്റ്യനിൽ അല്ലേ, ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവരും എഴുതട്ടെ വിചാരിച്ച് ഒരു ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് സെക്കൻഡറി കാർബൺ ആറ്റംസ് പ്രസന്റ് ഇൻ ദി ഗിവൻ കോമ്പൗണ്ട് ഈസ്. അപ്പോൾ അത് ഒന്നും പറയാനില്ല അല്ലേ? ഹൈഡ്രോ കാർബൺസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ തന്നിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ CH സെയിം CH3 CH2 അഗെയിൻ CH നമുക്ക് ബ്രാഞ്ച് ആയിട്ട് ചുമ്മാ എഴുതി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. സെക്കൻഡറി കാർബൺ എന്ന് പറഞ്ഞാൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് നമുക്ക് ശരിക്കും സെക്കൻഡറി കാർബൺ എന്ന് വെച്ചാൽ കാർബൺ കണക്റ്റഡ് ടു അതർ 2 കാർബൺ. ഇതിപ്പം പ്രൈമറി ആണ്. ദിസ് ഇസ് ഓൾസോ പ്രൈമറി. ഇത് ടെർഷ്യറി വരും. ഇത് ടെർഷ്യറി ആണ്. ഇത് പ്രൈമറി ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രൈമറി. ഇത് മാത്രമാണ് ഇതിലുള്ള സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ മീഥൈൽ ഗ്രൂപ്പുകളാണ്. മീഥൈൽ ഗ്രൂപ്പുകൾ. പിന്നെ CH ഇത് നമ്മൾ 3 കാർബണിലേക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് ടെർഷ്യറി. പിന്നെ അത് ആകെയുള്ള സെക്കൻഡറി കാർബൺ എന്ന് പറയുന്നത് ഒരെണ്ണവും
സെക്കൻഡറി ഹൈഡ്രജൻ രണ്ടെണ്ണം വരും. പിന്നെ ഇത് പറയുമ്പോൾ മറ്റേ നമ്മൾ ആ ക്ലോറിനേഷൻ പറയുമ്പോൾ പണ്ട് നമ്മൾ ആ റേഷ്യോ IITക്കാർക്ക് ആ റേഷ്യോ ശരിക്കും ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക്, മറ്റേ 1:3.8 റിയാക്ടിവിറ്റി റേഷ്യോ. നമ്മൾ ബ്രോമിനേഷനും അതായത് ഫ്രീ റാഡിക്കൽ നടത്തുമ്പോൾ നമ്മൾ ബ്രോമിനേഷൻ അയഡിനേഷൻ റേഷ്യോ ഉണ്ടെങ്കിലും റേഷ്യോ ഇല്ലാതെ നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ദി ഫ്രീ റാഡിക്കൽ നോക്കി ചെയ്താൽ ആൻസർ കറക്റ്റ് കിട്ടും. പക്ഷെ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടെർഷറിക്കാണ് കൂടുതൽ, പക്ഷേ ടെർഷറി തന്നെ മെജോറിറ്റി കിട്ടണം നിർബന്ധമില്ല. അതിന് ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, നമ്മൾ റിയാക്ടിവിറ്റി റേഷ്യോ, അതെ, ഇതും കൂടെ ഉൾപ്പെടുത്തി ചെയ്യണം. അത് ശരിക്കും പക്ഷേ നമ്മുടെ NCERT ഇല്ല, എങ്കിലും JEE സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് നമ്മളിത് ഓർത്ത് വെക്കണം, അതാണ് നല്ല. അപ്പം നമ്മൾ ടെർഷറി കണ്ടുകൊണ്ട് ചാടിക്കറി എഴുതല്ല വേണ്ട. പിന്നെ ചിലപ്പോൾ ചിലർ തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഐസോമർസം ചോദിക്കുമ്പോൾ ടോട്ടൽ നമ്പർ ചോദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കൂട്ടില്ല, അത് കൂട്ടണം, അതും കൂടെ കൂട്ടിയെടുക്കാവുള്ളൂ. ഇപ്പോഴൊക്കെ സാർ ചില ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട് ഇൻക്ലൂഡിംഗ് എന്ന് പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പം ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോ ഐസോമേഴ്സ് അങ്ങനെ ചോദിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും അല്ലേ സാർ അത് അങ്ങനെ എഴുതുന്ന ഒരു ശീലം, അങ്ങനെ എഴുതുന്ന ശീലം വേണം. അതെന്തായാലും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നോക്കി എഴുതണം എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഈ ക്ലോറിനേഷൻ പ്രത്യേകിച്ച് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. ഈ റേഷ്യോ മോണോക്ലോൺ നീറ്റിനൊന്നും നമുക്കത് ആവശ്യം വരില്ല, പക്ഷെ നമ്മൾ ജയിക്കാൻ എന്തായാലും ചിലപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാം പഠിപ്പിച്ചതുമാണ്. ഈ ഒരു റേഷ്യോ കൂടെ ഓർത്ത് വെക്കണം. അപ്പോൾ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ടെർഷറി ഹൈഡ്രജൻ ആണ്. നിങ്ങൾ റേഷ്യോ നോക്കുമ്പോൾ അത് തന്നെയാണ്, ടെർഷറി ഹൈഡ്രജൻ ആണ് കൂടുതൽ. പക്ഷെ എന്നാലും പ്രൈമറി ഹൈഡ്രജന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരു പ്രോബിലിറ്റി ഫാക്ടർ, അപ്പോൾ അത് നോക്കി ചെയ്യണം. പിന്നെ ഈ സ്ട്രക്ചർ സാറ് നമ്പർ ഓഫ് മെത്തിലീൻ ഗ്രൂപ്പുകളെന്നോ നമ്പർ ഓഫ് മീഥൈൽ ഗ്രൂപ്പുകളെന്നല്ലേ ചോദിക്കാം, നമ്പർ ഓഫ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പുകളെന്നോ അങ്ങനെയും ചോദിക്കാം. അതെ, സെക്കൻഡറി അതെ അങ്ങനെ ചോദിക്കാം. അങ്ങനെ പെട്ടെന്നൊരു ആശ്വാസം കാണുന്ന അല്ലേ? എന്നാലും സൂക്ഷിച്ചാണ് അല്ലേ? നിന്റെ പേരും വേണേ പറഞ്ഞു നോക്കാം അല്ലേ? 2,3,4 ഡൈമീഥൈൽ പെന്റെയ്ൻ അങ്ങനെ പേരും വേണേ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് സാറേ നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സിലേക്കാണ് എടുത്തത്. ഫൈൻഡ് ദി മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കമ്പഷൻ ഓഫ് 900 gram ഓഫ് ഗ്ലൂക്കോസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 900 gram ഗ്ലൂക്കോസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് കമ്പഷൻ റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ ആണ് ഇതിൽ വേണ്ടത്. ഇപ്പോൾ C6H12O6 ആണ് ഗ്ലൂക്കോസ് എന്നറിഞ്ഞ് പ്ലസ് O2 ഗിവിങ് CO2 + H2 എന്ന് എഴുതി ബാലൻസ് ചെയ്യുക. അതെ, അപ്പോൾ അതെ നമുക്ക് ബാലൻസ് ചെയ്യാം. C6H12O6 പ്ലസ് O2 ഗിവിങ് 6 CO2 + 6H2O. അപ്പോൾ ഇതിൽ ഓക്സിജൻ വരുമ്പം 12 + 6 18 ആണ്. അപ്പോൾ ഇവിടെ 6 ഓൾറെഡി ഉണ്ട്, നമുക്ക് 12 6O2 ആണ് വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് 6O2 ആണ് പെർ മോൾ ഓഫ് ഗ്ലൂക്കോസ്, 6 moles ഓഫ് ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ 900 grams ആണ്. അപ്പോൾ 900 grams ആണ് 180 gram ആണല്ലോ ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ്. അപ്പം 180 × 5 ആണ് 900. അപ്പോൾ 5 moles ഓഫ് ഗ്ലൂക്കോസ് ആണ് നമുക്കിവിടെ കമ്പഷൻ നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 × 6 സ്കെയിൽ അപ്പ് ചെയ്യുക. 5 × 6 30 moles ഓഫ് ഓക്സിജൻ ഗ്യാസ് ആണ് നമുക്ക് റിക്വയർഡ് ആവുക. അപ്പോൾ 30 moles ഓഫ് ഓക്സിജൻ്റെ മാസാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 30 × 32 ചെയ്യേണ്ടി വരും. 30 × 32 is the answer. O2 ആയതുകൊണ്ട് 32. അതെ, അപ്പോൾ മൊത്തം എനിക്ക് വന്ന് 960 gram. അവർ മാസിൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാസിൻ ഗ്രാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 30 അവിടെ ഉണ്ട്. 30 × 32 960 gram വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഗ്ലൂക്കോസിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റിയാൽ മതി. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല ഓർത്ത് വെച്ച് ചിലപ്പം നമ്മൾ ഈ എക്സാം ഹോളിൽ ഇരിക്കുന്ന തിരക്കിൽ ചിലപ്പോൾ ഗ്ലൂക്കോസിന് പകരം സുക്രോസിൻ്റെ മോളാർ മാസ് ഒക്കെ എടുക്കാറില്ല. അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. സൂക്രോസ് ചോദിക്കുമ്പോൾ അത് 342. അപ്പോൾ നമ്മൾ നോർമലി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ കൂടുതൽ ആൾക്കാർ ഗ്ലൂക്കോസ് എന്നാണ് പറയാറ്. അപ്പം നിങ്ങൾ ചായക്കകത്ത് ഗ്ലൂക്കോസ് ആണ് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കത്തി സൂക്രോസ് ആണല്ലോ എന്ന് പറയുന്നത്. അത് ഒന്ന് നോക്കി മോളാർ മാസ് നോക്കി ചെയ്യണമെന്നുള്ളൂ. ചെയ്യാം. ഓക്കെ, ഇത് സാറേ അതെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ അവർ ചോദിച്ചേക്കുന്ന വിൽ നോട്ട്, ഇത് മെമ്മറി ബേസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെയാണ്. പക്ഷേ എക്സാം എഴുതിയ നിങ്ങൾ നേരത്തെ ലൈവിൽ കണ്ടിട്ടുണ്ടാകും, അച്യുതൻ പറഞ്ഞത് ഇതൊരു ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിലൊരു 10 കോമ്പൗണ്ടുകൾ തന്നിട്ട് അതിൽ ഏതാണ് ഹിൻസ്ബർഗ് will dissolve in precipitate that dissolve in NaOH. അങ്ങനെയാ ചോദിച്ചത്. അപ്പോൾ അത് ഹിൻസ്ബർഗ് എന്നൊരു വാക്ക് ഉണ്ടായിരുന്നില്ല. ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
എൻ എ എച്ചിൽ ഡിസോൾവ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത് ആക്ച്വലി. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൈമറി അമീൻസ് മാത്രം കൗണ്ട് ചെയ്യാവുള്ളൂ, പ്രൈമറി അമീൻസ് മാത്രം. അപ്പം അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് നിങ്ങൾ NH2 ഇവിടെ കാണുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കിയില്ലേ നല്ല അമൈഡാണോ അമൈഡാണോ ശ്രദ്ധിക്കണം, കാരണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് പലർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് NH2 കാണുമ്പോൾ നിങ്ങൾ അപ്പം ടിക്ക് ചെയ്തത് ഇവിടെ CO NH2 ആ. അപ്പം ഇതിൽ ഇപ്പോൾ ആദ്യത്തെ സെമി കാർബസൈഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, പിന്നെ ഇത് അമൈഡാണ്, പിന്നുള്ളത് ഇത് പ്രൈമറി അമീൻ, ഇത് സെക്കൻഡറി ആണ്. അപ്പൊ വിൽ നോട്ട് ഗീവ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ ആയി അല്ലേ. ആദ്യത്തെ വിൽ നോട്ട് ആണ് സാറേ, വിൽ നോട്ട് ആണോ? വിൽ നോട്ട് ഗീവ് ഹിൻസ്ബർഗ് നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, ശരിക്കും ഉള്ളതെന്ന് വെച്ചാൽ വിൽ ഗീവ് എന്നല്ലേ, അതായത് നമ്പർ ഓഫ് പ്രൈമറി അമീൻസ് അങ്ങനെയാണ് എടുക്കേണ്ടത് ശരിക്കും. അപ്പൊ ഇവര് ചോദിച്ചേക്കുന്ന ഇപ്പൊ ഞങ്ങള് ഈ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന തരാത്തത് ഏതെന്നാ ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പം പ്രൈമറിയോ സെക്കൻഡറിയോ ടെറിഷറിയോ അമൈൻസ് അല്ലാത്ത എല്ലാവരും ആൻസർ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഈ CO അതിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരും, പെട്ടെന്ന് നമ്മൾ NH2 മാത്രം കൗണ്ട് ചെയ്യുമ്പോൾ 10 കോമ്പൗണ്ട് ലിസ്റ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു NH പ്രൈമറി അമീൻ മനസ്സിലാക്കത്തുമ്പോൾ നമ്മൾ ഈ NH2 മാത്രം എണ്ണിക്കൊണ്ടിരുന്നാൽ ഒരു പ്രശ്നം വരും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഉണ്ടായിരുന്നോ അതിൻ്റെ അകത്ത്? ഉണ്ടായിരുന്നോ? സെമി കാർബസൈഡ് ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ അത് അവിടെ പിന്നെ നൈട്രജൻ റിയാക്റ്റഡ് ആവാം. ഇവിടെയുള്ള ലോൺ പേർ ഇപ്പം അമൈഡ് മാത്രമേ പ്രശ്നമുള്ളൂ. ആസ് പെർ ദിസ് വൺ അമൈഡാണ് നമുക്ക് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ നമ്മൾ കണ്ടൊരു എറർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സഫീഷ്യന്റ് അല്ല. അപ്പോൾ magnitude of work done when 1 mole of ideal gas undergoes compression from 9 liter to 1 liter through isothermal reversible ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈനൽ വോളിയം ഇനിഷ്യൽ വോളിയം പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസും പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ ഒരു വോളിയം പ്രഷർ ഇൻഫർമേഷൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അവർ തരണം. അതെ, നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ, എന്തായാലും ടെമ്പറേച്ചർ തരാണ്ട് ചോദിക്കില്ല. മിസ്സിംഗ് ആയത് ടെമ്പറേച്ചർ മിസ്സായി പോയതായിരിക്കും, ആള് പറഞ്ഞിട്ടില്ല ഏതാ ടെമ്പറേച്ചറിന്. ഇനി വല്ല 300 കെൽവിൻ ഒക്കെ ആണെങ്കിൽ ചുമ്മാ വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളൂ. റിവേഴ്സിബിൾ ആയതുകൊണ്ട് W ഇറിവേഴ്സിബിൾ കംപ്രഷൻ വർക്കാണല്ലോ, ഈക്വൽ ടു -2.303 nRT ലോഗ് ഫൈനൽ വോളിയം V2 ഡിവൈഡഡ് ബൈ V1 ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ 300 ആണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം. ജൂളിലായതുകൊണ്ട് Rൻ്റെ വാല്യൂ 8.314 ഇത്രയുള്ളൂ. നമുക്ക് ടെമ്പറേച്ചർ അറിയത്തില്ലാത്തതുകൊണ്ട് സോൾവ് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല സാർ, വേറെ ഇല്ല, ഇതിപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ചെയ്യുന്ന രീതി ഓർത്ത് വെച്ചോളാം. ഇനി ഇറിവേഴ്സിബിൾ അങ്ങനെ ആണെങ്കിൽ, ഇതിപ്പോൾ റിവേഴ്സിബിൾ ആണല്ലോ, സോറി റിവേഴ്സിബിളാണ്. ഇനി ഇറിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ -P എക്സ്റ്റേണൽ ഇൻറ്റു ഓർ P ഡെൽറ്റ V ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രഷറിൻ്റെ വേരിയേഷൻ ആണെങ്കിലും ചെയ്യാമല്ലോ. V2 ഇത് ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബോയിൽസ് ലോ അനുസരിച്ച് അതൊക്കെ ഒരു വലിയ വിഷയമാണ്. നമ്മുടെ ഈ സ്റ്റേറ്റ്സോമാറ്റർ ഇല്ലാണ്ട് നമ്മളിവിടെ വരുമ്പം സ്റ്റേറ്റ്സോമാറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ തെർമലിലേക്ക് വരുമ്പോൾ ഈ ബോയിൽസ് ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തെർമോഡൈനാമിക്സ് എടുക്കുമ്പം ഈ പറഞ്ഞ ബോയിൽസ് ലോയും ചാൾസ് ലോ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഈ നമ്മുടെ ചാപ്റ്റർ റിമൂവ് ആവുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഇവർക്ക് ഫിസിക്സ് ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടോ മറ്റോ ആണ് ഫിസിക്സിൽ കൈനറ്റിക് തിയറി അങ്ങനെ കണ്ടു. അത് പക്ഷേ നമ്മൾ +2 അല്ലേ, +2 തോന്നുന്നു കൈനറ്റിക് തിയറി. അത് വരുമ്പോൾ നമ്മൾ +1 അതാ പ്രശ്നം. കെമിസ്ട്രിക്ക് എപ്പോഴും ഇതാണ് പ്രശ്നം. അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ ആദ്യം ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, അതെല്ലാം ആദ്യം. ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, അതൊക്കെ കാണുന്ന പോലും ഇല്ല. ഇവിടെ നമുക്ക് P1 V1 ഈക്വൽ ടു P2 V2 ഐസോതെർമൽ ആയതുകൊണ്ട് ഈ റിലേഷൻ ഉപയോഗിച്ച് V2 ബൈ V1 മാറ്റി P1 ബൈ P2 എന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. പിന്നെ ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഈ മാക്സിമം വർക്ക് ഡൺ ഏതാണ്, അതായത് കംപ്രഷൻ ആണോ എക്സ്പാൻഷൻ ആണോ മാക്സിമം വർക്ക്. അത് നമ്മൾ എടുക്കുന്ന പ്രോസസ്സ് അനുസരിച്ചാണ്. അതായത് റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ മാക്സിമം എന്ന് പറയുന്ന എക്സ്പാൻഷൻ വർക്കാണ്, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ കംപ്രഷൻ വർക്ക്. ഡയറക്ഷൻ കൂടെ നോക്കണം, അതെന്തായാലും നോക്കാതെ വെറുതെ റിവേഴ്സിബിൾ ആണെങ്കിൽ മാക്സിമം ആയിരിക്കും എന്നൊരു ധാരണയിലാണ്. അങ്ങനെ കുറച്ച് പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പറയാനില്ല. ജൂൾസിലാണെങ്കിൽ 8.314 ചെയ്യാം. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് അല്ലേ. 2 കോമ്പൗണ്ടുകൾ നോമൻക്ലേച്ചർ ആണ്. എനിക്കൊന്ന് ഇതല്ല NCERT ഒരെണ്ണം മീതൽ ഗ്രൂപ്പ് ഉള്ള ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് IUPAC നെയിം ഈസ് 4-chloro-1,3 ഡൈനൈട്രോബെൻസീൻ. അത് കാണുമ്പോഴേ നമുക്കറിയാം തെറ്റാണ്, ബിക്കോസ് ലോക്ക് ആൻഡ് റൂൾ ഒന്നും ഒബേ ചെയ്യുന്നില്ല. നിങ്ങൾ 1 കൊടുക്കുമ്പോൾ ശരിക്കും ക്ലോറിനിലാണ് 1 കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. ഇതിലേ ആണെങ്കിൽ നമ്മൾക്ക് 1 2 3 4 ലോക്ക് ആൻഡ് 1 2 4 എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ 1
2 3 4 5 1 to 5 കിട്ടും. അപ്പോൾ ഇത് ക്യാൻസലായി. ഇവിടെയാണ് 1 കൊടുക്കുന്നതെങ്കിൽ സാറേ 1 2 3 4 5 അങ്ങനെ കിട്ടും. ഏറ്റവും നല്ല റൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലോറിന് 1 കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന 4 ക്ലോറോ ആണ് തെറ്റാണ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകൾ ആയതുകൊണ്ടാണ് ഈ റൂളിന് വാലിഡിറ്റി വരുന്നത്. അപ്പം മറ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോലെ ഫിനോൾ ബേസ് ഹയർ ലെവൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോവസ്റ്റ് നമ്പർ വരുന്ന പോലെ തന്നെയാണ് കൊടുക്കാം. ഇതിപ്പം നമ്മൾ നൈട്രോ ഗ്രൂപ്പ്, ക്ലോറോ, ഹാലോ അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ടത്. നെവർ ട്രീറ്റഡ് ആസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ്. OH, CHO, COH അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ചെറിയ നമ്പർ വരുന്ന ഇതിൽ എഴുതാം. ഇത് പക്ഷേ ഇത് പിള്ളേർ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനം. അതെ, ഇവർ ഇങ്ങനെ വിചാരിക്കും നൈട്രോ അങ്ങനെ വിചാരിച്ച് ചെയ്യാൻ വേണമെങ്കിൽ. അതെ. പിന്നെ ഇത് IUPAC നെയിം ഈസ് 2-methyl aniline ആണ്. ഇത് ഇത് NH3 അല്ല കേട്ടോ, ഇത് NH2 ആണ്, മിസ്റ്റേക്ക്. അപ്പോൾ 2-methyl aniline നമ്മൾ കോമൺലി വിളിക്കുന്ന പേര് ഓർത്തോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇത് ഒരു പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് ടൊളുവീനും ഇത് അനിലീനും അപ്പോൾ ടൊളുഡീൻ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ OH ആണെങ്കിൽ ക്രസോൾ അല്ലേ? അതെ, മിഥൈൽ ഫിനോൾ. ഇത് 2-methyl aniline. ഇത് ശരിയാണ്. ഇപ്പം 2 സ്റ്റേറ്റ്മെന്റും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും. അങ്ങനെയാണെങ്കിൽ C ആയിരിക്കും. അതെ, C. അപ്പോൾ അത് വേറൊന്നും പറയാനില്ല. നോമൻക്ലേച്ചർ ശരിക്കും ആളുകൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് വിചാരിച്ചാലും അല്ലേ കുറച്ച് ട്രിക്കിയാണ്. ഇവിടെ നമ്മൾ നമ്പറിംഗ് കൊടുത്തെങ്കിൽ പോലും നമ്മൾ ഇത് എഴുതി വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കണം. അതൊന്നും ഉണ്ട്. നമ്മൾ എഴുതി വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കിയില്ലെങ്കിൽ അതും പ്രശ്നമാവും. നെയിമിങ് ഇവിടെ പിന്നെ കുഴപ്പമില്ല. ഇത് ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. 2 മീതയിലും 1 ഈതയിലും. അപ്പൊ നമ്മള് പൊസിഷൻ കൊടുക്കുമ്പോൾ ഈതയിലാണല്ലോ ഫസ്റ്റ് വരുന്നതെന്ന് ഓർത്ത് കൊടുത്താലും അങ്ങനെ കൊടുത്തിട്ട് അതും പല പ്രശ്നങ്ങളാണ്. അങ്ങനെ നെയിമിങ്ങിൽ അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. നമ്മൾ സിമ്പിൾ ആണെന്ന് വിചാരിച്ചാലും നെയിമിങ് അല്ല. പക്ഷേ നെയിമിങ് 3-4 റൂളുകളൊന്ന് ഓർത്ത് വെച്ചാൽ പിന്നെ കഴിഞ്ഞ എല്ലാ വർഷവും പക്ഷേ നെയിമിങ്ങിന് ചോദ്യമുണ്ട് അല്ലേ? കഴിഞ്ഞ ഈ ഷിഫ്റ്റ് എല്ലാ ഷിഫ്റ്റിൽ തന്നെ നെയിമിങ്ങിന് ചോദ്യമുണ്ട്. അത് ഇത് ആൻസർ രണ്ടും വരും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡി ഗ്ലൂക്കോസ്. സാറേ ഈ ഡിക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേരാം. കാരണം ഈ ഡി എന്ന് പറയുന്നതും മറ്റേ സ്മോൾ ഡി എന്നും പിള്ളേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അതെ, അപ്പം സ്മോൾ ഡി എന്ന് പറയുന്ന പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനോ ഏത് ഡയറക്ഷനിലോട്ടാണ് പ്ലെയിൻ പോളറൈസ്ഡായിട്ട് റൊട്ടേറ്റഡ് ആയത് അത് റൈറ്റിലേക്കാണെങ്കിൽ സ്മോൾ ഡി എന്ന് നമ്മൾ വിളിച്ചിരിക്കും, ലെഫ്റ്റിലൊക്കെ ആണെങ്കിൽ സ്മോൾ എൽ ഐസോമർ എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ എല്ലിന് ഇതുവരെ യാതൊരു ബന്ധവുമില്ല. അത് പ്യുവർലി ആ സ്ട്രക്ചർ ബേസ്ഡ് ആണ്. സ്ട്രക്ചർ പ്രത്യേക ഫോർമാറ്റ് വരച്ച് നോക്കുക, എന്നിട്ട് കമ്പയർ ടു ഡി ഗ്ലിസറാൽഡിഹൈഡ് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് ചെല്ലുമ്പോൾ പ്രത്യേകത ഇതാണ്, ഡിയിൽ റൈറ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ് ഇരിക്കുക, മറ്റേ ലെഫ്റ്റ് സൈഡിൽ എല്ലിൽ ലെഫ്റ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ്. പിന്നെ ഗ്ലൂക്കോസിനെ എവിടെ നോക്കുന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. ഗ്ലൂക്കോസിനെ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ്, അതായത് ലാസ്റ്റ് കൈറൽ കാർബൺ അങ്ങനെ ഓർക്കുന്നതായിരിക്കുന്നല്ലേ. ഏറ്റവും ലാസ്റ്റ് കൈറൽ കാർബണിൽ നോക്കി OH വലതുവശത്താണെങ്കിൽ ഡിയും ഇടതുവശത്താണെങ്കിൽ എല്ലും എടുക്കുക. ആ ഡിയും എല്ലും മറ്റേ ഡിയും എല്ലാം കൂടെ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ് ഒക്കെ എനിക്കൊന്ന് എല്ലാം തോന്നുന്നു. അമിനോ ആസിഡ് വരുമ്പോൾ NH2 ഗ്രൂപ്പ് ലെഫ്റ്റ് വരുന്നിടത്താണ് എടുക്കുന്നത്. NH2 ലെഫ്റ്റ് ആണെങ്കിൽ എല്ലും റൈറ്റ് ആണെങ്കിൽ ഹൈഡ്രജൻ വരും. ഇവിടെ നമ്മൾ ഇവര് പറഞ്ഞേക്കുന്ന കൺവെൻഷൻ അനുസരിച്ച് സ്ട്രക്ചർ എഴുതാല്ലേ സാറേ? കൺവെൻഷൻ അനുസരിച്ച് മോസ്റ്റ് ഓക്സിഡൈസ്ഡ് കാർബൺ മുകളിൽ എഴുതുക. ആ രീതിയിൽ ഫിഷർ പ്രൊജക്ഷൻ വരച്ചിട്ട് ചെയ്യണം. എന്നിട്ട് ലോവസ്റ്റ് അസിമെട്രിക് കാർബൺ നോക്കി കമ്പയർ ചെയ്ത് ക്യാപിറ്റൽ ഡി ആണോ ക്യാപിറ്റൽ എൽ ആണോ പറയും. മറ്റേ ഗ്ലൂക്കോസ് ആകുമ്പോൾ മേളിൽ CHO ഏറ്റവും താഴെ CH2 വരുത്തുക. പിന്നെ അവർ ചോദിച്ചേക്കുന്നത് ഇതില് ഇൻകറക്റ്റ് റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോസിൽ പെടുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഷിഫ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഷിഫ് ഒരു വീക്ക് റിയേജന്റ് ആണ്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഹെമിയസെറ്റാൽ ഫോമിലുള്ള ഒരു ആൽഡിഹൈഡിനെ സംബന്ധിച്ച് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ടഫായിരിക്കും. അപ്പോൾ അത് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഹാസ് അസിമെട്രിക്കൽ കാർബൺ ആറ്റം, ശരിയാണ്. ഓപ്പൺ ചെയിൻ ആണെങ്കിൽ അതെ 4 അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ട് ഗ്ലൂക്കോസിൽ. അതെ, അപ്പോൾ നമ്പർ ഓഫ് സ്റ്റീരിയോസോമേഴ്സ് ചെയ്യുമ്പോൾ 16 അല്ലേ, 2⁴16 വെച്ച് വരും. യെസ്. ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു അസിമെട്രിക് കൂടെ. എനിക്ക് പക്ഷേ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തെറ്റുപോകും സാറേ. കാരണം ഇൻകറക്റ്റ് ചോദിക്കുമ്പോഴേ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലെപ്പോഴും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് മാർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സാറേ ചെയ്യുന്നത് അത് എനിക്കുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ട്രൂ ആണ് ഈ സൈഡിൽ എഴുതി അങ്ങനെ അത് എഴുതി വെക്കുക. ഇതിന്റെ അവസാനം എന്താണോ ആവശ്യമുള്ളത്. ഇതിപ്പോ നമ്മൾ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഷിഫ്റ്റ്. ഓ ശരിയാണല്ലോ അല്ലേ? പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം എല്ലാ എക്സാമിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ്. അതെ അതെ. അപ്പൊ ട്രൂ ഫോൾസ് സൈഡിൽ എഴുതാൻ ഇപ്പൊ എന്റെ ഒരു ശീലം.
മൂന്നാമത്തെ ഓപ്ഷനിൽ ഡൈകാർബോക്സിലിക് ആസിഡ് തരും ബ്രോമിൻ വാട്ടർ. ഡൈകാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് വേണം. നൈട്രിക് ആസിഡ് HNO3 തരും, പക്ഷേ ബ്രോമിൻ വാട്ടർ ഡൈകാർബോക്സിലിക് ആസിഡ് തരില്ല, മോണോ കാർബോക്സിലിക് ആസിഡ് തരും. ആൽഡിഹൈഡ് മാത്രമാണ് ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിൽ ആൽഡിഹൈഡ് ആവും. അപ്പോൾ ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ തെറ്റ് എന്നുള്ളതിൽ ആൻസർ C ആയി. പിന്നെ ഉള്ളത് ഇൻ അക്വസ് സൊല്യൂഷൻ ഇറ്റ് എക്സിസ്റ്റ് ആസ് ഇക്വിലിബ്രിയം മിക്സ്ചർ ഓഫ് ടു അനോമറിക് ആണ്. അനോമറിക് കാർബൺ. അവര് ഗ്ലൂക്കോസിന് ആൽഫ ആൻഡ് ബീറ്റ ഫോംസ് ഉള്ള അറിയാം അല്ലേ? അപ്പൊ പിന്നെ അത് അവർക്ക് ഓരോ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറും അങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻസർ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും C ആണ്. അപ്പോൾ സാർ ഇനി എനിക്കൊന്ന് സെക്കൻഡ് ഷിഫ്റ്റിന്റെ റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ അല്ലേ ശിവൻ സാറിൻ്റെ അടുത്ത് കൊടുത്തേക്കാം. അപ്പോൾ ശിവൻ സാറിന് നമ്മൾ ക്ഷണിക്കുവാണ് ഞങ്ങൾ. എന്നാൽ പിന്നീട് വരാം. അതെ, ബാക്കി ക്വസ്റ്റ്യൻസ് പിന്നെ വരാം. താങ്ക് യു. ഓക്കെ, JEE Main 2024 സെഷൻ 2-ൻ്റെ 8ാമത്തെ ഷിഫ്റ്റ് ഇന്ന് ഏപ്രിൽ 8-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് എക്സാം എഴുതിയ എൻ്റെ പ്രിയ സുഹൃത്താണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ആ ഒരു വൈബിലാണ് നിൽക്കുന്നത്. JEE Main 2024 ആദ്യ സെഷനുകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിത മുഖവുമായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാം. പേര്? അഭിജിത്ത്. എവിടെയാണ് നാട്? തൃശ്ശൂർ. നമുക്ക് സെഷൻ 1-ൻ്റെ പെർസെൻറ്റേജ് സ്കോറിൽ നിന്ന് തുടങ്ങാം. 99.16% സ്കോറോട് കൂടിയാണ് അഭിജിത്ത് സെഷൻ 1-ൽ തന്നെ സ്കോർ ചെയ്തിരിക്കുന്നത്. എന്തിലും നമുക്കറിയാം എഴുതിയിരിക്കുന്ന എക്സാം കുട്ടികളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ട്രിച്ചി, സൂറത്ത്, വാറങ്കലൊക്കെ ആണെങ്കിലും നമ്മളുടെ ലക്ഷ്യം മെയ് 26 IIT ആണ്. എങ്കിൽ പോലും NIT-കളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ട്രിച്ചിയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സൂറത്തുള്ള ഒരു വാറങ്കലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? 99.9+ നമുക്ക് തന്നെ വേണം. ഓക്കെ, നമുക്ക് എന്താണ് സെഷൻ 2-ൽ സംഭവിച്ചത് കൂടി ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ അഭിജിത്ത്, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതിയത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഫിസിക്സ് എളുപ്പമാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി എളുപ്പമാണ്, മാത്തമാറ്റിക്സ് ലെങ്തിയാണ്. അതേ അനുഭവം തന്നെയാണോ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടും? അതെ, ഏതാണ്ട് സെഷൻ 1-ൻ്റെ അതേ ഒരു വൈബ് തന്നെയാണ്. ശരി, ഒരു 0.1 വേണമെന്നുണ്ടെങ്കിൽ ലെവൽ അല്പം കൂടുതൽ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ സെഷൻ 1 തന്നെയായിരുന്നു? സെഷൻ 1 അതേ തന്നെ. ചില ഓരോ ഷിഫ്റ്റുകൾ തമ്മിൽ അതെ ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫിസിക്സ്. എങ്കിലും മാത്സ് എനിക്ക് കൊണ്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ള ഷിഫ്റ്റുകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ശരി. അതായത് ഇന്ന് രാവിലെ ഇപ്പം അച്യുതാണ് ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങളോട് ജോയിൻ ചെയ്തത്. സെഷൻ ഷിഫ്റ്റ് 2 അത്യാവശ്യം ഈസി. മാത്തമാറ്റിക്സ് നമുക്ക് പിടിക്കുമായിരുന്നു. ഓക്കെ, ആദ്യം എടുത്തത് ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിലൂടെ യാത്ര ചെയ്തിട്ടാണ് കെമിസ്ട്രിയിലോട്ട് പോയത്. മാർക്ക് ഫോർ റിവ്യൂ ഒക്കെ വെക്കേണ്ടി വന്നോ? ഏതെങ്കിലും ഫിസിക്സ് അങ്ങനെ മാർക്ക് ഫോർ റിവ്യൂ വെക്കേണ്ടി വന്നില്ല. ടൈമും അരമണിക്കൂറിൽ തന്നെ എല്ലാം ഡയറക്ട്ലി ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പെട്ടെന്ന് ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ. ഓക്കെ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഒരു തയ്യാറെടുപ്പുണ്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫിസിക്സും കറക്റ്റ് തന്നെ ആയിരുന്നു. നമ്മൾ കൂടുതൽ ഡിഫിക്കൽട്ടി ലെവലിലോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല. കെമിസ്ട്രിയിലോട്ട് എത്തിയപ്പോഴേക്കും കെമിസ്ട്രി ഡയറക്ട്ലി NCERT തന്നെ. ഫിസിക്കൽ കെമിസ്ട്രി വെയിറ്റേജ് കുറവാണ്. ഈ കഴിഞ്ഞ എല്ലാം തന്നെ ഫിസിക്കൽ കെമിസ്ട്രി വെയിറ്റേജ് കുറവാണ്. ഓർഗാനിക് ഇൻഓർഗാനിക് ആണ് കൂടുതലും വെയിറ്റേജ്. ന്യൂമറിക്കലൊക്കെ 1-2 അല്ലെങ്കിൽ 1-2 MCQല് ചോദിച്ചായിരുന്നു 1-2 അത്രേ ഉള്ളൂ. പക്ഷേ ടോപ്പിക്കൽ സിലബസ് പുതിയ സിലബസ് അനുസരിച്ച് നിന്ന് തന്നെയാണ് സിലബസ് ആണ്. ഇപ്പം ഫസ്റ്റ് ഷിഫ്റ്റിലൊക്കെ ട്രിക്കി ആയിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, അതായത് ഒന്നുകിൽ ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്കി മെത്തേഡിലൂടെ അത്രക്ക് പോലും ഡിഫിക്കൽട്ടി ലെവലില്ലായിരുന്നു. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാൻ അത്ര ഇല്ല, എന്നാലും മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ ഒരു വിൻഡോ എപ്പോഴും. ശരി. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇൻകറക്റ്റ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ കറക്റ്റിന് പുറകെ പോകാം എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് തെറ്റിക്കാനുള്ള ഒരു പോസിബിലിറ്റീസും
കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇൻഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ തെറ്റിക്കാനും ചാൻസ് നല്ല കൂടുതലാണ്. ഓക്കെ ഓക്കെ, വളരെ സിമ്പിളാണ്, നല്ല സിമ്പിളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അവിടെയാണ് കൂടുതൽ നെഗറ്റീവ് മാർക്കുകളെ നമ്മൾ വിളിച്ചു വരുത്തും അറിയാതെ തന്നെ. ഓക്കെ, നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും എത്ര സമയം കൊണ്ട് തീർന്നു ഏകദേശം? മാത്തമാറ്റിക്സിനായിട്ട് എത്ര സമയം പിടിച്ചെടുക്കാൻ സാധിച്ചു? മാത്തമാറ്റിക്സിന് റഫ്ലി 1.5 മണിക്കൂർ 1.25 മണിക്കൂറോളം മാത്തമാറ്റിക്സ് തന്നെ. ശരി ശരി ശരി, അത് നല്ലതാണല്ലേ. തീർച്ചയായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് മാക്സിമം സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്തമാറ്റിക്സിനായിട്ട് സമയം മാറ്റി വെക്കാൻ സാധിച്ചത്. റിമൈനിങ് ടൈം എപ്പോഴും നമുക്ക് മാത്തമാറ്റിക്സിനുള്ളത് തന്നെയായിരുന്നു നല്ലത്. അതിൻ്റെ ഒരു ന്യൂമറിക് ലെവലിലോട്ട് വന്നപ്പോൾ നമുക്ക് 5 എണ്ണം തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ കിട്ടി. അത് അച്യുത് പറഞ്ഞു 10 എണ്ണവും ചെയ്ത് നോക്കിയിട്ടാണ് അതിനകത്ത് പറ്റിയ 4 എണ്ണത്തിനെ കിട്ടിയത്. അഭിജിത്തിന് മാത്തമാറ്റിക്സ് ന്യൂമറിക്കൽ വളരെ എളുപ്പം, ഷിഫ്റ്റ് ടു നല്ല എളുപ്പം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് സ്കോർ കൂടുതൽ വേണ്ടി വരും. എനിക്ക് സെഷൻ 1-ന്റെ കാര്യം തീർച്ചയായിട്ടും ഒരു 250-അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതറിയില്ല. എന്നാലും നമുക്ക് 99.9 കാര്യമാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ ആ ഒരു ലെവലിലോട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കട്ട് ഓഫ് കുറച്ചും കൂടി ഹയർ ആയിരിക്കും തന്നെയാണ് തീർച്ചയായിട്ടും, ബാക്കിയുള്ള ഇതിനനുസരിച്ചാണ് അല്ലേ. ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യനുകളൊക്കെ എല്ലാം തന്നെ നമുക്ക് ഈ ടൈം കീപ്പ് ചെയ്ത് തന്നെ പോകാൻ സാധിക്കും. ടൈം മാനേജ്മെന്റ് വലിയ പ്രശ്നം വന്നില്ലെന്ന് 8ാമത്തെ ഷിഫ്റ്റ് ഇന്ന് അത്യാവശ്യം എല്ലാം കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു സെഷൻ 1-ന്റെ എക്സാമിന്റെ എക്സാക്ട്ലി അത് തന്നെയായിരുന്നു, ഏതാണ്ട് അത് തന്നെയായിരുന്നു ഈ ഷിഫ്റ്റ്. 8ാമത്തെ ഷിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിജിത്ത് പറഞ്ഞത് ഏതാണ്ട് സെഷൻ 1 ജനുവരിയിൽ നടന്ന എക്സാമൊക്കെ ആയിട്ട് നിങ്ങൾ അതിൻ്റെ ആ മാർക്കിംഗ് സ്കീം, അതായത് 210 അല്ലെങ്കിൽ 220 കിട്ടിയാൽ 99% എത്തുന്ന ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്ക് 2 ഷിഫ്റ്റും കൂടാണ് JEE Main സെഷൻ 2 അവസാനിക്കുന്നത്. അവരോട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഇപ്പം അച്യുത് പറഞ്ഞത് നമുക്ക് കെമിസ്ട്രിയുടെ ഒരു ലാസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അത് തന്നെയാണോ? അതന്നെയാണ് ഞാൻ ചെയ്തത്. NCERT വീണ്ടും ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരുന്നു. ശരി ശരി ശരി, തീർച്ചയായും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇൻഓർഗാനിക് ഒക്കെ അവസാനത്തേക്ക് എത്തുമ്പോൾ എല്ലാം മറന്നു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതും സോൾട്ട് അനാലിസിസ് ആയാലും ലാസ്റ്റ് നമ്മളിതൊക്കെ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറെയൊക്കെ മറന്നു പോകും. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ കെമിസ്ട്രി തന്നെയാണ് നിങ്ങൾ ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമാകുകയാണ്. രണ്ടുപേരും അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് മെയ് 26-ന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ എത്രത്തോളം എത്തി? ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു ജൂണിൽ തന്നെ നമ്മൾ JEE അഡ്വാൻസിനായിട്ടുള്ള ഫോക്കസ് തന്നെയായിരുന്നു, എക്സാമുകളും തിയറികളും എല്ലാം. ജനുവരിയിൽ തന്നെ നടന്ന സെക്ഷനിൽ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യവും കിട്ടി. ഈ മുഴുവൻ ഫുൾ എഫേർട്ട് നമുക്ക് മെയ് 26-ന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. ആ ഒരു പ്രിപ്പറേഷൻ ഏത് ലെവൽ വരെ എത്തി? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സെഷൻ 1 കഴിഞ്ഞ പിന്നെ പ്യൂർലി അഡ്വാൻസ് തന്നെയാണ് നോക്കിയത്. ശരി, മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം കുറയാറുണ്ട്. ശരി ശരി. എന്നാലും നമുക്കറിയാം 2023-ന്റെ JEE അഡ്വാൻസ്ഡ് ലെവലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടിയിലോട്ട് പോയിട്ടില്ല ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ ആ രീതി തന്നെയല്ലേ തുടരുന്നത്? ഇപ്പോൾ സണ്ണി സാർ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അതിനുശേഷം ജോബിൻ സാനൽ സാറൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ കോവിഡിന് ശേഷം JEE അഡ്വാൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ അത്രയ്ക്ക് വലിയ ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ ലെവൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് JEE Mainന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടഫ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് JEE അഡ്വാൻസ്ഡ്. അഡ്വാൻസ് നമുക്ക് ഒരിക്കലും ഒരിക്കലും പറ്റില്ല. കാരണം ചാപ്റ്ററുകൾ തന്നെ വേണമെങ്കിൽ ക്ലബ് ചെയ്ത് വരാം. പുതിയ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരികയുള്ളൂ. പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും നമുക്ക് ഇത് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല, വേണമെങ്കിൽ അതെ 2023-ന് മുമ്പും 2023 മാത്രം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഫിസിക്സ്, കെമിസ്ട്രി ഏതാണ്ടൊരു IIT ലെവൽ നമ്മൾ 2018-19 വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ടി ആയിട്ട് ഒത്തിരി സ്റ്റെപ്പുകൾ എഴുതി സമയത്തിന് തീരാത്ത ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ കോവിഡിന് ശേഷം ഒരുപക്ഷെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം അത്രത്തോളം കുട്ടികളെ ബുദ്ധിമുട്ടിക്കാത്ത ലെവലുള്ളതാണ് പിന്നീട് ഇങ്ങോട്ട് 2022-23 JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ അഭിജിത്ത് പറഞ്ഞത് നമ്മൾ നോക്കേണ്ട ഒരിക്കലും JEE അഡ്വാൻസിനെ നമ്മൾ മുൻവിധിയോടുകൂടി കാണാതിരിക്കുക. കാരണം ഇനി 44 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ മുൻവിധിയോട് കാണാതെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് തന്നെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിലൂടെ തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ലെവലും തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാളത്തേക്ക് തയ്യാറെടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തന്നെ അല്ലേ കുട്ടികൾക്ക് മാത്തമാറ്റിക്സിനെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട്? അത് തന്നെയാണ് നല്ലത്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് ചെയ്ത്
വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് അതുപോലെ തന്നെ നല്ലോണം ടൈം നമുക്ക് മാത്സിന് വേണ്ടി തന്നെ മാറ്റി വെക്കാൻ പറ്റും. ശരി മാത്തമാറ്റിക്സിൻ്റെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ചാപ്റ്ററുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടുതൽ ഫോക്കസ് ആയിട്ട് ശ്രദ്ധിച്ചോ? അതോ എല്ലാത്തിനും ഒരു ഈക്വൽ വെയിറ്റേജ് തന്നെയാണ്? എല്ലാതും ഏതാണ്ട് ഒരു ഈക്വൽ വെയിറ്റേജ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള 3D ജോമെട്രി എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല തന്നെ. ആ ഫോർമുലാസ് എല്ലാം പഠിച്ചു വെച്ച് പോവാ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഷിഫ്റ്റുകളിൽ നോക്കുമ്പോൾ എല്ലാ ഷിഫ്റ്റിലും 1-2 ക്വസ്റ്റ്യൻസ് അത് വെച്ച് ചോദിക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ടാണ്. കാരണം എല്ലാത്തിൽ നിന്നും ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻസ് വ്യത്യസ്തമാണെങ്കിൽ പോലും ഷിഫ്റ്റുകൾ 8 ഷിഫ്റ്റുകൾ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബുള്ളൻ്റെ യൂട്യൂബ് ചാനലിൽ 8 ഷിഫ്റ്റുകളെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടൊന്ന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനുകളുടെ ഫ്രെയിം എന്താണെന്നുള്ളത്, ഒരു ടോപ്പിക്കിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ടൈം ഏറ്റവും സ്പീഡിൽ ചെയ്യുകയും, മാത്തമാറ്റിക്സ് ആണ് ലെങ്ത് വരുന്നത്. കാരണം 18 ചോദ്യങ്ങളും JEE Main സെഷൻ 1 10ഉം ഇപ്പം നടന്ന 8 എണ്ണവും 18 എണ്ണവും ഒരേ പാറ്റേൺ. ഫിസിക്സ് കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഈസി പ്ലസ് മാത്തമാറ്റിക്സ് ലെങ്തി എന്നുള്ള ലെങ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് തയ്യാറെടുക്കുന്നവർക്കും ആ രീതിയിൽ തന്നെ ചെയ്യണം. ഒപ്പം മെയ് 26-ന് വേണ്ടിയിട്ട് നമ്മളുടെ എഫേർട്ടിൽ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു എഫേർട്ട് വേണ്ടിയിട്ട് ചെയ്യണം. കാരണം നമുക്ക് ജൂൺ 9 JEE അഡ്വാൻസ്ഡ് റിസൾട്ട് വരുമ്പോൾ അച്യുതും അഭിജിത്തും ഒക്കെ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളാകുമ്പോൾ നമുക്ക് ഒക്കെ അവിടെ നമ്മളുടേതായ സ്ഥാനങ്ങൾ ഉണ്ടാവണം. അപ്പം 26-ന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും നല്ല അഭിനന്ദനങ്ങളുണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവും. 26-ാം തീയതി 9-ാം തീയതി ഒക്കെ നമുക്ക് ലൈവിൽ കൂടേണ്ടതായിട്ടുണ്ട്. 25-ാം തീയതിയും JEE Main സെഷൻ 1-നേക്കാളും ഒരു സ്കോറ് തീർച്ചയായിട്ടും ഇതിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വീണ്ടും കാണാം. ഓക്കെ. JEE Main 2024 സെഷൻ 2 8ാമത്തെ ഷിഫ്റ്റാണ് ഇപ്പം എക്സാം കഴിഞ്ഞിരിക്കുന്നത്. ഇനി നാളെ 9 രാവിലെ 10 ഉച്ച കഴിഞ്ഞിട്ട്. അഭിജിത്ത് നമ്മളോട് പറഞ്ഞത് 8 ഷിഫ്റ്റുകളിൽ ഒരുപക്ഷെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് അഭിജിത്തിൻ്റെ ഒരു ടാലൻറ്റ് വെച്ചിട്ട്, കാരണം കഴിഞ്ഞോണം തന്നെ 99.9% കിട്ടിയ വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് വെച്ചിട്ടാണോ ഇനി അഥവാ ഒരു ആവറേജ് കുട്ടിയാണെങ്കിലും എത്ര പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഫാക്കൽറ്റീസ് ഷിഫ്റ്റ് 2-നെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 8ാമത്തെ ഷിഫ്റ്റ് എത്രത്തോളം എളുപ്പമായിരുന്നുള്ളൂ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞിടത്തോളം ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് നടന്ന ഷിഫ്റ്റ് 8 ആയിരുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ളത്. കാരണം ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ന്യൂമറിക്കൽ പോലും 5 ന്യൂമറിക്കലും, അതായത് 10-ൽ 5 ആണല്ലോ എഴുതേണ്ടത്, ആ 5 ന്യൂമറിക്കലും ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നതായിരുന്നു എന്നാണ് അഭിജിത്ത് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഒന്ന് ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യണം. അതിലേറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾ കടന്നു പോകണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് വരുന്നത്. മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ഒരു മാക്സിമം 100 മിനിറ്റ് 120 മിനിറ്റോളം നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം. മാർക്ക് ഫോർ റിവ്യൂ വെച്ചിട്ട് ബാക്കി ന്യൂമറിക്കലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാളത്തെ കൊണ്ട് JEE Main സെഷൻ 2 പേപ്പർ 1 അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ചോദ്യങ്ങളെല്ലാം ഓരോരുത്തർ എഴുതിയ ചോദ്യങ്ങളും ഇമെയിലുണ്ടാവും. അതിൻ്റെ ഒറിജിനൽ ഒഫീഷ്യൽ കീ വരും. നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനുകൾ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ, ഒഫീഷ്യൽ ആൻസർ കീ ക്ലെയിം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഏപ്രിൽ 25-ാം തീയതിയാണ് JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം JEE അഡ്വാൻസ്ഡിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് JEE അഡ്വാൻസിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യാം. മെയ് 26-ാം തീയതിയുള്ള ഹോൾ ടിക്കറ്റ് മെയ് 15-ഓടുകൂടി JEE അഡ്വാൻസിൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യും. മെയ് 26-ാം തീയതി JEE അഡ്വാൻസ്ഡ് എക്സാം രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടായിട്ട് നടക്കും. ജൂൺ 9-ാം തീയതി JEE അഡ്വാൻസ്ഡ് റാങ്ക് വരും. അതിനുശേഷം ദാസ സ്കീം വഴിയുള്ള അലോട്ട്മെൻറ്റും, അതിനുശേഷം ജൂലൈ മാസത്തിൽ ജോസ സീറ്റ് അലോക്കേഷനൊക്കെ ആരംഭിക്കും. ആ സമയത്ത് NIT-കളെയും IIIT-കളെയും IIT-കളെയും 31 NIT-കളിലായിട്ടുള്ള 23,000-ഓളം BTech പ്രോഗ്രാമുകളും 21 IIT-കളിലെ 15,000-ഓളം IIT പ്രോഗ്രാമുകളും BTech പ്രോഗ്രാമുകളും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളും IIIT-കളിലെ 6,000-ഓളം പ്രോഗ്രാമുകളെയൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഒറ്റ പ്രാവശ്യം നമ്മൾ ഓപ്ഷൻ കൊടുത്തതിൻ്റെ പിന്നെ അലോട്ട്മെൻറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഒരവസരമേ ഉള്ളൂ. IIT-കളിലെ BTech ആണോ അതോ NIT-കളിലെ
IIT-കളിലെ ഇൻ്റഗ്രേറ്റഡ്, അതുപോലെ തന്നെ NIT-കളിലെ BTech പ്രോഗ്രാം, IIIT-കൾ, ഇതിൻ്റെ എല്ലാം നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ മാക്സിമം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അലോട്ട്മെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ 10th മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, സീറ്റ് അലോക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അടയ്ക്കുന്നവരെയാണ് അടുത്ത റൗണ്ടുകളിലേക്ക് പരിഗണിക്കുന്നത്. അങ്ങനെ 6 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസാബിൻ്റെ അലോട്ട്മെൻറ്റ്, ലാസ്റ്റത്തെ 2 സ്പോട്ട് അലോട്ട്മെൻറ്റ് സീസാബാണ് NIT-കളിലോട്ടും IIIT-കളിലോട്ടും നടക്കുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇനി നിങ്ങൾ NIT-കളിലും IIT-കളിലും ഒക്കെ പ്രവേശനത്തിനായിട്ട് പോകും. ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ തുടക്കത്തക്ക രീതിയിൽ ഉള്ളൊരു പ്രോസസ്സാണ് ഇനി നടക്കാനുള്ളത്. ഇപ്പം നമുക്ക് വളരെ നീണ്ട ഒരു തയ്യാറെടുപ്പാണ് നിങ്ങൾ ജൂൺ മാസം മുതൽ തയ്യാറാക്കിയത്. ജനുവരിയിൽ ആദ്യ സെഷൻ കഴിഞ്ഞു, ഇതാ ഏപ്രിൽ 2ാമത്തെ സെഷൻ കഴിയുന്നു, മെയിൽ JEE അഡ്വാൻസ്ഡ് കഴിയുന്നു. ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്വപ്നത്തിലെ ഏറ്റവും വലിയ കോളേജ്, ഏറ്റവും നല്ല പ്രൊഫഷണൽ മേഖലയിലേക്ക് 2024-25 അധ്യയന വർഷത്തിൽ നിങ്ങൾ കടന്നു ചെല്ലും. ഇതിലൊക്കെ എല്ലാം ബ്രില്യൻറ്റിൻ്റെ എൻറ്റയർ ഫാക്കൽറ്റികളുടെയും നിഖിൽ സാറിൻ്റെയും ജോബി സാറിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് സെഷനുകളെല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് ഇനി ഇന്നത്തെ രാവിലത്തെ ഷിഫ്റ്റിലെ ബാക്കിയുള്ള മാത്തമാറ്റിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസിനാണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഫാക്കൽറ്റീസ് ഷിഫ്റ്റ് 2-ൽ നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനുകളുടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നാളത്തേക്കുള്ള കൃത്യമായിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കണം. നിങ്ങൾ ഈ കഴിഞ്ഞ 8 സെറ്റ് ക്വസ്റ്റ്യനുകളും വളരെ വേഗത്തിൽ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരേ സ്ട്രക്ചറുള്ള, ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. അപ്പം നാളത്തെ ഷിഫ്റ്റ് 9, ഷിഫ്റ്റ് 10 അതോടുകൂടി ഈ വർഷത്തെ JEE Main സെഷൻ 2 BTech പേപ്പർ 1 എക്സാം അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് JEE അഡ്വാൻസ്ഡുമായിട്ടായിരിക്കും നമുക്ക് നമ്മുടെ തയ്യാറെടുപ്പുകൾ വേണ്ടത്. അപ്പോൾ വീണ്ടും കാണാം. ഇനി നമുക്ക് വീണ്ടും രാമകൃഷ്ണ സാറും അജേഷ് സാറും ഒക്കെ നിങ്ങളുടെ ഷിഫ്റ്റ് 1 കെമിസ്ട്രിയുമായിട്ട് നിങ്ങളോട് വീണ്ടും ജോയിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് ഷിഫ്റ്റ് 2-ൻ്റെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും നമ്മുടെ ഫാക്കൽറ്റീസ് കെമിസ്ട്രി ഷിഫ്റ്റ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലേ ഒരു സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ അനാലിസിസ് കണ്ടു, അല്ലെങ്കിൽ സ്റ്റുഡൻസ് റെസ്പോണ്ട് കണ്ടു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കത്തിക്കാണും അല്ലേ. ഇനി നാളെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ JEE Mains എക്സാമിൻ്റെ എല്ലാ ഷിഫ്റ്റുകളും അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരു ബൂസ്റ്റപ്പും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ആ ഒരു സമയം അതിന് കൊടുത്തത് അല്ലേ സാറേ? നമുക്ക് എന്താണ് ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. കെമിക്കൽ ബോണ്ടിങ് എന്നൊരു ക്വസ്റ്റ്യൻ സാറിന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ഒരു ഇത് തോന്നില്ലേ, അതായത് നമ്മുടെ കണ്ണിൽ നിന്ന് മായാത്ത ടൈപ്പ് ഒരു ഫ്രെയിം ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ എക്സാമിനും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. മോളിക്യൂൾ കാണുമ്പോൾ നമുക്ക് ആ ഇപ്പുറത്തെ വശം എന്താണെന്ന് അറിയാൻ പറ്റും, ധാരണയുണ്ട്. ഇതിൽ എനിക്ക് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പെൻഡഗണലാന്ന് തോന്നുന്നത്. ജോമെട്രി ഒരെണ്ണം തെറ്റിച്ചു. പെൻഡഗണൽ പിരമിഡിലുള്ള ആരും ട്രയഗണൽ ആയിരിക്കും. അത് ട്രയഗണൽ ബൈ പിരമിഡ്. ഓക്കെ, NH3 BRF5 PCl5 CCl4 ഇത്രയും മോളിക്യൂൾസും ഷേപ്സും ആണ് തന്നിരിക്കുക. ട്രയാങ്കിൾ ബൈ പിരമിഡൽ, ടെട്രാഹെഡ്രൽ, പിരമിഡൽ, സ്ക്വയർ പിരമിഡൽ. ഓക്കെ, അപ്പോൾ NH3 ആകുമ്പോൾ നമുക്ക് ടെട്രാഹെഡ്രൽ ഇലക്ട്രോൺ പെയർ ജോമെട്രി വരും, ഒരു ലോൺ പെയർ ആണ്. ദെൻ ബാക്കിയുള്ള 4 ആറ്റംസ് ചേർന്ന് പിരമിഡൽ ഷേപ്പാണ് കിട്ടുക. അപ്പോൾ NH3 മാച്ചസ് വിത്ത് പിരമിഡൽ ഷേപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു ഷേപ്പ് ജോമെട്രി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ഷേപ്പ് ചോദിക്കുമ്പം ജോമെട്രി ചോദിക്കുമ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ചിലർക്ക്. നമ്മൾ ഇലക്ട്രോൺ പെയറുകളുടെ അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഷേപ്പ് പറയുന്നത്. ശരിക്കും ഇപ്പം അമോണിയയുടെ ഇവർക്ക് ഇതാ ചോദ്യം, അമോണിയയുടെ ഷേപ്പ്, അമോണിയയുടെ ജോമെട്രി, അതും കൂടെ ഒന്ന് ജസ്റ്റ് സാറൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ. സാർ, അത് ഷേപ്പ് ഓർ ജോമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ പെയർ ജോമെട്രി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ പെയർസ് എന്നാണ് ചോദിക്കുന്നത്, ലോൺ പെയറും കൂടെ ചേർത്ത് നമ്മളത് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ടെട്രാഹെഡ്രൽ എന്ന് പറയേണ്ടി വരും.
ഇനി ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് ആറ്റംസ് ആണ് ഉദ്ദേശിക്കുക. സൈഡ് ആറ്റംസ് മാത്രമാണ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാതെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് പിരമിഡൽ ഷേപ്പിലേക്കാണ് വരിക NH3 മോളിക്യൂൾ. ശരിക്കും അത് ഇലക്ട്രോൺ വെയർ ജോമെട്രി എന്ന് തന്നെ ചോദിക്കണം അല്ലേ, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരും. മിക്കടുത്ത് ജോമെട്രി എന്ന് മാത്രം ചോദിക്കുമ്പോഴേ ഇലക്ട്രോൺ വെയറുകളുടെ അറേഞ്ച്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ടെട്രാഹൈഡ്രലാണ് അമോണിയയുടെ ഇലക്ട്രോൺ പെയർ ജോമെട്രി. അത് 2 കൺവെൻഷൻസും ഫോളോ ചെയ്യുന്നുണ്ട് ചില സോഴ്സ്. ചിലതിൽ ഇപ്പം ഇവിടെ നമ്മൾ കോളത്തിൽ കൊടുത്തേക്കുന്ന ഷേപ്പ് ആണ്, കുഴപ്പമില്ല, ഷേപ്പാണ്. പിന്നെ NH3 പിരമിഡൽ ഷേപ്പ്. ദെൻ BRF5 ആണ് ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട്. BRF5 നമുക്കറിയാം, BRൽ ഒരു ലോൺ പെയറും ബാക്കി 5 ഫ്ലൂറിൻ ആറ്റംസുമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ പെയർ ജോമെട്രി വരുമ്പോൾ ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെന്റ് വരും. അതെ, ഒരു ലോൺ പെയർ ഒഴിവാക്കി ഷേപ്പ് നമ്മൾ പറയുമ്പോൾ സ്ക്വയർ ബേസിലുള്ള ഒരു പിരമിഡൽ ഷേപ്പാണ് വരിക. സ്ക്വയർ പിരമിഡൽ ഷേപ്പ് എന്നും പറയാം. സ്ക്വയർ ബൈ പിരമിഡലായിരുന്നു നമ്മുടെ ഒക്ടാഹെഡ്രൽ, അങ്ങനെ ഓർപ്പിച്ച് കുറച്ച് എളുപ്പമുണ്ടാവും. സ്ക്വയറും 2 പിരമിഡും, അതിൽ ഒരു പിരമിഡ്. അപ്പം ചോദിക്കും ഏത് ബോണ്ട് കളഞ്ഞിട്ടാണ് ലോൺ പെയർ വെക്കുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, എല്ലാ ബോണ്ടുകളെയും ഇക്വലൻ്റാണ്. നിങ്ങൾ എവിടെ വെച്ചാലും ഈ ഒരു പർട്ടിക്കുലർ ജോമെട്രി, ഇപ്പോൾ നമ്മൾ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കുമ്പം ചിലർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ വരച്ച് കഴിയുമ്പം ഇപ്പം ഇങ്ങനെ വരച്ചു, അതിൽ ഇവിടെ തന്നെ ലോൺ പെയർ അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. ഇവിടെ ലോൺ പെയർ വെച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അത് ഏതൊരു സ്ക്വയറാണ് കണ്ടോ, ഇതൊരു പിരമിഡാണ്, സ്ക്വയർ പിരമിഡ് എന്ന് തന്നെ കിട്ടും എവിടെ വെച്ചാലും. PCl5 നമ്മൾ ഈ ആക്സിയൽ ഇക്വറ്റോറിയൽ ബോൺസ്, അതുപോലെ മറ്റേ IF7 അല്ലേ, പെന്റഗണൽ ബൈപിരമിഡൽ വരും. നമ്മൾ ഒക്ടാഹെഡ്രലിൽ അങ്ങനെ 2 ഡിഫറൻറ്റ് ലെങ്ത്തുകൾ പറയേണ്ട ആവശ്യമില്ല. എവിടെ ലോൺ പെയർ വെക്കണം എന്നൊരു ചോദ്യമില്ല, എവിടെ വേണമെങ്കിലും വെച്ചാലും ഷേപ്പ്. ഏത് അഡ്ജസ്റ്റന്റ് ബോണ്ടുകൾ എടുത്താലും ബോണ്ട് ആംഗിൾ 90 തന്നെയായിരിക്കും. അതൊരു പ്രശ്നം വരുന്നത് TBP-ലൊക്കെയാണ്, 120 ഡിഗ്രിയോ 90 ഡിഗ്രിയോ ഒക്കെ ആവാം അവിടെ. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റിങ്ഷൻ കൊടുക്കാൻ വേണ്ടി ആക്സിയൽ എന്ന് ഇക്വറ്റോറിയൽ എന്ന് കൃത്യമായിട്ട് പറയും. ഇവിടെ പക്ഷേ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്, അപ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ മറ്റേ പെന്റഗണൽ ബൈപിരമിഡലിലും ആംഗിൾ വ്യത്യാസമുണ്ട്. 72 ഇൻസൈഡും പുറത്ത് നമുക്ക് 180 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ 90 ഡിഗ്രി മേളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ 90 ഡിഗ്രി വരും. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പം ഇതിൽ ലോൺ പെയർ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരാം. ഇപ്പം ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ 90 ഡിഗ്രി എത്ര ഉണ്ടെന്ന് പണ്ടെങ്ങാണ്ട് ഒരു ചോദ്യം ചോദിച്ചത്. BRF5 90 ഡിഗ്രി BRF ആംഗിൾസ് 90 ഡിഗ്രി എത്ര. അപ്പൊ ശരിക്കും നമ്മൾ എണ്ണി നോക്കും, അങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ലോൺ പെയർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണ്ട് കുറച്ച് 90 ഡിഗ്രിയേക്കാൾ കുറച്ച് താഴെ പോകും, ഡിസ്റ്റോർട്ടഡ് ആയി പോകും. 90 ഡിഗ്രി ഇല്ല എന്ന് നമുക്ക് പറയാം, നോ 90 ഡിഗ്രി ആംഗിൾസ് അങ്ങനെ പറയേണ്ട വരും. അപ്പോൾ എന്താണ് BRF5 നമുക്ക് ഷേപ്പ് സ്ക്വയർ പിരമിഡൽ അസൈൻ ചെയ്യാം. ഇനി PCl5 ആണ്. PCl5 നമുക്ക് എപ്പോഴും വളരെ പരിചയമുള്ള ഒരു കോമ്പൗണ്ടാണ്. ട്രൈഗൽ ബൈപിരമിഡൽ എന്ന് പറയുമ്പോൾ തന്നെ PCl5 ആണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുക. അതെ, അപ്പോൾ നമ്മൾ ആക്സിയൽ ഇക്വറ്റോറിലൊക്കെ കൂടുതൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എവിടെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ കോവാലന്റ് ആണല്ലോ, അയണിക്കിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ അത് എനിക്ക് തോന്നുന്നു P ബ്ലോക്കിനകത്താ അല്ലേ, കിടക്കുന്ന P ബ്ലോക്കിലാണ്. പക്ഷെ മെയിൻസിന് ആ ഭാഗം എനിക്കൊന്നില്ല, ആ ഭാഗം പക്ഷെ അഡ്വാൻസിന് ആ ഭാഗം ഉള്ള. ഇത് നമ്മൾ ഒരു കാറ്റയോണും ഒരു ആനയോണും ആയിട്ട് കിടക്കും. സോളിഡ് PCl5. ഇത് PCl5 കോവാലന്റ് ആണ്, ഗേഷ്യസ് ആണ്. ഇത് സോളിഡ് PCl5 ആകുമ്പം അയണിക്കിലേക്ക് മാറും, PCl6- ആവും. അപ്പോൾ ഈ sp3d എന്നുള്ളത് sp3യും sp3d2 ആയിട്ട് മാറും. 2 ഡിഫറെന്റ് ഫോസ്ഫറസ് എൻവയോൺമെന്റ്സ് ആണ് അവിടെ വരിക. അപ്പോൾ ഇൻഡിവിജ്വൽ ഹൈബ്രിഡൈസേഷനും ഒക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും സിമെട്രിക്കൽ ആയ അറേഞ്ച്മെന്റുകളാണ്. അത് അതിൻ്റെ എക്സ്ട്രാ. ഇനി CCl4 ആണ്. CCl4 എന്ന് പറയുമ്പോൾ മീത്തൈൻ ടെട്രാക്ലോറോ മീത്തൈൻ ആണ്. സോ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് അതിൽ വരിക. ഇലക്ട്രോൺ പെയർ ജോമെട്രിയും ഷേപ്പും എല്ലാം സെയിം ആണ്, ടെട്രാഹെഡ്രലാണ്. 109 ഡിഗ്രി 28 മിനിറ്റ് വരും. പിന്നെ നമ്മൾ ഈ CCl4 അല്ലെങ്കിൽ മീതേനൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലോ സാറേ, ടുവേർഡ്സ് യു ആൻഡ് അവേ ഫ്രം യു. ഇവിടെ നമ്മളിപ്പോൾ മീതേനാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതിനകത്ത് 109 ഡിഗ്രി 28 മിനിറ്റ് എന്ന് പറയുന്ന ആംഗിൾസ് ആണുള്ളത്. ഇത് എത്ര ആംഗിളാന്ന് ചോദിച്ചാൽ കുറേ പേര് 4 എന്നാണ് എഴുതാറ്. അപ്പോൾ അവർ ശരിക്കും ഈ ബോർഡിൽ നോക്കിയിട്ട് 1, 2, 3, 4 ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളപ്പോൾ നമ്മൾ H1, H2, H3, H4 എന്ന് കൊടുത്തിട്ട് എല്ലാം എഴുതി നോക്കണം. H1CH2, H1CH അങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 6 കിട്ടും. അപ്പോൾ ഇതിൽ അതെ, ഏത് 2 ഹൈഡ്രജൻ എടുത്താലും ലൊക്കേഷൻ ഇക്വലന്റ്. അതാണ് ഈ ടെട്രാഹെഡ്രൽ ജോമെട്രിയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഇവർക്ക് ഈ ടെട്രാഹെഡ്രൽ ജോമെട്രി ഉള്ള നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഒരിക്കലും ജോമെട്രിക്കൽ റെസ്പോൺസും കാണിക്കുന്നില്ല. എങ്ങനെ എടുത്താലും പൊസിഷൻസ് സെയിം ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ ഒരെണ്ണം 5ഉം ഇങ്ങനെ ഒരെണ്ണം 6, മൊത്തം 6 ആംഗിൾസ് ഉണ്ട്. പക്ഷെ മിക്ക ആളുകൾ അത് 4 ആംഗിൾസ് എന്നാണ് പറയാറ്. ഇവിടെ 6, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത CRO4 2 മൈൻസിലും അങ്ങനെയല്ലേ, അതിൻ്റെ അന്നൊരു ക്വസ്റ്റൻ ഇല്ലേ, എത്ര ഹൗ മെനി ടെട്രാഹെഡ്രൽ ആംഗിൾസ് ആണ്. അവിടെ നമ്മൾ ഇതുപോലെ 6 ആംഗിൾ പറയണം. ഇവിടെ നമ്മൾ ആ ആറ്റംസിന് പ്രത്യേക നമ്പർ കൊടുത്ത് H1, H2, H3 എന്ന് കൊടുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ലതാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ഇതിനകത്ത് CCl4ന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്താ ഹൈഡ്രോളൈസ് നടക്കാത്തതിന്റെ റീസൺ അതും സ്ഥിരമായിട്ട് കാണപ്പെടുന്ന CCl4ന് ഹൈഡ്രോളിസ് ഇല്ല. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇവർക്ക് ഇപ്പം എന്താ നമ്മുടെ സ്വന്തം പേര് ഓർത്തിരിക്കുന്ന പോലെ അത്രയും പരിചയമൊക്കെയാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന സാധനങ്ങളാണ്. ഈ ബ്ലോക്കിലെ കോമ്പൗണ്ട്സിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് പ്രശ്നമുള്ളത് ഈ CCl4 എന്തുകൊണ്ടാണ് ഹൈഡ്രോളൈസ് നടത്താത്തതെന്ന് വെച്ചാൽ എല്ലാവരും ചുമ്മാ ഇങ്ങനെ തട്ടിവിടും ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഓർബിറ്റൽ. പക്ഷേ ഉള്ളിൽ എന്നാ സംഭവം എന്നറിയത്തില്ല. ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാട്ടറിന്റെ ലോൺ പെയറിനെ സ്വീകരിക്കാനുള്ള ഇലക്ട്രോൺ ബോണ്ട് ഓർബിറ്റലുകളില്ല. ഇവിടെ ഇപ്പം മൊത്തം 4 സിഗ്മ ബോണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 നടക്കുമ്പോൾ ഉണ്ടായിരുന്ന എസും 3 ബിയും പോയി. പക്ഷേ ഇയാൾക്ക് ഡി ഓർബിറ്റൽ കടമെടുക്കാനില്ല ബിക്കോസ് ദ ഡി നോട്ട് ഹാവ് ഡി ഓർബിറ്റൽ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലോൺ പെയറിനെ അങ്ങോട്ട് മേടിച്ച് വെക്കാനുള്ള സ്ഥലമില്ല. പക്ഷേ അല്ല ഇവിടെ സ്റ്റോറി വേറെയാണ്. ഇവിടെ സിലിക്കൺ ആയതുകൊണ്ട് അതിന് വേക്കൻ്റ് 3D ഉണ്ട്. അപ്പോൾ ഡി ഓർബിറ്റൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലോൺ പെയർ ഇങ്ങോട്ട് കയറാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ ഇവിടെ കയറുമ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ടാവില്ല സാറേ, കണ്ടിന്യൂസ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത പി ബ്ലോക്കിൻ്റെ അകത്തോട്ട് പോകും. ശരിക്കും ബോണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് പലത് കാണുമ്പോഴും നമുക്ക് ഈ പി ബ്ലോക്കിനുമായിട്ടൊരു സിമിലാരിറ്റി വരത്തില്ല. ആദ്യ ഭാഗത്ത് എല്ലാ സാധനം ബോണ്ടിങ് സാറേ ഇനോർഗാനിക്കൽ എല്ലാ ടോപ്പിക്കിലും ഉള്ള സാധനം ഡിസ്ട്രിബ്യൂട്ട് ഡി ബ്ലോക്കിൽ ചെന്നാലും കോർഡിനേഷൻ കോമ്പൗണ്ട് ചെല്ലുമ്പോൾ എല്ലാം ബോണ്ടിങ് മാത്രമേ ഉള്ളൂ. പിന്നെ പി ബ്ലോക്കിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ സിനോണിന്റെ കോമ്പൗണ്ടുകളും ഇത് തന്നെ സ്ട്രക്ചർ ഇട്ട് ചോദിക്കും. പക്ഷെ നമുക്കത് പെട്ടെന്ന് ബോണ്ടിങ്ങിന്റെ ചോദ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്. ഈ 2 ചാപ്റ്റർ ഭയങ്കര കണക്റ്റഡ് ആണ്. ഇതൊരു ജനറൽ ചാപ്റ്റർ ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ബാക്കി ഒരുപാട് കാര്യങ്ങൾ മറ്റ് പല ചാപ്റ്റർ ഇൻക്ലൂഡിങ് ഓർഗാനിക് അവിടെ വരെ ഉള്ളതാണ്. പിന്നെ ഇതിൽ എനിക്ക് വന്നാൽ 4 OH മാറുമ്പോൾ സിലിസിക് ആസിഡ് കിട്ടും. SiOH 4 ടൈംസ് സിലിസിക് ആസിഡ് കിട്ടും. അത് പക്ഷേ മെയിൻസിനില്ല, പക്ഷെ അഡ്വാൻസിനുണ്ട്. നിങ്ങൾ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നല്ല രീതിയിൽ ഓർത്ത് വെക്കണം. അതെ. പിന്നെ ഇതിൽ ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട് ഉണ്ടാക്കാനും അല്ലേ, മെറ്റാലിക് കോപ്പർ വെച്ച് ട്രീറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് അത് സിലിക്കോൺസ്. സിലിക്കോൺസ് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിലിക്കേറ്റ്സ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. മൊത്തം വേണോ, ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചർ എക്സാമ്പിൾ വേണോന്ന് അറിയില്ല. അത് പക്ഷേ ഇതിൽ കൊടുത്തു. പക്ഷെ നമ്മൾ എടുക്കുന്നതാണ്, പക്ഷെ സിലബസിൽ അങ്ങനെ NCERT ആകെ എത്ര ഉള്ളൂ ആ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, അത് മാത്രമേ ഉള്ളൂ. അല്ല ചെയിൻ ഷീറ്റ് ഇതൊക്കെ ആകാമെന്ന് ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം. പക്ഷെ അതിന്റെ എക്സാമ്പിളോ അങ്ങനെയുള്ള സ്ട്രക്ചറുകളോ ഒന്നും കൊടുത്തിട്ടില്ല. അവര് എക്സ്ട്രാ റീഡിങ് ചെയ്യണമെന്നായിരിക്കും നമ്മൾ എടുക്കാറുണ്ട്. നമ്മളിവിടെ എടുക്കാറുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. സിലിക്കോൺസ് ആണെങ്കിലും സിലിക്കോൺസിൽ SiCl3 ആണെങ്കിൽ ഇങ്ങനെ R2SiCl2 ആണ് ഇങ്ങനെ. R2SiCl2 ആണെങ്കിൽ നമുക്ക് എനിക്ക് മറ്റേ ലീനിയർ ആയിട്ട് പോകും. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ SiCl3 എടുത്ത് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്യാം. R3SiCl ഒരു സൈഡിലേക്ക് 3 ബ്രാഞ്ച് വരും, അവിടെ നിൽക്കും, ഇപ്പുറത്തെ സൈഡിലോട്ട് മാത്രം പോകും. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളാണ്. എന്താണല്ലോ അതൊക്കെ അഡ്വാൻസിലേക്കാണ് നമുക്ക് ആ പറഞ്ഞ കണ്ടന്റ് ഒക്കെ. ആ കണ്ടന്റ് അഡ്വാൻസിലേക്ക് ആവശ്യം, അതെന്തായാലും ഓർത്തിരിക്കണം. ഓക്കെ, ഇത് അത്രയല്ലേ ഉള്ളൂ സാറേ? സഫിഷ്യൻറ്റ്. ഇതിൽ ഒരു മിസ്റ്റേക്ക് വേണമെങ്കിൽ ഉള്ളത് ഇത് അല്ലേ, പെർസെൻറ്റേജ് അല്ല കേട്ടോ, ഇത് ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ് ആണ്. ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഡിഗ്രി സെൽഷ്യസിൽ 100.52 ഡിഗ്രി സെൽഷ്യസ്. അത് പറഞ്ഞാൽ ഡേറ്റ് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന 100 ഗ്രാം വാട്ടർ 10 ഗ്രാം AB2 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് സോൾവെന്റ് 100 ഗ്രാം, 1 സോൾവെന്റ് കൊടുത്തേക്കാം. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 10 ഗ്രാം. പിന്നെ ഡെൽറ്റ TBs TB മൈനസ് TB0 ആണല്ലോ. TB എന്ന് പറഞ്ഞാൽ 100.52 എന്നുണ്ട്. TB വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇത് ശരിക്കും 180 ml ആണല്ലേ. 180 ml വരുമ്പോഴാണ് നമ്മൾ 1 ബാർ ഇവിടെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നോർമൽ ബോയിലിംഗ് പോയിന്റ് തരേണ്ടതാണ്. നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്നാൽ 100 ഡിഗ്രി, സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 99.63 സൊല്യൂഷൻ തന്നെ ഉണ്ട്. ആ ചാപ്റ്റർ തന്നെ ഏതൊരു പ്രോളത്തിൽ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളൊന്നും പറയാത്തത് കൊണ്ട് പൊതുവെ നമ്മൾ എനിക്ക് തോന്നുന്നു 180 അസ്യൂം ചെയ്ത് കാണുന്നത്. അപ്പൊ ഇവിടെ 0.52, ഇത് വെള്ളത്തിന്റെ ഗേബ് തന്നെ കിട്ടി അല്ലേ. 0.52 ഡിഗ്രി കാൽക്കുലേഷൻ ഇസ് ഗോയിങ് ടു ബി ഈസി. അതെ. ഇനി എന്നാ ആൽഫ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/2 ഫാക്ടർ വഴി ആൽഫയിലേക്ക് പോവാം. അപ്പോൾ ആൽഫ ചോദിച്ചതിന്റെ ഉറപ്പാണല്ലോ ഡിസോസിയേഷൻ സംഭവിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിന്റെ ഡിസോസിയേഷൻ കൂടെ എഴുതണമല്ലോ അല്ലേ. അപ്പോൾ A2+ ആൻഡ് 2B- അല്ലേ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 3 അല്ലേ സാറേ? അതെ. ഫ്രം 1 മോൾ വി ക്യാൻ ഗെറ്റ് 3 മോൾസ് മാക്സിമം. മാക്സിമം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ I വാല്യൂ കണ്ടുപിടിക്കണം. I വാല്യൂ കിട്ടാതെ നമുക്ക് എന്താ പറയുക ആൽഫ കിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും I3 അല്ലേ സാറേ? അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഇവർ ചോദിച്ചേക്കുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അത് 100 ആണെങ്കിലാണ്
നമുക്ക് മാക്സിമം 3 കിട്ടുക. 100ന് താഴെയാണെങ്കിൽ 3ക്ക് താഴെയുള്ള വാല്യൂസ്. ഇപ്പോൾ NaClൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ച് ചോദിക്കാറുണ്ട്, സാറേ എത്ര % ഡിസോസിയേഷൻ എന്ന് നമ്മളോട് തിരിച്ച് ചോദിക്കണം. അപ്പോൾ നമ്മൾ പറയണം ഓക്കെ യു ക്യാൻ അസ്യൂം കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓർ 100% എന്ന് പറഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് 2. അല്ലാതെ ഇപ്പം ഞാൻ 80% ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് 2 എന്നുള്ള ആൻസറിലേക്ക് മാറാൻ പറ്റില്ല. അത് ഓർത്തോണം കേട്ടോ. ഞങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന 3 ആണെങ്കിലും പൊതുവേ ഉള്ള ഒരു കൺഫ്യൂഷൻ സ്ട്രോങ് അല്ലേ, അങ്ങനെ പറയും. അങ്ങനെ ചെയ്യാം. പക്ഷേ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം NCERT തന്നെ കൊടുത്തിട്ടുണ്ട് 1 മോളാല് 0.1 മോളാല് 0.01 മോളാൽ 0.0 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെരി ഡൈലൂട്ട് സൊല്യൂഷനിലാണ് ഈ 2 എന്ന് പറയുന്ന വാല്യൂ മാക്സിമം വരുന്നത്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ I2 കൊടുത്ത് ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്കൊന്ന് അഡ്വാൻസ്ഡാരോട് മിക്കവാറും അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു, അസ്യൂമിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ അല്ലേ. ഇപ്പൊ ഡെൽറ്റ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാം. പറഞ്ഞ കാരണമുള്ള കൺഫ്യൂഷൻ ആണെങ്കിലേ ഉള്ളൂ. M2 × W1 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0.52 സാറേ. I നമുക്കറിയില്ല. KB വെള്ളത്തിന്റെ തന്നിട്ടുണ്ട് 0.52. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 10 ഗ്രാം 1000. വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്നത് 100 ഗ്രാം ആണ്. ഇൻറ്റു മോളാർ മാസ് ഏത് സൊല്യൂട്ടാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഇത് AB2 അല്ലേ. AB2ൻ്റെ 200 തന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടായി 10 വരും. ഇത് രണ്ടും കട്ടായിപ്പോയി. പിന്നെ ഉള്ളത് I is equal to ഇത് രണ്ടും കട്ടായിപ്പോയി 2. I is equal to കണ്ടോ, അതാ പറഞ്ഞത്. ഇവിടെ I is equal to 3 നമ്മൾ 3 തിയറട്ടിക്കലി പറഞ്ഞാൽ, പക്ഷേ ഇവർ പറഞ്ഞ പ്രോബ്ലത്തിനനുസരിച്ച് I is equal to 2 ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഇക്വേഷൻ കൊടുത്ത് എഴുതായിരിക്കും. എനിക്കൊന്ന് അവർക്ക് ഇക്വേഷൻ അറിയായിരിക്കും. I is equal to alpha is equal to I minus 1/n-1. ഇത് ഡിസോസിയേഷൻ തിരിച്ചു എഴുതാം. അപ്പോൾ ഇവിടെ ആൽഫ ആകുമ്പം I എന്ന് പറഞ്ഞ 2 - 1, n എന്ന് പറഞ്ഞ 3 - 1. സോ ദിസ് ഇസ് 1/2 0.5 അല്ലേ. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 0.5. 50% ഡിസോസിയേറ്റ് പെർസെൻറ്റേജ് ആണോ ഡിഗ്രി അല്ലേ വെച്ചേക്കുന്നത്? ഡിഗ്രി. അപ്പോൾ 0.5 ആയിരിക്കും. ഇപ്പോൾ ഡിഗ്രി പേഴ്സണേജ് ആണെങ്കിൽ 50%. ഇത് ഈക്വേഷനായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്കല്ലാതെ ലോജിക്കലായിട്ട് എഴുതി ചെയ്യാം. അങ്ങനെ ഇനീഷ്യലി ഇങ്ങനെ, പിന്നെ ഇക്വിലിബ്രിയം മീൻസ് ആഫ്റ്റർ ദിസ് ഡിസോസിയേഷൻ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതുപോലെ അസോസിയേഷൻ ഇങ്ങനെ ആൽഫ ഇസ് ഈക്വൽ ടു 1 - I/1 - 1/n വെച്ചും ചെയ്യാം. അതിൽ n എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബിഫോർ എന്ന് ഓർത്താൽ പറയാം. ബിഫോർ അസോസിയേഷൻ, ഇത് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ടാവും. ആഫ്റ്റർ ഡിസോസിയേഷൻ അപ്പോൾ എളുപ്പമുണ്ടാവും, പെട്ടെന്ന് കിട്ടും. ഇവിടെ I വാല്യൂ അല്ല അവർ ചോദിച്ചിരിക്കുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.5. സൊല്യൂഷനിൽ നിന്നും എനിക്ക് തോന്നുന്നത് മറ്റേ അഡ്വാൻസ്ഡ് സൊല്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻസാണ്. കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുക. അത്യാവശ്യം തെർമോഡൈനാമിക്സ് ഒക്കെ മിക്കവാറും നേരെയാണ് ചോദിക്കുക. സൊല്യൂഷൻ പക്ഷെ നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ സൊല്യൂഷൻ. ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ടോ കണക്ട് ചെയ്ത് ചോദിക്കും, KSPയിലോട്ട് കണക്ട് ചെയ്ത് ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, ഇത് കുഴപ്പമില്ല അല്ലേ. ഇത് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ, കാൽക്കുലേഷനും ഭയങ്കര. ഇത്രയും കാൽക്കുലേഷൻ വരിക എന്നുള്ളത് നമ്മൾ റെയർ ആയിട്ടാണ് കാണുന്നത്. ഇത്രയും കാൽക്കുലേഷൻ പോലും കണ്ടല്ലോ. അപ്പൊ തന്നെയല്ല, നിങ്ങളൊന്ന് ആലോചിക്കേ, അവർ ആ KB-യുടെ വാല്യൂ വരുന്ന പോലെ തന്നെ തന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാൽക്കുലേഷൻ പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ NCERT-ലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നല്ല കാൽക്കുലേഷൻ ഉള്ളതാണ്. NCERT-ലെ ബാക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ കട്ട് ചെയ്ത് പോകുന്ന പ്രോബ്ലംസ് അല്ല. അത് നമ്മൾ ശരിക്കും 1.893 അങ്ങനെയൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ, അല്ലാത്ത നമ്മൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടാണ്. എന്നിരുന്നാലും ആ ക്വസ്റ്റ്യൻസിന്റെ കണ്ടന്റ് നല്ലതാണ്. കണ്ടന്റ് നല്ല ക്വസ്റ്റ്യൻസ് അല്ല, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പോകുന്നത് തന്നെയാണ്. എനിക്കൊന്ന് നമ്മൾ ക്ലാസ്സിൽ റെസിഡൻഷ്യൽ ബാച്ചുകളെല്ലാം എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഏകദേശം 34-35 ക്വസ്റ്റ്യൻസോളം ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല ക്വസ്റ്റ്യൻസ് അല്ല, നല്ല ക്വസ്റ്റ്യൻസ്. ഇത് ഓക്കെ അല്ലേ തന്നെ? അതെ. ഓർഗാനിക് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ഇൻ പ്രൊഡക്റ്റ് ബീസ്. നമുക്ക് ഈത്തൈൽ ബെൻസീൻ ആണ് തന്നിരിക്കുക. KMnO4 KH ഹീറ്റ്, KMnO4 KOH ഹീറ്റ് ഗീവിങ് A ആണ്. ദെൻ A റിയാക്ട് വിത്ത് HNO3 H2SO4 ഗീവിങ് B. ഇപ്പോൾ ബിയിലെ പൈ ബോണ്ടുകളുടെ എണ്ണമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ ഫെമിലിയർ ആയ ഒരു റിയാക്ഷനാണ്. ഫസ്റ്റ് വൺ, അതിൻ്റെ സൈഡ് ചെയിൻ ഏതാണെങ്കിലും അൺലെസ് ഇറ്റ്സ് എ ടെർഷ്യറി ബ്യൂട്ടൈൽ ലൈക്ക്, അതെല്ലാം ബെൻസോയിക് ആസിഡിലേക്കാണ് പോകുക. അപ്പോൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം ബെൻസോയിറ്റ് ആണ് നമുക്ക് ആദ്യം കിട്ടുക ആൽക്കലിയുടെ പ്രസൻസ്. പിന്നെ നമ്മൾ നൈട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ബെൻസോയിക് ആസിഡും അതെ COOH മെറ്റാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ട് NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിലായിരിക്കും എൻ്റർ ചെയ്യാം.
അതെ. അപ്പോൾ ഇത് നമ്മൾ ഇത് ഹീറ്റിംഗ് കണ്ടീഷൻ കൊടുക്കണം. പ്രിൻറ്റിങ് നമ്മൾ ആ മെമ്മറി വേസ്റ്റ് പിള്ളേർ പറഞ്ഞപ്പോൾ അങ്ങ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഹീറ്റിംഗ് കണ്ടീഷൻ വേണം. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ H+ കൂടെ വന്നാലാണ് ബെൻസോയിക് വരുള്ളൂ. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ നൈട്രേഷൻ നടത്തുന്നുണ്ട്. ഇനി അതെല്ലാം ഇവിടെ ചിലപ്പോൾ 2 എഴുതി H+ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ ആകുമ്പോൾ ബെൻസോയിക് ആസിഡിലേക്ക് മാറ്റും. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നാൽ ശരിക്കും ഈ ഒരു റിയാക്ഷൻ നടക്കില്ല, ബെൻസോയിക് ആസിഡിലേക്ക് മാറത്തില്ല. പിന്നെ ഈ നൈട്രേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ NO2+ അല്ലേ വരുന്നത്, ഇലക്ട്രോഫൈൽ. ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നൈട്രിക് ആസിഡ്. ശരിക്കും നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആസിഡ് ആയതുകൊണ്ട് H+ റിലീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് H+ റിലീസ് ചെയ്ത് NO3- മാറുന്നെങ്കിൽ പിന്നെ റിങ്ങിലോട്ട് കയറില്ല. കാരണം റിങ് ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പിന്നെ റിങ്ങിലോട്ട് ഇത് കയറാൻ പാടാം. ഇലക്ട്രോഫിലിക്. അപ്പോൾ നമ്മൾ നിർബന്ധിതമായിട്ട് ഇതിനെ ഇങ്ങനെ മുറിക്കണം, അല്ലേ സാറേ? ഇങ്ങനെ മുറിക്കണമെങ്കിൽ ഇങ്ങനെ മുറിക്കണമെങ്കിൽ ഇത് OH- റിലീസ് ചെയ്ത് NO2+ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് ബേസ് ആയി പോകും. അപ്പോൾ ഇയാളെ ബേസ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് വെച്ച് ഇതിനെ മിക്സ് ചെയ്യുന്നു, ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇയാളെ നമ്മൾ ബേസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആക്ച്വലി നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബേസ് ആണ്. ബേസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ NO2 ഗ്രൂപ്പ് ഇവിടെ ചെല്ലുമ്പം നമ്മൾ ബെൻസോയിക് ആസിഡ് മെറ്റാ ഡയറക്റ്റിംഗ് ആൻഡ് റിങ് ഡീആക്ടിവേറ്റിംഗ് ആണല്ലോ, -R എഫക്റ്റ്. അപ്പോൾ ഇവിടെ ഓർത്തോ പാരാ പൊസിഷനിലെല്ലാം പ്ലസ് ചാർജ് ആയിരിക്കും. അപ്പോൾ NO2+ കുറച്ചുകൂടെ സൗകര്യം, റിലേറ്റീവ്ലി ഇലക്ട്രോൺ റിച്ച് ആയ ലൊക്കേഷനിൽ കയറുക. പക്ഷെ എന്നാലും ഇത് ശരിക്കും തിയറട്ടിക്കലി പറഞ്ഞാലും കുറച്ച് പാടല്ലേ, ടഫാ. കാരണം ഇത് ഡീആക്ടിവേറ്റഡ് റിംഗ് ആണ്. അപ്പോൾ നമ്മൾ തിയറട്ടിക്കലി അങ്ങനെ എഴുതി വിട്ടു. പക്ഷേ ഇവിടെ മേളിൽ ഫിനോളൊക്കെ ഇൻസ്റ്റന്റ് ബുക്കിൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇത് തന്നെ ഇൻസൈറ്റ് കൊടുത്തത്. സെയിം എക്സാമ്പിൾ ഇത് എൻസൈറ്റിൽ അങ്ങനെ തന്നെ കിടക്കുന്ന. അപ്പൊ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് അതെ കാർബോക്സിലിക് ആസിഡ്സിൽ ശരിയാണ്. അതെ. അപ്പൊ ഇതിനകത്ത് വേറെ എന്താണ് ആൻസർ ആയില്ല. അതെ അതാണ് ബൈബോണ്ടിങ്ങൾ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, പലയിടത്തുണ്ട്. അപ്പൊ കൃത്യമായിട്ടൊരു കെമിക്കൽ ബോണ്ടിങ് കൂടെ ഒരു കൃത്യമായിട്ട് ധാരണ. ഞാൻ സാറിന് വേണേൽ സ്ട്രക്ചർ വെച്ച് തന്നേക്കാം. C+OH N അതെ. അപ്പൊ അങ്ങനെ പൈ ബോണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 പൈ ബോണ്ട്സ് ആണ് ഇതിൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ചാടി കയറി രണ്ട് ഡബിൾ ബോണ്ട് ഒന്നും വരച്ചേക്കരുത്. നൈട്രജൻ ആണ്, സെക്കൻഡ് പീരിയഡ് എലമെന്റ് ആണ്. കോവലൻസി ഇപ്പൊ തന്നെ 4 ആണ്, ഇനി 5 ആക്കരുത്. അതെ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഡിസ്കഷനിൽ ഇരുന്നപ്പോൾ കണ്ടാണ് ഒരാൾ ചോദിച്ചു നൈട്രജന് +5 കാണിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു, എന്നിട്ടും നൈട്രജൻ അല്ല അങ്ങനെ എന്തോ N2O5 പക്ഷെ നൈട്രജൻ +5 ഉണ്ടല്ലോ സാർ അങ്ങനെ ചോദിച്ചു. പക്ഷെ +5 കാണിക്കുന്നു അങ്ങനെ ചോദിച്ചു. രണ്ടും രണ്ട് കോൺസെപ്റ്റ്. അത് നമ്മൾ സ്വന്തമായിട്ടങ്ങ് മിക്സ് ചെയ്താ. ശരിക്കും കോവാലൻസി ആണ് 5 കാണിക്കാത്തത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 5 കാണിക്കും. അത് 5 ആവത്തില്ല. കാരണം ആകെ 4 ഓർബിറ്റിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും 5ാമത്തെ ഓർബിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ 4 ഓർബിറ്റിൽ 5 ഇലക്ട്രോണിന്റെ 5 ലോസ്റ്റ് ആവാം. അതുകൊണ്ട് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. ശരിക്കും ഭയങ്കര സിമ്പിൾ കോൺസെപ്റ്റാണ് ഡി ഓർബിറ്റലിലെ. പക്ഷെ ചിലർക്ക് അത് പ്രശ്നമുണ്ടാവും. അതുകൊണ്ടാണ് ഈ മിക്സ് ചെയ്ത് ചോദിക്കുന്നത്. +5 ഞാനിട്ട് ചോദിച്ചു, +5 കാണിക്കാൻ പറ്റില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. 5 കോവാലൻസി പറ്റത്തില്ല. അപ്പൊ അങ്ങനെ തന്നെ ചോദിച്ചാൽ +5 കാണിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. അങ്ങനെ ചോദിച്ചു എന്നിട്ട് പറയുന്നു N2O5 +5 ഉണ്ടെന്ന്. അത് ഭയങ്കര സീരിയസ് ആണ്. അത് ഇവിടെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർക്കുന്നത്. കാരണം കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നൈട്രജൻ +5 ഇല്ല, അങ്ങനെയാണ് വിചാരം. ഓക്കെ ശരി. അപ്പൊ ഇതാണെങ്കിലും ഇതെനിക്ക് തോന്നുന്നു സാറേ കോവലന്റ് ബോണ്ടിങ് അയോണിക് ബോണ്ടിങ്ങും തമ്മിലുള്ള ഒരു കോൺസെപ്റ്റുവൽ ക്ലാഷ് ആയിരിക്കണം ഇതിലേക്ക് നയിക്കുന്നത്. ഇതിലേക്ക് ഈ പ്രശ്നത്തിൽ ഈ +5 എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡിയൽ അയോണിക് ബോണ്ട് അസ്യൂം ചെയ്ത് പറയുന്ന ഒരു കാര്യമാണല്ലോ. അതേസമയം മറ്റേത് ഐഡിയൽ കോവലന്റ് ബോണ്ടിങ് അസ്യൂം ചെയ്ത നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് അല്ലെ കോവലന്റ് ബോണ്ടിങ്ങിലാണ്. അതെ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരിക്കാം. പിന്നെ ഈ കോവാലൻസി ഒന്നും ഇപ്പം സാറേ ഇവിടെ 2 ഡബിൾ ബോണ്ട് ആയിട്ട് വരച്ചാലും ഈ റെസൊണൻസ് സ്ട്രക്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലർ ഈ കോവാലൻസി എണ്ണത്തില്ല. അവർ ആ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഒക്കെ മാത്രം നോക്കുള്ളൂ. പക്ഷേ ശരിക്കും നൈട്രജന്റെ കോവാലൻസി 5 ഇട്ടിട്ടായിരിക്കും അവർ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവുക. അത് സ്ട്രക്ചർ ചെയ്യാതെ പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ആ കോവാലന്റ് മാക്സിമം ആണോ മിനിമം ആണോ അതൊക്കെ നോക്കി ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാർ ഇതിന്റെ അസിഡിറ്റി എങ്ങനെയായിരിക്കും ബെൻസോയിക് ആസിഡിനേക്കാൾ? നൈട്രോ ഗ്രൂപ്പ് അല്ലേ? ഉറപ്പായിട്ടും നൈട്രോ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പം ഇവിടുത്തെ നമ്മുടെ കാർബോക്സിലേറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. ദാറ്റ് മീൻസ് ദിസ് ഇസ് മോർ അസിഡിക് ദാൻ നോർമൽ ബെൻസോയിക് ആസിഡ്.
ഇനി ഫോർമൽ ചാർജ് ഉള്ള കോൺസെപ്റ്റ് ഉണ്ട് ഇതില് അങ്ങനെ ഒരു പരിപാടികൾ അങ്ങനെയുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ സ്ട്രക്ചർ ഇടുമ്പോൾ അങ്ങനെ ഇടുന്നുണ്ട്. ഇവിടെ ഇത് പ്ലസ് ഒന്നും ഇത് നോർമൽ കോവലന്റ് ബോണ്ട് കാണിച്ച് മൈനസ് എഴുതുന്ന ഒരു കൺവെൻഷനും. അതെ. ഇപ്പൊ ഫോർമൽ ചാർജ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പല കാര്യങ്ങളാണ്. എല്ലാം കൂടെ മിക്സ് ആവും. അതെ, അങ്ങനെ പ്രശ്നമുണ്ട്. അതെ അതെ അതെ. നമ്മൾ ഈ ഓസോണൊക്കെ എഴുതിയിട്ട് അതിന്റെ മേളിൽ -1 +1 ഒക്കെ ഇടുമ്പോൾ പിള്ളേർ തെറ്റിദ്ധരിക്കും. അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലും പറയും. നമ്മൾ ഫോർമൽ ചാർജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർമൽ ചാർജും കൂടെ നോക്കി, ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണ്. ഇപ്പോൾ മറ്റേ അസൈഡയൺ ഒക്കെ തരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ നല്ലത് തീരുമാനിക്കുന്ന ഈ ഒരു ഫോർമൽ ചാർജ് വെച്ചിട്ടാണ്. ലിവി സ്ട്രക്ചർ ഏറ്റവും സ്റ്റേബിൾ കണ്ടെത്തുക, ലീസ്റ്റ് ഫോർമൽ ചാർജ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഇവിടെ ആൻസർ 5 ബോൺസ്. ഇപ്പം നമ്മൾ കുറേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു, അസിഡിറ്റി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. ഇത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ഓൾ പെയർഡ് ഇലക്ട്രോൺസ് ഇൻ T2G സെറ്റ് ഓഫ് ഓർബിറ്റൽ. ഇവിടെ പല കാര്യങ്ങളാണല്ലോ സാറേ. T2G ഓർബിറ്റലിൽ എല്ലാ ഇലക്ട്രോണും പെയർഡ് ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളി അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് വേണം അത് പറയാൻ. ഇപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് Cr3+ ആണ്, D3 ആണ്. അപ്പോൾ തന്നെ നമുക്കത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കൊബാൾട്ട് 2+ലേക്ക് പോകാൻ D7 ആണ്. അതെ, വാട്ടറിലേക്ക് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് വീക്ക് ഫീൽഡ് കേസ്, നോർമൽ വീക്ക് ഫീൽഡ് കേസ് തന്നെയാണ് വരിക. അപ്പോൾ T2Gയിൽ 3 ഇലക്ട്രോൺ കയറിയിട്ട് ബാക്കി 4ഉം 5ഉം EGയിൽ പോയി മിച്ചമുള്ളത് തിരിച്ച് താഴെ. അതെ, അപ്പോൾ T2G ഫില്ലല്ല. അപ്പോൾ 6ഉം 7ഉം താഴെ വീണ്ടും. ഇപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ അവിടെ നിൽക്കുകയാണ്. ദെൻ കൊബാൾട്ട് 3+ലേക്ക് പോകുമ്പോൾ മറ്റൊരു ഫാക്ടർ കൂടെ, സ്പ്ലിറ്റിങ്ങിനെ ഗവേൺ ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ കൂടെയാണ് വരുന്നത്. കൊബാൾട്ട് 3+ D6 സിസ്റ്റം. അതെ, വാട്ടർ ആക്ച്വലി വീക്ക് ലിഗാൻഡ് ആണ്, ബട്ട് ഇവിടെ പെയറിങ് നടക്കും. അതായത് കൊബാൾട്ട് 3+ വിത്ത് അല്ലേ, ഇത് D6 സിസ്റ്റമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് T2Gയിൽ അല്ലേ 1 2 3 കഴിഞ്ഞ് വാട്ടറിൽ ഈവൻ വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ പോലും 4 5 6 വരും. അപ്പോൾ ഇതിനകത്ത് എല്ലാ T2G ഫുള്ളി ഫിൽഡ് ആണ്. അതെ, T2G6 കോൺഫിഗറേഷൻ, നോൺ പെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്സിലേറ്റ് വരുമ്പോഴും അതെ, ഓക്സിലേറ്റ് വരും. അത് വാട്ടറിനേക്കാൾ ഓക്സിലേറ്റ് വരുമ്പോഴും അമോണിയ വരുമ്പോഴും, അമോണിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മറ്റേ ഇവിടെ നമ്മൾ അമോണിയ വരുമ്പോഴാണെങ്കിലും മറ്റേ അവിടെ പക്ഷേ നമുക്ക് പെയറിങ് നടത്തിയിട്ട് വലിയ പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് അത് അൺപെയറിങ് തന്നെ വെച്ചോണ്ടല്ലേ അപ്പുറത്തുള്ള ഓർബിറ്റിൽ യൂസ് ചെയ്യുന്നത്. 2+ അമോണിയ വരുമ്പോൾ, 3+ അമോണിയ വരുമ്പോൾ പിന്നെ അമോണിയ സ്ട്രോങ് ആണ്, അതുകൊണ്ട് നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വാട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും വീക്ക് ലിഗാൻഡ് ആണല്ലോ. അതെ, നോർമലി നമ്മുടെ ബോർഡർ ലൈനിൽ വരുന്ന ഒരാളാണ്. അതെ, ഇപ്പോൾ വാട്ടറിന് പുറകിലുള്ള ഓക്സിലേറ്റും ഇവിടെ സ്ട്രോങ് ഫീൽഡ് പോലെ വർക്ക് ചെയ്യും. സോ അത് വാട്ടർ സ്ട്രോങ് പോലെയാണെന്നുള്ള അറിയാൻ വേണ്ടി ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടി നമുക്കത് ഉപയോഗിക്കാം. എനിക്കൊന്നും നമ്മുടെ പിള്ളേർ ഇതൊക്കെ പിന്നെ നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അതെ അതെ. അപ്പോൾ ഈ കോമ്പൗണ്ട് ഡയറക്റ്റ് ഇൻസ്റ്റേറ്റിൽ മെൻഷൻ ചെയ്യാത്ത ഒന്നാണ് ഇത്. ഓക്സിലേറ്റോടെ കാര്യം പറയുന്നുണ്ട്. ഓക്സിലേറ്റോണ്ട് അമോണിയ ഉണ്ടെന്ന് തോന്നുന്നു. അമോണിയം പറയുന്നുണ്ട്. വാട്ടർ പറയുന്നില്ല. വാട്ടറിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള വാട്ടറുമായിട്ടുള്ള കോംപ്ലക്സിന്റെ കാര്യമൊന്നും അവർ മിണ്ടിയിട്ടില്ല. എക്സെപ്ഷണൽ കേസ് ഒന്നും തന്നെ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്സിലേറ്റർ മാത്രം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കോപ്പർ അമോണിയ കോംപ്ലക്സ് ഇല്ലേ, അതും മറ്റേ DSP അതും പക്ഷേ NCERT കോംപ്ലക്സ് പക്ഷേ P ബ്ലോക്ക് കിടപ്പുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും ഒരു അൺയൂഷ്വൽ ജമ്പിന്റെ കാര്യമൊന്നും NCERT അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളത് JEE സ്റ്റുഡൻസ് ആയതുകൊണ്ട് അത് ഓർത്തിരിക്കണം എന്തായാലും. ഇപ്പം എന്തായാലും ബാക്കിയുള്ള എല്ലാവരും ഇൻസ്റ്റേറ്റിലുള്ള പരിചയമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ C എന്ന് പിക്ക് ചെയ്യാം. ഇനി ഇൻ കേസ് നമുക്ക് ഈ എക്സെപ്ഷൻ പരിചയമില്ലെങ്കിൽ. അതെ, പിന്നെ ഇത് Fe2+ ആണല്ലോ, D6 ആണ്. T2G4 EG2 T2G4 EG2 മേലെ വരും. ഇപ്പോൾ ഇവിടെ T2G എല്ലാം ഫില്ലുള്ളത് ഓപ്ഷൻ C ക്കാണ്. പിന്നെ അത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ നമ്മൾ ആ G ഉപയോഗിക്കില്ല. ടെട്രാഹൈഡ്രലാണെങ്കിൽ T2 ആൻഡ് ഈ സെൻട്രോസിമെട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ജെറൈഡ് ആ ഒരു വാക്കുകളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ പണ്ട് എനിക്ക് തോന്നുന്ന ബോണ്ടിങ് ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ജെറൈഡ് ആൻഡ് ജെറൈഡ് ഒക്കെ നമ്മൾ പണ്ടത്തെ എക്സാമിന് ചോദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ചോദിച്ചു കണ്ടില്ല. ഇപ്പം ആരും അങ്ങനെ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പി ഓർബിറ്റലിന്റെ കാര്യം ഡി ഓർബിറ്റലിന്റെ കാര്യം പറയുമ്പോൾ അവിടെ തൊട്ട് നമ്മൾ ജിയും യുവും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പം അങ്ങനെ പറയുന്നില്ല. അപ്പം ഇതിൽ പിന്നെ ഒക്ടാഹൈഡ്രൽ പിന്നെ എന്താ പറയുക ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ കണ്ടാണ്. കളർ പറയാനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലൊരു ചെറിയ കോൺട്രഡിക്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിഗാൻഡുകളെല്ലാം പോയിന്റ് ചാർജുകളാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ തിയറി മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇങ്ങനെ പോയിന്റ് ചാർജുകളായിട്ട് കിടക്കുന്ന ഹാലോജൻസ് പക്ഷേ സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഏറ്റവും അവസാനമായിപ്പോയി.
വീക്കായിപ്പോയി. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർക്ക് പറ്റില്ല. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഈ തിയറിക്ക് പറ്റില്ല. പിന്നെ ബാലൻസ് ബോണ്ട് തിയറിയെക്കാളും ഭേദാട്ടോ. തിയറി ഫുൾ ഓഫ് അസംഷനാണ്. ഇത് വന്നാൽ ഇങ്ങനെ ഇത് അപ്പോൾ കുട്ടികൾ നമ്മളോട് ഡൗട്ട് ചോദിച്ചു വരുമ്പോഴും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചാണ് അങ്ങോട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിന്ന് പുറകോട്ട് വി ബി തിയറിലേക്ക് പോലെ നടക്കുള്ളൂ. വി ബി തിയറി വെച്ചോണ്ട് ഒന്നും നടക്കില്ല. അവർ പറഞ്ഞു ഇതൊക്കെ വന്നാൽ പെയർ ചെയ്യും, ഇതൊക്കെ വന്നാൽ പെയർ ചെയ്യില്ല. എന്നിട്ട് അതിന്റെ ലിമിറ്റേഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. വി ബി തിയറി ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് അസംഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഹിസ്റ്റോറിക് ആയ പ്രോസസ്സാണ്. വി ബി ടിക്ക് ശേഷമാണ് കുറെ കാലം കഴിഞ്ഞ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വരുന്നത്. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ പിന്നെ നമുക്ക് കുറെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. CFT വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം ലിഗാൻഡ് ഫീൽഡ് തിയറി മറ്റോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിർത്തി LFTയും പിന്നെ MOTയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ പറഞ്ഞ ഈ LMCT ഒക്കെ, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ KMNO4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ കൂടി നല്ല ഇന്റൻസ് കളർ കാരണം അതിന്റെ പക്ഷേ DNF കൊടുത്തിട്ടുണ്ട് കളർ ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വീക്ക് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് KMNO4 is explained by MO theory which is beyond the scope of this അത്ര എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ സെന്റൻസ് വരെ ഉണ്ട്. MO തിയറി ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള കാര്യം. ചാർജ് ട്രാൻസ്ഫർ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. KMNO4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ നമ്മൾ ഡയാമാഗ്നറ്റിക് കാർബണൈലിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വളരെ നന്നായിട്ട് അവർ സൈനർജിക് എഫക്റ്റ് ഉണ്ട് അവിടെ MO തിയറി ഉപയോഗിച്ചു പൈ സ്റ്റാറിലോട്ട് ചെല്ലുമ്പം അതും. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് സൈനർജിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ബൈ ഏത് തിയറിയാണ്? മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ജെയ്ക്ക് ഏതിൽ നിന്ന് ഏതിലോട്ടാണ് ഡൊണേഷൻ വരുന്നത്? പൈ സ്റ്റാർ ഓഫ് CO D ഓഫ് മെറ്റൽ ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട്. മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് പൈ സ്റ്റാറിലോട്ട് ചെല്ലുന്ന ആക്ച്വലി അവർക്ക് ഇഷ്ടമല്ല. കാരണം പൈ സ്റ്റാറിലോട്ട് ഇലക്ട്രോൺ കിട്ടുമ്പം പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ വീക്ക് ആവുക ചെയ്യുക. അപ്പം CO ബോണ്ടിന്റെ സ്ട്രെങ്ത് അവിടെ കുറയും. പക്ഷെ അതേസമയം മെറ്റൽ കാർബൺ ബോണ്ട് കൂടും. അപ്പൊ പൈ സ്റ്റാറിലേക്ക് കുറച്ച് ഇലക്ട്രോൺ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രെങ്ത് കൂടും. അപ്പൊ ഇവിടുത്തെ സ്ട്രെങ്ത് കുറയും. അങ്ങനെ ഒരു MC ബോണ്ട് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് നിങ്ങൾക്ക് അവർക്ക് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ ചോദിക്കാറുള്ളൂ. അത് സൈനർജിക് എഫക്റ്റിൽ പറയുന്നു. ഓക്കെ സാറേ, ഇത് എങ്കിൽ മാത്രം ചിലപ്പോ ഇങ്ങനെ കിട്ടുമായിരിക്കും അല്ലേ സാറേ? ഈ C ഓർണറ്റിക് ഇല്ല, അതുമില്ല. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക് കളറ് ശരിക്കും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിന്റെ ഏറ്റവും വലിയൊരു ഇത് അതാണ്. കളറുകളും കോമ്പൗണ്ടുകളും ഒക്കെ നമ്മൾ ശരിക്കും ഇത്രയും 30 ക്വസ്റ്റ്യനിൽ ശരിക്കും 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഈ ക്വാളിറ്റേറ്റീവ് നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നാണ് വരുന്നത്. ശരിക്കും ആ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസിനുണ്ടല്ലോ, അഡ്വാൻസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഉപേക്ഷിക്കരുതെന്നാണ്. പക്ഷേ എനിക്ക് ആ ചാപ്റ്റർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. തീർച്ചയായും അല്ലേ, അതാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി ലൈഫ് ഉള്ളതാക്കുന്നത്. ആ ഒരു ചാപ്റ്റർ നമ്മൾ ജസ്റ്റിഫിക്കേഷനും ഒക്കെ കൊടുത്ത് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സോൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഭയങ്കര ഒരു ഫീലിംഗ്. അതിന്റെ ടൈറ്റിൽ തന്നെ സിസ്റ്റമാറ്റിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സാറേ ഇതാണ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ആ ഒരു രീതിയിൽ പഠിക്കണം. ആ ചാപ്റ്റർ ശരിക്കും എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അല്ല, കൂടുതൽ പേർക്ക് അത് പക്ഷേ കുട്ടികൾക്ക് അത് ടെസ്റ്റുകൾ പഠിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണല്ലോ എൻജോയ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഇവിടെ അയണിന്റെ കുറെ കോംപ്ലക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് വെരി ഫെമിലിയർ പ്രഷ്യൻ ബ്ലൂ ആണല്ലോ, അതിന്റെ പേര് അങ്ങനെയാണ്. അപ്പം ഫെറിക് ഫെറോസൈനൈഡ്. അതെ. അപ്പൊ അത് നമുക്ക് സിയിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ സാറേ, അത് കണക്ട് ചെയ്തു. രണ്ടാമത്തത് 3+ തയോസയനൈറ്റ് ആണ്. അത് റെഡ് ആണ്, റെഡ് കളർ. അത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫറും നൈട്രജനും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് സോഡിയം സയനൈഡും സോഡിയം സൾഫൈഡും ഉണ്ടാകുന്നതിന് പകരം സോഡിയം തയോസയനേറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് കിട്ടും, ലിമിറ്റഡ് എമൗണ്ടിൽ സോഡിയം ഉപയോഗിച്ചാൽ. അപ്പോൾ ഇത് ശരിക്കും ഒരു ബ്ലഡ് റെഡ് കളറിൽ വരും. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി സാറ് പറഞ്ഞ പോലെ കുറച്ച് സോഡിയം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ സയനൈഡും സൾഫൈഡും അവരുടെ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ കാണിക്കും. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലഡ് റെഡ് കളർ. പിന്നെ എനിക്കൊന്ന് പ്രാക്ടിക്കൽ കെമിസ്ട്രിക്കകത്തെ അവർ കൊടുത്തിരിക്കുന്ന FeSCN ത്രൈസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കോമ്പൗണ്ട് റിവേഴ്സിബിൾ കോമ്പൗണ്ടോ അങ്ങനെ NCERT അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേഷാർട്ട്ലിയറിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കളറിന്റെ കോൺസെൻട്രേഷൻ എഫക്ട് പറയാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പല ഫോംസിൽ അത് എക്സിസ്റ്റിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് ചാർജ് ഒക്കെ കൊടുത്തൊന്ന് റെപ്രസെന്റ് ചെയ്താൽ മതിയാവും. അതെ, അപ്പോൾ അത് ബ്ലഡ് റെഡ്. പിന്നെ FeSO4 ഒരു പേരുണ്ടല്ലോ സാറേ, നമ്മൾ കോമൺലി പറയുന്ന മറ്റേ അതെല്ലാം നമ്മുടെ കളർ വെച്ചോണ്ട് പറയില്ലേ, നമ്മുടെ കോപ്പർ സൾഫേറ്റ് 5H2 നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രീൻ വിട്രിയോൾ. ഗ്രീൻ വിട്രിയോൾ. അപ്പൊ ഇതിന്റെ പേര് ഗ്രീൻ വിട്രിയോൾ എന്നാണ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതേ കളർ കിട്ടി അല്ലേ, ഗ്രീൻ വിട്രിയോൾ. നമ്മുടെ ZN ആണെങ്കിൽ
സിങ്ക് ആണെങ്കിൽ ZnSO4 7H2 ആണെങ്കിൽ വൈറ്റ് വിട്രിയോളും പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് 5H2 ഇതാണ് ബ്ലൂ വിട്രിയോളും. അപ്പോൾ ഈ 3 വിട്രിയോൾ ഓർത്ത് വെച്ചാൽ ആ കളർ കൂടെ കിട്ടിക്കോളും. എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഒന്ന് ഉപയോഗിക്കുക. ഇതിന്റെ കളർ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഇവർ നന്നായിട്ട് അറിയാവുന്ന. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യായിരിക്കും. സാർ ഈ കോമ്പൗണ്ടുകൾ രണ്ടിടത്ത് വരുന്നുള്ളൂ. ഓർഗാനിക്കിന്റെ ആ പ്യൂരിഫിക്കേഷൻ അതിലും വരുന്നുണ്ട്, സോൾട്ട് അനാലിസിസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ടെസ്റ്റ് ആയിട്ട് അല്ലേ? ഇത് പിന്നെ നമ്മുടെ ഇക്വിലിബ്രിയത്തിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്രഷ്യൻ അവരാ പറയുന്ന നൈട്രജന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഷ്യൻ ബ്ലൂ ഓർ ഗ്രീൻ കളറേഷൻ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ FeSO4 നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ Fe2+ന് ഓക്സിഡേഷൻ നടന്ന് Fe3+ ഉണ്ടാവും. ഇത് ഗ്രീനും ഇത് യെല്ലോയും ആണ്. അപ്പോൾ ഇത് എക്സസ് എങ്ങാനും കടന്നു കഴിഞ്ഞാൽ അല്ലേ? അതെ. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കാതെയോ അങ്ങനെ എക്സസ് കിടന്ന ഈ ബ്ലൂവും ഗ്രീൻ യെല്ലോയും കൂടെ കമ്പൈൻ ചെയ്ത് ഗ്രീൻ കളറിലേക്ക് എന്ന് വിചാരിച്ച് നിങ്ങൾ ടെസ്റ്റ് ഫെയിൽ ആയെന്നല്ല, നിങ്ങൾക്ക് 8 Fe3+ കുറച്ച് കൂടുതലായിപ്പോയെന്ന അല്ലേ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ പ്രഷ്യൻ ബ്ലൂ സൊല്യൂഷൻ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് പോകുന്ന കാര്യം പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. ഫെറോസാനൈഡിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ KFE അതൊരു കൊളോയിഡൽ ഫോമിലേക്ക് മാറും. അത് പ്രാക്ടിക്കൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ. കൊളോയിഡൽ ഫോമിലേക്ക് പോകുന്നുള്ള കാര്യം. സോല്യൂബിൾ പ്രഷ്യൻ ബ്ലൂ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അത് ഇത് അല്ല സാറേ A1ന്റെ കോഡ് 1C 2A. ഓക്കെ. അപ്പോൾ 1C 2A ഇത് തന്നെയല്ലേ? അതെ. അപ്പോൾ ആൻസർ ആയി വരും. കോമ്പൗണ്ട് ഇത് തന്നെ ആയിരിക്കാം. മെമ്മറി ബേസ്ഡ് ആണ്, ഇത് തന്നെ ആയിരിക്കാം കളറൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വീണ്ടും നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെയാണ് നിൽക്കുന്നത്. 2 കോംപ്ലക്സസ് തന്നിരിക്കുന്നു. ഫെറസ് H2O6 കോപ്പർ 2+ H2O6 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീക്ക് ഫീൽഡ് ഇതും വീണ്ടും നമ്മൾ ഇതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. Fe2+ H2O6 എന്ന് പറയുമ്പോൾ അപ്പുറത്ത് അപ്ലൈ ചെയ്ത അതേ തിയറി ഓർമ്മയുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ എഴുതാം. സെയിം തിങ്. അപ്പോൾ നമ്മൾ അപ്പുറം കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ T2Gയിലാണ് പെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത്. പാരാമാഗ്നറ്റിക് അല്ലേ? ഇത് D6 സിസ്റ്റം ആണ്, വീക്ക് ഫീൽഡ് ആണ്. T2G4 EG2 കോൺഫിഗറേഷൻ ആയിരിക്കും. T2G4 EG4 1 2 3 4 5 6 7 അല്ല ഇങ്ങനെ വരും. 6 ഇങ്ങനെ വരും. അപ്പം മൊത്തം 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. അതെ. പാരാമാഗ്നറ്റിക്. പിന്നെ കോപ്പർ ആണെങ്കിൽ 2+ നോക്കണ്ടായിരിക്കും. അത് നോക്കണ്ട, കാരണം കോപ്പർ 2+ ആകെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ. ഒരെണ്ണം വെച്ചോണ്ട് എന്തായാലും പെയർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പാരാമാഗ്നറ്റിക് ആയിരിക്കും. രണ്ടും പാരാമാഗ്നറ്റിക് ആണ്. പാരാ അല്ലേ? ബി സിമ്പിൾ വൺ. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, ഈ ഒരു കോൺസെപ്റ്റിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. നമ്മൾ തുടങ്ങിയ ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്, ക്രോമിയത്തിന്റെ അല്ലേ? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കണ്ടാൽ അത് കഴിഞ്ഞ തവണത്തെ സെക്ഷനിലുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ 2 ഉണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, ഇത് കുഴപ്പമില്ല സാറേ? ഇല്ല. നമ്മൾ മുമ്പേ റേഡിയസ് വെച്ചു അല്ലേ? റേഡിയസ് ഉള്ള കോമ്പൗണ്ടിൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ആൽക്കഹോൾസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആൽക്കഹോൾ തന്നിരിക്കുന്നു 1 മീഥൈൽ സൈക്ലോഹെക്സനോൾ. അത് H2SO4 ഹീറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ചെയ്യും. പിരിഡീൻ്റെ പ്രസൻസിൽ ഇത് പിരിഡീനാണ് കേട്ടോ, അവിടെ എന്നെ ഉണ്ട്. അതെ, പിരിഡീൻ്റെ പ്രസൻസിൽ അസറ്റൈൽ ക്ലോറൈഡ് കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ബി ആയിട്ട് വരും. പ്രൊഡക്റ്റ് A and B ആർ റെസ്പെക്ട് ചെയ്താണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റീസ് ആണ് ആൽക്കഹോൾസിൻ്റെ ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഒന്നത്തെ കേസ് നമുക്കറിയാം H2SO4 എന്ന് പറയുമ്പോൾ നോൺ ന്യൂക്ലിയോഫിലിക് ആയ ആസിഡ്. അപ്പോൾ അത് OH ഗ്രൂപ്പിൻ്റെ റിമൂവലിന് വേണ്ടി നല്ലൊരു ലീവിംഗ് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയുള്ളതാണ്. അസിഡിക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ കൂടിയാണ് നമുക്കറിയാം. അപ്പോൾ ഈ മെക്കാനിസം വഴി മോസ്റ്റ് സ്റ്റേബിൾ ആയ സേഫ് ഓഫ് പ്രൊഡക്റ്റിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ ബീറ്റാ ഹൈഡ്രജനും OH ഗ്രൂപ്പും കൂടെ ചേർന്ന് H2 റിമൂവായി 1 മീഥൈൽ സൈക്ലോഹെക്സീൻ എന്ന സ്ട്രക്ചറിൽ എത്തും. അപ്പോൾ നമുക്ക് ബിയും ഡിയും കട്ട് ചെയ്യാം. അതെ, അതിൻ്റെ മൈനർ പ്രൊഡക്റ്റ്. അത് രണ്ടും ഇല്ല, ഇത് രണ്ടിലേ ഏതെല്ലാം ഓർമ്മ. യെസ്. നമുക്ക് അടുത്ത റിയാക്ഷൻ അവിടെ അസറ്റിലേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. അപ്പോൾ അസറ്റിലേഷൻ ഓഫ് ആൽക്കഹോൾ ഇവിടെ അമൈൻ ഗ്രൂപ്പ് ആണെങ്കിലും അല്ലേ സാർ, അമൈഡിലേക്ക് പോവാം. ആൽക്കഹോൾ ആണെങ്കിൽ എസ്റ്ററിലേക്ക് പോവാം, എസ്റ്ററിഫിക്കേഷൻ എന്നും പറയാം. അപ്പോൾ അങ്ങനെ അസറ്റിലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്ത് COCH3 ഗ്രൂപ്പ് അബ്സോർബ്ഡ് ആവുകയാണ് ചെയ്യുക, -HCl. അപ്പോൾ HCl റിമൂവ് ചെയ്യാൻ വേണ്ടി പിരിഡീൻ കൂടെ അല്ലെങ്കിൽ റിയാക്ഷൻ റിവേഴ്സിബിൾ തിരിച്ചു പോകും. അതെ, പിരിഡീൻ നല്ലൊരു ബേസ് ആണല്ലോ, അപ്പം പിരിഡീൻ കൊടുക്കും. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് സാറേ പൊസിഷൻ അവർ പറഞ്ഞ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴാണ് ഓപ്ഷൻ A ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ശരിക്കും ഇവിടെ വന്നാലേ കറക്റ്റ് ആവുള്ളൂ. അത് കാര്യമാക്കണ്ട. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതാണെന്നുള്ള കാര്യം ഓർത്താൽ മതി.
പിന്നെ ഇവിടെ നടക്കുന്ന സ്റ്റേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റും ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ OH ഗ്രൂപ്പ് റിമൂവ് ആക്കുമ്പോൾ ഒരു കാർബോകാറ്റൻ കിട്ടും, ബട്ട് ഇറ്റ് ഈസ് ഇറ്റ് സെൽഫ് സ്റ്റേബിൾ ആ ടെർഷ്യറിയാണ്. പിന്നെ നമ്മൾ ഇത് രണ്ടും β1 ഇത് β2 ആയിട്ടും കൊടുത്ത് β1 മോർ നമ്മളെ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ അനുസരിച്ച് ചെയ്താണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് ഇവിടെയാണ് എങ്കിൽ അല്ലേ ആൻസർ നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ട് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അത് വേറെ ഒന്നും പറയാനല്ലോ പറയാം ഇല്ല. പിന്നെ ഡീഹൈഡ്രേഷൻ ഈസ് യൂഷ്വലി നമ്മുടെ E1 മെക്കാനിസത്തിൽ കൂടെയാണ് പോകുന്നത്. E1 മെക്കാനിസം കാർബോകാറ്റോൺ ഫോർമേഷനെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ കിട്ടുന്ന കാർബോകാറ്റോൺ പിന്നെ ഓർഗാനിക്കിൻ്റെ പ്രശ്നമുള്ളതേ, ഓർഗാനിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഫുള്ള് സോൾവ് ചെയ്തിട്ട് ഓപ്ഷനിൽ നോക്കാൻ നിൽക്കരുത്, ഇടയിൽ നോക്കണം. കാരണം അവന്മാരെ ഇടയ്ക്ക് സ്റ്റോപ്പിൽ വെച്ച് ഇടയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വെച്ച് നിർത്താറുണ്ട് ചില സമയത്ത്. അപ്പം അങ്ങനെയും കൂടെ നോക്കിയിട്ട് നമ്മൾ മെക്കാനിസം വൈസ് തന്നെ അത് ആലോചിക്കുന്നതാണ് അങ്ങനെ ആലോചിക്കുന്നതാണ് നല്ലത്. അപ്പം ആ മെക്കാനിസം എഴുതി അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പം ഇത് കുഴപ്പമില്ല. 15 അടുത്തേക്ക് വന്നപ്പോൾ കാണുമ്പോൾ തന്നെ എഴുതുന്നു. ഡിസ്പ്രപ്പോർഷൻ ഹാലജൻസിന്റെ റിയാക്ടിവിറ്റിയാണ്. Which of the following will enter disproportionation reaction in aqueous alkaline medium ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോറിനൊക്കെ ആണെങ്കിൽ തന്നെ അല്ല ഇപ്പോൾ ക്ലോറിനൊക്കെ ആണെങ്കിൽ തന്നെ അക്വസ് ആൽക്കലൈൻ മീഡിയത്തിൽ Cl- ClO3- ഒക്കെ ആയിട്ട് മാറും. അതുപോലെ ക്ലോറിൻ തന്നെ ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ആർക്കാണെന്ന് നിങ്ങൾക്കറിയാം, ഫ്ലൂറിൻ. കാരണം ഫ്ലൂറിൻ ഒരിക്കലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടലും കുറയ്ക്കലും നടക്കില്ല. ഫ്ലൂറിൻ 0 ആണെങ്കിൽ അത് കുറച്ച് -1 ആക്കാം, അത് കൂട്ടാൻ പറ്റില്ല. ദാറ്റ് മീൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഡിക്രീസും ഇൻക്രീസും നടക്കില്ല, പക്ഷേ ബാക്കി എല്ലാവർക്കും നടക്കും. അതുകൊണ്ട് അല്ലേ ഡിസ്പ്രൊപ്പോർഷനേഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ ആണ് ഫ്ലൂറിൻ ഹാസ് ഓൺലി -1 സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുന്നത് അല്ല, ഈ 3 പേർക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുമെന്ന് പറയാം. ഫ്ലൂറിൻ എന്തായാലും നടക്കത്തില്ല. പിന്നെ അതുപോലെ ഫ്ലൂറിൻ നമ്മൾ ഇവരുടെ അക്വസ് സൊല്യൂഷനായിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ലിബറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. റിയാക്ഷൻ അവിടെ നമുക്ക് ആ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്ലൂറിന് Cl-, Br-, I- എല്ലാം ക്ലോറിൻ, ബ്രോമിൻ, അയഡിനായിട്ട് മാറ്റാം ഫോമിലേക്ക്. ക്ലോറിന് പക്ഷേ ഫ്ലൂറിനെ പറ്റില്ല, ബ്രോമിനെ അയഡിനെയും പറ്റാം. അതിന് നമുക്ക് ലെയർ ടെസ്റ്റ് എന്ന് പേരുമുണ്ട് അല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഡൗൺ ദി ഗ്രൂപ്പ് റിയാക്ടിവിറ്റി ആ രീതിയിൽ പറയാം, ആ രീതിയിൽ പറഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുന്നത് ക്ലോറിനും ബ്രോമിനും അയഡിനും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെമിക്കൽ ബോണ്ടിങ് വളരെ എലമെന്ററി ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ എക്സ്പാൻഡർ ഒക്ടറ്റ് എന്നും പല രീതിയിൽ നമ്മൾ ഓഡ് ഇലക്ട്രോൺസ് ഇതൊന്നും ഒബേ ചെയ്യത്തില്ല. അതെ. അപ്പോൾ ഇവിടെ സൾഫർ എന്ന് പറയുന്ന എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ S ഡബിൾ ബോണ്ടോ പെട്ടെന്ന് സ്ട്രക്ചർ ഒന്നും അല്ലേ OH. അപ്പോൾ ഇവിടെ നോക്കുമ്പം 1 2 3 4 5 6 × 2 12 അല്ലേ, 12 വാലൻസ് ഇലക്ട്രോൺ. ഒക്ടറ്റ് റൂളുകാർ പറയുന്ന 8 പറ്റുള്ളൂ എന്നാ. ശരിക്കും അത് ഒക്ടറ്റ് റൂളിന്റെ കുഴപ്പമാണ് കേട്ടോ, മോളിക്യൂളിന്റെ കുഴപ്പമല്ല. ശരിക്കും അത് ഒക്ടറ്റ് റൂള് നമ്മൾ യൂണിവേഴ്സൽ റൂളാണെന്നാണ് പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒക്ടറ്റ് റൂൾ ഒരിക്കലും യൂണിവേഴ്സൽ റൂൾ അല്ല, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കൂട്ടണ്ട, വേണ്ട. പിന്നെ CO2ലേക്ക് വരുമ്പോൾ CO2 സ്ട്രക്ചർ നമ്മൾ സിമ്പിളായിട്ട് C ഡബിൾ ബോണ്ട് O ലീനിയർ ആണ്, sp ഹൈബ്രിഡൈസ്ഡ് ആണ്, 4 ഇലക്ട്രോൺ പേഴ്സ് ആണ് കാർബൺ ചുറ്റുള്ള 8 ആണ് എക്സാക്ട്. ഓക്സിജൻ അതുപോലെ ഒക്ടറ്റ് ആണ്. ഇവിടെ അതുപോലെ ഓക്സിജൻസ് എല്ലാം ഒക്ടറ്റ് ആണ്, ഹൈഡ്രജൻ ഡ്യൂപ്ലറ്റ് ആണ്, പക്ഷേ സൾഫർ പോയി. ഇത് നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. പിന്നെ SO2 SO3 നോക്കേണ്ട കാര്യമില്ല. അല്ല, 3D ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാം എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഫോം ചെയ്യാം. പോസിബിൾ ആയത്. അതെ, ഇതും പറ്റില്ല, ഇതൊട്ടും പറ്റില്ല. ഇത് H2SO3 ആണെന്ന് തോന്നുന്നു. H2SO3. പിന്നെ NO2 എക്സ്പാൻഡഡ് ഒക്ടറ്റ് അല്ല, പക്ഷേ NO2 എന്ന് പറഞ്ഞ ഓഡ് ഇലക്ട്രോൺ ആണ്. 7 ഇലക്ട്രോണേ നൈട്രജന്റെ ചുറ്റുള്ള 8 എണ്ണം വേണം, പക്ഷേ 7 എണ്ണം ഉള്ളതുകൊണ്ട് ഇതും പറ്റില്ല. പിന്നെ ഉള്ളത് HNO3 കുഴപ്പമില്ല. HNO3ക്കകത്ത് എല്ലാ ഒക്ടറ്റും ഹൈഡ്രജന്റെ ഡ്യൂപ്ലറ്റ് കംപ്ലീറ്റ് ആണ്, നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. പിന്നെ നമ്മളുടെ ഓക്സിജൻ മൈനസ് അല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ്. ഇവിടെ നമുക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള 2 പേര്, ഇത് അത്രയാണ് കോമ്പൗണ്ടെങ്കിൽ 2 എണ്ണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ കോമ്പൗണ്ടുകൾ കൊള്ളത്തില്ലെന്നല്ല, റൂൾ ആക്ച്വലി കൊള്ളില്ലെന്നാണ്. റൂളിനാണ് പ്രശ്നം. ഇതൊക്കെ ഹിസ്റ്റോറിക് പോയിന്റ് ഓഫ് വ്യൂ കാണുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഒക്ടറ്റ് റൂൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ഇതാകണ്ടേ എന്ന് ചോദിക്കും. പക്ഷേ ഒക്ടറ്റ് റൂൾ അത് നമ്മളുടെ യൂണിവേഴ്സൽ റൂളേ അല്ല. അത് നമ്മൾ ചെറിയ കുട്ടികളെ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒക്ടറ്റ് റൂൾ എടുത്തിരുന്നതാണ്. ശരിക്കും ഒക്ടറ്റ് റൂൾ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ റൂൾ.
ഇത്രയും നമുക്ക് കിട്ടിയ ഇത്രയും ക്വസ്റ്റൻ ഉള്ളൂ സാർ. അപ്പോൾ ഷിഫ്റ്റ് 1 ഇത്രയും ക്വസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 1-2 ട്രിക്കി ക്വസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് ഒന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന നെയിമിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നമുക്കറിയാം നമ്പറിംഗ് കൊടുക്കുന്ന എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ തെറ്റുള്ളത് ശരിയാണെന്ന് ശരിയുള്ളത് തെറ്റാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നോക്കണം. അതെ. അപ്പോൾ നമുക്ക് അടുത്തത് മാത്സ് ഷിഫ്റ്റ്. ഓക്കെ, നമസ്കാരം. നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ്സ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, തേർഡ് ഓർഡർ. എ ക്യൂബ് ഈസ് ഈക്വൽ ടു 4a² - a - 21i. ഫൈൻഡ് 2a + b. ഇവിടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തേർഡ് ഓർഡർ ആയതുകൊണ്ട് എ ക്യൂബ് ആയിരിക്കും. യുവർ മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ക്യൂബ് -4a² + a + 21i = O. നൾ മെട്രിക്സ് 0. ദാറ്റ് ഇസ് റൈറ്റ്. ഇവിടെ ഇത് ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇതിൻ്റെ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും, സീക്രട്ട്. അതായത് സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞ് -(-4/1) = ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ 4 = 5 + b. ദാറ്റ് ഈസ് യുവർ b = -1. എത്ര എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തി നോക്കി. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് is equal to determinant a. ഇത് മൈനസ് പ്ലസ് മൈനസ്. ഇപ്പം -21/1 is equal to determinant of 2a0 131 05 -1. 1. All right, correct. b -1 you're right. B. All right. B we have already calculated, therefore we can write it as -1. Yes. Okay, sure. Now this means you have -21 is equal to 2 into -3 - 5. That is -8. Okay. -a into what there? -1. -1. That is -21 equal to -16 plus a. That is your a will be equal to -5. Now get ഇനി നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചേ. ദാറ്റ് ഈസ് 2a + 3b is equal to പറഞ്ഞേ എയുടെ വാല്യൂ ദാറ്റ് ഈസ് -10. Then b is equal to -1, isn't it? -3. So it is -13. Your answer. ഒന്നുകൂടെ മനസ്സിൽ വെക്കുക. ഇത് സെക്കൻഡ് ഡിഗ്രി ആയാലും തേർഡ് ഡിഗ്രി ആയാലും എല്ലാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. അത് ഡിറ്റർമിനന്റ് ഇത് ഓർത്ത് വെച്ചാണ്. 2 - a 0 1 3 - a 1 0 5 b - a = 0. You will get this equation. Yes. Right. Okay. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. That is your Right. we'll move on. Correct.
See, in this sum of the solutions of this equation, right? So for this, what I am doing here, 8a whole square minus 16 into 8 power a plus 48 equal 0, right? Now I'll take 8 power a is t. So t square minus 16t plus 48 0. So where t is equal to 8 power a. Now here a has two values, sir. A1, A2. So 8 power A1, 8 power A2 roots. So roots are 8 power A1, comma 8 power A2. So I want sum. I'll take product here. Yeah. Yes, sir. So product of roots for this equation, 8 power A1 plus A2 is equal to 48. Right. Now I'll take logarithm, then we'll get A1 plus A2. Yes. So therefore log 8 power A1 plus A2 is equal to log of 48. Now to the base 8 actually. Okay. So A1 plus A2 is sum of the roots. Yeah. 6 8s are. So that is 1 plus log 6 base 8. Yeah. This is Your the answer. sum of the roots. ഓക്കെ ഇത് 8 റൈസ് ടു എയിൽ എഴുതി 8 റൈസ് ടു എ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു 2 നമ്മൾ എപ്പോഴും പറയല്ലേ വിഷമ ഇസിക്കൽ ടി അത് 8 റൈസ് ടു എ ഇസിക്കൽ ടി ഇട്ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇതിൻ്റെ ഇക്വേഷൻ സൊല്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഈ ടി എന്ന് പറയുന്നത് 8 റൈസ് ടു എ ആണ്. അപ്പോൾ T1 ആൻഡ് T2 എന്ന് പറഞ്ഞാൽ 8 റൈസ് ടു A1 ആൻഡ് അപ്പോൾ അതുകൊണ്ട് സാറ് ഡയറക്റ്റ് ആയിട്ട് നേരെ സമ്മ് കിട്ടുന്നതിന് വേണ്ടി പ്രോഡക്റ്റ് ഇക്വേഷൻ്റെ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനകത്തേക്ക് സിംപ്ലിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. വളരെ വേഗത്തിൽ അത് കഴിഞ്ഞു. Yes. Okay. Next is what just this. we will see. Okay, that's all. Well, it's a very standard question. Yeah. എന്താ കുഞ്ഞുങ്ങളെ, ദിസ് ഇസ് എ ലിമിറ്റ്. ഇതൊരു ലിമിറ്റ് ആണ്. ലിമിറ്റിൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഇറ്റ് ഈസ് 1 minus cos 0, 1 minus 1. That is 0 by 0. L Hospital's rule we apply. അപ്പോൾ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. 2 into ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഇത് ലെറ്റ് മീ കോൾ ദിസ് ആസ് ടി. ഇതിനെ ഞാൻ ടി എന്ന് വിളിക്കട്ടെ. അപ്പോൾ അത് dt divided by dx divided by 2x. This 2 and 2 cancel. അപ്പോൾ this limit will be limit x tends to 0 dt by dx by x. Fine. മൈനസ്. ഇനി എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുക? dt by dx കാണണമെങ്കിൽ ഈ t എന്ന് പറഞ്ഞാൽ cos x, അവിടെ t എന്ന് പറഞ്ഞാൽ cos x into. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റോ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷനോ ആയ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഷുഡ് ബി അപ്ലൈഡ്. അപ്പോൾ ദിസ് വിൽ ബിക്കം cos 2x the whole raised to 1 by 2 into cos 3x the whole raised to 1 by 3 so on. അങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ log t എഴുതി, ലോഗരിതം ഓഫ് t. അപ്പോൾ that will be logarithm of cos x plus 1 by 2 into logarithm of cos 2x plus 1 by 3 into logarithm of cos 3x plus etc. ലാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് 1 by 10, ഇത് 10 ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. 1 by 10 logarithm of cos of 10x. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ് 1 by t into dt by dx equal to, ഇതെല്ലാം നമുക്കൊരു മൈനസ് ഉണ്ട്, മൈനസ് ഓഫ്. This will become what there then, tan x. Okay. Plus ഇത് 1 by 2 into 1 by 2 will cancel. അപ്പോൾ അത് tan of 2x. Ready? By 2, I mean into 2, this is cancelled into 2. ഈ 3 will be cancelled, but tan of 3x. അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞ tan of 10x. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? ഇനി നമുക്ക് വേണ്ടത് മൈനസ് ഡി ടി ബൈ ഡി എക്സ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഈ ടാൻ എക്സ് പ്ലസ് ടാൻ ഓഫ് 2x plus tan of 3x plus etc plus tan of 10x. Right. Substitute the limit കിട്ടി. So the limit is equal to what there then? Here we have it minus I but t limit extends to 0. t എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞു,
അപ്പോൾ ഉണ്ട്. അപ്പോൾ എക്സ് ടെൻഷൻ 0-ൽ എക്സിന് 0 കൊടുത്തു. cos 0 cos 0 cos 0 ദാറ്റ് ഈസ് 1. അപ്പോൾ t എന്ന് പറഞ്ഞാൽ 1 ആയി. ഇവിടെ ഒരു ഡിവൈഡ് ബൈ എക്സ് ഉണ്ട്. സോ ദിസ് വിൽ ബിക്കം tan x by x പ്ലസ് tan 2x by x പ്ലസ് tan 3x by x plus etc. tan of 10x divided by x. പറഞ്ഞ ഫോർമുല 1 plus 2 plus 3 plus etc. up to 10. Sum of the first 10 natural numbers. Well, that is 10 into 11 divided by 2. That is 55. Yes. That's the answer. Yes. Clear, ayo? Right. We move on to the next question, I think. It's again. Yeah. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ മാത്രമല്ല, ഇത് നമ്മൾ 1 സെക്കൻഡിലായാലും ചെയ്യും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. എനിവേ, ആദ്യം ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഓക്കെ, ഐ എൻ നമുക്ക് തന്നിട്ടുണ്ട്. ഐ എൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 minus x raised to k the whole raised to n dx. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇത്ര ഐ എൻ. ഇനി വാട്ട് വിൽ ബി ഐ എൻ പ്ലസ് 1? ഐ എൻ പ്ലസ് 1 ഈസ് ഇൻ്റഗ്രൽ 0 to 1 minus x raised to k the whole raised to n plus 1. ഇനി നമ്മുടെ സീക്രട്ട് എന്താണെന്നറിയോ? അവിടെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഐ എൻ ഡിവൈഡ് ബൈ, കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചോണം, ഐ എൻ പ്ലസ് 1 ഈസ് 1 plus 1 ഡിവൈഡ് ബൈ കെ ഇൻറ്റു എൻ പ്ലസ് 1. ഇതറിയാവുന്ന കുട്ടിക്ക് ആൻസർ കഴിഞ്ഞു. 10 seconds. ഇനി ഹൗ ഡു യു ഡിറൈവ് ഇറ്റ്? അതുകൂടെ ഒന്ന് ഡെറിവേഷൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നാൽ എങ്ങനെ? ബൈ പാർട്സ്. സോ ഐ എൻ പ്ലസ് 1 ഇസ് ഇക്വൽ, ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇത് 21 20. എന്നിന് നമ്മൾ 20 ഇട്ടു. അപ്പൊ I20 ഡിവൈഡഡ് ബൈ I21. I20 ഡിവൈഡ് ബൈ I21 1 ഡിവൈഡ് ബൈ കെ ഇൻറ്റു എൻ പ്ലസ് 1. ക്വിക്കായിട്ട് നിങ്ങളുടെ ആൻസർ കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നു? ഐ എൻ പ്ലസ് 1 വി റൈറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു കെ ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1. ഐ എൻ അല്ല ചെയ്യേണ്ടത്, ഐ എൻ പ്ലസ് 1. Right. So dx is there. This is first into, that is this is the first 1 minus x raised to k the whole raised to n plus 1 into integral of second within the limit 0 to 1. Upper limit is also 0. Lower limit is also 0. That is gone. So minus integral 0 to 1 derivative of the first n plus 1 into 1 minus x to the power k the whole raised to n into minus k x raised to k minus 1 into x dx. Integral of the second. Well, I n plus 1 is equal to, ഈ മൈനസ് അവിടെ തന്നെ ഇരിക്കട്ടെ. So we will take what outside that minus, already there is a minus. Here is also. Okay, n plus 1 into k. n plus 1 into k. Okay, out. Integral that 0 to 1, all right. There is minus x into x raised to k minus 1. അപ്പോൾ നമുക്ക് 1 minus x to the power k raised to n ഉണ്ടാകത്ത്. There is again എന്താണ്? minus x raised to k. ഇതാണ് കണ്ടോ? ഇവിടെ വരുമ്പോൾ I gave yes 1, then minus 1, then dx. Just open the bracket. I n plus 1 equal to n plus 1 into k into this is ഇതങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തായിരുന്നേ. That will be there was a minus sign, I think, isn't it? Minus is plus. This minus. Yeah. So minus. this will be minus. This is okay, but rest all right. All right, 1 minus. So this will become 1 minus x. ഇത് ഇങ്ങനെ എടുക്കണം. 1 minus x to the power k ഓപ്പൺ ചെയ്താൽ this is I n plus 1 minus ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 1 minus x raised to k ആണ്. 1 minus x raised to k into 1 minus x raised to k raised to n 1 minus x raised to k raised to n plus 1. അതുകൊണ്ടാണ് ഞാനിവിടെ I n plus 1. സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. ഇവിടുന്ന് എപ്പുറം വരുമ്പോഴത്തേന് I n. ഇതെടുത്ത സാറിന്റെ സീക്രട്ട് കിട്ടും. യു ഗെറ്റ് ദാറ്റ്. സോ there is a minus sign. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ 1 plus n plus 1 into k into I n plus 1 equal to, this is plus n plus 1 into k I n. ഞാൻ എഴുതിയ കിട്ടി.
Now you put what there then? Put n is equal to 20. So that will become I-20 divided by I-21 equal to 1 plus 1 divided by k into 21. Now, what is I-20 by I-21 given? Oh, this is equal to 147 divided by 148. ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി 1 by 21k ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോയ -1 വരും അല്ലേ. 147 divided by 148 -1. Correct? That is simplified. So that is -1 divided by this. That is k is calculated. മനസ്സിലായോ? k ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാവരോടും പറയുന്നു കീപ് ദിസ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ്സ് ഈസി. ക്വസ്റ്റ്യൻ ഓർക്കണം 0 to 1. 1 minus x raised to k, the whole raised to kn. Okay? Yes. On to the next. Yeah, this is a indefinite integral. SAR did definite, so indefinite integral. So for this, here 6 dx by sine square x. So this convert into cos sine. So this is sin x minus cos x whole square. The LCM sin x goes to numerator. Right. So sin square x dx. Yeah, this is cancel. Again from here cos x common. So cos x common എടുക്കുക. Yeah. So 6 dx by the square is there. So cos square x. So tan x minus 1 whole square because sin x by cos x. Right. Now this cos square is secant square x. Yeah. So secant square x dx by tan x minus 1 whole square dx. Substitution. Substitution. So this derivative is what? This. So this is equal f to dash x. Fx to fx power n into f dash x I am writing. Yeah. So this is a derivative is this. So this is a tan x minus 1 power minus 1 by minus 1 plus 6. This is answer. So this is. Yeah. Okay. അപ്പോൾ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ദാറ്റ് ഇസ് CBSE type. Okay. Okay. Exactly. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. That is this fx is equal to, all right, this absolute maxima minima, absolute maxima minima. Question നോക്കിക്കേ, f of x is equal to cos x minus x plus 1. X is defined in the interval 0 to pi. M and m are the maximum and minimum values in this interval. Find this. അങ്ങനെ അതിൻ്റെ മെത്തേഡ് f dash x കാണുക ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എ, എഫ് ഓഫ് ബി, അബ്സല്യൂട്ട് മാക്സിമം മിനിമം ഓർ ഗ്ലോബൽ മാക്സിമം മിനിമം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. Very interesting question, I say. See, f dash x is equal to, the f dash x ഇവിടെ minus sin x minus 1. ഈ ഇന്റർവെൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ sin x ആരാ? പോസിറ്റീവ്. മൈനസ് sin x ആരാ? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് -1 that is less than 0. f dash x is less than 0. It is a decreasing function. Yes. Decreasing function, the more the less. അപ്പോൾ അതിന്റെ ബിഗസ്റ്റ് വാല്യൂ വിൽ ബി അറ്റ് 0, സ്മോളസ്റ്റ് വാല്യൂ വിൽ ബി അറ്റ് പൈ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. That is, it's always decreasing. Always in the sense means in the interval. Okay, sure. Always decreasing. But the always decreasing function ആണ് ഇങ്ങനെയാ വരിക. അപ്പോൾ this will be equal to, ഇവിടെയാണ് നമ്മുടെ 0 എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പൈ. അപ്പോൾ maximum value capital M will be equal to f of 0. f of 0 പറഞ്ഞ fx ൽ വേണം, not f dash x കേട്ടോ, ശ്രദ്ധിച്ചോളാം. അപ്പോൾ cos 0 minus 0 plus 1, that is 2. And small m is equal to, അതാണ് small the least value, f of pi. That will be cos pi minus pi plus 1. Cos pi എത്രയാ? -1. Minus pi plus 1. So the answer is what there? Minus pi. What do you want? Capital M minus m. Capital M minus m എന്ന് പറഞ്ഞേ, that will be 2 minus of minus pi. So your answer is 2 plus pi. So 3.14.
അത്ര നമ്മൾ സമയം എടുക്കുന്നുള്ളൂ. ഇതൊക്കെ അല്ല എഫ് ഡാഷ് എക്സ് സീറോയിലേക്കല്ല. എഫ് ഡാഷ് എക്സ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നോ അപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. അത് ഓൾവേസ് പോസിറ്റീവ് ആണോ ഓൾവേസ് നെഗറ്റീവ് ആണോ അത് ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത പോയിന്റിലേക്ക് കടക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, റൈറ്റ്. We'll move on to the next. It's also a little lengthy or stuff. Yes. Little bit difficult. Level of difficulty alpha. Yes. പക്ഷേ ഗ്രാഫ് ട്രാൻസ്ഫോർമേഷൻ അറിയാവുന്നവർക്ക് ഇറ്റ് ഈസ് വെരി ഈസി. Yeah. So this is a area bounded by the curve and x-axis. But here function is difficult. Draw the graph, find the minimum maximum. So right. So now here our fx is what? Minimum of Sin x. sin x, comma cos x. In the So yes, in this interval. So I'll take y is sin x and y is cos x. So I will draw these two graphs in this interval, right? So that is here sine graph is like this to pi minus pi. Then cos graph is -1 to like this. This is a interval. So therefore here minimum. So these two intersect at -3 pi by 4 and here pi by 4. So therefore in this interval this is the minimum. Minus pi by 2 also. Yeah, this is a minus pi by 2 also. Right. Now here 3 pi by 4 to pi by 4 again this is the minimum. This is the minimum. Again Next. in this interval up to pi that is a cos x. ഇപ്പോൾ മിനിമം എന്ന് പറയുമ്പോൾ എപ്പോൾ ഓർത്തോണം വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇത് താഴെ ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് നമ്പർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അപ്പോൾ താഴെ വരുന്ന ഗ്രാഫ് ആയിരിക്കും മിനിമം, മുകളിൽ വരുന്ന ഗ്രാഫ് ആയിരിക്കും മാക്സിമം. അതാ ഇപ്പോൾ സാറിന് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നെ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ താഴെ വരുന്ന ഗ്രാഫ് എപ്പോഴും മിനിമം, മുകളിൽ വരുന്ന ഗ്രാഫ് എപ്പോഴും മാക്സിമം. അതെ. Right. Now area with this minimum curve and x-axis. So minus pi to -3 pi by 4 cos x. Cos x. So therefore minus pi to -3 pi by 4 cos x actually minus. I'll take modulus. Right. Then again modulus 3 pi by 4 to pi by 4. No, we cannot take. This is up to 0. At 0. At 0 it is. Yeah. At -3 pi by 4 0. 0. At Then 0 we to break. 3 pi by 4. Right. Yes. But even though sir, even -3 pi by 4 also this curve only. You can. So therefore -3 pi by 4 to pi by 4. Okay. That is this is what? Yeah, cos x. And 0 to this pi by 4 to this sin x. This is cos x. Sorry, this The is top sin is x. top is cos x. Yeah. This is cos x. Yeah, this is cos x. No sir. No, that. Yeah. Cos x. This is cos x and this is sin x. We could have changed the color then. Okay, no problem. Sin That's x. correct. Okay. So minus pi to 3 pi by 4, this is cos x. Yeah. And here 3 pi by 4 to pi by 4, this curve. That is what sin x. Yes, sir. Okay. This is sin that is sin x. That is sin x. Yeah. So next, and pi by 4 to pi, again cos x. So pi by 4 to pi, then sin x. Sorry, cos x. So therefore, this integrate, you will get the area. Right, sir? Okay. I think ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇതിന്റെ ഏരിയ കാണുമ്പോൾ ഇതിന്റെ ഏരിയ ആണ് വിത്ത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. ഇവിടെ വിത്ത് എക്സ് ആക്സിസ് ഇറ്റ്സ് റൈറ്റ്. വിത്ത് എക്സ് ആകുമ്പോൾ ഈ ഏരിയ വരും. അവിടുന്ന് പിന്നെ ഇവിടെ ലോവർ ഏരിയ 0-ൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഏരിയ അപ്പോൾ ഈ 0-ൽ ബ്രേക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ മോഡലസ് ഇടണം. അത് കഴിഞ്ഞിട്ട് 0 to pi by 2 നിങ്ങൾ നോക്കണം. അത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ pi by 4 to ഇവിടെ ആണെങ്കിൽ ഇത് pi by 2 pi by 2 അത് പോസിറ്റീവ് ആയിരിക്കും. pi by 2 to പൈയിൽ അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഏരിയ അങ്ങനെ വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, റൈറ്റ്. Maybe yours. That's yours. This is also a little bit lengthy, no? Lengthy question. Lengthy question. So now find first alpha, then beta. Will substitute in that inequality. So that is alpha equal to here r equal 0 to n, right? 4r square I will write r into r minus 1 plus r.
Yes, this is for 4 into. Yeah. And remaining same. So 2r plus plus 1 multiplied by 4 NCR. by NCR. Yes. Now alpha is equal to sigma 4 into r minus 1 r into r minus 1 NCR. Okay. Now 4 plus 2 6 That is r 6 into R into NCR, NCR. plus NCR. 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 Right? Okay. So alpha is, this is Binomial 4 form. out, n into n minus 1, Yeah. n into n minus 1, 2 power n minus 2. N plus n minus 2 CR minus 2. Next, this is 6 into n into 2 power n minus 1 Right. plus 2 power n. So take 2 power n minus 2 common. Yeah. So this is 4n square. We can take this 4 as 2 square, then 2 raised to n, 1, 2 also 2 raised to n, 2 raised to n could have been taken. No, sir. I have to take 2 power n minus, here you will get 4. Yeah. So this 4n square minus 4n, then this is 12n, Yeah. 12n, and this is 4. Yeah. So, Okay. So that is 2 power n minus 2, and here 4n square plus 8n plus 4. 4 common, Okay. n plus 1 All right, whole square. right. That is fine. So that is 4 common. So 2 power n. N, yeah. And this is n square Plus plus 2, 2n plus 1. Plus 1. So N that plus 1 is all 2 square. power n into n plus 1 whole square. Yeah. Yes. So now we'll take this again. Beta. Then alpha, then This beta, is a beta. beta NC, actually. NCR. NCR. Yeah, NCR. That is it. Okay. So beta equals sigma r equals 0 to n NCR by r plus 1 and whole 1 plus 1 by n plus 1. Yeah. So this is here n plus 1 divide multiply. So 1 by n plus 1 and sigma r equals 0 to n. This is n plus 1 CR plus 1 and whole plus 1 by n plus 1. So this is beta is 1 by n plus 1. This is 2 power N plus 1 minus 1 by n. Yes. So 2 power n plus 1 minus 1. ബൈനോമിയൽ കോഎഫിഷ്യൻറ്റുകൾ നോക്കണം. ഇത് നമ്മൾ അതിനകത്ത് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. മറ്റൊക്കെ ഡിഫറൻഷിയേഷൻ ആണ്. ഈ പോയിന്റുകളോട് നോട്ട് ചെയ്ത് വെച്ചോണം ആർ ഇൻറ്റു ആർ മൈനസ് 1 വരുന്നത്. അതാണിപ്പോൾ ഇത് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതുക, ഡിറൈവ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എഴുതുക. But sir, actually, according to NTA, this is not there in the syllabus. That's right. Deleted. Deleted. Binomial coefficient. Yes. So, But binomial coefficient പഠിച്ചേ പറ്റുള്ളൂ. They have to. Yes. Right. So now This is cancel. This cancel. So beta is 2 power n plus 1 by n plus 1. So we'll substitute in this basic maths. We can find n. Yeah. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചോണം ആർ ഇൻറ്റു ഈ ആർ സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കണമെങ്കിൽ ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ മൈനസ് 1 പ്ലസ് ആർ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫോർമുലകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു 2 ടു ദ പവർ എൻ മൈനസ് 2. ആർ ഇൻറ്റു എൻ സി ആർ വന്നാൽ എൻ ഇൻറ്റു 2 റൈസ് ടു എൻ മൈനസ് 1. അതുപോലെ എൻ സി ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് 1 വന്നാൽ 2 റൈസ് ടു എൻ പ്ലസ് 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 1. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. മാത്തമാറ്റിക്സിൽ നമുക്ക് ഈ ഫസ്റ്റ് സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇതിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നോളജ് നിങ്ങളത് വേണം. ബൈനോമിയൽ കോഎഫിഷ്യൻസ് നോക്കണം. ഇനി അങ്ങനെ വല്ല NC0 NC1 അങ്ങനെ മറ്റോ വല്ല ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്ന പോയിന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നമുക്ക് നടക്കത്തില്ല. സിംപ്ലിഫൈ ചെയ്തിട്ട് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നെക്സ്റ്റ്. അപ്പോൾ ഇനി കെമിസ്ട്രി സാറ് ഡിസ്കഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കെമിസ്ട്രി സാറിനെ വിളിക്കാം.
ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഷിഫ്റ്റ് 2-ൻ്റെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ഒക്കെ ലാൽ സാർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് 1-ൻ്റെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ? ഷിഫ്റ്റ് 1 സാറെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ്, ഒരു ലെവലാണ് ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻസ്റ്റാർട്ടിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ അതെ, 2-3 സ്റ്റെപ്പിലെങ്കിലും എത്തുന്ന രീതിയിലാണ് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഇത്ര സ്റ്റെപ്സിലൂടെ കടന്നു പോകേണ്ട ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഷിഫ്റ്റ് 2-നെ പറ്റി പറയുമ്പോൾ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ NCERT ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ഇതുവരെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. NCERT കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പരിധി വരെ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പം നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്നു. സാറിനും അങ്ങനെയാണോ? എന്താണ് കിട്ടിയത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം സിമ്പിൾ തന്നെയാണ്. കൺഫ്യൂഷൻ അധികം കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ കുറച്ച് കുറവാണ്. അത് കാരണം നമുക്ക് കിട്ടി വരുന്നതേ പറ്റില്ല. നമുക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെമ്മറി ബേസ്ഡ് ആണ്. നമുക്ക് കുട്ടികൾ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആകും. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കിട്ടുമോ എന്ന്. ഇപ്പോൾ നിലവിൽ കിട്ടിയ ക്വസ്റ്റ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മീഡിയം ടൈപ്പ് ഒരു മോഡറേറ്റ് എക്സാം നടന്നു എന്ന് പറയേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസിലേക്ക് 1 by 1 ആയിട്ട് അങ്ങ് പോകാം അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ സാറേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അറോമാറ്റിക് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അറോമാറ്റിസിറ്റി. അപ്പോൾ നമുക്ക് 3 സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് അറോമാറ്റിക് എന്നാണ് ക്വസ്റ്റ്യൻ. അറോമാറ്റിക് ആവാനുള്ള റൂൾസ് നമുക്കറിയാം. അതിൽ സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കണം, അതുപോലെ എല്ലാം കോൺജുഗേറ്റഡ് ആയിരിക്കണം, അതിൽ ഫിക്സഡ് നമ്പർ ഓഫ് 4n+2 പൈ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്ലെയിനാർ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് അറോമാറ്റിസിറ്റിക്ക് നമുക്ക് വേണ്ട ക്രൈറ്റീരിയ ആയിട്ട്. അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ആ ക്രൈറ്റീരിയ എല്ലാം ഫോളോഡ് ആവുന്നുണ്ടോ എന്നാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിൽ കോൺജുഗേഷൻ പോസിബിൾ അല്ല. ഇവിടെ കോൺജുഗേഷൻ പോസിബിൾ അല്ലാത്തത് കാരണം ഇത് നോൺ അറോമാറ്റിക് ആയ ഒരു കോമ്പൗണ്ട് ആണ് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ. ഇപ്പോൾ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുകൾ വരണം. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുകൾ അഥവാ കോൺജുഗേറ്റഡ് അല്ല ഈ സിസ്റ്റം. അതുകൊണ്ട് ഇതിനെ നമുക്ക് അറോമാറ്റിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതെ, മറ്റൊരു രീതി പറഞ്ഞാൽ കാർബൺസ് എല്ലാം sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം എന്നും പറയാം. അത് ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ഇതിനകത്ത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന അറോമാറ്റിസിറ്റിയുടെ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ നമ്മുടെ ഫസ്റ്റ് 1 ഒബേ ചെയ്യുന്നില്ല. സൈക്ലിക് ആണെന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഒബേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേണമെങ്കിൽ ഒരു നോൺ അറോമാറ്റിക് എന്ന് വിളിക്കാം. അതൊരിക്കലും അറോമാറ്റിക് നോൺ അറോമാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആകുന്നില്ല. പിന്നെ സെക്കൻഡ് 1 ആണുള്ളത്. സെക്കൻഡ് 1ലേക്ക് പോകുമ്പോൾ പിറോൾ ആണ്. അതിൽ നമുക്ക് നൈട്രോജൻ ആറ്റം ഹെട്രോസൈക്കിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഓഫ് അറോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത് സൈക്ലിക് ആണ്. എല്ലാ ആറ്റംസ് അതിൽ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ആറ്റം കൂടി ഉണ്ട്, NH ആണ്. അപ്പോൾ ഇതില് ഈ ലോൺ പെയർ കൂടെ ചേർത്ത് നമുക്ക് 6 പൈ ഇലക്ട്രോൺസ് ആവുന്നുണ്ട്. ഈ ലോൺ പെയർ 2 ഇലക്ട്രോൺ 2 പൈ ബോണ്ട് ഇലക്ട്രോൺസ് കൂടെ ചേർത്ത് 6 പൈ ഇലക്ട്രോൺസ് പോസിബിൾ ആണ്, വിച്ച് ഈസ് 4n+2. 4n+2 പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ റൂൾ അത് ഒബേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അറോമാറ്റിസിറ്റിയുടെ എല്ലാ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒബേ ചെയ്ത ഒരു സ്പീഷീസ് ആണ് സെക്കൻഡ് 1. അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇത് അതായത് ഇവിടെ ഓക്സിജൻ ആറ്റം വന്നാൽ അതെ, സൾഫർ വന്നാൽ അതെ, ഈ ഒരു ലോൺ പെയർ കൂടെ ചേർത്താണ് നമ്മൾ അറോമാറ്റിക് സെക്സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അറോമാറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആൾ അറോമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് 1 അറോമാറ്റിക് ആണ്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൺലി 1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 1 എന്തായാലും അറോമാറ്റിക് അല്ല, ഓപ്ഷൻ നമുക്ക് എടുത്ത് കളയാം. ഇതിൻ്റെ അകത്ത് 1 വരുന്നുണ്ട്, അപ്പോഴും നമുക്ക് ആ ഓപ്ഷൻ എടുത്ത് കളയാം. ഇനി ഓൾ ആർ കറക്റ്റ് എന്തായാലും വരാൻ പോകുന്നില്ല, കാരണം ഫസ്റ്റ് 1 ഓൾറെഡി നമ്മൾ ഔട്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഓപ്ഷൻസ് നമുക്ക് അറിയില്ല. നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻസ് എങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ആ തേർഡ് 1 കൂടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേക്കാം. തേർഡ് 1 പിരിഡിൻ ആണ്. അപ്പോൾ പിരിഡിൻ ആകുമ്പോൾ നൈട്രോജന്റെ ലോൺ പെയർ നമുക്കിവിടെ ആ പ്ലെയിൻ ഓഫ് ദ റിംഗിൽ തന്നെയാണ് കിടക്കുക. ബാക്കി നമുക്ക് 6 പൈ ഇലക്ട്രോൺ ഓൾറെഡി അല്ലാതെ നമുക്ക് കിട്ടും. ഓൾറെഡി ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെ 4n+2 ഫോളോ ചെയ്യുന്നു. സൈക്ലിക് ആണ്, എല്ലാ കാര്യങ്ങളും ഫോളോഡ് ആണ്, പ്ലെയിനാർ ആണ്. സോ അത് അറോമാറ്റിക് സ്പീഷീസ് തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് 1 തേർഡ് 1 അറോമാറ്റിക് ആണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്ത് നമ്മൾ കാണുന്നുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി എന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. രണ്ടും ഹെട്രോസൈക്ലിക് അറോമാറ്റിക് കോമ്പൗണ്ടുകളാണ്.
അരോമാറ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഈ ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് ആനിയോൺസ് ഒക്കെ ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ആയിട്ടാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതും വലിയൊരു ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെന്ന് പറയാൻ പറ്റില്ല. അരോമാറ്റിസിറ്റിയുടെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ക്വസ്റ്റൻ തെറ്റിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സാറേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടോന്നോ മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത്. ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയില്ല. ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്കൊരു തീർച്ചയായും അറിയില്ല. എന്താണ് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇത് ഓപ്ഷൻ ബി ആണ് വളരെ കൺവീനിയന്റ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോമ്പൗണ്ട് ഹാവിംഗ് ദ ബോണ്ട് ഓർഡർ 2 among the following are എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോണ്ടിങ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ സാറേ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാം. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇക്വേഷൻ ആദ്യം തന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കാം. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോണ്ട് ഓർഡറിന്റെ ജനറൽ ഇക്വേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ആയിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാവരും ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. വളരെ ബേസിക് ആയ ഒരു ഇൻഫർമേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ F2 ആണ് തന്നിരിക്കുന്നത്. F2ൻ്റെ അകത്ത് ടോട്ടൽ നമുക്കറിയാം എത്രയാണ്? 18 ഇലക്ട്രോൺ അല്ലേ സാറേ? അല്ലേ, 18 ഇലക്ട്രോൺസ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 18 ഇലക്ട്രോൺസ്, ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഒന്ന് എഴുതി ബോണ്ട് ഓർഡർ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ വാലൻസ് കോൺഫിഗറേഷൻ മാത്രം എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ വാലൻസ് മാത്രം നമുക്ക് എഴുതുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 4 ഇലക്ട്രോൺ നമുക്ക് കുറച്ചാൽ മതിയാവും അല്ലേ? യെസ്, വേണമെങ്കിൽ നമുക്ക് മൊത്തം ഒന്ന് എഴുതിയേക്കാം. ഇപ്പോൾ ഇവിടെ നൈട്രജൻ വരെ ഒരു ഓർഡർ ശേഷം മറ്റൊരു ഓർഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. 14 ഇലക്ട്രോൺസ്, ഇത് 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഓർബിറ്റിൽ വരുന്ന സിഗ്മ 2p ആണ് അല്ല. ഇവിടെയാണ് നമുക്ക് ആർക്കെങ്കിലും തെറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോവുകയാണെങ്കിൽ ഇതിന് മാത്രമല്ല ചാൻസ് ഈ ഓർഡറിനകത്തൊരു അല്ലേ? പിന്നെ π2px ഉണ്ട്, π2py ഉണ്ട്. രണ്ടും സെയിം എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഇതിൻ്റെ അകത്ത് 2 വരും. ഇപ്പോൾ എത്രയായി സാറേ? 2 4 6 8 10 12 14. അപ്പോൾ നമുക്ക് പൈ സ്റ്റാർ 2pxലും 2 ഇലക്ട്രോൺ കൊടുക്കാം. പൈ സ്റ്റാർ 2pyയിൽ നമുക്ക് 2 ഇലക്ട്രോൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് 18 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നേരെ ബോണ്ട് ഓർഡറിൻ്റെ ഇക്വേഷനത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, സ്റ്റാർ ഉള്ളത് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ 2 4 6 8 10 വരും. ഓക്കെ, 10 മൈനസ് ആന്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 2 4 6 8 8. യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ബോണ്ട് ഓർഡർ 1 ആണ് ഫ്ലൂറിൻ. യെസ്, നമുക്കറിയാം. എൻ്റെ ഒരു കൂടെ ഒറ്റ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമുള്ളതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യെസ്, ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ നമുക്ക് ഇത് ആൻസർ വരില്ല. നമുക്ക് ബോണ്ട് ഓർഡർ 2 ഉള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അടുത്ത നൈട്രജനാണ്. നൈട്രജൻ്റെ കേസിൽ വരുമ്പോൾ ടോട്ടൽ 14 ഇലക്ട്രോൺസ് വരും. ഇതേ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓർഡറിൻ്റെ അകത്ത് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിഗ്മ 2p മുമ്പ് എനർജി കുറവുള്ള ആൾ അല്ല, ആ ഒരു പോയിന്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നേരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 വരെ കോമൺ ആണ് അല്ലേ? ഇത് കഴിഞ്ഞ 2s2 സോറി സിഗ്മ സ്റ്റാർ 2s2. ഇത് കഴിഞ്ഞാൽ പിന്നെ പൈ ആണല്ലേ? π2px ആണ് ലോവർ എനർജി. യെസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 4 6 8 10 12. ഇനി പൈ സ്റ്റാർ ആണ്. രണ്ടുപേരുടെ എനർജി സോറി സിഗ്മയാണ്. സിഗ്മ 2p ഇപ്പോൾ 2 4 6 8 10 12 14. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. സോ ദ ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ വരുന്നത് 2 4 6 8 10 വരും. 10 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ 2 4 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6/2 അല്ലേ? 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. യെസ്. അപ്പോൾ ബോണ്ട് ഓർഡർ 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ആൻസർ ആകില്ല. ബോണ്ട് ഓർഡർ 3 ആണ്. അടുത്തത് നിയോൺ ആണ്. നിയോൺ Ne2. യെസ്, നിയോൺ 2 അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? അതെ. ആകെ 20 ഇലക്ട്രോൺസ് വരും. ഹീലിയം 2 അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. യെസ്, നമുക്ക് വേണമെങ്കിൽ എഴുതിയേക്കാം. സിഗ്മ 1s2
സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. അടുത്ത് നമ്മൾ എഴുതേണ്ടത് നമുക്ക് സിഗ്മ 2p സിഗ്മ 2p ആണ് എടുത്തത്. സിഗ്മ 2p z 2, then pi 2px, pi 2py, same energy, 2 electron, then pi star 2px, pi star 2py, അവിടെ 2 then സിഗ്മ സ്റ്റാർ 2pz. അവിടെ നമുക്ക് യെസ്. അപ്പോൾ അങ്ങനെ ഇവിടെ ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ 2, 4, 6, 8, 10. 10 അല്ലേ വരിക? 2, 4, 6, അതെ 10. 10 യെസ്. മൈനസ് ആൻറ്റിബോണ്ടിങ്ങിൽ വരുന്നത് 2, 4, 6, 8, 10. ഇപ്പോൾ ഫോംഡായ എല്ലാ മോളിക്കുലർ ഓർബിറ്റലും ഫിൽഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ വരുന്നത് നമുക്ക് 10 - 10 0 വരും അല്ലേ? 0 ആണ്. യെസ്. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പീഷ്യസ് ഫോം ചെയ്യാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല. ആറ്റംസേ ഉള്ളൂ. ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതുവരെ നമുക്ക് ആൻസർ കിട്ടിയില്ല സാറേ, കാരണം നമുക്ക് ബോണ്ട് ഓർഡർ 2 ഉള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത നമുക്ക് ആൻസർ കിട്ടും. മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അടുത്ത നമുക്ക് ആൻസർ കിട്ടും എന്തായാലും. O2 ആണ്. യെസ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ 16 വരും. യെസ്. നമുക്ക് സിഗ്മ 1s2, ഇനി വേണമെങ്കിൽ ലിവിസ് സ്ട്രക്ചർ വരച്ചാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 2s2 നമ്മൾ ഒരു മോഡലിൽ ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ദെൻ സിഗ്മ 2pz. എന്താണെങ്കിലും സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ല, ലിവിസ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ കണ്ടു. മോളിക്കുലർ ഓർബിറ്റൽ എല്ലാ തിയറീസും ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. pi star 2px, pi star 2py സെയിം എനർജി ആയതുകൊണ്ട് 1 വീതം കൊടുക്കാം അല്ലേ? സെയിം എനർജി. അതെ. യെസ്. So bond order that is equal to half into number of electrons in bonding molecular orbital 2, 4, 6, 8, 10. ഓക്കെ. മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ 2, 4, 6 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ആൻസർ കിട്ടി. ബോണ്ട് ഓർഡർ 2 ഉള്ള ആളെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ഈ ക്വസ്റ്റൻ ആവശ്യപ്പെട്ടിരുന്നത്. നമുക്ക് എന്തായാലും ബോണ്ട് ഓർഡർ 2 ഉള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോണ്ട് ഓർഡർ ഹൗ മെനി ആണെന്ന് തോന്നുന്നു ക്വസ്റ്റൻ അല്ലേ? ദ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് ബോണ്ട് ഓർഡർ 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ കിട്ടി, ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ബെർലിയാണ്. നമുക്ക് അതും കൂടെ ജസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതായതുകൊണ്ട് നമുക്ക് അതും കൂടെ ചെയ്തേക്കല്ലേ സാറേ? ബെർലി ആയത് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ ഓക്കെ, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. യെസ്. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 - 4, that's equal to 0. Again ചെയ്യാത്ത ഒരു മോളിക്യൂൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബെറിലിയം, ഹീലിയം, നിയോൺ അവരൊക്കെ മോളിക്കുലർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളോട് ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എത്ര പേര് ബോണ്ട് ഓർഡർ 2 ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. C2 മോളിക്യൂൾ ആര് പറഞ്ഞ പോലെ ഒരു ചോദ്യം അല്ലേ? നമ്മുടെ വന്ന കുട്ടികളിൽ ആരും മുമ്പേ മെൻഷൻ ചെയ്ത ആൾ C2 പറഞ്ഞെന്ന് തോന്നുന്നു. C2 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോണ്ട് ഓർഡർ 2 തന്നെയാണ്. C2 ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. C2 എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ 2 തന്നെയാണ്. ഇതേ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ 2 പൈ ബോണ്ടുകളാണ് അതിലുള്ള പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ഇവിടെയാണ്. അപ്പോൾ C2 ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ 2 വരും അല്ലേ? കാരണം C2 ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾ മാത്രമേ വരുന്നുള്ളൂ, O2 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെയാണ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ സെക്കൻഡ് പീരിയഡിൽ കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം 2 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ നമുക്ക് 1 ആണ് വരിക. ഇനി അറിയില്ല, C2 കൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. C2 കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ നമുക്ക് 2 എടുക്കേണ്ടതായിട്ട് വരും അല്ലേ? C2 സെക്കൻഡ് ഓർഡർ, ബോണ്ട് ഓർഡർ 2. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചറിൽ ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ് കോമ്പൗണ്ട്, വാട്ട് ഈസ് IUPAC നോമൻക്ലേച്ചർ ഓഫ് ദ കോമ്പൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സാറേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നെന്ന് കേട്ടു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുണ്ട് നോമൻക്ലേച്ചർ കാണുന്നുണ്ട്. മുമ്പത്തെ ഷിഫ്റ്റുകളിലാണെങ്കിൽ നമ്മൾ കോമൺ നെയിമും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കോമൺ നെയിം കണ്ടില്ല അല്ലേ? IUPAC നെയിമാണ്. ഷിഫ്റ്റുകളായപ്പോഴത്തേക്കും IUPAC നെയിമുകളാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. ഇന്ന് രാവിലെ നടന്ന എക്സാം സാറ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ഈ IUPAC നെയിം ഉണ്ടായിരുന്നു അല്ലേ? IUPAC നെയിം ഉണ്ടായിരുന്നു. അതും സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരുന്നു. സിമ്പിൾ കോമ്പൗണ്ട് ആയിരുന്നു. അത് അരോമാറ്റിക് സൈക്ലിക് കോമ്പൗണ്ട് ആയിരുന്നു. അതിന്റെ നമ്പറിംഗ് റിലേറ്റഡ് ആയിരുന്നു. അതെന്തോ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു കേട്ടു. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റിലും 2 ഡിഫറെന്റ് കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ IUPAC നെയിം ഇതാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത്. നമ്മൾ ലോവസ്റ്റ് സം റൂൾ ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്.
ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ അകത്ത് നേരിട്ട് ഡയറക്റ്റ് IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അതെ അല്ലേ? അപ്പൊ നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ സാറേ? സിംഗിൾ ഹൈഡ്രോകാർബൺ ആണ്. സിംഗിൾ ഹൈഡ്രോകാർബൺ. അതെ, ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്പർ ചെയ്യാന്നുള്ളതാണ്. യെസ് സാറേ. അപ്പോൾ ഇതിൽ നമുക്ക് പേരന്റ് ചെയിൻ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. 1 2 3 4 5 6 7 8 കാർബൺസ് ഉള്ളതാണ് ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് അത് തന്നെ അങ്ങ് പേരന്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ 3 മീഥൈൽ ബ്രാഞ്ചസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പം ആ മീഥൈൽ ബ്രാഞ്ചിന് നമ്പർ കൊടുക്കുമ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡയറക്ഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് 1 2 3 4 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷനിൽ 1 2 3 4 8 എന്ന് കൊടുക്കാം. അപ്പോൾ അതിൽ ഈ ഡയറക്ഷനിൽ നിന്ന് വരുമ്പോഴാണ് മീഥൈൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് ലോക്കൻസ് നമ്പർ കിട്ടുന്നത്. 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 2 5 6 എന്ന രീതിയിലാണ് ലോക്കൻസ് വരിക. ഇനി ഈ ഡയറക്ഷനിൽ നമ്മൾ വരുന്നെങ്കിൽ 1 2 3 3 4 7 എന്നാണ് ലോക്കൻസ് വരിക. പ്രയോറിറ്റി കൂടുതൽ ഇത് തന്നെയാണ്. ഇതാണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ നമ്പർ ചെയ്യുന്ന ഓർഡർ ഇതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. 2 5 6 ട്രൈ മീഥൈൽ ഓക്ടൈൻ എന്ന് ഡയറക്റ്റ് ആയിട്ട് നെയിം ചെയ്യാൻ പറ്റും. സോ അത് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് അല്ലേ? 2 5 6 ട്രൈ മീഥൈൽ ഓക്ടൈന്. നോമൻക്ലേച്ചർ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല അല്ലേ? എന്നാലും ആ നമ്പറിങ് സൈഡ് അല്ലെങ്കിൽ ആ ഡയറക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. നോമൻക്ലേച്ചറിലെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെന്നറിയില്ല അല്ലേ? ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മളോട് കുട്ടികൾ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട്. നോമൻക്ലേച്ചറിന്റെ റൂൾസ് എല്ലാം എല്ലാവരും പഠിക്കുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ഇനി നാളെയൊക്കെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് നോക്കിയിരിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അത് മാത്രമല്ല പുസ്തകത്തിൽ ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം. എനിക്ക് തോന്നുന്നു ഇത് അതിൽ പെടുന്നതാണോ നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ? ചെറിയ ഡൗട്ട് ഉണ്ട്. സിമിലർ ആയ കോമ്പൗണ്ടുകളാണോ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് നോക്കി ആ റൂൾ ഒന്ന് റീകോൾ ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാർ. ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്ര ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അമൈൻസ് ചാപ്റ്റർ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ സാർ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ബെൻസൈൻ സൾഫണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ ഒരു പേര് വരെയുണ്ട് അല്ലേ? നമ്മുടെ ഹിൻസ്ബർഗ് ഇതേ റിയാക്ഷൻ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ ഉണ്ടായിരുന്നു, സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നു. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന റിയേജന്റ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇന്ന് നമ്മൾ രാവിലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് അത് ഉണ്ടായിരുന്ന സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതെ, മറ്റൊരു ഫോമിൽ ഈ ക്വസ്റ്റ്യൻ സെയിം ആളെ തന്നെ വേറെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഇതിന്റെ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് വളരെ ഫെമിലിയർ ആണ്. ഹിൻസ്ബർഗ് റിയേജന്റ് ആണ്. അത് കൃത്യമായിട്ട് ആരൊക്കെയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടെസ്റ്റ് കൂടിയാണ്. അതെ, അമൈൻസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് കൂടിയാണ് ഈ ഒരു ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി ആയിട്ട് മാത്രമാണ് അതിനകത്ത് റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? ടെർഷ്യറിയുടെ കേസിൽ ആ റിയാക്ഷൻ അതിനകത്ത് പോസിബിൾ അല്ല, നോ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. തീർച്ചയായും ഈ ഒരു പ്രശ്നക്കാരൻ ടെർഷ്യറി അമീൻ എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് അതിനകത്തെ പ്രശ്നക്കാരൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്. അപ്പോൾ പ്രൈമറി ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഡിഫറൻസ് ഉണ്ട് പ്രോഡക്റ്റുകൾ. രണ്ടും പ്രസിപ്പിറ്റേറ്റുകളാണ് ഫോം ചെയ്യുക. എൻആൽക്കൈൽ സൾഫണമൈഡുകളാണ്. അത് NaOH സൊല്യൂബിൾ ആവുന്നതും സൊല്യൂബിൾ ആവാത്തതും. അതിനെക്കുറിച്ചാണ് സാറേ മുമ്പത്തെ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെയാണ് സാർ നോക്കിയ സ്റ്റേറ്റ്മെന്റ് 2 ഓൾ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ എബവ് ആർ സോലുബിൾ ഇൻ NaOH എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷന്റെ എല്ലാം സോലുബിൾ അല്ലല്ലോ. അതെ. പ്രൈമറി മാത്രമാണ് സൊല്യൂബിൾ ആവുക. കാരണം പ്രൈമറി ആവുമ്പോഴാണ് NH2 ഒരു H മാറി സൾഫണൈൽ ഗ്രൂപ്പ് വരും. മിച്ചം ഒരു H കൂടെ നിൽക്കുമല്ലോ. അത് അസിഡിക് ആണ്. അപ്പോൾ NaOH ചെയ്യുമ്പോൾ ന്യൂട്രലൈസ്ഡ് ആവും, നെഗറ്റീവ് ഫോം ചെയ്യും, അതിന്റെ സൊല്യൂബിൾ ആണ്. അപ്പോൾ അതിൽ ഒരാൾ സോലുബിൾ ആകും, ഒരാൾ സോലുബിൾ ആകില്ല. അങ്ങനെയാണ് നമ്മൾ ആ ഡിസ്റ്റിങ്വിഷൻ നടത്തുന്നത് പോലും അല്ലേ? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തീർച്ചയാണെങ്കിൽ ആ ഹൈഡ്രജൻ അവൈലബിൾ അല്ല നൈട്രജനിൽ, അതുകൊണ്ട് റിയാക്ഷൻ പോസിബിൾ അല്ല.
അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റാ. കാരണം ഓൾ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ എബവ് ആർ സോലുബിൾ ഇൻ NaOH. അതല്ല, അതും തെറ്റ് തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഇൻകറക്റ്റ് എന്നാണ് പറയേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് വേണം സാറേ. ഏതാണ് ഇതിനകത്ത്? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ബോത്ത് ആർ ഫോൾസ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. യെസ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഒന്ന് അത്യാവശ്യം ആലോചിച്ച് നോക്കി തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ടെസ്റ്റ് ഫോർ അമൈൻസ് ആയിട്ട് പഠിക്കുന്നത് നമുക്ക് വലിയ കൺഫ്യൂഷൻ അതിൽ വരുന്നില്ല. നമ്മുടെ NCERT ഇത് കൃത്യമായിട്ട് ഇതേ പറഞ്ഞിട്ടുണ്ടെന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. NCERT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു മോഡിഫിക്കേഷനും പാരാറ്റോളുവിൻ സൾഫണൈൽ ക്ലോറൈഡ് മറ്റൊരു മോഡിഫിക്കേഷനുള്ള റിയേജന്റും കൂടെ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഹിൻസ്ബർഗ് ടെസ്റ്റ് ഒന്നുകൂടെ അവർക്ക് പ്രൈമറി സെക്കൻഡറി അമൈൻസ് മാത്രമാണ്. അത് അറോമാറ്റിക് ആവട്ടെ അലിഫാറ്റിക് ആവട്ടെ, ഇത്തരം പ്രൈമറി സെക്കൻഡറി അമൈൻസ് ആണ് അവിടെ റിയാക്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പ്രൈമറി അമൈൻസിന്റെ പ്രൊഡക്റ്റിൽ ഒരു ഹൈഡ്രജൻ കൂടെ നൈട്രജനിൽ ഉണ്ടാകുന്നത് കാരണം സോലുബിൾ ഇൻ NaOH, സെക്കൻഡറിയിൽ നിന്ന് കിട്ടുന്ന സൾഫണമൈഡ് ഇൻസോലുബിൾ ഇൻ NaOH ആയിരിക്കും. രണ്ടുപേരും പ്രസിപ്പിറ്റേറ്റുകളാണ്. ടെർഷ്യറി നോ റിയാക്ഷൻ വിത്ത് ഹിൻസ്ബർഗ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ബോത്ത് ആർ ഫോൾസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, കൺസിഡർ ദ ഗിവൻ റിയാക്ഷൻ Cr2O7 2- ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് Cr04 2- ആണ്. അതെ സാർ, ഇത് Cr2O7 2- ഡൈക്രോമേറ്റ് ആണ്. Cr04 2- ക്രോമേറ്റ് ആണ്. എബവ് റിയാക്ഷൻ ഷിഫ്റ്റ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കുന്നത് ഏത് മീഡിയത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? നോർമലി നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഡൈക്രോമേറ്റിൽ തിരിച്ചാണ് ഡയറക്ഷൻ പറയാം. ആദ്യം ക്രോമേറ്റ് ഉണ്ടാക്കി ആ ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് മാറ്റിയാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാൻ. അതുപോലെ തന്നെ സാർ, ആ പ്രിപ്പറേഷൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷന്റെ പ്രോപ്പർട്ടീസിൽ പറയുന്നുണ്ട്, ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺസ് ആർ ഇന്റർ കൺവേർട്ടബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ ദെയർ pH എന്ന് പറയുന്നുണ്ട്. pH ഓഫ് ദ മീഡിയം. അപ്പോൾ H+OH- ഉപയോഗിച്ച് നമുക്ക് ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാം, ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആയിട്ട് വളരെ സിമ്പിൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് ജസ്റ്റ് ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആവുകയാണ്. ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആകുന്നത് ബേസിക് മീഡിയം അല്ലേ? OH- പ്രസൻസിലാണ് കൺവേർഷൻ. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എബവ് റിയാക്ഷൻ ഷിഫ്റ്റ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആകണം. ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആകുന്നത് ബേസിക് മീഡിയം, ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ആകുന്നത് അസിഡിക് മീഡിയം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആകുന്ന ഡയറക്ഷൻ, തീർച്ചയായിട്ടും അവിടെ മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ബേസിക് മീഡിയം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ DF എലമെന്റ്സിൽ കാണുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റും KMNF വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കോമ്പൗണ്ടുകളാണ്. അവരുടെ ഒരുപാട് ഡീറ്റെയിൽസ്, അവരുടെ പ്രിപ്പറേഷൻസ് ഉണ്ട്, അവരുടെ ഒത്തിരിയേറെ പ്രോപ്പർട്ടീസ്, അവരുടെ സ്ട്രക്ചർ, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. യെസ്, നമ്മൾ ആദ്യം ക്രോമൈറ്റ് ഓറിനെ ക്രോമേറ്റ് ആക്കുന്നു ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ വഴി. അതിനുശേഷം അസിഡിഫൈ ചെയ്യുന്നത് വഴി സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. പിന്നെ KCl ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറുന്നു. സോഡിയം ഡൈക്രോമേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ DF എലമെന്റ്സിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ഇത് ഡയറക്ഷൻ ഓർത്തിരിക്കാന്നുള്ളൂ. നമുക്കിവിടെ ഈ 6 മാർക്കിന് മുകളിൽ ഇവിടെ OH- കൊടുക്കാം, താഴെ H+ എന്ന് കൊടുക്കാം. ഒന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നാളെ ഇനി എക്സാം എഴുതുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ, നമ്മൾ മുമ്പത്തെ ഷിഫ്റ്റിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രോമേറ്റ് ഈ ഇന്റർ കൺവേർഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ അല്ല, ഇതിൽ ഓക്സിജൻ നമ്പർ മാറുന്നില്ല. ക്രോമേറ്റ് ജസ്റ്റ് മോണോസെൻട്രിക് ഡൈസെൻട്രിക് എന്നൊരു ഡിഫറൻസ് മാത്രമാണ്, സ്ട്രക്ചറൽ ഡിഫറൻസ് മാത്രമാണ് അതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം. അതെ അതെ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇഫ് ദ de Broglie wavelength of electron is equal to the de Broglie wavelength of proton, then what is the relationship between their kinetic energy? ഫിസിക്സ് ആയിട്ട് അവകാശപ്പെടുമോ നമുക്ക് അറിയില്ല. അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും വേണ്ടില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം de Broglie wavelength കൈനറ്റിക് എനർജി ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് എഴുതുന്ന. ഞാൻ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ എഴുതാണെങ്കിൽ λ is equal to h/√2m കൈനറ്റിക് എനർജി അല്ലേ? വേറെ നമ്മുടെ ഇക്വേഷൻ ഈ ഒരൊറ്റ ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആകുമല്ലോ. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണെന്ന് വിചാരിച്ചു. ഇത് അങ്ങനെയാണെങ്കിൽ λ that is equal to h divided by 2√2m കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ അല്ലേ? രണ്ടിൻ്റെയും വാല്യൂ ഒന്നാണ്. യെസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവന്മാരുടെ കേസിൽ ആകെ കൂടെ ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ എം കൂടിയാൽ ഇതിന്റെ ആകെ ഡിഫറൻസ് വരാവുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന എം ആണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ മാസ് കൂടുതലാണെങ്കിൽ കൈ കുറവായിരിക്കും.
അപ്പോൾ ഇവിടെ മാസ് ഇലക്ട്രോണിന്റെ മാസമുണ്ട്, പ്രോട്ടോണിന്റെ മാസമുണ്ട്. അതെ, മാസ് കൂടുതലുള്ളത് പ്രോട്ടോണാണ്. അങ്ങനെയാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും മാസ് കുറവുള്ളത് ഇലക്ട്രോണിന്റെ കേസിലാണ്. മാസ് കുറവ് ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി കൂടുതലുള്ളത് ഇലക്ട്രോൺ ആയിരിക്കും. മാസ് കൂടുതലുള്ളത് പ്രോട്ടോൺ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി പ്രോട്ടോണിന്റെ കേസിൽ കുറവുമായിരിക്കും. അപ്പോൾ അവർ ആ പ്രോഡക്റ്റ് ബാലൻസ് ചെയ്യണം. അൾട്ടിമേറ്റ്ലി സെയിം ലാംഡ ആണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും തെറ്റിപ്പോകാൻ വഴിയില്ല. ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് എങ്ങനെ വരുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇക്വേഷൻ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് സാർ കൈനറ്റിക് എനർജി കൂടുതലുള്ള ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജി കുറവാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. കാരണം ജസ്റ്റ് മാസ് മാത്രം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇലക്ട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും തമ്മിലുള്ള വേരിയേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്തോ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള രീതിയിൽ കൃത്യമായിട്ട് നമുക്കറിയില്ല. പ്രോട്ടോണും ഇലക്ട്രോൺ തന്നെയായിരുന്നു അവിടെയും റോൾസ്. അതെ, അപ്പോൾ എന്താണെങ്കിലും ഇത് സിമ്പിൾ ആയിട്ട് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ പോലും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ സാറേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം പറയേണ്ടതായിട്ട് വരും ബേസിക് ആയിട്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കെമിക്കൽ ബോണ്ടിങ്ങിന് വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയാണല്ലോ മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ റെപ്രസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ സ്റ്റാർ ഇസ് റെപ്രസെന്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റിനകത്ത്. അപ്പോൾ സിഗ്മ സ്റ്റാർ ആണ് ആന്റി ബോണ്ടിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അഡീഷൻ അല്ല, സബ്ട്രാക്ഷൻ ആണ് സംഭവിക്കേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് പ്രിന്റ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് പ്രിന്റിംഗിൽ ഉണ്ടായ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും ഞങ്ങൾ വിചാരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു സാധനം ഈക്വൽ ടു സൈൻ അല്ല, ഇത് നെഗറ്റീവ് സൈൻ ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ. അത് നെഗറ്റീവ് സൈൻ ആണെന്ന് അങ്ങ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതെ, ഇത് നെഗറ്റീവ് സൈൻ ആണെന്ന് വിചാരിച്ചു. ഇത് നെഗറ്റീവ് സൈനാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അതെന്തായാലും നമുക്ക് ആൻസർ വരില്ലല്ലോ. ഓക്കെ, യെസ്, ഓക്കെ മതി, ഫൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്ട്രക്റ്റിംഗ് ഡിഫറൻസ് വഴിയാണ് നമുക്ക് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ. ദേ ആർ ഹയർ ഇൻ എനർജി. യെസ്, സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ. അപ്ലൈഡ് ആവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആൻസറിലേക്ക് നമുക്ക് വരാം. ആൻസറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണെങ്കിൽ Ψa + Ψb വരുമായിരുന്നു. ഇത് ആന്റി ബോണ്ടിങ് ആണ്. അപ്പോൾ Ψa - Ψb എന്ന് പറയുന്നതാണ് നമുക്ക് ഇന്നത്തെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. ഇതും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആൾ തന്നെയാണ്. എമോ തിയറിയുടെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ലൊക്കേഷനിൽ തന്നെ ഇത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാറേ നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കിട്ടുമോ നമുക്ക് ജസ്റ്റ് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ സാറുമാർ ഇന്നത്തെ സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ സാറുമാരെ നമ്മൾ വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഹലോ ചിൽഡ്രൻ, നമ്മൾ JEE മെയിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിലെ ആഫ്റ്റർനൂൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വളരെ ഈസി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ടു ദാറ്റ് അറ്റ് എ പോയിന്റ് Q. ഇവിടെ 2 പോയിന്റ് ഉണ്ട് കേട്ടോ, ഒരു പോയിന്റ് P, ഒരു പോയിന്റ് Q. ഓക്കെ, ഈ 2 പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് P ഈസ് ഇൻസൈഡ് എ ലോങ് സിലിണ്ടർ, Q ഈസ് ഔട്ട്സൈഡ് ദ സിലിണ്ടർ. ഈ 4 ഇവിടെ ഇല്ല കേട്ടോ. Q ഈസ് ഔട്ട്സൈഡ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ P എന്ന പോയിന്റ് സിലിണ്ടറിൻ്റെ ഉള്ളിലും Q എന്ന പോയിന്റ് സിലിണ്ടറിൻ്റെ ഔട്ട്സൈഡുമാണുള്ളത്. കറണ്ട് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സിലിണ്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ മാഗ്നറ്റിക് ഈ സിലിണ്ടറിൽ കറണ്ട് ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫീൽഡ് ഇൻസൈഡും ഫീൽഡ് ഔട്ട്സൈഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫീൽഡ് ഔട്ട്സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഫീൽഡ് ഇൻസൈഡ് ഞാൻ ആദ്യമേ എഴുതാം. ഫീൽഡ് ഇൻസൈഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് ഈക്വൽ ടു, കളറൊന്ന് മാറ്റാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ഈക്വൽ ടു, ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്, B ഈസ് ഈക്വൽ ടു μ0I
ഡിവൈഡഡ് ബൈ 2r സ്ക്വയർ. 2r സ്ക്വയർ. ആർ സ്ക്വയർ എന്നുള്ളത് നമ്മളിവിടെ എ സ്ക്വയർ എന്ന് എഴുതാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റേഡിയസ് എ എന്നാണ് തന്നിട്ടുള്ളത്. റേഡിയസ് ഈസ് ഗിവൺ ആസ് എ. അപ്പോൾ 2a സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുള്ളത് a/2 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ളത് a/2 എന്ന് എഴുതണം. ഫീൽഡ് ഔട്ട്സൈഡ് ഇത് എവിടെയാണ് വാലിഡ് എന്നറിയാവോ? ഡിസ്റ്റൻസ് r ലെസ് ദാൻ എയിലാണ് ഈ ഇക്വേഷൻ വാലിഡ്. ഇനിയും ഔട്ട്സൈഡ് ദ ഫീൽഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫീൽഡ് ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് B. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ Q എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കേട്ടോ. Q എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡഡ് ബൈ 2r ആണ്. ഇവിടെ ഒരു പൈ ഉണ്ട് കേട്ടോ. ഐ മിസ്ഡ് വൺ തിങ്. ഇറ്റ് ഈസ് നോട്ട് 2a, ദിസ് ഈസ് 2πa സ്ക്വയർ ആണ്. 2πa സ്ക്വയർ ആണ്. ഇവിടെ 2πr. r എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2πr. r എന്ന് പറയുന്നത് 2a ആണ്. 2a. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ BP ഡിവൈഡഡ് ബൈ BQ എന്ന് പറയുന്നത് റേഷ്യോ എടുക്കുമ്പോൾ എന്തെല്ലാം വെട്ടിപ്പോകും നിങ്ങൾക്ക് അറിയാം. നോക്കിയേ, ഇവിടെ ഒരു 1/2, ഇവിടെ ഒരു 1/2, ബാക്കിയുള്ള എല്ലാം വെട്ടിപ്പോവും. അപ്പം 1/2 ഡിവൈഡഡ് ബൈ 1/2 എന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൻ്റെ റേഷ്യോ 1:1 ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. NCERT-യിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും എല്ലാം തന്നിട്ടുള്ള NCERT-യിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രാഫ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഫീൽഡ് എങ്ങനെ വേരി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫീൽഡ് വേരീസ് ഇൻ ദിസ് ഫാഷൻ. ലുക്ക് ഹിയർ. ഇത് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഇത് ഫീൽഡ് പ്ലോട്ട് ചെയ്യുന്ന ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ ഫീൽഡ് ലീനിയർ ആണെന്നും പുറത്ത് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു r സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു r ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ദിസ്. The field inside is linear, field outside is varying as like this. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഡിസ്റ്റൻസ്, ഔട്ട്സൈഡ് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഫീൽഡ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫീൽഡ് ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ സർഫസിലാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഫീൽഡിലുള്ള 2 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടാം. എവിടെയൊക്കെയാണ്? ഒന്ന് ഉള്ളിലും ഒന്ന് പുറത്തും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരേ ഫീൽഡുള്ള 2 പോയിന്റുകൾ നോക്കൂ. സെയിം ഫീൽഡുള്ള 2 പോയിന്റുകൾ. ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള ആ 2 പോയിന്റുകൾ ഏതാണ്? a/2 2a. a/2 ദിസ് ഈസ് a/2, a/2 ദിസ് ഈസ് 2a. a/2ലെ അതേ ഫീൽഡാണ്, നോക്കൂ, a/2ലെ അതേ ഫീൽഡാണ് 2aയിലും. എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു പോയിന്റിലും പുറത്തുള്ള പോയിന്റിലും സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ആവാം അക്കോർഡിംഗ് ടു ദിസ് ഗ്രാഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇത് ഈസി ആയിരുന്നു, എല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, NCERT-യിലെ ഒരു എക്സാമ്പിൾ പ്രോബ്ലമാണിത്. ഈ ഗ്രാഫ് NCERT തന്നിട്ടുണ്ട്. NCERT വായിക്കുന്നവർക്ക് ഉടനെ ഓർമ്മ വരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, എ ബ്ലോക്ക് ഓഫ് മാസ് 5 kg ഈസ് റിലീസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 5 kg റിലീസ് ചെയ്തു. സർഫസ് CD ഈസ് റഫ്. CD എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ. ഞാൻ ഈ ഡയഗ്രം ഒന്ന് റീഡ്രോ ചെയ്യാം. നോക്കൂ, ഇവിടെ പറയുന്നത് ഇതാണ്. ഡയഗ്രം ഒന്നുകൂടെ റീഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊരു ഫിക്സഡ് വെഡ്ജ് ആണ് കേട്ടോ, ഫിക്സഡ് വെഡ്ജ്. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, പക്ഷേ വെഡ്ജിനെ കുറിച്ച് മാസോ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സഡ് വെഡ്ജായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ വെഡ്ജിലൊരു മാസ് M ഇരിക്കുകയാണ്, മാസ് M. ആ M എത്രയാണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 5 kg സിറ്റിംഗ് ദെയർ. എന്നിട്ട് ഈ സർഫസ് എന്താണ്? സ്മൂത്താണ്. ഈ മാസ് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരികയാണ്. ഇവിടെ ഒരു സ്പ്രിങ്ങും ഉണ്ട്, ഇങ്ങനെ. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഫ്രിക്ഷൻ 0, ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് 0 ആണ് എക്സെപ്റ്റ് അറ്റ് ദിസ് പോയിന്റ്. എവിടെയാണ് ഫ്രിക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ സ്പ്രിങ് ഉള്ള സ്ഥലത്ത് മാത്രം ഫ്രിക്ഷൻ ഉണ്ട്. ഇവിടെ മാത്രമേ ഫ്രിക്ഷൻ ഉള്ളൂ, ബാക്കി ഒരിടത്തും ഫ്രിക്ഷൻ ഇല്ല. ഇവിടെ മാത്രം ഫ്രിക്ഷൻ. അപ്പോൾ ഇത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ട് ഇതിന് ഹിറ്റ് ചെയ്യും. ഇതിൻ്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യലായിട്ട് മാറും, സ്പ്രിങ്ങിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. സ്പ്രിങ്ങിൻ്റെ മാക്സിമം കംപ്രഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് സിറ്റിംഗ് ഹിയർ. വെൻ വർക്ക് ഈസ് ഡൺ, വെൻ വർക്ക് ഡൺ ബൈ വെൻ
force doing the work is non-conservative, you cannot apply energy conservation. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വർക്ക് എനർജി തിയറി എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റി ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ആ രണ്ട് പേരും ചെയ്ത വർക്ക് എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ല, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ ആൻസറായി. ഓക്കെ, ഇങ്ങനെ ഇവിടെ വേറൊരു രീതിയിലും ചിന്തിക്കാം കേട്ടോ. ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റി ഈസ് ഡൂയിങ് വർക്ക്, ഫ്രിക്ഷൻ ഈസ് ഡൂയിങ് വർക്ക് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ് ഓൾസോ ഈസ് ഡൂയിങ് വർക്ക്. അതെല്ലാം ചെയ്ത വർക്ക് മൊത്തത്തിൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആയിരിക്കണം. ഇവിടെ ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്, വന്നിടിച്ചതിന് ശേഷവും ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്. ദെയർഫോർ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, ലെറ്റ് മീ റൈറ്റ്, ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ സംതിങ് ഈസ് റോങ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഇത് എത്ര ആംഗിൾ 30 എന്ന് തന്നിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസ് 10 എന്ന് തന്നിട്ടുണ്ട്, 10, ഈ ഡിസ്റ്റൻസ് 10, ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ 10 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്, 10. അപ്പോൾ ഈ ഹൈറ്റ് 5 ആണെന്ന് അറിയാമല്ലോ, 5. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ mgh, ലെറ്റ് മീ റൈറ്റ്, mgh. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ mu mgx. അപ്പോൾ മൈനസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വിൽ ബി നെഗറ്റീവ്, mu mg. ഇതിൻ്റെ കംപ്രഷൻ എക്സ് ആണെന്ന് വിചാരിക്കുക, എക്സ്. ഇനി വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ½ kx², ഇനീഷ്യൽ 0. അപ്പോൾ ½ kx². ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0. ഇനീഷ്യലി കൈനറ്റിക് എനർജി 0 ആണ്, ഫൈനലി 0 ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. This is the work done by gravity, this is the work done by friction, and this is the work done by spring force. പക്ഷേ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ½ kx². നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക് ഡൺ ബൈ എനി കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. എം, വാട്ട് ഈസ് എം? മാസ് ഓഫ് ദിസ് വൺ ഈസ് 5 kg. എം 5, ജി 10, എച്ച് 5 ആണെന്ന് നമുക്കറിയാം, മൈനസ് mu 0.5 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. എം, വാട്ട് ഈസ് എം? Mass of this block is 5, G10, x അറിയില്ല, മൈനസ് ½ k. K എത്രയാണ്? What is K? K is given here in the figure as 100. K is 100. ½ k 100 into x² is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക് ഇത് 50 വരും. 50 മൈനസ് ഇത് എത്രയാണ്? 25 മൈനസ് 50x². 50x² is equal to 0. 50x² is equal to 0. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 മൈനസ് എക്സ് മൈനസ് 2x² ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. x² ഈസ് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ്, വൺസ് യു സോൾവ് ദ ക്വാഡ്രാറ്റിക് യു വിൽ ഗെറ്റ് x ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് കിട്ടും. 2 മീറ്റർ ഈസ് ദ കംപ്രഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കിയേ. ഇൻ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 nanometer is incident at a point P. 10th maxima is formed. Now the two slits are replaced with a single slit of width W placed at the center. ഈ ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമ ഈസ് ഒബ്സർവ്ഡ് അറ്റ് പോയിന്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡയഗ്രാം അത്ര ക്ലിയർ അല്ല, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഡയഗ്രാം ഈസ് നോട്ട് ക്ലിയർ. ലുക്ക് ഹിയർ. നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ പി എന്ന പോയിന്റിൽ 10ാമത്തെ
എന്തുണ്ടായെന്നാണ് പറയുന്നത്, 10ാമത്തെ മാക്സിമം ഉണ്ടായിരുന്നു, 10th മാക്സിമം ഉണ്ടായെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവർ സിംഗിൾ സ്പ്ലിറ്റ് ആക്കിയപ്പോൾ ആ മാക്സിമം ഉള്ള സ്ഥലത്ത് ഫസ്റ്റ് മിനിമം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ 10ാമത്തെ മാക്സിമം ഉണ്ടാകുന്നതിലത്തെ കണ്ടീഷൻ നമുക്കറിയാമല്ലോ. 10th മാക്സിമം ഉണ്ടാകണമെങ്കിൽ ഡി സൈൻ തീറ്റ, പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ, ഡി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ സെപ്പറേഷൻ അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 1 millimeter എന്നുണ്ട്, ഈ സെപ്പറേഷൻ 1 millimeter എന്നുണ്ട്. ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്, ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നാണ് പറഞ്ഞത്. 10th മാക്സിമം ഉണ്ട് 10 ലാംഡ, ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 10 ലാംഡ. ഇനിയും അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ നിങ്ങൾക്കറിയാം, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ ഡബ്ല്യു ആണ് വിട്ട് എന്ന് പറയുന്നുണ്ട്, ഡബ്ല്യു. അപ്പോൾ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ നിങ്ങൾക്കറിയാം മിനിമം ഉണ്ടാകാത്ത കണ്ടീഷൻ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് മിനിമം ഉണ്ടാകാത്ത കണ്ടീഷൻ നിങ്ങൾക്കറിയാം. എന്താണെന്ന് ഓർമ്മയുണ്ടോ? വിട്ട് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യു സൈൻ തീറ്റ മസ്റ്റ് ബി എൻ ലാംഡ, ഫസ്റ്റ് മിനിമം ആണെങ്കിൽ 1 ലാംഡ, 1 ലാംഡ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലെത്താൻ പറ്റും. ഡി ഡിവൈഡ് ബൈ ഡബ്ല്യു, ഡി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. നമുക്ക് ഡബ്ല്യു ആണ് വേണ്ടത്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി ബൈ 10, ഡി ബൈ 10, ഡി ബൈ 10. വാട്ട് ഈസ് ഡി ബൈ 10? ഡി എത്രയാണ്? 1 millimeter എന്ന് തന്നിട്ടുണ്ട്. അപ്പം 1 millimeter ഡിവൈഡഡ് ബൈ 10 എന്ന് വന്നു. 1 millimeter ഡിവൈഡ് ബൈ 10 ഈസ് 0.1 millimeter. ദാറ്റ്സ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ, 0.1 millimeter. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രണ്ടിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാക്സിമം ഉണ്ടാകേണ്ട ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ മാക്സിമം ഉണ്ടാകേണ്ട കണ്ടീഷനും സിംഗിൾ സ്ലിറ്റിൽ മിനിമം ഉണ്ടാകേണ്ട കണ്ടീഷനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് 2 ഇക്വേഷൻ എഴുതി ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലെത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ഹാസ് സെയിം ഡി ബ്രോയി വേവ് ലെങ്ത്. ഇലക്ട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ട്, രണ്ടിനും ഒരേ ഡി ബ്രോയി വേവ് ലെങ്ത് ആണെന്നാണ് പറഞ്ഞത്, സെയിം ഡി ബ്രോയി വേവ് ലെങ്ത്. ഇഫ് കെ ഇ ആൻഡ് കെ പി ആർ ദർ റെസ്പെക്റ്റീവ് കൈനറ്റിക് എനർജി, രണ്ടിൻ്റെ കൈനറ്റിക് എനർജി കെയും കെ പിയും ആണ് എങ്കിൽ രണ്ടിൻ്റെ വേവ് ലെങ്ത് സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലോ. ആ വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് H/P എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൈനറ്റിക് എനർജി സെയിം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ടൈമിൽ എഴുതാൻ പോവുക. പിക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? H ഡിവൈഡഡ് ബൈ √2mk. കെ സ്റ്റാൻഡ്സ് ഫോർ കൈനറ്റിക് എനർജി. ഇവിടെ രണ്ടിനും ഒരേ വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞാൽ എച്ചും 2ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കാവും. അപ്പോൾ മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി രണ്ടിനും സെയിം ആയിരിക്കണം ഇല്ലേ? സെയിം വേവ് ലെങ്ത് മീൻസ് സെയിം എം ഇൻറ്റു കെ. അപ്പം എം ഓഫ് ഇലക്ട്രോൺ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ദിസ് വേ, mass of electron into kinetic energy of electron must be equal to mass of proton must be and kinetic multiplied by kinetic energy of proton. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ, കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് കിട്ടി. എനിക്കറിയാം മാസ് ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ആണെന്ന് മനസ്സിലായി. കാരണം മാസ് ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട്. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി, കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. ഹിയർ ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺ അല്ല ഇലക്ട്രോൺ. അങ്ങനെയുണ്ടോ? ഇത് റിവേഴ്സിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ദിസ് ആൻസർ കൈനറ്റിക് എനർജി ആർ ഇൻ ദാറ്റ് വേ. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സെയിം വേവ് ലെങ്ത് മീൻസ് സെയിം മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി. രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസറിലെത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കി, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് സച്ച് ദാറ്റ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ്സ് ആർ സെയിം. ഇത് നോക്കിയേ, ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണ്. ദെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? ആലോചിച്ച് നോക്കിയേ, ആർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4h മാക്സ് അല്ലെങ്കിൽ 4h മാക്സ് എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് റേഞ്ച് ആൻഡ് ഹൈറ്റ്. റേഞ്ച് ആൻഡ് ഹൈറ്റ്, ratio of range and height depends only on what angle of projection, not on velocity of projection. Only angle of projection depends the ratio.
ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? റേഞ്ചും ഹൈറ്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റേഞ്ച് ആൻഡ് ഹൈറ്റ്സ് ആർ ഈക്വൽ. റേഞ്ചും ഹൈറ്റ്സും ഈക്വൽ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷനാണ് വേണ്ടത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4 എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് 4. ടാൻ ഇൻവേഴ്സ് 4. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ടാൻ ഇൻവേഴ്സ് 4. ഹിയർ ഇറ്റ് ഈസ്. ടാൻ ഇൻവേഴ്സ് 4. ഓക്കെ, ദാറ്റ്സ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് മാത്സ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. മാത്സിൽ അധ്യാപകർ റെഡി ആയിട്ടുണ്ട്. ലൈവിൽ തന്നെ തുടരുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം മൈ ഡിയർ സ്റ്റുഡൻസ്. ആൻഡ് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി നാളെ ഈ ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നത് 2024 JEE മെയിൻസിന് തിരശ്ശീല വീണുകൊണ്ടാണ്. നാളത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് JEE മെയിൻസ് അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ 2 എക്സാമുകൾ കൂടി, ഇന്നത്തെ മോർണിംഗ് ഷിഫ്റ്റും ഇന്നത്തെ ഈവനിങ് ഷിഫ്റ്റും നമുക്ക് കിട്ടിയതിൽ നിന്നും എക്സാം മോഡറേറ്റ് എന്ന് പറയാം. മോഡറേറ്റ് ബിക്കോസ് സം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേർ ദേർ. സം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേർ ദേർ. അതുകൊണ്ട് നാളത്തെ എക്സാം എഴുതുന്നവർ ഒന്നുകൂടെ സൂക്ഷിക്കണം. എല്ലാ ക്വസ്റ്റിനും ചാടിക്കയറി തുടരുത്. There are some not difficult, some lengthy questions were there. Conceptual but lengthy questions were there. So we are discussing second shift question papers, evening shift question paper. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് y is equal to y of x be the solution of the curve of the differential equation sec y dy by dx plus 2x sin y is equal to x cube cos y, where y of 1 is equal to 0. 0. Then he is asking y of root 3. Okay. Yes, this is a question. Now it is like Bernoulli differential equation. Bernoulli's differential equation that we can convert it to linear differential equation. So divide by cos y. So that is secant square y dy by dx plus 2x tan y is equal to x cube. Yes. We can give tan y is equal to t. Put tan y equal to t. You will get secant square y is equal to dy by dx is equal to dt by dx. Right? Yes. So now we will substitute in this. Then it will reduce us to linear. So therefore dt by dx plus 2xt is equal to x cube. So linear. This is, we made it linear differential equation. So integrating factor and etc. etc. അതായത് ഇതിപ്പം see sir, we have done linear differential equation many times in this platform. Yes. Actually we are entering this platform with the memory based questions. Yes. Sometimes in between the session. Yes. But we did the linear differential equation many times. Yes. So linear differential equation എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബർണൗളിയാണ്. കാരണം വെച്ചാൽ ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞങ്ങളത് ബാക്കി ചെയ്യാത്തതിന്റെ കാര്യം ഫെമിലിയർ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. സോ അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. Sir, this is actually the question is the mean deviation about mean variance of 5 observations are A25. This is not the printing mistake I feel because 5 numbers are there. A, B, C are 18, 4, 136 by 5 respectively. Then we think that we need to find the value of A plus B plus C. Most probably modulus of A plus B plus B or something. ഇത് സെയിം ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ സോൾവ് ചെയ്ത് നിങ്ങളുടെ ഒരു ലേറ്റ് നൈറ്റ് ടൈം ഞങ്ങൾ കളയുന്നില്ല. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മീനും മീൻ ഡീവിയേഷനും വേരിയൻസും തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 3 അൺനോൺസ് തന്നിരിക്കുന്നത്. ബട്ട് 3 അൺനോൺസ് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് ഓക്കെ ശരി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. അറിയാവുന്ന ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് സർ, ദിസ് ഇസ് സ്പെഷ്യൽ സർ. ഐ ഫീൽ this is special. So determine this is given, this value you want. We need to find. Yes, yes. So now here alpha minus A, beta minus B, this you want. minus C is So we'll do operation. R1 changes R1 minus R2. R2 minus R1 is fine. R1 minus R2 or something. Okay. Right. So therefore this is what here alpha minus A, B minus beta 0 and 0. And here A, B, C and A, B, gamma is equal to 0. Right? Sir, so, in between can I tell you one thing? Actually, some people think that this was deleted.
Properties of determinant was not there in the syllabus. Not there, correct. Not there. It was not written there. Yes. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഡിലീറ്റ് ചെയ്തിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഡിലീറ്റ് ചെയ്തിട്ട് പഠിക്കാതെ പോയ കുട്ടികൾക്ക് ഇത് പാടാണ്. They can solve the determinant, but it was very difficult. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഒഴിവാക്കി എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും വേണ്ട. അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചിരിക്കണം. Yes. Now we'll expand along this R1. First row. Yes. Alpha minus A times this beta gamma minus BC, right? Minus BB minus beta, and this is A gamma minus AC is equal to 0. 0, yeah. Okay, so divide by both sides. Alpha minus A, beta minus B, and gamma minus C. Then add 1 both sides, you'll get 2. You get the 2. Yeah, this is the answer. Actually, this is simple. Actually, a simple ചോദ്യമായിരുന്നു. സർ പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ, റോ ആൻഡ് കോളം ട്രാൻസ്ഫോർമേഷൻസ്. ഒരു പക്ഷേ നിങ്ങൾ ഡിലീറ്റഡ് ടോപ്പിക് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണി കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ ഇപ്പം നോക്കാനൊന്നും പറ്റത്തില്ല. This is the last day. എന്നിരുന്നാലും see, we are just saying that it was important. We can do one more operation also easy. Easy. Actually, R2 minus R3 or R3 minus R2. Gamma. That also can. അതായത് ഡിലീറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സാർ എക്സ്പാൻഡ് ചെയ്തത്. വേണമെങ്കിൽ R3 മൈനസ് R2 അല്ലെങ്കിൽ R2 മൈനസ് R3 കൂടെ ചേർത്ത്, കാരണം അതൊരു ഇൻഡിപെൻഡന്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ യു ക്യാൻ ഡു ഓൾസോ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ്. You can increase the size, sir. Wait, sir. It left. Yeah. Now you can do, sir. Yes. So this is a simple trigonometric problem, values based question. Right? I think they know the values of cos 30. അതൊക്കെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്, കാണാതെ പഠിക്കണം. Yes. Cos 36. 3 into root 5 plus 1 by 4. Yep. Plus sin 18 is root 5 minus 1 by 4. Divided by 5 into root 5 plus 1 by 4. And minus 3 into root 5 minus 1 by 4 is equal to a root 5 minus b by c. 4 cancel. So 3 root 5, 5 root 5, all simplify, rationalize, get VC. That is a simple question. Sir, in this time, trigonometry was terribly comfortable. Every trigonometry questions was comfortable. Trigonometry എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. In the session 1, there was a question like they given the value of sin theta and supposed to find tan theta and cot theta. Such a question was there. Simple question, see, like a Keem question, right? Keemന്റെ ലെവലിലുള്ള trigonometry question ആണ് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റിൽ വന്നത്. But along with that, difficult question were there in the morning shift also. Difficult question ഉണ്ടായിരുന്നു, എന്നാലും സിമ്പിൾ ചോദ്യമായിരുന്നു. Yeah. So this is what is that? Image of the point this about line. line. Oh, that is simple. Then R equal to. Right. So actually we know the formula to find. Sir, I will tell you one method. Suppose this is alpha beta. Yeah. This is the line. Ax plus by plus c is equal to 0. This is the foot. This is the image. Reflection. Yeah. So foot is alpha minus AK, beta minus BK. Okay. And image is alpha minus 2AK, beta minus 2BK. So what is K? Is substitute the point in this. A alpha plus B beta plus C by A square B square. Then you will get the image. Oh, such an equation is there. Yes. That's a cool equation. H minus x1 by A. We are using that equation. That's a lengthy formula. Yes. And we need to simplify that. Yes. Sir says it's a shortcut. Yeah, this is alpha Beta and that is Ax plus By plus C minus 2. Actually, plus C. C is equal to 0. Yes. That's okay, sir. Actually, A is equal to 1, B is equal to 2, C is equal to minus 2, alpha is equal to minus 4, beta is equal to 5. And if I suppose substituting the values here, after finding the value of K, you will get the image in some minutes, and you can substitute in the equation. R will get. It's a cumulative question. Actually, this is completely from two-dimensional geometry. Two-dimensional geometry question ആണ്. Sir പറഞ്ഞ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് K കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ച് ഇതിനകത്ത് ഇമേജ് കിട്ടും. ഇമേജ് ഇതിനകത്ത് കൊടുത്താൽ ആൻസർ കിട്ടും. സിമ്പിൾ ചോദ്യമായിരുന്നു. Okay, the line segment joining the points 5, 2 and 2a subtend an angle pi by 4 at the origin. Then the absolute value of the product of all possible values of a.
So this is the origin, and this is phi 2, 5 2 and this is 2a. 2a. Okay. So this Angle is pi by 4. pi by 4. This subtends pi by 4. Pi by 4. So we can find tan theta. Angle in between, Yeah, right? this is m1 is equal to a by 2, and this is 2 by 5. So tan pi by 4. Tan pi by 4 is equal to m1 minus m2 divided by 1 plus m1 m2. There you will get two values, plus minus. Plus or minus. One another two values, a product modulus. Done. Shall we put the modulus sign? Tan theta is equal to modulus of. We need to put the modulus also, because this point can be anywhere in between. So remember, modulus value kuda idumbodathenum values complete, ayada values complete cheyidum. Aa karyam kuda onu orthanam. Tan theta is equal to modulus of m1 minus m2. This is m2. This is m1. Slope of this line is m1 and slope of this line is m2. Finding the angle in between is tan theta is equal to m1 minus m2 divided by 1 plus m1 m2. This is a by 2. A by 2. A by 2. M1 is a by 2 and m2 is 2 by 5. അതായത് നമുക്ക് ചുമ്മാ അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആണ്, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m2 ആണ്. സോ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച tan pi by 4 is equal to m1 minus m2 divided by 1 plus m1 m2. ഇൻസൈഡ് ദ മോഡുലസ് ഇടുമ്പോൾ എയുടെ രണ്ട് വാല്യൂസ് കിട്ടും. Simple. Simple question. Right. Simple question. So this is the system of equations has infinitely many solutions. Then the value of this 2 mu plus 3 lambda. Yes. Sir, Cramer's rule is fine, sir. Cramer's rule is fine. The other way I'll explain. X plus y plus minus z. Minus z. Minus z is equal to lambda. They are linearly independent, right? Yes. 7x plus 9y plus mu z is equal to minus 3. Equation 2. And 5x plus y plus 2z is equal to minus 1. Question number 3. So determinant method Cramer's, but other than that I will explain the idea. Are you applying linearly dependent infinite solution? You eliminate z from 1 First and 2. equation. We'll get one straight line. Okay. And 2, 3 also eliminate z, another equation xy. So that has infinite solutions, means they must be same. Okay, they are coinciding. Okay, coinciding. So a1 by a2 b1 by c1 lambda mu. Okay, that was a cool idea. Yes. Okay. So അതൊരു പക്കാ സാധനമായിരുന്നു. അതായത് വേറെ ഒന്നുമല്ല, എനിക്കറിയാവുന്ന രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഈസ് ഡിറ്റർമിനന്റ് മെത്തേഡ്. യു ക്യാൻ അപ്ലൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0, adjoint of a into b is equal to 0. That is the most lengthy method. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ 0, കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് 0 കൊടുക്കുകയും adjoint of a into b is equal to 0 കൊടുക്കുകയും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. മോസ്റ്റ് പ്രോബബ്ലി they won't apply that. അത് അപ്ലൈ ചെയ്യില്ല. Second, Cramer's rule. Cramer's rule meaning determinant of a, the coefficient determinant is equal to 0, and determinant of a1, that is d1 or rather d1. Replacing first column of a with a b is equal to 0, you will get the value of a lambda and a. There is a second method. And I suppose to say this third method, these having infinite solution, meaning these are dependent. Yes. So your method is, I mean, sir, telling another super method. If you are solving 1 and 2, 1 and 2, from 1 and 2 eliminate z implies you get a straight line. Straight line. 1. And along straight line 4. Okay, straight line 4. And along with that, if you are solving 2 and 3 or rather 1 and 3. Yes. 2 and 3 or 1 and 3, say eliminate same z, gives another straight line, that is straight line 5. So we are getting two equations, doesn't having the coordinate z, only having x and y. Both are straight lines, and they are saying that this system having infinite solution, meaning these two straight lines also having coincide. Then use a1 by a2 equal b1 by c1 by c2. 4 and 5 should be same. So a1 by a2 equal to b1 by b2 equal to c1 by c2. Applying that concept, you will get the value of lambda and mu without using any concept of metrics or three-dimensional geometry. That was an amazing method. Sir, that was super, sir. Actually, I didn't get that. Actually, I didn't get that idea. At least you are writing this. That was a super idea, right? Okay. Sir, I think this is the last question ever. Sir, we are having this question. V2 done the same time question, right? Yeah. Term independent of x. Term independent of x, that is root a x square plus 1 by 2x cube whole power 10 is 10 a cube. We need to find a cube. Yeah.
So R is equal to 2 into 10, 20. Term independent of x 0, 2 plus 3, 5. So R is 4. Simply R is equal to 4. So 10C4, right? Root 2a a raised power to 6 yeah 10 minus 4 into 1 by 2 power 4 is equal to 105. So from this you will get AQ. AQ. Simple thing. Yes. Done. Actually, let me ask you one thing. Sir. This was an equation. Ax power p Okay. plus minus b by x power q, Q. whole power n. Uh-huh. Right? Number 1, coefficient of x power l exists, then r will be, so multiply this, minus l by p plus q. This belongs to whole number. Okay. Oh. That's what I did. And the second case, coefficient of x power 0 means term independent Term of x. independent of x. Okay. Right? Then r will be np l is 0 Okay. by p plus q. Belongs to whole numbers. Okay. Yes. New equation. Yes. Actually, I came here at least getting one new equation. One new shortcut. കാര്യമായിട്ടുള്ള പിള്ളേരെ ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. എപ്പോൾ സാറിന് അവിടുത്തെ ലൈവിൽ എടുക്കാൻ വന്നാലും ഒരു ഷോർട്ട് കട്ട് കിട്ടും. ഇതിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഷോർട്ട് കട്ട് ഇതിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ആദ്യം എനിക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എന്നിന്റെ നമ്പർ ഓഫ് റാഷണൽ ടൈംസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു കിട്ടിയത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എ എക്സ് റൈസ് ടു പി പ്ലസ് ഓർ മൈനസ് ബി ബൈ എക്സ് റൈസ് ടു ക്യൂ ദ ഹോൾ റൈസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു എൽ. ഇഫ് ഇറ്റ് എക്സിസ്റ്റ് മീനിങ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ടൈം എക്സിസ്റ്റ് ചെയ്യാതെ വരും. ചെയ്താൽ ആർ കണ്ടുപിടിക്കാനുള്ള എൻ പി മൈനസ് എൽ അപ്പോൺ പി പ്ലസ് ക്യൂ ആണ്. എൻ പി മീനിങ് ദ മൾട്ടി പ്രോഡക്റ്റ് ഓഫ് പി വിത്ത് ദിസ് എൻ. ആൻഡ് if it is a whole number, that term exists. And we can check whether the term exists or not using this equation. അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഇപ്പോൾ എക്സ് റൈസ് ടു 5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എക്സ് റൈസ് ടു 6 ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ആഫ്റ്റർ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മീനിങ് ദ പവർ ഓഫ് എക്സ് ഇസ് 0, he applied here this method. Actually, I was looking into it. I didn't understand anything why you write 0 here. And the main thing, I got 2 into 10, 20. I got that. And I didn't understand where is 5 coming from. Actually, you are adding 2 and 3. In your mind, you didn't say anything. So, I wondered why this 5. So, that was I asking. So, NB minus 0 upon P plus Q. Which is an whole number, meaning it is having a time independent of X. And that is the end of the thing. So, I think, sir, mathematics is lengthy. They're saying mathematics was lengthy. After knowing the shortcuts, but some questions lengthy. Some questions are lengthy. Some questions you can do. And usually term independent of x, coefficient of something. Binomial theorem is bound up with that only. So at that chapter, we can learn that chapter using that equations or something. That chapter will be over. I think such chapters are there. If you are learning the equations, if you are learning your equations, we can consume some time and we can attend that lengthy questions also. Sir, I think we are winding up our live class. So tomorrow is the last exam. Sir, can I tell something in Malayalam? Tell. They need Malayalam. Actually, they're supposed to, actually, I'm here to translate. But I think I talk more in English. You talk in Malayalam. You don't know Malayalam, nah? That's why I supposed to talk more in English. Sir, how is my English? Yes, very good, excellent. Very good. Yes. I ask it here because people are hearing that. they think that this is planned. It's very good. Okay, thank you. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ലാസ്റ്റ് എക്സാം അല്ല, സെക്കൻഡ് ലാസ്റ്റ് എക്സാം ആയിരുന്നു. ഇനി അടുത്തത് ഡിസ്കഷൻ ഉള്ളത് ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ഡിസ്കഷൻ, പേപ്പർ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നാളത്തെ ലൈവിൽ നമ്മൾ വരും. നാളത്തെ ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ്ഡിലേക്കുള്ള സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ടു അഡ്വാൻസ്ഡ് ആൻഡ് കീം ആൻഡ് അഡ്വാൻസ്ഡിൻ്റെ സ്റ്റെപ്പിലേക്ക് നമ്മൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചുകൊണ്ടുള്ള ലൈവാണ്. നമ്മൾ അന്നേരം നാളത്തെ ലൈവിൽ ഈ കംപ്ലീറ്റ് JEE Mainsന്റെ സെഷൻസ് കംപ്ലീറ്റ് ഒന്ന് അനലൈസ് ചെയ്യും. Like that in first session, any change, any irony if there, നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല because tomorrow there is exam. But so after exam, one thing, sir, this all we did what memory based questions. So may not be exact questions and we will explain the exact question after the exam. Tomorrow we will do a complete analysis of all the question papers because question paper, the total analysis we cannot do today because tomorrow there is an exam. After tomorrow's exam we can
we can do all each and every analysis of each question papers, like if there is any irony there. So from to നാളത്തെ ലൈവ് എന്ന് പറയുന്നത് JEE Mainsന്റെ ഫേസ് ടു സെഷൻ ഞങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കും. So today Department of Mathematics winding up the session, and physics sir is waiting. So tata, good night. Good night. Thank you. Thank you. ഇന്ന് ഫിസിക്സിൻ്റെ ലാസ്റ്റ് സെഷനാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിസ്കഷനെല്ലാം നമ്മൾ ഇന്നോടുകൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഷിഫ്റ്റ് സാറേ നമ്മൾ രാവിലത്തെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 1-2 നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഒന്നും പറയാനില്ലെങ്കിലും നമുക്ക് നല്ല ഇല്ല പക്ഷേ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും അല്പം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരുന്ന 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ ഷിഫ്റ്റ് ആണെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ. പിന്നെ സാറേ രാവിലത്തെ എക്സാമിലും സാറ് മുമ്പ് ഇതുപോലെ ഡി ബ്രോഗ്ലി വേവിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ 2 എക്സാമിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു രാവിലെ വൈകുന്നേരം. ഇന്ന് രാവിലത്തെ ഷിഫ്റ്റിലും അടുത്ത ഷിഫ്റ്റിലും ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻ ദി ഗിവൺ AC സർക്യൂട്ട് റെസിസ്റ്റൻസ് R ആൻഡ് ഇൻഡക്ടർ എന്നാണ് കേട്ടോ. ഇൻഡക്ടർ R ആൻഡ് സെയിം IMF. അപ്പോൾ അവിടെ വാല്യൂ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഒരു AC സോഴ്സ്, അതിൻ്റെ വോൾട്ടേജ് 120 വോൾട്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഡക്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് √91 ഓം എന്ന് തന്നിട്ടുണ്ട്. V2 എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ അത് 36 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് 60 ഹെർട്സ്. അപ്പോൾ അവിടെ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രത്തിലുണ്ടായിരുന്നപ്പോൾ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ ഇത്രയാണ് ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസ് കാണാനാണ് ചോദ്യം. അപ്പോൾ വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ നമുക്ക് അല്പം കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ V2 എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് √91 ഓം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കറണ്ട് കണ്ടുപിടിക്കാം അല്ലേ സാറേ. കറണ്ട് I = വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ √91 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതവിടെ കിടക്കട്ടെ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസിൽ നിന്ന് കറണ്ട് അവിടെ കണ്ടുപിടിച്ചു. ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്ലൈഡ് വോൾട്ടേജ് VA, ഇത് V2, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ V1 എന്ന് എടുക്കുക. അപ്പോൾ നമുക്കറിയാം V1 V2 തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒരു π/2 വരും. അപ്പോൾ റിസൾട്ടൻ്റ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V = √VR² പ്ലസ് VL² ആണ്. അപ്പോൾ നമുക്ക് V2² പ്ലസ് V1² എന്ന് വരും. അതെ. V² = V1² പ്ലസ് V2² വരും. ഇനി വിക്ക് പകരം നമുക്കറിയാം കറണ്ട് I = അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ Z എന്ന്. അപ്പോൾ I = V/Z എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് V² പകരം അവിടെ I² Z² എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V1² പ്ലസ് V2². നമ്മൾ വിക്ക് പകരം I × Z കൊടുത്തു. അപ്പോൾ I² Z² = V1² പ്ലസ് V2² എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് അപ്ലൈഡ് വോൾട്ടേജ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം അല്ലേ സാറേ. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ ഇസഡിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇസഡിന് പകരം R² പ്ലസ് XL², π² × R² പ്ലസ് XL², ദാറ്റ് ഈസ് ഈക്വൽ ടു 120². നമ്മൾ V1² പ്ലസ് V2² 120². അപ്പോൾ I² × R² പ്ലസ് XL² 120² ഡയറക്റ്റ് എഴുതാം. അപ്പോൾ I × R ഇങ്ങോട്ട് എടുത്താൽ I² R² പ്ലസ് I² × XL² ഈസ് ഈക്വൽ ടു 120² എന്ന് വരും. ഇനി നമുക്ക് ഈ I × R നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം I × R എന്ന് പറയുന്ന വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസാണ്. അപ്പോൾ I² R² V2² ആണ്. അപ്പോൾ അത് 36 ആണ്. അപ്പോൾ 36² പ്ലസ് I² XL² ഈസ് ഈക്വൽ ടു 120² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് I² XL² ഈസ് ഈക്വൽ ടു 120² മൈനസ് 36² കിട്ടും. അപ്പോൾ അതിനാ നമ്മൾ I × XL സോൾവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ സാറേ 12 × √91 എന്ന് വരും.
അപ്പോൾ ഐ ഇൻറ്റു എക്സൽ 12 ഇൻറ്റു √91 എന്നാണ് കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ ഇൻറ്റു ആറ് നമുക്കറിയാം. ഐ ഇൻറ്റു ആറ് 36 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഐ ഇൻറ്റു ആറ് 36 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ എടുക്കുവാണെങ്കിൽ ഐ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ റേഷ്യോ എടുക്കുവാണെങ്കിൽ എക്സൽ ബൈ ആർ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു √91 ഡിവൈഡഡ് ബൈ 36 എന്ന് വരും. അപ്പോൾ എക്സൽ ഈസ് ഈക്വൽ ടു ആറ് നമുക്ക് again √91, അപ്പോൾ √91 ഇൻറ്റു 91 വരും. 36 by 12 33 വരും. അപ്പോൾ 91/3 ഓം വരും. അപ്പോൾ എക്സൽ 91/3 എന്ന് കിട്ടി. ഇനി സിമ്പിൾ ആണ്. എക്സൽ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ, എൽ ഇൻറ്റു 2πf ഈസ് ഈക്വൽ ടു 91/3 എന്ന് വരും. നമുക്ക് എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 60 ആണ്. അപ്പോൾ എൽ ഇൻറ്റു 2π ഇൻറ്റു 60 ഈക്വൽ 91/3. നമുക്ക് കാൽക്കുലേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ നടത്താൻ നമുക്ക് നിയർലി 0.08 ഹെൻറി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. നല്ല കാൽക്കുലേറ്റീവ് ആയിട്ട് കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ കറണ്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്തി ആവും. അതായത് ഇവിടെ നമുക്ക് ഐ ഇൻറ്റു ആറ് ഡയറക്റ്റ് കൊടുത്താൽ കുറച്ചുകൂടെ കാൽക്കുലേഷൻ ലെങ്തി ആവുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ പ്രിൻസിപ്പിൾ വേറെ ഒന്നുമില്ല അല്ലേ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. എസിയുടെ ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അതെ 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 ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തേ ആവും. അതെ അതെ അതെ. Okay. But the next question, body of mass m is thrown horizontally with velocity v to the ground at a height h touches the ground at a എന്ന് പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ, അതിന്റെ വെലോസിറ്റി v ആണ്, അതിന്റെ റേഞ്ച് 100 മീറ്റർ ആണ്. എങ്കിൽ വേറൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മാസ് 2m വെലോസിറ്റി v/2 എറിഞ്ഞു. ഏത് ഹൈറ്റിൽ നിന്ന്? 4h ഹൈറ്റിൽ നിന്ന് എറിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ എവിടെ ടച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയും റേഞ്ചും തന്നിട്ട് വേറൊരു പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി തന്നു, റേഞ്ച് ചോദിച്ചു. അപ്പൊ റേഞ്ചിന്റെ ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, റേഞ്ചിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കും. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ റേഞ്ച് ആണ് കേട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് t ആണ്, u ഇൻറ്റു ടി. ടി നിങ്ങൾക്ക് അറിയാം, ടി ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ്. u √2h/g ആണ്. നമുക്ക് കുട്ടികൾക്കെല്ലാം അറിയാം ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിലും ഫ്രീ ഫോളിൽ വെറുതെ ഡ്രോപ്പ് ചെയ്താലും എല്ലാം ടൈം സെയിം. അപ്പോൾ ഇതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് R2 ആണ് വേണ്ടത്. R2 R1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ R2ന്റെ വെലോസിറ്റി ഇവിടെ എഴുതാം. R2ന്റെ വെലോസിറ്റി v/2 അല്ലേ സാറേ? v/2. ആദ്യത്തെ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി v ആണ്, ഇവിടെ ഉണ്ട് അല്ലേ, v. പിന്നെ ആദ്യത്തെ രണ്ടാമത്തെ പ്രൊജക്ടൈലിന്റെ ഹൈറ്റ് 4h. ആദ്യത്തിന്റെ h അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. R1 എത്ര തന്നിട്ടുണ്ട്? 100. അപ്പൊ R2 ഡിവൈഡഡ് ബൈ, ഞാൻ 100 അങ്ങോട്ട് എടുക്കുക. ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഈ R1 എന്ന് പറഞ്ഞ വാല്യൂ 100 അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വീണ്ടും 100. അപ്പൊ ആൻസർ 100 ആണ്. ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണോ, നമുക്ക് ക്വസ്റ്റൻ കറക്റ്റ് അറിയത്തില്ല. ഇപ്പൊ സാറേ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ ക്വസ്റ്റൻ ഒക്കെ ചിലപ്പം ചില വ്യത്യാസം വരാം. അതെ അതെ, രാവിലെ ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ക്വസ്റ്റൻ വ്യത്യാസമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് തരുന്ന കിട്ടിയ ക്വസ്റ്റൻ വെച്ചിട്ട് നമ്മൾ മെത്തേഡ് ഓഫ് സോൾവ് ചെയ്യും. വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റൻ ആണ്, ഒബ്ജക്റ്റ് ഓഫ് മാസ് 0.2 kg exudes simple harmonic motion along x-axis with the frequency. The body's kinetic energy is 0.5 joule, potential energy is 0.4 joule. What is its amplitude? അപ്പോൾ ആ ക്വസ്റ്റൻ അതൊരു പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഒരു പൊസിഷനിലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കാണണം. നമുക്കറിയാം ടോട്ടൽ എനർജി ഓഫ് ഓസിലേഷൻ കാണാൻ വേണ്ടിയിട്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി. അപ്പോൾ അത് ഏതൊരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിലും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജി ഓഫ് ഓസിലേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അത് 0.5 പ്ലസ് 0.4 0.9 ജൂൾ വരും. ഇനി നമുക്കറിയാം ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എ ആണെങ്കിൽ നമുക്ക് മാസ് ഉണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ½ m⍵² ആണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ഇനി ഹാഫ് ഇൻറ്റു മാസ് നമുക്ക് 0.2 ആണ്, ഒമേഗയ്ക്ക് പകരം ഫ്രീക്വൻസിയാണ് നമുക്ക് 2π കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഒരു 4π² ഇൻറ്റു ഫ്രീക്വൻസി സ്ക്വയർ വരും.
ഫ്രീക്വൻസി സ്ക്വയർ 25 സ്ക്വയർ 625 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. പിന്നെ കാൽക്കുലേഷനേ ഉള്ളൂ. കാൽക്കുലേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൈ സ്ക്വയർ ക്യാൻസൽ ആയി പോയി. 0.2 ഇവിടെ അവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 9, ഇവിടെ ഒരു 2 വരും. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ റൂട്ട് എടുക്കുവാണെങ്കിൽ 2 × 25 a is equal to 9 എന്ന് വരും. ശരിയല്ലേ സാറേ? അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കണം. 3. അപ്പോൾ a is equal to 3/50 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Diatomic gas undergoes isobaric process and does a work of 100 joule. Find out heat supplied. ഡയാറ്റോമിക് ഗ്യാസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഇവിടെ വർക്ക് ഡൺ ആണ് തന്നിട്ടുള്ളത്. വർക്ക് ഡണിൻ്റെ ഫോർമുല ഞാൻ ഈ സൈഡിലേക്ക് എഴുതാം. ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് പി ഡെൽറ്റ വി എന്ന് എഴുതാം. പക്ഷേ പി ഡെൽറ്റ വി ഇവിടെ അത്ര കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഇക്വേഷനിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി ആണ് ഫോർ ഐസോബറിക് പ്രോസസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് വേണ്ടത് ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യുവിന് ഡിഗ്രി ഓഫ് ഫ്രീഡം F/2 NR ഡെൽറ്റ ടി. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ വർക്ക് ഡണ്ണിന് ഞാൻ ഇത് എഴുതുന്നില്ല, പി ഡെൽറ്റ വി എഴുതുന്നില്ല. ഞാൻ എഴുതുന്നത് NR ഡെൽറ്റ ടി. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തിനാണ് ഈ വർക്ക് ഡണ്ണിന്റെ ഡെൽറ്റ യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് NR ഡെൽറ്റ ടി നമുക്ക് ആവശ്യമുണ്ട്. Q ഈസ് ഈക്വൽ ടു ഞാൻ F/2 + 1 ഇതാ NR ഡെൽറ്റ ടി കോമൺ ഔട്ട് ചെയ്തു. NR ഡെൽറ്റ ടി. കാരണം NR ഡെൽറ്റ ടി എനിക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? വർക്ക് ഡൺ 100 ജൂൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, therefore things are quite simple. Delta Q is equal to degree of freedom of diatomic rigid gas. ഡയറ്റോമിക് എന്ന് വെറുതെ പറഞ്ഞാൽ റിജിഡ് തന്നെയാണ്. നോൺ റിജിഡ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 7 ആവും, റിജിഡ് ആണ് 5 ആവും. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. റിജിഡ് ആണ് ഇത് 5/2 + 1. 5/2 + 1 എന്ന് പറഞ്ഞാൽ 3.5. 3.5. ഇത് 100. 3.5 ആണ് ഇത് അല്ലേ? 3.5 × 100 എന്ന് പറഞ്ഞാൽ 350 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ്. 350 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ്. കറക്റ്റ് അല്ലേ? ശരി. ഓക്കെ. അപ്പൊ ഇവിടെ സാറേ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്ന കുട്ടികൾ ചിലപ്പം ശ്രദ്ധിക്കാതൊക്കെ പഠിക്കുമ്പം ഈ വർക്ക് ഡൺ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നൊക്കെ വിചാരിച്ചേ ഉള്ളൂ. അത് വേറൊരു കാര്യം കൂടെ ഞാൻ അതിന്റെ ഒപ്പം പറയാൻ വിട്ടു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഐസോബറിക് പ്രോസസ്സിൽ ഇതിന്റെ റേഷ്യോ ഡെൽറ്റ ക്യൂ ഈസ് ടു ഡെൽറ്റ യു ഈസ് ടു ഡെൽറ്റ ഡബ്ല്യുവിന്റെ റേഷ്യോ ഇതാണ്. CP ഈസ് ടു CV ഈസ് ടു R. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് തന്നാലും ബാക്കി രണ്ടും കണ്ടുപിടിക്കാന്ന്. മനസ്സിലായോ? എനി വൺ ഓഫ് ദിസ്. CP നിങ്ങൾക്ക് അറിയാം F/2 + 1 R ആണെന്നും ഇത് F/2 R ആണെന്നും എഴുതുകയാണെങ്കിൽ ഇത് തന്നാൽ ഇത് രണ്ടും കണ്ടുപിടിക്കാം, ഇത് തന്നാൽ അത് രണ്ടും കണ്ടുപിടിക്കാം. ഏത് പ്രോസസിന്റെ കാര്യം പറയുന്നത് അറിയാം? ഐസോബറിക് പ്രോസസ്. മറ്റേ ഉള്ളതിനെല്ലാം അത് പോസിബിൾ ആണോന്നില്ല. ഐസോബറിക് പ്രോസസ്സിന് ഇതാണ് റേഷ്യോ. അത് കുട്ടികൾ ഓർത്ത് വെക്കും. നമ്മുടെ കുട്ടികൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മെറ്റീരിയലും ഉണ്ട് ഇത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയം സബ്മർജ്ഡ് ഇൻ കെറോസിൻ ആൻഡ് വാട്ടർ. അപ്പോൾ ആ ഡയഗ്രത്തിൽ നമുക്ക് ഈ ഡയഗ്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു സാർ. ഇത്രയുള്ളൂ. ഇവിടെ നമുക്ക് കെറോസിൻ ഉണ്ട്, ഇവിടെ നമുക്ക് വാട്ടർ ഉണ്ട്. ഈ വാട്ടറിലും കെറോസിനിലും ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ് സിറ്റുവേഷൻ. ഒരു ഭാഗം വാട്ടറിലും ഒരു ഭാഗം കെറോസിനിലും. 50-50 അല്ല. നമുക്ക് അത് പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. കെറോസിന്റെ ഡെൻസിറ്റി 0.8 വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്കറിയാം 1 ആണ്. ഇവിടെ ഉണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി നമ്മൾ 0.9 ആണ് സാറേ. 0.9. ഈ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി 0.9 ആണ് കേട്ടോ. 0.9. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് കെറോസിനിൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് V1 വാട്ടറിൽ V2 ആണെങ്കിൽ ആ V1 V2ന്റെ റേഷ്യോ കാണാനാണ് ചോദ്യം.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനിൽ അപ്ത്രസ്റ്റും വെയിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അപ്ത്രസ്റ്റ് വെയിറ്റുമായിട്ട് ബാലൻസ്ഡ് ആണ്. അപ്പോൾ mg is equal to fb എന്ന് എടുക്കുക. fb ബോയിൻ ഫോഴ്സ് ഓർ അപ്ത്രസ്റ്റ്. mg കാണാൻ വേണ്ടി നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ വോളിയം v1 + v2 ആണ് ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി 0.9. മാസ് കാണാൻ വേണ്ടി വോളിയം ഇൻറ്റു ഡെൻസിറ്റി v1 + v2 ഇൻറ്റു 0.9 ഇൻറ്റു g. അതിന് അപ്ത്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫസ്റ്റ് ലിക്വിഡിൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് v1, അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ρ1. അങ്ങനെയാണെങ്കിൽ v1 ρ1 g പ്ലസ് അടുത്ത ലിക്വിഡിൽ വോളിയം v2 ഡെൻസിറ്റി ρ2 ആണെങ്കിൽ ആ v2 + ρ2 v1 ρ1 പ്ലസ് ഇൻറ്റു g വരും. ഇതാണ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഇനി വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് v1 + v2 ഇൻറ്റു 0.9 g ക്യാൻസലായി പോയി. v1 + v2 ഇൻറ്റു 0.9 is equal to v1 into ρ1 is 0.8 plus v2 into 0.1. Sorry, 1. It's 1. അപ്പോൾ സിമ്പിൾ ആണ്. ഇവിടെ ഒരു 0.9 v1 ഉണ്ട്, ഇവിടെ ഒരു 0.8 v1 ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -0.8 വരും. ശരിയല്ലേ? അല്ല, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇത് 0.9. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -0.8 + 0.9 0.1 വരും. ശരിയല്ലേ സാറേ? ഇവിടെ ഒരു 1 ഉണ്ട്, ഇത് ഇങ്ങോട്ട് 1 - 0.9, ഇവിടെയും ഒരു 0.1 v2 വരും. അപ്പോൾ v1 ഉം v2 ഈക്വൽ ആണ്. അപ്പോൾ v1/v2 = 1 എന്ന് വരും. അതിപ്പോൾ ഇന്നുപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ അവസാനം നമുക്ക് v1 ഉം v2 ഈക്വൽ എന്ന് കിട്ടി അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ ഈക്വൽ ആവണം നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ചെയ്തു വന്നപ്പം അങ്ങനെ ആയെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു. അതെ. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡയമെൻഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയമെൻഷൻ മാർഗ്ഗമൊന്നുമില്ല, കണ്ടുപിടിക്കുക അല്ലാണ്ട് വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. അതെ. ഫിസിക്കൽ ക്വാണ്ടിറ്റി P ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാ ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദ ഡിപ്പെൻഡൻസ് ഈസ് ലൈക്ക് ദിസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി P എന്നാണ് തന്നിട്ടുള്ളത്. P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു E ε0 E². ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എനിക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഐ വാണ്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് E ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ε0² ഡയമെൻഷൻ ഓഫ് E കണ്ടുപിടിക്കാൻ ഞാൻ വേണ്ടി ഇതിൻ്റെ ബേസിക് ഡെഫിനിഷനിലേക്ക് പോവാം. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് ബൈ ചാർജ് വരും. ഓക്കെ, യൂണിറ്റ് ചാർജ് Q. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ε0 ഞാൻ F = 1/4πε0 Q1 Q2 എന്നുള്ള Q² എഴുതാം /R². ഈ ഫോർമുലയിൽ നിന്ന് ε0 എഴുതുന്നു, എന്നിട്ട് സ്ക്വയർ ചെയ്യാം. അപ്പം FR² ε0 Q² ഡിവൈഡഡ് ബൈ FR² ഹോൾ സ്ക്വയർ. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, തെറ്റിക്കണ്ട, ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ F/Q അതുപോലെ എഴുതി. ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ Q⁴ വരും. F² ഡിവൈഡ് ബൈ R⁴. ഇവിടെ ഒരു Q നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലെറ്റ് മീ കണ്ടിന്യൂ ചെയ്യാം. Q⁴ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു R⁴. ഇനി ഇതിന്റെ ഡയമെൻഷൻ എടുക്കാൻ പറ്റൂ അല്ലേ? ലെറ്റ് us take the dimension. ഇത് അവിടെ I ആണ്, അതുകൊണ്ട് I തന്നെ ചിലപ്പോൾ ഒറിജിനൽ ക്വസ്റ്റ്യൻ A ആയിരിക്കും. അതെ. IT³ ഡിവൈഡഡ് ബൈ ML(T⁻² മൾട്ടിപ്ലൈഡ് ബൈ L⁴. ഏത് വരും സാറേ ഓപ്ഷൻ? അപ്പോൾ നമുക്ക് M⁻⁻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 ⁻ ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അവസാനിപ്പിക്കാം. A wave is given by the equation y is equal to a sin pi into 330t minus x. Then the frequency of the wave is. So simple question. Simple question. Y is equal to a sin omega t minus kx ആണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ടിയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 330 കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എഫ് എന്ന് വിചാരിച്ചാൽ അത് ω/2π ആണ്. That is equal to pi into 330 divided by 2π വരും. അപ്പോൾ പൈ ക്യാൻസൽ ആയിപ്പോയി 330/2 വരും. 330/2 അപ്പോൾ നമുക്ക് 165 വരും അല്ലേ സാറേ?
330/165 വരും. ഓവറോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഹാപ്പി ആയിരിക്കും അതെ തോന്നുന്നു. അതെ. പിന്നെ നല്ല കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. ചിലപ്പോൾ സാർ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയിട്ടില്ല. ചിലപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റുഡൻസ് ഓർത്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞ മെമ്മറി കിട്ടില്ല. അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് റീച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ വീണ്ടും നമുക്ക് അടുത്ത എക്സാമിൻ്റെ ഡിസ്കഷനുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിനുവരെ എല്ലാവർക്കും നല്ലവിധ ആശംസകൾ. അപ്പോൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് JEE അഡ്വാൻസറിന് നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് സ്വീകരിക്കണം അതൊക്കെ നമ്മൾ നാളത്തെ ഡിസ്കഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.